ഷിൻഡോച്ചാ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ, ഒരു വാക്ക് പ്രാർത്ഥിച്ചു. കാരുണ്യവാനായ കർത്താവേ, സ്നേഹസമ്പന്നനായ ദൈവമേ, നിന്റെ വചനങ്ങളെ അനുസ്മരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ലോകം മുഴുവൻ നിന്റെ നാമത്തിൽ നടത്തുന്ന കൂട്ടായ്മകളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥനകളെ, വിശുദ്ധ ബലികളെ ഞങ്ങൾ അനുസ്മരിക്കുന്നു. ലോകം മുഴുവൻ ഈ സാബത്ത് ദിവസം, ഈ ഞായറാഴ്ച ദിവസം നിനക്ക് സ്തുതികൾ അർപ്പിക്കുകയാണല്ലോ. ഈ ദിവസം ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നത് നൈജീരിയൻ ക്രൈസ്തവ രക്തസാക്ഷികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ ഓർക്കാനും അനുസ്മരിക്കുവാനുമാണ്. കാരുണ്യവാനായ കർത്താവെ, വചനം ഞങ്ങൾ ഓർക്കുന്ന അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഈ 22-ാം അധ്യായം 20-ാം വാക്യം, നിനക്ക് സാക്ഷ്യം നൽകിയ സ്തെഫാനോസിന്റെ രക്തം ചിന്തപ്പെട്ടപ്പോൾ ഞാനും അടുത്തു നിന്ന് അത് അംഗീകരിക്കുകയും അവന്റെ ഘാതകരുടെ വസ്ത്രങ്ങൾ സൂക്ഷിക്കുകയും ചെയ്തു. കാരുണ്യവാനായ കർത്താവെ, സ്തെഫാനോസിന്റെ ആ രക്തസാക്ഷിത്വമാണല്ലോ ഞങ്ങൾക്ക് വളരെ പുണ്യശ്ലോകനായ ഒരു അപ്പസ്തോലിനെ തന്നത്, വിശുദ്ധ പൗലോസിനെ തന്നത്. സ്നേഹനാഥ, ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങൾ അനേകം പങ്കുവയ്ക്കലിലൂടെ വഴിയായിട്ട് ക്രിസ്തുവിന് വേണ്ടി രക്തം ചൊരിയുന്ന, ക്രിസ്തുവിന് വേണ്ടി ജീവൻ ത്യജിച്ച ഒത്തിരി പേരെ കുറിച്ച് ഞങ്ങൾ കേൾക്കും. സ്നേഹനാഥ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ രക്തസാക്ഷിയാകാനുള്ള ആ മഹനീയമായ വിളി ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകമെമ്പാടും യേശുവിൻ്റെ നാമത്തിൽ, യേശുവിനെ പ്രതി, സുവിശേഷത്തെ പ്രതി ജീവൻ നഷ്ടപ്പെട്ട എല്ലാ രക്തസാക്ഷികളെയും ഞങ്ങൾ ഓർക്കുന്നു. വളരെ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ രാജ്യത്തെ, ഇന്ത്യയിലെ ഞങ്ങളുടെ രക്തസാക്ഷികളെല്ലാം ഓർക്കുന്നു. കാരുണ്യവാനായ കർത്താവെ, നീ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ, വഴിയും സത്യവും ജീവനുമാണെന്ന് അങ്ങ് പഠിപ്പിച്ചുവല്ലോ. സ്നേഹനാഥ, ഞങ്ങൾ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ കുരിശിൻ്റെ വഴിയിലൂടെ യേശുവിൽ ഒന്നായി ഞങ്ങൾ മുന്നേറുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ തകർച്ചകളെയും, ബുദ്ധിമുട്ടുകളെയും, വേദനകളെയും, പ്രശ്നങ്ങളെയും എല്ലാം ഞങ്ങൾ അറിയുന്നു. സ്നേഹനാഥ, ഈ രക്തസാക്ഷികളുടെ ജീവിതങ്ങൾ മനസ്സിലാക്കുന്നത് വഴിയായിട്ട് യേശുവിനെ കൂടുതൽ സ്നേഹിക്കുവാനും യേശുവിന് വേണ്ടി, യേശുവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും ഞങ്ങളെല്ലാവരും യോഗ്യരാക്കണമേ. വളരെ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് വിദേശത്ത് നിന്ന്, നൈജീരിയയിൽ നിന്ന് കടന്നു വരുന്ന 2 സഹോദരങ്ങളെയും, ഇഷാങ് ബ്രദറിനെയും ചേഖ ബ്രദറിനെയും പ്രത്യേകം സമർപ്പിക്കുന്നു. We very specially remember our fellow brethren who are coming to our this prayer, this witnessing program. Lord Jesus, bless them, anoint them, heal them and touch them. കാരുണ്യവാനായ കർത്താവെ, ഞങ്ങൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. വളരെ പ്രത്യേകമായിട്ട് ഈ ഗ്രൂപ്പിലേക്ക് അനേകം പേര് കടന്നു വന്നുകൊണ്ട് രക്തസാക്ഷികളുടെ ചരിത്രങ്ങൾ, കഥകൾ അറിയാനുള്ള കൃപ ചെയ്യണമേ. ഇവിടെ സംസാരിക്കുന്ന എല്ലാ വ്യക്തികളെയും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് അവരെല്ലാം ഏറ്റവും നല്ല രീതിയിൽ അവരുടെ അനുഭവങ്ങൾ, അവരുടെ അറിവുകൾ പങ്കുവയ്ക്കാനുള്ള കൃപകൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ ഗ്രൂപ്പിനെ നയിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മോഡറേറ്റേഴ്സിനെ ഏറ്റവും സ്നേഹത്തോടെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്നേഹനാഥ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം, അനോയിന്റിങ് ഞങ്ങൾക്കെല്ലാം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഞങ്ങളിലേക്ക് ചൊരിയണമേ, ഞങ്ങളെ നയിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. 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 എബൻ ബ്രോ, നമ്മുടെ യൂട്യൂബ് ലിങ്ക് എല്ലാം കറക്റ്റ് ആണെന്ന് നോക്കിയിട്ട് ചെയ്യാവുള്ളേ. ട്രൂത്ത് ഫൈറ്റേഴ്സിലല്ലേ? അനിരുദ്ധനോട് ചോദിക്കും. അതിന്റെ ലിങ്ക് ഇവിടെ മുകളിൽ പിന്നെ ചെയ്യാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് സഹോദരയുടെ, നമ്മുടെ ഏബൻ ബ്രദറെ മോഡ് ചെയ്യുമ്പോൾ ആരും ഇടയ്ക്ക് കയറി അഭിപ്രായങ്ങൾ പറയരുത്. നമുക്കത് കറക്റ്റായിട്ട് നമ്മുടെ കൂടെ 2 ഓക്കെ. ഞാനൊരു അഭിപ്രായം പറയുകയാണ്. എബൻ ബ്രോ മോഡ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും സൈലൻ്റായിരിക്കുക. അദ്ദേഹം പറയുന്ന ക്രമത്തിൽ വേണം പോകാൻ. വളരെ നമുക്കത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി പോകണം. കാരണം 2 ഗസ്റ്റ് നമ്മുടെ മധ്യമുണ്ട്. അവർക്കും അതൊരു അനുഗ്രഹപ്രദമായ മീറ്റിംഗ് ആയി തീരണം. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു സെക്കൻഡ്, അഡ്വർടൈസ്മെന്റ്. ഓക്കെ ആണ് കേട്ടോ, യൂട്യൂബ് ഓക്കെ ആണ്. യൂട്യൂബ് ഓക്കെ ആണ്. ഓക്കെ ആണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഞാൻ ലിങ്ക് ചെയ്യാം, പിൻ ചെയ്യാം. ഓക്കെ, ഞാൻ ഒരു ഇൻട്രോ കൊടുത്തതിന് ശേഷം പിൻ ചെയ്യാം. ഓക്കെ. കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ കൂടി വന്നിരിക്കുന്നവർക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ വെച്ചിരിക്കുന്നത് നൈജീരിയയിൽ ക്രിസ്ത്യൻസ് സഫർ ചെയ്യുന്ന ചില കാര്യങ്ങളെയും, അത് ലോകത്തിൽ മുഴുവനും എന്താ പറയുക, ആ ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളും ഉണ്ട്. അപ്പം അതിനെ ബേസ് ചെയ്ത്
നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് 2 നൈജീരിയൻ സുഹൃത്തുക്കളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ബ്രദർ ഇസാങ്, ബ്രദർ ചക്ക, 2 പേരുണ്ട്. അപ്പം അവരും നമ്മളോട് അവരുടെ കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഇന്ന് റൂം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം പ്രാരംഭത്തിൽ ആ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, ജിമിജ, ഞാൻ പറഞ്ഞ ഓഡിബിൾ അല്ലേ? എനിക്കൊരു പൂർ കണക്ഷൻ കാണിക്കുന്നത് വിഷയം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ഓക്കെ ഓക്കെ എബൻ ബ്രദർ, ഓക്കെ ക്യാൻ യു എക്സ്പ്ലെയിൻ ദ പ്രോഗ്രാം ഷെഡ്യൂൾ? എങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്? താഴെ ഇരിക്കുന്നവരൊന്ന് കേൾക്കട്ടെ അതിനുശേഷം, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് മിസ്സായി പോകും. അതും കൂടെ ഒന്ന് പറഞ്ഞേരെ. ഓക്കെ, കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് നമ്മുടെ ഒരു പുതിയ റൂമാണ്. ഇതുവരെ ഈ റൂം ഫോളോ ചെയ്തിട്ടില്ലാത്ത എല്ലാവരും ഈ റൂം ഒന്ന് ഫോളോ ചെയ്യണം. ക്രൈസ്തവ രക്തസാക്ഷികൾ, നമ്മളിതിന്റെ ഫസ്റ്റ് പ്രോഗ്രാം ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. തുടർന്ന് ദൈവം അനുവദിക്കുന്ന പക്ഷം ഷിജോമരെ മലയാളത്തിലും ഇംഗ്ലീഷിലും കൊടുക്കാം, എന്നാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. അല്ല, അവര് കേട്ടോളും, അത് കുഴപ്പമില്ല. തുടർന്ന് ഈ ക്ലബില് ഇതുപോലെയുള്ള ക്രൈസ്തവ രക്തസാക്ഷികളെ കുറിച്ചുള്ള തുടർമാനമായ ചർച്ചകൾ ദൈവം അനുവദിച്ചാൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ റൂം ഫോളോ ചെയ്യാത്തവർ റൂം ഫോളോ ചെയ്യുക. ഇന്നത്തെ ഈ പ്രോഗ്രാം നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ആദ്യം നൈജീരിയയുടെ ക്രൈസ്തവ ചരിത്രവും ഇസ്ലാമിക ചരിത്രവും ഒരാള് വിശദീകരിക്കുന്നതാണ്. അതിനുശേഷം ബ്രദർ ഇസാങ്കിനോട് ഏബ് ബ്രദർ അദ്ദേഹത്തെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഇന്റർനാഷണൽ മീഡിയയിൽ കണ്ടിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി എത്ര പറഞ്ഞാലും അതിനെതിരെ അങ്ങനെ അല്ലായിരിക്കും ഇങ്ങനെ അല്ലായിരിക്കും എന്നുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകാം. നൈജീരിയയിൽ ജീവിക്കുന്ന 2 സഹോദരന്മാർ നമ്മുടെ മധ്യയുണ്ട്. ചക്കയുണ്ട്, ഇസാങ്കും ഉണ്ട്. ഇസാങ്ക് നമ്മൾ ചില ചോദ്യങ്ങൾ ഏബ് ബ്രദർ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യും. അതിനുശേഷം ബ്രദർ അനിൽകുമാർ അയ്യപ്പൻ എന്തുകൊണ്ടാണ് ഇസ്ലാമില് ഇത്തരം പ്രയാസങ്ങൾ നൈജീരിയ ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അതിന് രാഷ്ട്രീയപരമായ, മതപരമായ, എക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങളുള്ള ഇന്റർവ്യൂയിലൂടെ നമ്മൾ ചോദിക്കുന്നതാണ്. അതെല്ലാം ഇന്റർവ്യൂവിൽ ചോദിക്കുന്നതാണ്. എന്നാൽ അതിന്റെ മതപരമായ ഇസ്ലാമിന്റെ വശത്തു നിന്നുള്ള റീസൺ എന്താണെന്നുള്ള കാര്യം അവരുടെ ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് അനിൽകുമാർ അയ്യപ്പൻ ഒരു പേപ്പർ ഇവിടെ അവതരിപ്പിക്കും. അതിനുശേഷം നമ്മൾ ഓഡിയൻസിലേക്ക് ക്വസ്റ്റ്യൻ അവറിന് വേണ്ടി കടന്നു പോകുന്നതാണ്. നമ്മൾ ചെയ്യുവാൻ പോകുന്ന പ്രോഗ്രാം ഇതാണെന്നുള്ളത് ഞാൻ ക്ലോസ് റൂമിൽ ഇസാങ്കിനോട് പറഞ്ഞിട്ടുണ്ട്. ചാക്കേനെ വിളിച്ചത് ആരാണെന്ന് എനിക്കറിയില്ല, ചാക്കയോട് അത് ഇൻഫോം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ, ആ കാര്യം നമ്മൾ അങ്ങനെയാണ് ചെയ്യാനിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഈ കാര്യങ്ങൾ ഞാനിത് പറഞ്ഞതിന്റെ കാരണം ഓഡിയൻസിന് ഇടയിൽ പോയിട്ട് പിന്നെ വരാമെന്ന് വിചാരിക്കുമ്പോൾ പ്രോഗ്രാം നിങ്ങൾക്ക് കണ്ടിന്യൂഷൻ ഇത് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു കൃത്യമായ ഒരു അറേഞ്ച്മെന്റിലാണ് ചെയ്തിരിക്കുന്നത്. നൈജീരിയയുടെ ചരിത്രം, നൈജീരിയയുടെ പ്രസന്റ് കണ്ടീഷൻ, ഫ്യൂച്ചറിലും ഇപ്പോഴും നൈജീരിയ അനുഭവിക്കാൻ പോകുന്നതുമായ പ്രശ്നങ്ങൾക്ക് ഇസ്ലാമിക മതഗ്രന്ഥങ്ങൾ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഇന്ന് അവതരിപ്പിക്കുന്നത്. ദൈവം സഹായിക്കട്ടെ. ഓക്കെ, താങ്ക് യു ശിവൻ ചായ. ക്ലിയർ ആയിട്ട് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തുടക്കം മുതൽ എല്ലാവരും ഇരുന്ന് കേൾക്കാം. ജിമ്മിച്ചാൻ എന്താ ആഡ് ചെയ്യാനുള്ളത്? അതായത് നമ്മുടെ ചാക്കേനെ ഞാനാണ് വിളിച്ചിരിക്കുന്നത്. ചാക്കേൻ ഇസാങ്ങും നമ്മുടെ റോയ് പാസ്റ്ററെ ഉത്തമ ഫ്രണ്ട്സാണ്. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വരുമ്പോൾ ചാക്കയ്ക്ക് അവസരം കൊടുത്താൽ മതി. ഓക്കെ, നോ പ്രോബ്ലം. അപ്പം ഇന്നത്തെ പ്രോഗ്രാം തുടക്കം മുതൽ അവസാനം വരെ കേൾക്കണം. മാത്രവുമല്ല, എന്നാലേ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല. ഈ ക്ലബ്ബും ഫോളോ ചെയ്യുക. ഓക്കെ, തുടർന്ന് ഇതുപോലത്തെ പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പം ഫസ്റ്റ് പാർട്ടിനായിട്ട് ശിവൻ ചായ കേൾക്കാം. നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ക്ലബിൽ ഞങ്ങളെ കേൾക്കുവാൻ ഇരിക്കുന്ന എല്ലാവർക്കും കർത്താവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും കാലവും നൈജീരിയയിൽ കൊല്ലപ്പെട്ട ക്രൈസ്തവ രക്തസാക്ഷികളുടെ അവരുടെ കുടുംബങ്ങളുടെ കണ്ണീരോട് കൂടെ നമ്മളും ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. സ്വർഗത്തിൽ അവർ കർത്താവിനോട് കൂടെ ആയിരിക്കുന്നു എന്നുള്ള സന്തോഷം നമുക്ക് വാസ്തവമായും ഈ സന്ദർഭത്തിലുണ്ട്. മരിച്ചുപോയ ക്രൈസ്തവ വിശ്വാസികളെ വിചാരിച്ച് നമ്മൾ ആരും കരഞ്ഞു നിലവിളിച്ച് അലമുറയിടുന്നവരല്ല. അവർ ദൈവസന്നിധിയിൽ സുരക്ഷിതരും അവർക്ക് വലിയ പ്രതിഫലങ്ങൾ ഉള്ളവരുമാണെന്നുള്ള തിരിച്ചറിവിലാണ് നമ്മൾ ക്രൈസ്തവ രക്തസാക്ഷികളെ നമ്മൾ മനസ്സിൽ അവരെ കൊണ്ടു നടക്കുന്നതിന്റെ കാരണം അതാ.
ഇന്ന് ഈ പ്രോഗ്രാം യൂട്യൂബിലൂടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരും അവസാനം വരെ ഇത് കേൾക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ സംസാരിക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ ഒരു മിക്സ് ചെയ്താണ് ഞാൻ പറയുന്നത്. ഒന്ന്, നൈജീരിയയിലെ ക്രൈസ്തവ ചരിത്രവും, രണ്ട്, നൈജീരിയയിലേക്ക് ഇസ്ലാം കടന്നു വന്ന വഴിയും. ഇത് രണ്ടുമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. നൈജീരിയയിലെ ക്രൈസ്തവ ചരിത്രത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഭൂമിശാസ്ത്രപരമായി നൈജീരിയ കിടക്കുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ പടിഞ്ഞാറേ തീരത്താണ്. അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ ഓരം പറ്റിയാണ്. നമുക്ക് ഈ ഭൂപടം എടുത്താൽ ആഫ്രിക്കയുടെ പടിഞ്ഞാറേ വശത്തൊരു ഒരു ചെറിയ വളവ്, മുകൾ ഭാഗത്ത് ഒരു വളവ് കാണും. കറക്റ്റ് ആ വളവ്, ആ ബെൻഡ് എവിടെയാണോ അവിടെയാണ് നൈജീരിയ എന്ന് പറയുന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നത്. നൈജീരിയ രാജ്യത്തിന്റെ വടക്കുവശത്ത് നീഗറും, കിഴക്ക് നീഗർ എന്ന രാജ്യം, കിഴക്ക് ചാഡ് എന്ന രാജ്യവും കാമറൂണും, പടിഞ്ഞാറ് ബെനീനും, തെക്ക് അറ്റ്ലാന്റിക് മഹാസമുദ്രവുമായിട്ടാണ് ഈ മനോഹരമായ രാജ്യം സ്ഥിതി ചെയ്യുന്നത്. വളരെ നല്ല ഒരു നദിയും കുറെ വനപ്രദേശങ്ങളും, അതുപോലെ തന്നെ അപ്പർ പ്രോവിൻസ്, അതായത് വടക്കൻ നൈജീരിയ സഹാറ മരുഭൂമിയുടെ ഒരു ട്രാൻസ് ഏരിയയും കൂടെ ആയിട്ടാണ് കിടക്കുന്നത്. നൈജീരിയയിൽ ഒരു ഒറിജിനൽ ആയിട്ടുള്ള സൊസൈറ്റി എന്ന് പറയുന്ന നിലയിൽ ഒരു സാമൂഹിക ജീവിതം ആരംഭിച്ച കാലഘട്ടം എന്ന് പറയുന്നത് നോക്ക് കൾച്ചർ തുടങ്ങിയ കാലഘട്ടമാണെന്നാണ് ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നത്. നുക്ക് കാലഘട്ടം എന്ന് അതിനെ തിരിച്ചിരിക്കുന്ന BC ഒരു 500 മുതൽ ഇപ്പുറത്തേക്കുള്ള കാലഘട്ടത്തെയാണ്. ഏതാണ്ട് ഒരു AD 200 വരെയുള്ള കാലഘട്ടമാണ് നുക്ക് കൾച്ചറിന്റെ കാലഘട്ടം എന്ന് നൈജീരിയ അറിയപ്പെടുന്നത്. ആ കാലഘട്ടത്തിലാണ് അവിടെ ഒരു സോഷ്യൽ ലൈഫ് ആരംഭിച്ചിട്ടുള്ളത്. അതിനു മുൻപുള്ള എക്സ്കവേഷനുള്ള, അതിനു മുൻപുള്ള പല മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ഒക്കെ പല കാര്യങ്ങളും അവിടെ കിട്ടിയിട്ടുണ്ട്. അവർ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള. പക്ഷെ അതൊന്നും ഒരു സാമൂഹിക ജീവിതത്തിന്റെ, ഒരു വ്യവസ്ഥാപിത ലൈഫിന്റെ തെളിവുകളായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റാത്തതായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു BC 500 മുതലുള്ള കാലഘട്ടത്തെ കണക്കാക്കുന്നത്. ക്രിസ്ത്യാനിറ്റി ആഫ്രിക്കയിലേക്ക് പ്രവേശിച്ചത്, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് പ്രവേശിച്ചത് 1-ാം നൂറ്റാണ്ടിൽ തന്നെയാണ്. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്ന് തന്നെ അതിന് വളരെ വ്യക്തമായ ഒരു തെളിവ് നമുക്ക് വിശുദ്ധ ബൈബിളിലുണ്ട്. പെന്തിക്കോസ്റ്റ് നാളിൽ യെരുശലേമിൽ കൂടി വന്ന യഹൂദന്മാര് കടന്നു വന്ന സ്ഥലങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, അവര് വന്നത് എവിടെ നിന്നാണെന്നുള്ളത് അവർ പറയുന്ന വാക്കാണ്. അവര് വന്ന സ്ഥലം 10-ാം വാക്യം മാത്രമേ വായിക്കുന്നുള്ളൂ. ആസിയിലും ഫ്രിഗ്യയിലും പമ്പുല്ലിയിലും, അടുത്ത വാക്കുകളാണ് വായിക്കേണ്ടത്. മിസ്രൈം എന്ന് പറഞ്ഞ ഈജിപ്റ്റ്, കുറേനയ്ക്ക് ചേർന്നുള്ള ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും. അപ്പൊ ലിബ്യ എന്ന് പറയുന്നതും കുറേന എന്ന് പറയുന്നതും ആഫ്രിക്കൻ, ലിബ്യ ഇപ്പൊ നമുക്കറിയാവുന്നതാണ്. അത് പടിഞ്ഞാറേ ആഫ്രിക്കയുടെ പ്രദേശത്തിൽ പെടുന്ന ഒരു രാജ്യമാണ്. ആ പ്രദേശത്തു നിന്നുള്ള യഹൂദന്മാരും, അതുപോലെ അതിന്റെ കുറേന പ്രദേശത്തു നിന്നുള്ളവരും, ഈജിപ്തിൽ നിന്നുള്ള യഹൂദന്മാരും ഈ സഭയുടെ ആദ്യത്തെ ദിവസം തന്നെ, സഭ രൂപീകരിക്കപ്പെടുന്ന ദിവസം തന്നെ അവിടെ സന്നിഹിതരായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇവരൊക്കെ മടങ്ങിപ്പോയപ്പോൾ, നമ്മൾ പിന്നീടുള്ള അധ്യായം 7-ാം അധ്യായത്തിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ വായിക്കുന്നത്, മടങ്ങിപ്പോയി അവരെല്ലാം മടങ്ങിപ്പോയപ്പോൾ ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്കും കർത്താവിന്റെ സുവിശേഷം ചെന്നു. പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി എത്യോപ്യക്കാരനായ ഒരു ഷണ്ടനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അദ്ദേഹം എത്യോപ്യയിൽ നിന്ന് യെരുശലേമിൽ വന്ന് മടങ്ങി പോകുമ്പോഴാണ് ഫിലിപ്പോസ് അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞത്. അദ്ദേഹം കന്ദക്കി എന്ന രാജ്ഞിയുടെ ഭണ്ഡാര വിചാരകനായിരുന്നു. അഥവാ അദ്ദേഹം അവിടുത്തെ ഭണ്ഡാരത്തിന്റെ സൂക്ഷിപ്പുകാരനായിരുന്നു. അപ്പം അങ്ങനെ ഒരു റിപ്പോർട്ടിങ് വിശുദ്ധ ബൈബിളിൽ ഉള്ളത് കൊണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ ആഫ്രിക്കയില്, കിഴക്കൻ ആഫ്രിക്കയിലേക്കും പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്കും ഈജിപ്റ്റ് ഉൾപ്പെടുന്ന നോർത്തേൺ ഏരിയ മുഴുവൻ സുവിശേഷത്തിന്റെ പ്രചാരം സംഭവിച്ചിരുന്നു 1-ാം നൂറ്റാണ്ടിൽ തന്നെ. പിന്നീട് നമ്മൾ മുന്നോട്ട് ചരിത്രം നോക്കുമ്പോൾ 2-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ തന്നെ കാർത്തേജിലും അലക്സാൻഡ്രിയയിലും വളരെ ശക്തമായ ക്രൈസ്തവ കൂട്ടങ്ങൾ, കേവലം ക്രൈസ്തവ കൂട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ, ദൈവസഭയുടെ ഉപദേശപരമായ കാര്യങ്ങളിൽ തർക്കങ്ങളും വിതർക്കങ്ങളും പുസ്തകങ്ങളും വളരെ ഡീപ്പായിട്ടുള്ള തിയോളജിക്കൽ ഇഷ്യൂസിനെ കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന വേദ പണ്ഡിതരെ പ്രൊഡ്യൂസ് ചെയ്ത ഒരു ഭൂപ്രദേശമാണ് ഈ പറയുന്ന വടക്കൻ ആഫ്രിക്കയിലെ കാർത്തേജും അലക്സാൻഡ്രിയ ഒക്കെ ഉള്ള സ്ഥലങ്ങൾ. അപ്പം
ആ 2-ാം നൂറ്റാണ്ടാകുമ്പോഴത്തേക്കും ക്രിസ്ത്യാനിറ്റിക്ക് വളരെ ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള അപ്പർ ഹാൻഡ് ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കൂടാതെ 4-ാം നൂറ്റാണ്ട് ആയപ്പോൾ തന്നെ എത്യോപ്യയുടെ പ്രദേശമാകുന്ന നാംബിയ എന്ന് പറയുന്ന പ്രദേശങ്ങളെല്ലാം ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളായി മാറിയിരുന്നു. നാംബിയ എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ ആദ്യത്തെ ക്രൈസ്തവ രാജ്യം എന്ന് പറയപ്പെടുന്നത് പോലും നാംബിയനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ സഭാചരിത്രത്തിൽ വായിക്കുന്നത്. അപ്പം അവിടെ ആ രാജവംശം പരിപൂർണമായും ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരികയും ആ രാജ്യം തന്നെ ക്രൈസ്തവ രാജ്യമായി 4-ാം നൂറ്റാണ്ടിൽ തന്നെ മാറിയിരുന്നു. അപ്പൊ ഈ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ഇവിടെ എല്ലാം ഡോമിനേറ്റ് ചെയ്തിരുന്നത് കോപ്റ്റിക് ക്രിസ്ത്യൻസ് ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മാത്രമല്ല, ആദ്യകാല ക്രിസ്ത്യാനിറ്റിയുടെ ക്രൈസ്തവ സഭയ്ക്ക് വളരെ വലിയ സംഭാവന നൽകിയ സഭാപിതാക്കന്മാർ പലരും ആഫ്രിക്കൻ വംശജരായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ആഫ്രിക്കൻ വംശജരായിരുന്നു ഈ സഭാപിതാക്കന്മാരെ നമുക്ക് ഒരിക്കലും മറന്നു കളയാൻ പറ്റില്ല. ഇവിടെയാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ത്വക്കിന്റെ നിറം കൊണ്ടോ സംസ്കാരത്തിന്റെ പ്രത്യേകത കൊണ്ടോ ജീവിക്കുന്ന സ്ഥലങ്ങളുടെ പ്രത്യേകത കൊണ്ടോ ദൈവത്തിന്റെ മുൻപാകെ എല്ലാവർക്കുമുള്ള തുല്യത പോലെ തന്നെ സഭയുടെ മുന്നിലും അതുപോലെ തന്നെയാണ് ആയിരിക്കുന്നത്. ഈ ആഫ്രിക്കൻ വംശജരാകുന്ന സഭാപിതാക്കന്മാരുടെ പേരുകൾ ഞാൻ പറയാം. തെർത്തുല്യൻ, ക്ലമന്റ് ഓഫ് അലക്സാൻഡ്രിയ, ഒറിഗൻ, സൈപ്രിയൻ, അത്തനേഷ്യസ്, അഗസ്റ്റസ് ഓഫ് ഹിപ്പോ. ഇവരെല്ലാം ആഫ്രിക്കക്കാരായ സഭാപിതാക്കന്മാരായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം നമ്മൾ AD 446 എത്തുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് പോപ്പ് ലിയോ ഒന്നാമന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രഖ്യാപനത്തിലൂടെ നമുക്ക് ഈ ആഫ്രിക്കയിൽ പല സ്ഥലങ്ങളിലും പല ഏരിയകളിലും ക്രൈസ്തവർ വളരെ വളർന്നിരുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് അവിടെ ലഭ്യമാകുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു പ്രഖ്യാപനം ഇങ്ങനെ: കാർത്തേജിലെ ബിഷപ്പിന് ആഫ്രിക്കയിലെ എല്ലാ ബിഷപ്പുമാരെക്കാളും ഒരു മേലായ സ്ഥാനം, ഒരു മുകളിൽ ഒരു 1-ാം സ്ഥാനം കൽപ്പിച്ചു കൊടുക്കുന്നത് പോലെയാണ് ലിയോ ഒന്നാമൻ മാർപ്പാപ്പയുടെ പ്രഖ്യാപനം. ആ പ്രഖ്യാപനം ഇങ്ങനെയാണ്, ഞാൻ ഇംഗ്ലീഷ് വായിക്കാം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇൻഡീഡ് ആഫ്റ്റർ റോമൻ ബിഷപ്പ് ദ ലീഡിംഗ് ബിഷപ്പ് ആൻഡ് മെട്രോപൊളിറ്റൻ ഫോർ ഓൾ ആഫ്രിക്ക ഈസ് ദ ബിഷപ്പ് ഓഫ് കാർത്തേജ്. കാർത്തേജിലെ ബിഷപ്പാണ് റോമിലെ ബിഷപ്പ് കഴിഞ്ഞാൽ ആഫ്രിക്കയിലുള്ള എല്ലാ ബിഷപ്പുമാരെക്കാളും മെട്രോപൊളിറ്റനേക്കാളും ഉയർന്ന പദവിയിലുള്ളത് കാർത്തേജിലെ ബിഷപ്പാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാർത്തേജിലെ ബിഷപ്പിന് അപ്പർ ഹാൻഡ് ഉണ്ടോ എന്നുള്ളതിനേക്കാളും പ്രധാനപ്പെട്ടത് കാർത്തേജിൽ ബിഷപ്പും കാർത്തേജിലെ ബിഷപ്പിന് കീഴിൽ ബാക്കി ആഫ്രിക്കയിൽ ധാരാളം ബിഷപ്പുമാർ ഉണ്ടായിരുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ അവിടെ വില കൽപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ 4-ാം നൂറ്റാണ്ടായപ്പോഴേക്കും പല സ്ഥലങ്ങളിലും ക്രൈസ്തവ ജനസംഖ്യ വർദ്ധിച്ചിരുന്നു. ബിഷപ്പുമാരെ അവരോധിക്കേണ്ടുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് അംഗസംഖ്യയിൽ വടക്കൻ ആഫ്രിക്കയിൽ ക്രൈസ്തവ സമൂഹം വളർന്നിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞതിന്റെ സാരം. പിന്നീട് 1471 എത്തുമ്പോൾ കപ്പലുകൾ നൈജീരിയയുടെ തെക്കൻ തീരത്ത്, അതായത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ എത്തി തുടങ്ങി. എവിടെ നിന്നാണ് ആ കപ്പലുകൾ എത്തിയത്? പോർച്ചുഗീസിൽ നിന്നാണ്. പോർച്ചുഗീസ് കപ്പലുകളാണ്. അവർക്ക് ലക്ഷ്യം ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: സ്ലേവ് ട്രേഡ്, അടിമ കച്ചവടം ലക്ഷ്യം വെച്ചാണ് പോർച്ചുഗീസ് കപ്പലുകൾ അവിടെ എത്തുന്നത്. അപ്പം ഈ എത്തിയ പോർച്ചുഗീസ് കപ്പലുകൾ നമ്മളിപ്പം ഇന്റർനെറ്റിലൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ നൈജീരിയയുടെ ക്രൈസ്തവ ചരിത്രം പോയി തപ്പിക്കഴിഞ്ഞാൽ അവരെല്ലാം ഇത് ചെയ്യുന്നത് ഈ പോർച്ചുഗീസുകാരാണ് അവിടെ ക്രിസ്ത്യാനിറ്റി കൊണ്ടുവന്നത് എന്നും പറഞ്ഞാണ്. വാസ്തവത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത് ക്രൈസ്തവരായ പോർച്ചുഗീസുകാർ തെക്കൻ നൈജീരിയയിൽ പ്രവേശിക്കുകയും അവരവിടെ കച്ചവടങ്ങൾ ചെയ്യുക, പോർട്ടിൽ അവര് സ്ലേവ്സിന്റെ കച്ചവടത്തിന് വേണ്ടി അവർ കെട്ടിക്കിടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് ശരിയാണ്. നൈജീരിയ മാത്രമല്ല, ആഫ്രിക്കയുടെ പല രാജ്യങ്ങളിലും ആ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ സ്ലേവ് ട്രേഡ് ലക്ഷ്യം വെച്ച് വന്നവരാരും അവിടെ ഈ പറയുന്ന പോലെ സുവിശേഷ പ്രചരണം ഒന്നും നടത്തുകയോ ആരെയും കർത്താവിലേക്ക് നയിക്കാനൊന്നും അവർ പോയില്ല. അവരുടെ ലക്ഷ്യം ഈ അടിമക്കച്ചവടം മാത്രമായിരുന്നു. 16-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും പോർച്ചുഗീസുകാരുടെ ആധിപത്യം ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്ത് നിന്ന് ക്രമേണ ട്രേഡുകളിൽ നിന്നൊക്കെ ഈ 16-ാം നൂറ്റാണ്ട് വരെ അവരുടെ ആധിപത്യം നിലനിന്ന് പോന്നു. അതിനുശേഷം നെതർലാൻഡുകാർ വരുന്നു. ഈ അവരുടെ പോർച്ചുഗീസുകാരെക്കാളും നാവിക ശക്തി ഉണ്ടായിരുന്നുകൊണ്ട് ഡച്ചുകാരൊക്കെ എന്ത് ചെയ്തു? പിന്നീട് ഈ സ്ലേവ് ട്രേഡ് അങ്ങ് ഏറ്റെടുത്തു. അതിനെ തുടർന്ന് അമേരിക്കയിലേക്ക് സ്ലേവ് ട്രേഡ് അല്ലെങ്കിൽ അടിമകളെ ഇങ്ങനെ കയറ്റിക്കൊണ്ടു പോകുന്ന പരിപാടി
പോർച്ചുഗീസുകാരെക്കാളും വലിയ തോതിൽ ഈ പറഞ്ഞ ഡച്ചുകാരും അവരും ഇവരൊക്കെ ചെയ്യുകയുണ്ടായി. 18-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും ബ്രിട്ടീഷുകാർ ഈ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കുകയും ഈ ബ്രിട്ടന്റെ കോളനിയായി നൈജീരിയ മാറുകയും ചെയ്തു. അപ്പൊ കോളനി ആധിപത്യം ഉറപ്പിക്കപ്പെട്ട ആ ഒരു കൊളനിക്കൽ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കും ഇന്ത്യ 200 വർഷം കടന്നതുപോലെ ഒന്നും നൈജീരിയ ബ്രിട്ടന്റെ കോളനി ആയിട്ടിരുന്നില്ല. കേവലം 60 വർഷം മാത്രമാണ് ബ്രിട്ടന്റെ കോളനി ആയിട്ട് നൈജീരിയക്ക് ഇരിക്കേണ്ടി വന്നിട്ടുള്ളൂ. അതുവരെ ഉണ്ടായിരുന്നവര് ഈ പോർച്ചുഗീസുകാരായിട്ട്, ഡച്ചുകാരായിട്ട്, നെതർലാൻഡുകാരായിട്ട് ഇവരെല്ലാവരും ട്രേഡിന് വന്നവർ മാത്രമാണ്. ഇതിനിടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം 18-ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴത്തേക്കും മാത്രമാണ് ഈ നൈജീരിയ എന്ന് പറയുന്നത് ഒരു സംയുക്ത രാജ്യം എന്നുള്ള സ്ഥിതിയിലേക്ക് വരുന്നത്. അപ്പൊ ഈ സംയുക്ത രാജ്യം എന്ന അവസ്ഥയിലേക്ക് ഇവർക്ക് വരാൻ കഴിഞ്ഞതിന് കാരണം ഈ ബ്രിട്ടീഷുകാരുടെ കോളനി സമ്പ്രദായം അവിടെ നിലനിന്നുകൊണ്ടാണ് ഒരു ടെറിട്ടോറിയൊക്കെ ഉള്ള ഒരു ടെറിട്ടോറിയൽ പ്രോവിൻസ് ആയിട്ട് ഇതിനെ കണക്കാക്കുകയും വടക്കൻ നൈജീരിയൻ തെക്കൻ നൈജീരിയൻ ഇവർ ഒരുമിപ്പിക്കുകയും ഇതൊരു രാജ്യം എന്നുള്ള നിലയിലേക്ക് ഒരു ഏക അവസ്ഥയിലേക്ക്, അതുവരെ ഗോത്രവർഗ്ഗങ്ങളായി ഇതുങ്ങൾ പിരിഞ്ഞു കിടക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 17-ാം നൂറ്റാണ്ടില് റോമൻ കാത്തലിക് മിഷണറിമാര് നൈജീരിയയിലേക്ക് എത്തുന്നു. 17-ാം നൂറ്റാണ്ടിലെത്തിയ റോമൻ കാത്തലിക് മിഷണറിമാരാണ് ആ കാലഘട്ടത്തിൽ ഏതെങ്കിലും നിലയിലുള്ള ഒരു മിഷണറി പ്രവർത്തനം നൈജീരിയയുടെ ഉൾപ്രദേശത്ത് കാഴ്ചവെച്ചിട്ടുള്ളത്. ഈ മിഷണറി പ്രവർത്തനത്തിൽ വസ്തുതാപരമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാത്തലിക് സഭ മറ്റ് പലയിടത്തും ചെയ്തതുപോലെ ഒരു വലിയ പ്രവർത്തനം, ഒരു പ്രയോജനകരമായ പ്രവർത്തനം നൈജീരിയയിൽ അവർക്ക് ഉണ്ടായില്ല. അതിന് കാരണം നൈജീരിയയിൽ നിന്ന് അവിടെ ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഭരണാധികാരികളോ പരമ്പരാഗത രാജാക്കന്മാരായിട്ടുള്ള അങ്ങനെയുള്ള ആരും റോമൻ കാത്തലിക്സിന്റെ മിഷണറി പ്രവർത്തനം വഴി മുന്നോട്ട് വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അവിടെ വളരെ വളരെ നോർമൽ ആയിട്ടൊരു വളർച്ച മാത്രമേ റോമൻ കാത്തലിക് ചർച്ചിന് നൈജീരിയയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ ആ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ 1807 നമുക്കറിയാം ബ്രിട്ടൻ സ്ലേവ് ട്രേഡ് നിരോധിച്ചുകൊണ്ടുള്ള പാർലമെന്റ് അത് പാസ്സാക്കുകയും ആ സ്ലേവ് ട്രേഡ് നിരോധിച്ചതിന് ശേഷം ബ്രിട്ടീഷുകാർ അവരുടെ കപ്പലിലൊന്നും സ്ലേവ്സിനെ കൊണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞതോടുകൂടെ ബ്രിട്ടൻ അതിൽ നിന്ന് പിൻവാങ്ങി. എന്നാലും ഈ നൈജീരിയയിൽ ഉണ്ടായിരുന്ന ആളുകള് പിന്നെയും പിടിച്ച് ഇങ്ങനെ സ്ലേവ്സ് ആക്കി വിൽക്കുന്ന ഒരു രീതി നിലനിന്നു. ഈ ഒരു കാലഘട്ടത്തിൽ എന്താ സംഭവിച്ചത്? ഈ 1860 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈജീരിയ സ്വതന്ത്ര രാജ്യമാകുന്ന കാലമാണ്. 1807 പ്രഖ്യാപിച്ചെങ്കിലും 1860 വരെ നൈജീരിയയില് ഈ സ്ലേവ് ട്രേഡിങ് അങ്ങനെ തന്നെ യഥേഷ്ടം നടന്നുകൊണ്ടിരുന്നു. ബ്രിട്ടീഷുകാരായ അവിടെ ഉണ്ടായിരുന്നവർ പിന്നെ ചെയ്തത് അവരുടെ ഷിപ്പിൽ കയറാൻ സമ്മതിക്കുകയല്ലായിരുന്നെങ്കിലും മറ്റു രാജ്യക്കാര് ഈ പറയുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള സ്ലേവ്സിനെ കൊണ്ടുപോകുന്ന ഒരു രീതി അവിടെ നിലനിന്നു പോകുന്നു. അപ്പൊ ഇവിടെ ക്രിസ്ത്യാനിറ്റിയുടെ പ്രാധാന്യം എങ്ങനെയാണ് പിന്നീട് വരുന്നത് അത് പറയാനാണ് ഇത്രയും ഈ സ്ലേവ്സിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞത്. 1833 ആകുമ്പോഴേക്കും സ്ലേവ് ട്രേഡ് ബ്രിട്ടന്റെ എല്ലാ കോളനികളിലും നിരോധിച്ചു 1833 കൂടെ. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടം വന്നപ്പോൾ, അങ്ങനെ ഒരു സമയം വന്നപ്പോൾ ഈ ഇവിടുന്ന് പിടിക്കപ്പെട്ട് നൈജീരിയയിൽ നിന്നൊക്കെ പിടിക്കപ്പെട്ട് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും ഒക്കെ കൊണ്ടുപോയിരുന്ന ധാരാളം അടിമകൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അവർ വിമോചിതരായപ്പോൾ അവരെന്ത് ചെയ്തു? അവര് യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ തിരിച്ച് നൈജീരിയയിലേക്ക് അവർ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരാൻ തുടങ്ങി. ഈ സ്വന്തം നാട്ടിലേക്ക് അവർ മടങ്ങി വന്നപ്പോൾ അവർ പോയതുപോലെയല്ല അവർ തിരിച്ചു വന്നത്. അവർ പോയപ്പോൾ കുട്ടികളായിട്ടാ പോയപ്പോൾ അവർ ചെറുപ്പക്കാരായിരുന്നു. അവർ പിന്നീട് തിരിച്ചു വന്നപ്പോൾ അവർ വലിയവരായി. ചെറുപ്പക്കാർ പോയൊരു വിവാഹിതരും കുട്ടികളുമായി, ചിലർ 3-ാം തലമുറയൊക്കെയാണ് തിരിച്ചു വരുന്നത്. ഇവരെല്ലാം തിരിച്ചു വന്നപ്പോൾ പോയതിൽ നിന്ന് വ്യത്യസ്തമായ അവരോട് കൂട്ടത്തിൽ 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഇവരുടെ യജമാനന്മാർ അല്ലെങ്കിൽ ഇവരുടെ മാസ്റ്റേഴ്സ് ആയിരുന്ന ആളുകൾ ഇവർക്ക് കൊടുത്തിരുന്ന ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, അവരായിരുന്ന സ്ഥലത്ത് നിന്ന് അവർക്ക് കൊടുത്ത ആ നല്ല എഡ്യൂക്കേഷൻ, ആ വിദ്യാഭ്യാസവുമായിട്ടാണ് ഈ നൈജീരിയൻ സ്വതന്ത്രരായ സ്ലേവ്സ് എല്ലാം തിരിച്ച് നൈജീരിയയിലേക്ക് വരുന്നത്. കൂടെ മറ്റൊരു കാര്യം കൂടെ അവർ കൊണ്ടുവന്നു. ഇവര് സ്ലേവ്സ് ആയിരുന്ന രാജ്യങ്ങളിലെല്ലാം അവരുടെ കൊണ്ടുപോയ ആളുകൾ ഇവർക്ക് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇവരുടെ തലമുറകളെ യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇവര് ക്രിസ്ത്യാനികളായിട്ടാണ് ഈ സ്ലേവ്സ് പലരും മടങ്ങി ഇവരുടെ രാജ്യത്ത് നൈജീരിയയിലേക്ക് എത്തുന്നത്. അപ്പൊ അവരുടെ വിദ്യാഭ്യാസവും അവരുടെ ക്രൈസ്തവ വിശ്വാസവും കൊണ്ടാണ് ഈ സ്ലേവ്സ് മടങ്ങി നൈജീരിയയിൽ എത്തുന്നത്. ഈ കാലഘട്ടത്തില് ഏതാണ്ട് ഈ 18-ാം നൂറ്റാണ്ടിന്റെ ഈ പകുതി കഴിയുന്ന ഈ ഒരു കാലഘട്ടത്തില് പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരുടെ പ്രവർത്തനങ്ങള് നൈജീരിയയിൽ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഈ ഒരു സമയത്ത് സദേൺ നൈജീരിയയിൽ ഉണ്ടായിരുന്ന പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാര് അവരവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ തുടരുന്ന ഒരു സമയമാണ്.
അപ്പൊ വന്നവരിൽ പലരും എന്താ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവരിവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ കുട്ടികളെ, അവർക്ക് ഇംഗ്ലീഷ് അറിയാവുന്നുണ്ട്, അവരുടെ കുട്ടികളെ ഈ ഇംഗ്ലീഷ് സ്കൂളുകളിലേക്ക് വിടാൻ തുടങ്ങി. ഇവർ വന്ന് ഇംഗ്ലീഷ് അറിയാവുന്ന പലരും ഇതേ ഇംഗ്ലീഷ് മിഷണറിമാരുടെ കൂടുതൽ മിഷണറി പ്രവർത്തനത്തിലും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടും അവർ പ്രവർത്തിച്ചു തുടങ്ങി. അപ്പൊ ഇങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ തിരിച്ചെത്തിയവരുടെ ജീവിത നിലവാരവും അവരുടെ സ്റ്റാൻഡേർഡും ഒക്കെ വടക്കൻ നൈജീരിയയിലുള്ളവരെക്കാളും വളരെ വ്യത്യസ്തമായിട്ടാണ് തെക്കൻ നൈജീരിയ. ഇന്ന് നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം, നൈജീരിയ പോയിട്ടുള്ളവർക്ക് അറിയാം, തെക്കൻ നൈജീരിയ വളരെ എക്കണോമിക്കലി അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള അവർ ഉയർന്നില്ല, അവരെല്ലാം മുന്നില്ല പല കാര്യങ്ങളും. ഇതിന്റെ കാരണം ഈ മിഷൻ പ്രവർത്തനങ്ങളും ഇവർക്ക് ലഭിച്ച വിദ്യാഭ്യാസവും ഈ മിഷൻ പ്രവർത്തനത്തിന്റെ പരിണിത ഫലവുമാണ്. ഇപ്പൊ കാത്തലിക് ചർച്ചും പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരും തെക്കൻ നൈജീരിയയിൽ ചെയ്തു വന്നിരുന്ന ശുശ്രൂഷകൾക്ക് തിരിച്ചു വന്ന ഇംഗ്ലീഷ് വിദ്യാഭ്യാസമുള്ള നൈജീരിയക്കാരായ ആളുകൾ, നൈജീരിയൻ പശ്ചാത്തലമുള്ള ഇവര് നല്ല ഒരു സപ്പോർട്ട് ഇവർക്ക് ലഭിക്കുകയുണ്ടായി. അതോടുകൂടെ സംഭവിച്ചത് തെക്കൻ നൈജീരിയയിൽ ഈ തിരിച്ചു വന്ന സ്ലേവ്സിൽ പലരും മിഷണറി പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ ധാരാളം ആളുകൾ, ഇവരുടെ കുടുംബക്കാർ, ഇവരുടെ ഗോത്രങ്ങളിൽ പെടുന്ന ഒരുപാട് ആളുകൾ തെക്കൻ നൈജീരിയയിൽ ക്രൈസ്തവരായി മാറി. ഇതിൽ ഒരാളായിരുന്നു സാമുവൽ അജയ് ക്രോത്തർ. സാമുവൽ അജയ് ക്രോത്തർ. എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ മൈ പ്രൊനൗൺസിയേഷൻ ഇസ് കറക്റ്റ് ഓർ നോട്ട്. മേ ബി ഇസാൻ ക്യാൻ പ്രൊനൗൺസ് ഇറ്റ് കറക്റ്റ്ലി. അപ്പൊ ഇദ്ദേഹം 12-ാം വയസ്സിൽ ഫുലാനീസ് സ്ലേബ് ട്രേഡേഴ്സ് പിടിച്ച് ഇദ്ദേഹത്തെ പോർച്ചുഗീസുകാർക്ക് വിറ്റ് കളഞ്ഞ ഒരു അടിമ പയ്യനായിരുന്നു ഈ സാമുവൽ എന്ന് പറയുന്ന ഇദ്ദേഹം. ഇദ്ദേഹത്തെ ഈ അടിമത്വം നിരോധിച്ച സമയത്ത് ഇദ്ദേഹം തിരിച്ച് നൈജീരിയയിൽ എത്തുമ്പോൾ ഇദ്ദേഹം ഇവിടെ തിരിച്ചു വന്ന് ഇദ്ദേഹം മിഷണറിയായി പ്രവർത്തിക്കാൻ ആരംഭിച്ചു. ഇദ്ദേഹം മിഷണറിയായി പ്രവർത്തിച്ചെന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിന് അടിമത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇദ്ദേഹം ഇവിടെ വന്ന് ആഫ്രിക്കക്കാരായ എന്താ പറയുന്നത് മനുഷ്യരുടെ ഇടയിൽ വളരെ ശക്തമായ നിലയിൽ ദൈവം ഉപയോഗിച്ച മനുഷ്യനാണത്. നമ്മൾ സഭാചരിത്രം മനസ്സിലാക്കുമ്പോൾ, നമ്മൾ ആഫ്രിക്കയുടെ സഭാചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഈ ക്രിസ്ത്യൻ മിഷൻ സൊസൈറ്റി എന്ന് പറയുന്ന CMS മിഷണറിമാര്, ഈ ക്രിസ്ത്യൻ മിഷൻ സൊസൈറ്റി ആഫ്രിക്കക്കാരനായി ആദ്യമായിട്ട് ഓറിയന്റേഷൻ കിട്ടിയ ആദ്യത്തെ ബിഷപ്പായിരുന്നു ഈ പറയുന്ന ഈ സാമുവൽ എന്ന് പറയുന്ന മനുഷ്യൻ. ഇദ്ദേഹമാണ് ആഫ്രിക്കയിൽ നിന്ന് വന്ന ആദ്യത്തെ ആഫ്രിക്കൻ ബിഷപ്പ്. ഇദ്ദേഹത്തിന് നൈജീരിയയുടെ പൈനിയർ ലോക്കൽ ക്രിസ്ത്യൻ മിഷണറിയായി മാറി. ആഫ്രിക്കയുടെ മൊത്തം ഭൂഖണ്ഡം എടുത്താലും ഒരു വ്യക്തി അവർ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയുടെ പരിപൂർണമായ അംഗീകാരത്തോടെ ഓറിയന്റേഷനോടുകൂടെ ഇദ്ദേഹം അവിടെ ഒരു മിഷണറി പ്രവർത്തകനായി, ഒരു പൈനിയർ ലോക്കൽ ക്രിസ്ത്യൻ മിഷണറി ആയി തീരുകയും ചെയ്തു. അത് മാത്രമല്ല, ഇദ്ദേഹം യൊറൂബ ഭാഷയിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്യുകയും ചെയ്തു. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യം, ഈ ക്രൈസ്തവരുടെ അവിടുത്തെ വളർച്ച, അവരുടെ ചരിത്രപരമായ വളർച്ച എന്ന് പറയുന്നത്, ഇത് 1-ാം നൂറ്റാണ്ടിലെ സഭാചരിത്രവും പിന്നീട് വന്ന മിഷണറി പ്രവർത്തനങ്ങളും സ്ലേവ് ട്രേഡും ഒക്കെ ആയിട്ട് വളരെ ഇന്റർലിങ്ക്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു ചരിത്രമാണ് അവർക്കുള്ളത്. പിന്നീട് 1970 മുതൽ ഇത്രയുമാണ് നമുക്ക് ഈ ക്രൈസ്തവ ചരിത്രത്തെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഈ ഒരു പശ്ചാത്തലമാണ് അവിടെയുള്ളത്. എന്നാൽ ഇനി രണ്ടാമത്തെ സെഷനിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എങ്ങനെയാണ് ഇസ്ലാം നൈജീരിയയിലേക്ക് വന്നത് എന്നുള്ളതാണ്. ഇസ്ലാം നൈജീരിയയിലേക്ക് വന്നത് 11-ാം നൂറ്റാണ്ടിനും 12-ാം നൂറ്റാണ്ടിനും ഇടയിൽ വാണിജ്യപരമായ മാർഗങ്ങളിലൂടെ അല്ലെങ്കിൽ ട്രേഡ് റൂട്ടിലൂടെ കച്ചവടത്തിനായി നോർത്ത് വെസ്റ്റേൺ ആഫ്രിക്കയിൽ ചേർന്നവരാണ് മുസ്ലിമുകൾ. അതായത് അവര് ഈജിപ്തിലേക്ക് കയറുകയും അവിടെ നിന്ന് യാത്ര ചെയ്ത് കാർത്തേജ് മുതലായ പ്രദേശങ്ങളിലേക്ക് എത്തുകയും അവർ ലിബിയ മുതലായ പ്രദേശങ്ങളിൽ എത്തുകയും ഇങ്ങനെ കാമറൂണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അവർ എത്തിച്ചേർന്നു. അങ്ങനെ പടിഞ്ഞാറേ ആഫ്രിക്കയുടെ വടക്കൻ പ്രദേശം മുഴുവൻ ഈ 12-ാം നൂറ്റാണ്ടിൽ ഇവർ കച്ചവടക്കാരായി എത്തി. ഈ പടിഞ്ഞാറൻ ആഫ്രിക്കയുടെ വടക്കൻ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്, അവിടെയെല്ലാം പല ജനവാസ കേന്ദ്രങ്ങളും ഫോർട്ടിഫൈഡ് സിറ്റീസ് ആയിട്ടായിരുന്നു. അതായത് മതിൽക്കെട്ടുകളുള്ള, ഉയർന്ന മതിൽക്കെട്ടുകളുള്ള രാജ്യങ്ങൾ, കൊച്ചു കൊച്ചു പട്ടണങ്ങളായിരുന്നു അതിൽ പലതും. ഈ കൊച്ചു കൊച്ചു പട്ടണങ്ങളിൽ കച്ചവട സാധ്യതയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ നിന്നും ഏഷ്യയിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും ഒക്കെയുള്ള സുഗന്ധദ്രവ്യങ്ങളും മറ്റു സാധനങ്ങളും ഒക്കെ ആയിട്ട് ഇവർ ഇവിടെ കച്ചവടത്തിന് ചെല്ലുന്നു. ഈ കച്ചവടത്തിന് ചെല്ലുമ്പോൾ അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങളുമായിട്ട് ചെല്ലുന്ന ഈ മുസ്ലിം കച്ചവടക്കാർ പിന്നീട് ഈ പട്ടണങ്ങളിൽ ഇവര് കച്ചവടം ചെയ്ത് താമസിക്കുകയും തങ്ങുകയും ചെയ്തു. അങ്ങനെ ചിലർ അവിടെ മുസ്ലിംസ് അവിടെ സ്ഥിര താമസക്കാരായി മാറി. ഇങ്ങനെ പട്ടണങ്ങളോട് ചേർന്ന കുടിയേറ്റമാണ്
11-12 നൂറ്റാണ്ടുകളിൽ ഇസ്ലാം ആഫ്രിക്കയുടെ വടക്കൻ പ്രദേശത്ത് ചെയ്തത്. ഈ കുടിയേറ്റം നടന്നത് പഴയ കാലത്തിലെ കാനിയും ബോറും പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് ഇവർ കുടിയേറ്റം നടത്തി. 9-ാം നൂറ്റാണ്ട് മുതൽ ഇവർ പുലർത്തിപ്പോന്ന ഈ കാനും ബോറും എന്ന് പറഞ്ഞ പ്രദേശങ്ങളൊക്കെ ആയിട്ട് 9-ാം നൂറ്റാണ്ട് മുതൽ ഇവർ കച്ചവട ബന്ധങ്ങൾ മുസ്ലിംസ് പുലർത്തിപ്പോന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ വടക്കൻ നൈജീരിയയിൽ മുസ്ലിങ്ങൾക്ക് കുടിയേറ്റം നടത്താനുള്ള അവസരം ഇങ്ങനെയാണ് അവർക്ക് ഉണ്ടായി കിട്ടിയത്. വടക്കൻ നൈജീരിയയിലേക്ക് അവർ കയറി വരുന്നത് ഈ ഒരു കച്ചവടത്തിന്റെ ലാക്കിലാണ് അവർ കയറി വരുന്നത്. ഈ കച്ചവടത്തിന് വേണ്ടി വന്ന ഈ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നതിന് ശേഷം ഇവർ ചെയ്ത പിന്നീടുള്ള പരിപാടികൾ വളരെ രസകരമായ കാര്യമാണ്. 15-ാം നൂറ്റാണ്ടായപ്പോഴേക്കും മാലിൻ സോങ്കൈ എംപയർ എന്ന് പറയുന്ന ഒരു വടക്കൻ നൈജീരിയയിലെ ഹൊസലാൻഡ് ഭാഗത്ത് ഇവർ വ്യാപിച്ചു. ഈ രാജ്യം ഇവര് മുസ്ലിം രാജ്യമായിട്ട് ഇവര് കൊണ്ടുവരികയാണ്. അവിടെ അസാക്കിയ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം 1538 മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു രാജവംശം സ്ഥാപിച്ചു. തുടർന്ന് ഖുസാം ഭാഷയിൽ ഇസ്ലാമിക സാഹിത്യങ്ങളിലും പഠനങ്ങളും ഒക്കെ ആയിട്ട് ഒരു കാലഘട്ടം തന്നെ അവിടെ കടന്നു പോയിക്കൊണ്ടിരുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് ഇവര് ലിബിയയിലും അതുപോലെ തന്നെ നീഗറിലും ഒക്കെ താമസിച്ച മാലി പ്രദേശങ്ങളിലൊക്കെ വന്നിരുന്ന ഈ ഇസ്ലാമിക കച്ചവടക്കാർ പതുക്കെ അവര് നൈജീരിയയിലേക്ക് കടന്നു വരികയാണ്. നൈജീരിയയിൽ കടന്നു വന്ന ഇവര് നൈജീരിയയുടെ വടക്കൻ പ്രദേശത്ത് മുമ്പേ ഞാൻ പറഞ്ഞ അസ്കിയ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ സ്ഥാപിച്ച ഈ കൊച്ചൊരു രാജവംശം, ആ രാജവംശത്തിൽ പെടുന്ന ഇവരെല്ലാം ഒരു ഇസ്ലാമിക സമൂഹത്തിന്റെ ടീച്ചിങ് ഒക്കെ ആയിട്ട് ഹസുവ ഭാഷയിൽ ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളൊക്കെ ഇവർ പഠിപ്പിച്ചൊക്കെ തുടങ്ങി. 18-ാം നൂറ്റാണ്ടായപ്പോഴേക്ക് ഈ ഹൗസ ആൻഡ് ഫുലാനി ട്രൈബൽസ്, അതായത് ഈ നോർത്തേൺ നൈജീരിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനവാസ കേന്ദ്രം, ഏറ്റവും പ്രധാനപ്പെട്ട ഗോത്രവർഗങ്ങളായിരുന്നു ഇവരേതാണ്ട് പൂർണ്ണമായിട്ടും ഈ പറയുന്ന ഇസ്ലാമിക വൽക്കരണത്തിൽ പെട്ടു. മിക്കവാറും ഇസ്ലാമിന്റെ ഇന്റലക്ച്വൽ ട്രഡീഷൻസും അതിന്റെ പഠനങ്ങളിലേക്കും സാമൂഹിക വ്യവസ്ഥകളിലേക്കൊക്കെ ഈ സമൂഹത്തിൽപ്പെടുന്ന ആളുകൾ വിധേയപ്പെട്ട് കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞ് 1970 ആയപ്പോഴത്തേക്കും ഇവരുടെ ഇടയില് 18-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തില് ഇതിനുശേഷം 1804-ലും 1808-ലും ഒരു ജിഹാദ് നടക്കുന്നുണ്ട്, ഒരു വിശുദ്ധ യുദ്ധം. അത് ഉസ്മാൻ ഡാൻ ഫോഡിയോ എന്ന് പറയുന്ന മനുഷ്യനാണ്. ഉസ്മാൻ ഡാൻ ഫോഡിയോ ഇദ്ദേഹം ഒരു ജിഹാദ് നടത്തി, ഒരു വിശുദ്ധ യുദ്ധം നടത്തി. സൊക്കോട്ടോ കാലിഫേറ്റ് എന്ന് പറയുന്ന ഒരു രാജ്യം അദ്ദേഹം സ്ഥാപിച്ചു. ഇതോടുകൂടെ വടക്കേ നൈജീരിയ എന്ന് പറയുന്നത് പൂർണ്ണമായും തെക്കേ നൈജീരിയയിൽ നിന്ന് ബന്ധം വിട്ട സ്ഥിതിയിലേക്ക് എത്തി. ഏതാണ്ട് അത് ഈ 30 നാട്ടുരാജ്യങ്ങളെ ചേർത്തുകൊണ്ടായിരുന്നു ഈ കാലിഫേറ്റ് അദ്ദേഹം സ്ഥാപിച്ചത്. ഈ കാലിഫേറ്റ് ഫുലാനി വംശജനും അതുപോലെ ഹൗസുവ പറയുന്ന ആ ഒരു കൂട്ടരുടെയും ഇടയിൽ ഒരുമിച്ച് ചേർത്ത ഈ ഒരു കാലിഫേറ്റ് 1804 മുതൽ 903 വരെ ഏകദേശം 100 വർഷക്കാലം ഈ ഇസ്ലാമിക കാലിഫേറ്റ് അവിടെ സ്ഥിതി ചെയ്തു. പിന്നീട് നമ്മൾ കാണുന്നത് 1980-കളുടെ പകുതി കഴിഞ്ഞപ്പോൾ ബ്രിട്ടന്റെ കോളനി ആകുന്നു. ബ്രിട്ടന്റെ കോളനി ആയപ്പോൾ അവരാണ് ഇതിനെ ഒരു ടെറിട്ടറി ആയിട്ട് ഒരുമിപ്പിച്ച് ചേർത്തത്. അതിനുശേഷം 1860 ആയപ്പോൾ 60 ഒക്ടോബർ 1-ാം തീയതി നൈജീരിയ ഒരു ഇൻഡിപെൻഡന്റ് രാജ്യമായി മാറുന്നു. 1963 നൈജീരിയ ഒരു സോഷ്യലിസ്റ്റ് ഒരു റിപ്പബ്ലിക് ആയി മാറുന്നു. നിലവിലെ സ്ഥിതിയിൽ അവിടെയുള്ള ഒരു പോപ്പുലേഷന്റെ കണക്ക് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇപ്പോഴവിടെ ഏതാണ്ട് 50% മുസ്ലിംസും, അത് മിക്കവാറും നോർത്തേൺ ഏരിയയിലാണ് 50% മുസ്ലിംസ് ഉള്ളത്. 49% ക്രിസ്ത്യൻസ് സദേൺ നൈജീരിയയിലാണ് അവർ കൂടുതലായിട്ടുള്ളത്. പിന്നെ നോർത്തേൺ നൈജീരിയയിൽ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻസ് എല്ലാം കൊല്ലപ്പെടുകയോ നാട് വിട്ടു പോവുകയൊക്കെ ചെയ്യുന്ന സ്ഥിതിയിലാണ്. അത് പിന്നീട് നമ്മൾ കാണുന്നതാണ്. പിന്നീട് 1% വരുന്ന അതായത് ക്രൈസ്തവർ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് കൂടുന്നവരും, പിന്നെ അവിടെ ഇതുവരെയായിട്ടും മതപരിവർത്തനത്തിലേക്ക് ഒരു മതത്തിലേക്ക് മാറാതെയും ഗോത്രവർഗപരമായി പോകുന്ന കുറെ ആളുകളുണ്ട്. ഈ 49% വരുന്ന ക്രിസ്ത്യാനികളെ മൊത്തത്തിലെടുത്താൽ അതിൽ 74% പ്രൊട്ടസ്റ്റന്റുകാരും 25% റോമൻ കാത്തലിക്സുമാണ് ഉള്ളത്. ബാക്കി എല്ലാവരുടെ കൂടുന്നതാണ് ഈ പറയുന്ന 1% പെടുന്ന ഒരു ക്രൈസ്തവരായിട്ട് ബാക്കി ശേഷിക്കും. ഇത് 2010 ഒരു കണക്കാണ് ഞാനിപ്പോൾ
ഈ വായിച്ചു കേൾപ്പിച്ചത്. പിന്നെ 1970 ആകുമ്പോഴത്തേക്കും 1970 മുതൽ നമ്മൾ കാണുന്നത് 800-കൾക്ക് ശേഷം 1970 ആകുമ്പോൾ 900-ന്റെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നത് ഇസ്ലാമിന്റെ തന്നെ പല വിധത്തിലുള്ള റിഫോർമേഷൻ മൂവ്മെന്റുകൾ നൈജീരിയയിൽ ഉടലെടുക്കുന്നു. ഇസ്ലാമിന്റെ റിഫോർമേഷൻ മൂവ്മെന്റുകൾ ഉടലെടുത്തോട് കൂടെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ലോകത്തില് ഈ ടെററിസ്റ്റ് ആക്രമണങ്ങൾ എല്ലായിടത്തും ആരംഭിക്കുന്നത്. ഇത് 1970-കളിൽ നൈജീരിയയിലും ആരംഭിച്ചു. ഇസ്ലാം മൂവ്മെന്റ് എന്ന് പറയുന്നത്, ദാറുൽ ഇസ്ലാം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള പലതും വന്നു. ഇതിൽ പലതും ഇതൊക്കെ ഈ ഇങ്ങനെയുള്ള പുതിയ മൂവ്മെന്റുകളൊക്കെ കൊണ്ടുവരുന്നത്, റിഫോർമേഷൻ മൂവ്മെന്റ് ഒക്കെ ഇസ്ലാമുകൾ കൊണ്ടുവരുന്നത് ഇസ്ലാമിന്റെ വിശ്വാസം സംബന്ധിച്ച് അത് കുറച്ചും കൂടി ഒന്ന് കറക്റ്റ് ആക്കുക, ഒന്ന് കറക്റ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തിലാണ് ഇതൊക്കെ ഉടലെടുക്കുന്നത്. പക്ഷേ വേറൊരു നിലയിൽ പറഞ്ഞ് ഇതൊരു സൈസ് സെറ്റേറിയനിസമാണ്. അപ്പൊ അവരുടെ ഓരോരുത്തർക്കും ഓരോ സെറ്റുകൾ ഉണ്ടാകുന്നു. ഇപ്പൊ നമുക്ക് ഇവിടെ തന്നെ അറിയാമല്ലോ, മുസ്ലിംസ് പല സെറ്റുകളായിട്ടാണ് നിൽക്കുന്നത്. ഓരോ സെറ്റിനും വ്യത്യസ്ത തീവ്രതകളാണുള്ളത്. അപ്പൊ ഈ തീവ്ര സ്വഭാവം പുലർത്തുമ്പോൾ അവർ മറ്റൊരു സെറ്റായിട്ട് രൂപപ്പെടേണ്ടി വരുന്നു. അത്തരം സെറ്റുകളുടെ രൂപീകരണം ഈ പറയുന്ന നൈജീരിയയുടെ വടക്കൻ പ്രദേശത്തും സംഭവിച്ചു. അതിൽ വന്ന ഒരു തീവ്ര സെറ്റാണ് ജമായത്ത അൽ അസുന്ന ദവാത്തി വൽ ജിഹാദ്. എന്താണോ അതിന്റെ കൃത്യമായ ഉച്ചാരണം അറബി അറിയാവുന്നവരൊക്കെ അറിയത്തുള്ളൂ. എന്താണ് ഞാൻ അതിന്റെ ഇംഗ്ലീഷ് അങ്ങ് വായിച്ചു കേൾപ്പിക്കാം. ഇവരെ തന്നെയാണ് ബോക്കോ ഹറാം എന്ന് പറയുന്നത്. ഈ ബോക്കോ ഹറാം എന്ന വേർഡിന്റെ അർത്ഥം വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഈസ് ഫോർബിഡൻ. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഈസ് ഫോർബിഡൻ എന്നാണ് ബോക്കോ ഹറാം എന്ന വാക്കിന്റെ അർത്ഥം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് എതിർക്കുന്നത് വിദേശ വിദ്യാഭ്യാസത്തെ, വിദേശിവൽക്കരണത്തെ, വിദേശ സംസ്കാരത്തെ പരിപൂർണമായി എതിർക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ബോക്കോ ഹറാമിനുള്ളൂ. എന്നാൽ ഞാൻ മുമ്പേ വായിച്ച അറബി വേർഡ് ഉണ്ടല്ലോ, ആ ജമായത്ത അൽസ സുന്ന അൽ ദവാത്തി എന്നാണ് ജിഹാദോ എന്തുകൊണ്ടോ അല്ലേ അറബി എനിക്കറിയത്തില്ല. എന്താണ് അതിന് ഇംഗ്ലീഷ് വായിക്കാം. പീപ്പിൾ കമ്മിറ്റഡ് ടു ദ പ്രോഫറ്റ്സ് ടീച്ചിങ് ഫോർ പ്രൊപ്പഗേഷൻ ആൻഡ് ജിഹാദ്. അതായത് പ്രവാചകന്റെ പഠനത്തിന്റെ പ്രചരണത്തിനും ജിഹാദിനും വേണ്ടി സമർപ്പിതരായ ജനമെന്നാണ്, സമർപ്പിതരായ ആളുകളെന്നാണ് ഈ പറയുന്ന JD എന്ന് പറയുന്ന ഈ ജമായത്ത സുന്ന പറഞ്ഞ് നടക്കുന്ന ഈ പറയുന്ന ബോക്കോ ഹറാമിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഇതാണ്, അറബിയിലുള്ള ഇതാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. എനിക്ക് അറബി അറിയില്ലാത്തതുകൊണ്ട് ഉച്ചാരണം തെറ്റിപ്പോന്നുള്ളത് ഞാൻ വായിച്ചിട്ട് ശരിയാകുന്നില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഇവര് മുന്നോട്ട് വയ്ക്കുന്ന ആശയം പ്രോഫറ്റിന്റെ ടീച്ചിങ്സിന് വേണ്ടിയിട്ടും അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനും ജിഹാദ് നടത്താൻ വേണ്ടിയിട്ടും സ്വയം സമർപ്പിതരായ ഒരു കൂട്ടം. ഈ സംഘടന 2002 മുഹമ്മദ് യൂസഫ് എന്ന വടക്കൻ നൈജീരിയക്കാരൻ സ്ഥാപിച്ചതാണ്. ഈ പറയുന്ന ബോക്കോ ഹറാം എന്ന് പറയുന്ന വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഈസ് ഫോർബിഡൻ എന്ന് പറയുന്ന ഈ സംഘടനയുടെ ബോക്കോ ഹറാമിന്റെ സ്ഥാപകൻ. 2015 ഇത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ വെസ്റ്റ് ആഫ്രിക്ക എന്ന പേരിൽ ഇത് അറിയപ്പെട്ടു. 2009 മുതൽ ഈ സംഘടന നൈജീരിയയിലെ കൊലപാതകങ്ങൾക്കും ഭീകര പ്രവർത്തനങ്ങൾക്കും കുഞ്ഞുങ്ങളെയും സ്ത്രീകൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾക്കും എല്ലാം ചുക്കാൻ പിടിക്കുന്ന, അതിനെല്ലാം മുൻകൈയിട്ട് നിൽക്കുന്ന ഒരു സംഘടനയായി മാറി. ഇവർ പറയുന്നത് വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് മൂലം നൈജീരിയയിൽ വന്നിരിക്കുന്ന കറപ്ഷനെയും അനീതിയെയും പറിച്ചെറിയലാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും പറഞ്ഞാണ് ഇവര് ഈ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഈ കറപ്ഷൻ അല്ല നൈജീരിയയിൽ നിന്ന് മാറ്റണമെങ്കിൽ ശരീഅത്തിന്റെ നിയമം രാജ്യത്ത് കൊണ്ടുവന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ. എല്ലാ ഇസ്ലാമിക ടെററിസ്റ്റ് ഗ്രൂപ്പുകളും അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ അവരുടെ ആളുകളെ ചെവിയിൽ നാഴികയ്ക്ക് 40 വട്ടം ഓതിക്കൊടുക്കുന്ന രഹസ്യമാണിത്. ഈ വെസ്റ്റേണൈസേഷൻ, വെസ്റ്റേൺ വിദ്യാഭ്യാസം, ഇതെല്ലാം നമ്മളെ സംസ്കാരം നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ എതിർക്കണം എന്നീ പറയുന്ന ആളുകൾ വെസ്റ്റേണേഴ്സിൽ നിന്ന് വരുന്ന ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പണ്ട് വേണ്ടെന്ന് പറഞ്ഞ്, കേരളത്തിലെ ചരിത്രം എടുത്താൽ അറിയാം, വേണ്ടെന്നും പറഞ്ഞ് അറബി മലയാളം പറഞ്ഞുകൊണ്ടിരുന്നവരല്ല ഇപ്പൊ ഇംഗ്ലീഷിലാണ് നമ്മളെ തെറി വിളിക്കുന്നത്. എന്താ കാര്യം? ഈ പറച്ചിൽ മാത്രമുള്ള കാര്യത്തോടെ എടുക്കുമ്പോൾ ഇവിടുന്ന് വരുന്ന എന്ത് സാധനം അവർ സ്വീകരിക്കും. പക്ഷെ മതത്തിന്റെ കേസ് വരുമ്പോൾ മാത്രം അതെല്ലാം ഫോർബിഡൻ ആണ്. ഇതേ സ്റ്റാൻഡ് തന്നെയാണ് ഈ പറയുന്ന ബോക്കോ ഹറാം അവിടെയും എടുത്തത്. അതുകൊണ്ട് എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കറപ്ഷൻ പറിച്ചു മാറ്റാൻ, കറപ്ഷൻ ഇല്ലാതാക്കാൻ ശരീഅത്തിന്റെ നിയമം കൊണ്ടുവരണമെന്നും പറഞ്ഞ് ബോക്കോ ഹറാം മുന്നോട്ട് ചാടി. 2009 നൈജീരിയയിലെ പോലീസ് ഫോഴ്സിനെതിരെ, സെക്യൂരിറ്റി ഫോഴ്സിനെതിരെ ഇവര് വെടിവെപ്പ് നടത്തി. ഈ വെടിവെപ്പ് നടത്തിക്കൊണ്ട് എന്താ സംഭവിച്ചത്? അവര് ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ മുഹമ്മദ് യൂസഫിനെ
ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ മറ്റൊരു എൻകൗണ്ടറിൽ പിടിക്കുകയും ജീവനോടെ പിടിക്കുകയും ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു റിലേറ്റീവ് കൊച്ചപ്പൻ ആരാണ്ട് സ്വയം പോയി പേടിച്ച് കീഴടങ്ങി കൊടുത്തു. ഇവരെല്ലാം കീഴടങ്ങി ചെന്നു. നൈജീരിയൻ ഫോഴ്സ് എന്താ ചെയ്തെന്നറിയോ? കോടതിയുടെ മുറ്റത്ത് പോലും കൊണ്ടുവരാതെ കണ്ട് ഇവരെ എൻകൗണ്ടർ നടത്തി. ഈ യൂസഫിനെയും കൂട്ടുകാരെയും ഈ പറയുന്ന അന്ന് ഈ സ്വയം കീഴടങ്ങി കൊടുത്ത ഈ പുള്ളിയുടെ റിലേറ്റീവിനെ അടക്കം അവര് വെടിയുണ്ട ചങ്കത്തോടെ കയറ്റി അപ്പുറത്തിറക്കി. അവര് കൊല്ലപ്പെട്ടു. ഇതിന് പ്രതികാരം ചെയ്യുമെന്നും പറഞ്ഞ് അബുബക്കർ ഷക്കിയ എന്ന് പറയുന്ന ഒരു നേതൃത്വം ഈ മുഹമ്മദ് യൂസുഫിന് ശേഷം അദ്ദേഹം ഇതിനെതിരെ ഞങ്ങൾ പ്രതികാരം ചെയ്യുമെന്നും പറഞ്ഞ് 2009 ശപഥം ചെയ്തു. 2015 ബോക്കോ ഹറാം എന്താ ചെയ്തത്? ബോക്കോ ഹറാം ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ ഇറാഖ് ആൻഡ് ലവാൻറ്റെ എന്ന് പറയുന്ന ഈ സംഘടനയുമായി ചേർന്ന് സംഘടിതമായി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്കൻ പ്രോവിൻസ് എന്ന പേര് ഇവർ സ്വീകരിച്ചു. ഈ പേര് സ്വീകരിച്ചതിന്റെ പിറ്റേ വർഷം തന്നെ ഈ സംഘടന രണ്ടായി പിരിഞ്ഞു. കുറെ പേര് പഴയ ബോക്കോ ഹറാമിലേക്ക് തന്നെ ആ ഒരു പേരിൽ തന്നെ നിന്നു. മറ്റുള്ളവർ വീണ്ടും ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റേൺ ആഫ്രിക്കൻ പ്രോവിൻസ് എന്നുള്ള പേരിൽ തന്നെ തുടരുകയും ചെയ്യുന്നു. പേരെങ്ങനെ മാറിയാലും രണ്ടുപേരുടെ ലക്ഷ്യം ഒന്ന് തന്നെ. ഇവിടെ നമ്മൾ PDP മുതൽ ഇപ്പൊ SDPI വരെ വന്നു നിൽക്കുന്ന അതേ രീതി തന്നെ, വ്യത്യാസമൊന്നുമില്ല. PDP അന്ന്, പിന്നീട് പോപ്പുലർ ഫ്രണ്ട്, പിന്നീട് SDPI, സിമി, ഇങ്ങനെ പല പേരുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സംഭവം എല്ലാം ഒരേ ആൾക്കൂട്ടം തന്നെ, അതുകൊണ്ട് വ്യത്യാസമൊന്നുമില്ല. ഇത് തന്നെ അവിടെയും സംഭവിച്ചു. 2010 ഇവർ ആളുകളെ വ്യക്തിപരമായി തിരഞ്ഞു പിടിച്ച് കൊല്ലാൻ തുടങ്ങി. എങ്ങനെയാണ് തിരഞ്ഞു പിടിക്കുന്നത്? ഈ പോലീസ് ഓഫീസേഴ്സ്, ഇവർക്കെതിരെ നിന്ന പോലീസ് ഓഫീസേഴ്സ്, ഗവൺമെന്റ് ഓഫീസേഴ്സ്, ഇവരെ എല്ലാം പ്രത്യേകമായി ടാർഗറ്റ് ചെയ്ത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇസ്ലാം എവിടെയാണോ രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായും ഭീകരവാദത്തോടുകൂടെ കടന്നു വരികയും ഭരണം പിടിച്ചെടുക്കുവാനും ശ്രമിക്കുന്നത്, അവിടെയെല്ലാം അതിന്റെ ഹിഡൻ പ്രോസസ്സിംഗിന്റെ ഭാഗമാണ് എതിർക്കുന്നവരെ നിശബ്ദരാക്കുക. ഇനി ഒരു പ്രഖ്യാപിതമായ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പായിട്ട് ഒരു രാജ്യത്ത് ഒരു പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവർ പ്രഖ്യാപിതമായ ആളുകളെ തെരഞ്ഞുപിടിച്ചു കൊല്ലും. അതാണ് നൈജീരിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തെരഞ്ഞുപിടിച്ച് പ്രത്യേകിച്ച് പോലീസുകാരെയും കൂടാതെ കൂടുതൽ ആളുകളെ ഒരുമിച്ച് കൂട്ടമായും കൊല്ലുന്ന പരിപാടിയിലേക്ക് അവർ കടന്നു. 2010 സെപ്റ്റംബറിൽ ഇവർ ബൗച്ചിയിൽ നിന്ന് ഒരു ജയിൽ ആക്രമിച്ച് 700 തടവുകാരെ മോചിപ്പിച്ച് അതിൽ 100 പേരും ബോക്കോ ഹറാം ഭീകരരായിരുന്നു. അവരെ ചാടിച്ചുകൊണ്ട് പോയി. ആ വർഷം തന്നെ ക്രിസ്മസ് സന്ധ്യയ്ക്ക്, അതേ വർഷം 2010 ക്രിസ്മസ് സന്ധ്യയ്ക്ക് 2 ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് ബോംബ് വെച്ചു. 30 ക്രിസ്ത്യാനികൾ അന്ന് കൊല്ലപ്പെട്ടു. ഓഗസ്റ്റ് 26 2011 ഒരു ബോക്കോ ഹറാം സൂയിസൈഡ് ബോംബർ ചെയ്ത പരിപാടി അബൂജ എന്ന് പറയുന്ന സ്ഥലത്ത് യുണൈറ്റഡ് നേഷൻ ബിൽഡിങ്ങിലേക്ക് അദ്ദേഹം ബോംബൊക്കെ സെറ്റ് ചെയ്ത് കാറിനകത്ത് ഫുൾ സെറ്റപ്പോട് കൂടെ ഈ കാറ് കൊണ്ട് യുണൈറ്റഡ് നേഷൻസിന്റെ ബിൽഡിങ്ങിനുള്ളിലേക്ക് ഇടിച്ചങ്ങ് കയറ്റിച്ച് പൊട്ടിത്തെറിച്ചു. 23 പേരാണ് കൊല്ലപ്പെട്ടത്. 100-ലധികം പേര് ഭീകരമായ മുറിവേറ്റ്. അവർ ഇന്നും പലരും അംഗവൈകല്യത്തോടു കൂടെ ജീവിക്കുകയാണ്. ഏറ്റവും ഭീകരമായ ആക്രമണങ്ങൾ ഒന്ന് നടന്നത് ജനുവരി 20 2012 കാനോ സിറ്റിയിൽ ഒരു സംഘം ബോക്കോ ഹറാം ഭീകരർ കൂട്ടമായി നടത്തിയ ആക്രമണത്തിൽ 185 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. അന്ന് അവർ ടാർഗറ്റ് ചെയ്തത് പോലീസുകാരെയും സർക്കാർ ഉദ്യോഗസ്ഥരെയുമായിരുന്നു. 2013 മുതൽ ഈ സംഘടന അൽ ഖ്വയ്ദ ഇൻ ഇസ്ലാമിക് മഗ്രിബുമായി ചേർന്ന് അൽ ഷബാബ് എന്ന സൊമാലിയൻ സംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പൊ മനസ്സിലായോ, ഈ ആഫ്രിക്കയിൽ തന്നെ ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് കോർഡിനേഷൻ ഉണ്ടാകുന്നു. അവര് ഇവിടെ സൊമാലിയയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നു, അൽ ഖ്വയ്ദയുമായിട്ട് ബന്ധപ്പെടുന്നു. അതുപോലെ കുറെ മുമ്പ് അവർ പറഞ്ഞു ഞങ്ങൾ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇറാഖും അതുപോലെ ലവാൻറ്റയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കും. വെസ്റ്റേൺ ആഫ്രിക്കൻ പ്രോവിൻസ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ട്, അതുമായിട്ട് ഞങ്ങൾ ചേർന്ന് പ്രവർത്തിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറഞ്ഞ് ആർക്കും വെളിപ്പിച്ചെടുക്കാൻ പറ്റില്ല. നൈജീരിയയിൽ ഇസ്ലാമിന്റെ ഭീകര സംഘടനയുടെ ആക്രമണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇസ്ലാമിക ഭീകര സംഘടനകളുടെ കൃത്യമായ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള പ്രവർത്തനം തന്നെയാണ്. ഈ ഭീകര സംഘടനകൾ എല്ലാം ചെയ്യുന്നത് ഇസ്ലാമിന്റെ പേരിൽ തന്നെയാണ്. ഇസ്ലാമിന്റെ പേരിൽ ഇത് ചെയ്യുകയും അയ്യോ അത് ഒറ്റപ്പെട്ട സംഭവം ഞങ്ങൾക്ക് അതുമായിട്ട് ബന്ധമില്ലെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഇവർക്ക് ഇതൊക്കെ സാധിക്കുന്നത്. ഇത് ഒന്നും അറിയാതെ കണ്ട് പണ്ട് നമ്മുടെ നാട്ടിൽ പഴഞ്ചൊല്ല് പറയില്ലേ, പണിക്കെന്ന് പറഞ്ഞില്ല പണിക്കെത്തി ആയിരുന്നില്ല, 10-ാം മാസം ഒരു കൊച്ചരുവാളെന്ന് പറഞ്ഞ സ്ഥിതിയാണ് ഇവർ പറയുന്ന കാര്യങ്ങൾക്കുള്ളത്. അപ്പം 2013 മുതൽ അയൽ രാജ്യമായ കാമറൂണിൽ നിന്നും
ചില ബൊക്കോ ഹറാം അംഗങ്ങള് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. 2013 വരെ 1200 പേരെ 2013 ഒരു കൊന്നു കളഞ്ഞിട്ടുണ്ട്. 2014 100 ആളുകൾ നോർത്ത് വെസ്റ്റ് ഗ്രാമങ്ങളിൽ ചെന്ന് അതായത് നോർത്ത് വെസ്റ്റ് ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വടക്കൻ നൈജീരിയയിലെ ഉൾപ്രദേശങ്ങളിലുള്ള പടിഞ്ഞാറ പ്രദേശത്തുള്ള വനപ്രദേശങ്ങളിലുള്ള ക്രൈസ്തവരും അല്ലാത്തവരുമായുടെ ഗ്രാമങ്ങളിലേക്ക് ഒരൊറ്റ നൈറ്റ് കൊണ്ട് ഓടി അങ്ങ് ചെല്ലുന്നു. ചെന്നതിന് ഒരു പകൽ ഓടി ചെല്ലുന്നു, അവരെ കൊള്ളയിടുന്നു, അവരെ കൊല്ലുന്നു, അവരെ വെടിവെച്ച് കൊല്ലുന്നു, കുട്ടികളെ പിടിച്ചോണ്ട് പോണേ അത് ചെയ്യുന്നു. ഇതിങ്ങനെ ചെയ്യാണ്, മതത്തിന്റെ പേരിലാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? ബൊക്കോ ഹറാം വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഈസ് ഫോർബിഡൻ. വിദേശ വിദ്യാഭ്യാസം സംസ്കാരത്തിൽ ഞങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് നൈജീരിയ കിടക്കുന്ന ഈ പാവപ്പെട്ടവന് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാൻ മേലാത്ത ക്രിസ്ത്യാനിനെ വെടിവെച്ച് വന്നിട്ട് എന്താ കാര്യമുള്ളത്? അപ്പൊ ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ആ വർഷം അംബുജ പട്ടണത്തിൽ ബോംബ് വെച്ചു. 100-ലധികം പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. 2014 യുബൈ സ്റ്റേറ്റില് കോളേജ് ആക്രമിച്ച 50 ആൺകുട്ടികളെ മാത്രം ഇവര് വെടിവെച്ച് കൊന്നു ഒരു കോളേജ് ആക്രമണത്തില്. ഏപ്രിൽ മാസത്തില് ചിബോക്ക് സ്കൂളിൽ നിന്ന് 275 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി. അവരിൽ അനേകരും തിരിച്ചു വന്നിട്ടുണ്ട്. കുറച്ചു പേര് ഗർഭിണികളൊക്കെ ആയി, കുറച്ചു പേർക്ക് തിരിച്ചു വരാൻ പറ്റി. അപ്പം ഇത് ചെയ്യുന്നത് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഈസ് ഫോർബിഡൻ എന്നും പറഞ്ഞാൽ ചെയ്യുന്നത്. ശരീഅത്തിന്റെ നിയമം കൊണ്ടുവന്നാൽ കറപ്ഷൻ ഇല്ലാതാകും. ഇതാണ് ഇവർ പറയുന്നത്. ഈ ചെയ്യുന്നതൊക്കെ എന്താ പറയേണ്ടത്? ഇതിലൊരു കറപ്ഷനും ഇല്ലേ? ഇതിലെന്ത് ന്യായമാ ഉള്ളത്? 2014 ബോക്കോ ഹറാമിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശം ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് എന്ന് അവർ പ്രഖ്യാപിച്ചു. 2014 വടക്കൻ നൈജീരിയ പ്രദേശത്തെ ഇസ്ലാമിന് ഭൂരിപക്ഷമുള്ള മേഖല മുഴുവൻ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നും പറഞ്ഞ് ഈ ഏതോ ഒരു ഭീകരവാദ സംഘടനയുടെ ബോക്കോ ഹറാമിന് ഒരു നേതാവ് വിളിച്ചു പറഞ്ഞു. 2014 നമ്മൾ മനസ്സിലാക്കുന്നത് 2014 മാത്രം 6600 പേരെയാണ് ബോക്കോ ഹറാം കൊന്നു തള്ളിയത്. 6600 പേരെ. ചില കണക്കുകളാണ് അത് നമ്മളോട് പറയുന്നത്. 2013 മെയ് വരെയുള്ള കാലഘട്ടം കൊണ്ട് 2.5 മില്യൺ നൈജീരിയൻസ് ആണ് നൈജീരിയ വിട്ട് ഓടിപ്പോയിട്ടുണ്ട് എന്നൊരു കണക്ക് പറയുന്നത്. ആ ഓടിപ്പോയവർ കാമറൂൺ, ചാഡ്, നിഗർ മുതലായ രാജ്യങ്ങളിലേക്കാണ് ഇവര് ഓടിപ്പോകേണ്ടി വന്നത്. കാരണം ഈ 3 രാജ്യങ്ങൾ, ഈ കാമറൂൺ ആണെങ്കിലും ചാഡ് ആണെങ്കിലും നിഗർ ആണെങ്കിലും ഈ വടക്കൻ നൈജീരിയയുമായി അതിർത്തി പങ്കുവെക്കുന്ന രാജ്യങ്ങളാണ്. അപ്പൊ അവിടെ ഇസ്ലാം അവരുടെ തനി സ്വഭാവം കാണിക്കുമ്പോൾ അവിടെ ഉള്ളിലുള്ളവര് പുകഞ്ഞ് പുറത്തിയാടുകൾ അവർ ആ രാജ്യം വിട്ടു പോകേണ്ടി വരികയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്ര വലിയ ഭീകര പ്രവർത്തനമാണ് ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിക സംഘടനയായ ബൊക്കോ ഹറാം ഭീകരർ അവിടെ നൈജീരിയയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് എല്ലാം ഇന്റർനാഷണൽ മീഡിയാസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്നാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം എടുത്തിരിക്കുന്നത്. ഇതിന്റെ എല്ലാം തെളിവുകൾ നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്താൽ കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഞാൻ ഈ വായിച്ച കാര്യങ്ങളുടെ എല്ലാം ഇത്ര ഭീകരമായ ഒരു സ്ഥിതിയിലേക്ക് ഈ ഇസ്ലാമിന് അല്പം പ്രോമിനൻസ് ഉള്ള 50% മുസ്ലിംസ് നൈജീരിയയിൽ ഉണ്ടായപ്പോൾ വടക്കൻ പ്രദേശത്ത് അവര് കാണിച്ചു കൂട്ടുന്ന വേലത്തരങ്ങൾ ഇത്ര വലുതാണെങ്കിൽ, ഇതിന്റെ ആരംഭം മുതലുള്ള കാര്യം 11-12 നൂറ്റാണ്ടുകളിൽ കേവലം കച്ചവടത്തിന് വന്നവർ, കച്ചവടങ്ങൾ വന്ന് സെറ്റിലായ ഈ ടൗണുകളിൽ ജീവിച്ചു തുടങ്ങി. അവരവിടെ വളർന്നു. അവരുടെ ജനസംഖ്യ വളർന്നപ്പോൾ ആ പട്ടണങ്ങൾ ഇവർ പിടിച്ചെടുത്തു. പിന്നീട് അവർ ചെയ്തത് കൊച്ചു കൊച്ചു ജിഹാദുകൾ, അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. അവർ പുറത്തുപോയി ഗ്രാമങ്ങളിലുള്ളവരെ കൊള്ളയിടുന്നു, തല്ലിക്കൊല്ലുന്നു. ഇതൊക്കെയാണ് ആ കാലഘട്ടത്തിൽ നടന്നത്. പിന്നെ ഒരു സുന്ദരമായ ജിഹാദ് ഒരുവൻ നടത്തി അവിടെ ഒരു ഖലീഫത്ത് സ്ഥാപിച്ചു. ഞാൻ ചോദിക്കട്ടെ, 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനിറ്റിയെ നിങ്ങൾ എടുക്കണ്ട. സേവ് ട്രേഡിന് ചെന്നു എന്ന് പറയുന്ന 14-ാം നൂറ്റാണ്ട് മുതലുള്ളത് എടുക്കുക. ഇവിടെ എവിടെയാണ് നൈജീരിയൻ ക്രിസ്ത്യൻസ് അവിടെയുള്ള സാധാരണക്കാരെ കൊന്നുമുടിച്ചത്? അവിടെ എവിടെയാണ് അവർ കൊലപാതകം നടത്തുന്നത്? ഈ കഴിഞ്ഞയുടെ ഒരു വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടു. ഒരു സംഘം നൈജീരിയൻ ബോക്കോ ഹറാം ഭീകരര് നിലത്ത് പിടിച്ച ആളെ കിടത്തി. എനിക്ക് ആ വീഡിയോ മുഴുവൻ കാണാൻ പറ്റില്ല, കാരണം ഞാൻ മാറ്റിക്കളഞ്ഞു. കഴുത്തിനെ ഞെളിച്ചു പിടിച്ചിട്ട് കത്തിവെച്ച് മാടിനെ അറക്കുന്ന പോലെ മനുഷ്യനെ അറക്കുന്നു. ഈ അറക്കുന്ന സമയത്ത് അള്ളാഹു അക്ബർ വിളിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാബയ്ക്ക് ചുറ്റും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുണിയില്ലാതെ നടന്ന് മനുഷ്യ ബലി പോലും കുരുതികൾ നടത്തപ്പെട്ടിരുന്ന ഒരു ആരാധനാലയത്തിന് ചുറ്റും മുഹമ്മദിന്റെ കാലശേഷം ചെറിയ മാറ്റങ്ങളോടെ അതേ പ്രഖ്യാപനവും രീതികളും നടത്തുമ്പോൾ അവിടെ ബലികൾ നടന്നിരുന്നുവെങ്കിൽ
ഇന്ന് ലോകമെമ്പാടും മൃഗബലി നടക്കുമ്പോൾ, മുസ്ലിംസ് ഒരു മൃഗത്തെ കൊല്ലുമ്പോൾ അതും അള്ളാഹുവിന്റെ നാമത്തിലാണ് ചെയ്യുന്നത്, മൃഗബലി. മനുഷ്യന്റെ കഴുത്തറക്കുമ്പോഴും അള്ളാഹുവിന്റെ നാമത്തിൽ നരബലി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത് മാത്രമല്ല, ഇതിനു മുൻപ് ഒരു അമേരിക്കക്കാരനായ പത്രപ്രവർത്തകനെ ഇറാഖിൽ പിടിച്ച് അവരെ കൊല്ലുന്ന സമയത്തും അവിടെയും ബാക്ക്ഗ്രൗണ്ടിൽ അള്ളാഹു അക്ബർ വിളിക്കുകയായിരുന്നു. സമുദ്രതീരത്ത് നിരത്തി നിർത്തി അർമേനിയൻ ക്രിസ്ത്യാനികളെ കൊന്നു മുടിക്കുമ്പോൾ അള്ളാഹു അക്ബറിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. വെടിവെച്ചിടുന്ന വീഡിയോ ഉണ്ട്, അള്ളാഹു അക്ബർ വിളിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യനെ കൊല്ലുമ്പോൾ അള്ളാഹു അക്ബർ വിളിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പേരിലുള്ള നരബലി എന്നല്ലാതെ അതിനെ എന്താണ് വിളിക്കുക? നരബലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നൈജീരിയയിലെ ക്രൈസ്തവർ കൊല്ലപ്പെടുകയാണ്. അവർ ക്രിസ്ത്യാനികൾ എന്ന ഏക കാരണം കൊണ്ട് കൊല്ലപ്പെടുന്നു. മനസ്സിലായോ? അതാണ് ഇവിടുത്തെ വിഷയം. മറ്റൊരു കാരണവുമില്ല അവർ കൊല്ലപ്പെടുന്നതിന്. അവർ അള്ളാഹുവിന്റെ അടിമയാകാൻ വിസമ്മതിക്കുന്നത് കൊണ്ട് അവർ കൊല്ലപ്പെടുന്നു. ഇത് ഇന്ന് നൈജീരിയയിലല്ല എന്ന് പറഞ്ഞ് നമ്മളിവിടെ കാത്തിരുന്നാൽ, നമ്മൾ ചിന്തിച്ചാൽ, എവിടെ ഇസ്ലാമിക ഭീകര സംഘടനകൾ ഉണ്ടാകുന്നുവോ അതുണ്ടാകുന്നത് ഒരു ദിവസം കൊണ്ട് ഇടിവെട്ടുമ്പോൾ കൂണ് പൊട്ടിമുളയ്ക്കുന്നത് പോലെ അല്ല. സ്ലീപ്പിംഗ് സെൽസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ഒരു സാഹചര്യം ഉണ്ടായാൽ ആ നിമിഷം ഇസ്ലാമിക ഭീകരവാദികളും തീവ്രവാദികളും പുറത്തേക്ക് ഇറങ്ങി വരും ആയുധങ്ങളുമായി. അതാരും മറന്നു പോകരുത്. ലോകത്തിലെ ചരിത്രം പരിശോധിച്ചാൽ അതാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നത്. ഞാൻ ഒരിക്കലും ഒരു SUCA-യുടെ ഒരു നേതാവുമായി, സംസ്ഥാന നേതാവുമായിട്ട് ഞാൻ പേഴ്സണലി സംസാരിക്കാൻ സാധിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ ആശയങ്ങളും ഞങ്ങളുടെ ആശയങ്ങളും തമ്മിൽ ചേരുവൊന്നുമില്ല. അപ്പൊ പുള്ളി പറഞ്ഞു, നിങ്ങളും ഞങ്ങളും ഒരേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്നത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സാമൂഹിക മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്നത് ഭൗതികവാദത്തിന്റെ പേരിൽ, കമ്മ്യൂണിസത്തിന്റെ പേരിൽ സാമൂഹിക മാറ്റങ്ങൾക്ക് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് തമ്മിൽ എങ്ങനെ ഒരിക്കലും ചേരില്ലോ, രണ്ടും രണ്ടല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇലക്ഷനിൽ മത്സരിക്കാൻ വിസമ്മതിക്കുന്ന നിങ്ങൾ എങ്ങനെയാണ് ഈ വിപ്ലവം ഉണ്ടാകുന്നു, എത്ര കാലം നടന്നാലും വിപ്ലവം ഉണ്ടാകുന്നു, വിപ്ലവം ഒന്നും ഉണ്ടാകാൻ പോലെ, ആ കാലഘട്ടം മാറി സഹോദര എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് എന്നോട്, വിപ്ലവം നമ്മൾ ആരും ഉണ്ടാക്കുന്നതല്ല, നമ്മളിങ്ങനെ ഇതിന്റെ വിത്ത് ഇങ്ങനെ പാകിക്കൊണ്ടിരിക്കും, നമ്മൾ സാഹചര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കും, നമ്മൾ എന്ത് ചെയ്യും, ഇതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഒരു കാലം കഴിയുമ്പോൾ സാഹചര്യം വിപ്ലവത്തിന് ഉതകുന്നതാകുമ്പോൾ വിപ്ലവം തന്നെ പൊട്ടി പുറപ്പെട്ടു കൊള്ളും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യം, ഇസ്ലാമിക ഭീകര സംഘടനകൾ ഇസ്ലാമിക സുഹൃത്തുക്കളുടെ, സ്നേഹിതന്മാരുടെ, ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വീടുകളിൽ നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ ചെറുപ്പക്കാരെ, നിങ്ങളുടെ കുട്ടികളെ ഏതെങ്കിലും നിലയിൽ സ്വാധീനിക്കുന്ന മൗലവിമാരുടെ പ്രസംഗങ്ങളോ പഠനങ്ങളോ നിങ്ങളുടെ തലച്ചോറിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, തീവ്രവാദത്തിന്റെ വിത്ത് വിതയ്ക്കപ്പെട്ടു കഴിഞ്ഞു. ഇതിങ്ങനെ മുന്നോട്ട് പോവുകയും അതിന് ചൂട്ടുപിടിക്കുകയും അതിനനുസരിച്ച് നിങ്ങൾ ചലിക്കുകയും ചെയ്താൽ എന്തെന്നില്ലാത്ത എപ്പെടുന്നില്ലാത്ത ഒരു അവസരത്തിൽ ആരെങ്കിലും എവിടുന്നെങ്കിലും ഒരു അള്ളാഹു അക്ബറെ വിളിച്ചൊരു വാളും വടിയും തോക്കുമായി ചാടിയാൽ നിങ്ങൾ അറിയാണ്ട് കൂടത്തിൽ ചാടും. ഇതാണ് എല്ലാ സ്ഥലത്തും സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ ഒന്ന് കേരളത്തിൽ സംഭവിക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നത് കൊണ്ടാണ് നൈജീരിയയിലെ ക്രിസ്ത്യൻ കൂട്ടക്കൊലയെ കുറിച്ച് ഇന്ന് ഈ സന്ധ്യയോടെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു റൂം ഇടേണ്ടി വന്നത്. നൈജീരിയ നമുക്കൊരു ചൂണ്ടുപലകയാണ്, നമ്മൾ മറക്കേണ്ടത്. ഇവിടുത്തെ സോഷ്യലിസ്റ്റ് സാമൂഹിക പ്രവർത്തകര്, വ്യവസ്ഥിതിയുടെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഇതൊന്നും കണ്ടില്ല എന്ന് വിചാരിച്ച് പൂച്ച കണ്ണടച്ചിരിക്കുന്നത് പോലെ ചെവി വട്ടം പിടിച്ച് കണ്ണടച്ചിരിക്കുകയാണ്, കണ്ടില്ല എന്ന് നടിക്കുകയാണ്. അവർക്കെല്ലാം അറിയാം, ഉള്ളിന്റെ ഉള്ളിൽ അവർക്കെല്ലാം അറിയാം. ഇവിടുത്തെ പോലീസ് ഫോഴ്സിന് അറിയാം, ഇവിടുത്തെ എല്ലാവർക്കും അറിയാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. എന്നാൽ അനങ്ങാൻ ഭയമാണ്. ഇങ്ങനെ ഭയപ്പെടുന്ന ഒരു സൊസൈറ്റി ഉണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഇസ്ലാമിക ഭീകരവാദം, അത് അവിടെ ബോക്കോ ഹറാം ആണെങ്കിൽ ഇവിടെ മറ്റൊന്നായിരിക്കും, നമുക്കറിയില്ല, സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അത് വന്നാൽ അവിടെ ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ ഒന്നും നോട്ടം ഉണ്ടായിരിക്കില്ല. 1921 മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നൈജീരിയയുടെ ക്രിസ്ത്യൻ ചരിത്രവും ഇസ്ലാമിക ചരിത്രവും ഇതാണ്. നൈജീരിയയുടെ ക്രിസ്ത്യൻ ചരിത്രത്തിന്റെ ആരംഭത്തിൽ ക്രൈസ്തവർ സ്ലേവ് ട്രേഡിങ് നടത്തിയെന്ന് പറയുമ്പോഴും അതുകൊണ്ട് അവിടെ ഒരു മിഷണറിയും വന്നിട്ട് സ്ലേവ് ട്രേഡ് നടത്തുകയല്ല ചെയ്തത്. ആ സ്ലേവ് ട്രേഡ് നിരോധിച്ചതോടു കൂടെയാണ് അവിടെ മിഷണറിമാരുടെ പ്രവർത്തനം ഊർജിതപ്പെട്ടത്. അതിനെ തുടർന്ന് അവർക്കുണ്ടായ ഗുണങ്ങളാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. എന്നാൽ ഇവിടെയോ സ്ലേവ് ട്രേഡ് നടന്നില്ല, കച്ചവടത്തിന് വന്നവൻ ഇന്ന് കൊന്നു കൊല വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തങ്ങളിൽ എങ്ങനെ ശരിയാകും?
ഈ ഒരു ചിന്ത നിങ്ങളുടെ മുന്നേ ഇട്ടുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഓക്കെ ശിശുമഞ്ച, താങ്ക് യു. ഞാൻ ശിശുമഞ്ച പറഞ്ഞ ആ വീഡിയോ മുകളിൽ ഇട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? ആ വീഡിയോ ഇടണോ? ഇടു ബ്രദറെ. എന്നിട്ട് നമുക്ക് നേരെ ഈ നമ്മുടെ മേളിൽ ഗസ്റ്റിലേക്ക് തന്നെ പോവാം. മേളിൽ അത് താങ്കൾ ഇട്ടിട്ടുണ്ട്. അത് മേളിൽ പിൻ ചെയ്യൂ. അതിനുശേഷം നമുക്ക് നേരെ സ്ട്രൈറ്റ് നമ്മുടെ ഗസ്റ്റിലേക്ക് പോവാം. അവർ രണ്ടുപേരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ ആൾക്കാർ വന്നിരിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പം വേണ്ടിയവർക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പറഞ്ഞതിൻ്റെ തെളിവാണ്. ഓക്കെ, താങ്ക് യു. അടുത്തത് ബ്രദർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എന്നെ കേൾക്കാൻ പറ്റുമോ? ബ്രദറിൻ്റെ ആണ് നെക്സ്റ്റ് സെക്ഷൻ. അവർക്ക് നമുക്ക് Eben, you have to introduce them. You introduce them, please. അതെ Then അതിന് you മുന്നേ അദ്ദേഹം over to. ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്താണ്. ഓക്കെ, അടുത്ത ആളുടെ ഞാൻ ചോദിക്കട്ടെ. ബ്രദർ ഇസാങ്, ആർ യു ഹിയർ? ബ്രദർ ഇസാങ്, ബ്രദർ ഇസാങ്, ഐ കാൺട്ട് ഹിയർ യു. ആർ യു ഹിയർ? ഞാൻ ഓഡിബിൾ അല്ലേ? ഓഡിബിളാണ്. അദ്ദേഹം മ്യൂട്ടാണ്. അൺമ്യൂട്ട് ചെയ്യാൻ പറയൂ. Yeah. Yeah, the thing is, like, maybe you have muted your microphone. Can you just unmute that and speak? ജമിച്ച പുള്ളിക്കാരനൊന്ന് വിളിക്കാവോ? ഞാൻ വിളിക്കാം. ഓക്കെ, അടുത്ത സെഷനിലേക്ക് പോകുന്ന ഇവർ തമ്മിലുള്ളൊരു ഇൻ്റർവ്യൂ സെഷനാണ്. അപ്പം അതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഹീസ് ബ്രദർ ഇസാങ്. Once again, I'm just trying to get you. Can you hear me? Okay, I'm going to introduce you anyway. Okay, അദ്ദേഹം നൈജീരിയയിലുള്ളൊരു സുശേഷ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ പറ്റി എനിക്ക് തോന്നുന്നു ഷിജുമഞ്ചാനിച്ചോടെ ആധികാരികമായിട്ട് അദ്ദേഹത്തെ പറ്റി പറയാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഷിജുമഞ്ച, അദ്ദേഹത്തെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? അദ്ദേഹം കോളിലാണ് കേട്ടോ, കോളിലാണ്. അതാണ് ബിസി. ഓക്കെ, ഷിജുമഞ്ച ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോഴത്തേക്ക് അദ്ദേഹം വരുമായിരിക്കും. അദ്ദേഹത്തോട് നമുക്ക് പറയാൻ പറ്റുമല്ലോ. ഓക്കെ, ഈ ഇസാഖ് നൈജീരിയക്കാരനാണ്. അദ്ദേഹം ഒരു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് ആണ്. ഇദ്ദേഹത്തിന്റെ ധാരാളം വീഡിയോസ് നമുക്ക് യൂട്യൂബിലുണ്ട്. അദ്ദേഹം നൈജീരിയയിൽ ഉള്ള സ്ഥിതിഗതികൾ കൃത്യമായിട്ട് അനുഭവിക്കുന്ന രണ്ടുപേരാണ്. ചാക്കയും ഇസാഖിനും ഒക്കെ നമുക്ക് അതിന്റെ ഒരു പ്രൈമറി ലെവലിൽ നിന്നിട്ട് തന്നെ നമ്മളോട് ആ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ ഇന്റർവ്യൂ നമ്മൾ സ്പീക്കേഴ്സ് പാനലിലുള്ള ഏബാണ് നടത്തുന്നതെങ്കിലും അതിനെ തുടർന്ന് ഓഡിയൻസിൽ നിന്നുള്ളവർക്ക് പിന്നീട് ക്വസ്റ്റ്യൻ അവറിന്റെ സമയത്ത് റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ എന്താണെന്നുള്ളത് ചോദിച്ചു മനസ്സിലാക്കാനുള്ള അവസരമുണ്ട്. ആ കാര്യം ബ്രദർ ചാക്കയോട് നമുക്കൊന്ന് പറയാൻ തോന്നുന്നു. ബ്രദർ ചാക്ക, ക്യാൻ യു ഹിയർ മീ? ബ്രദർ ചാക്ക, ബ്രദർ ചാക്ക, ക്യാൻ യു അൺമ്യൂട്ട് യുവർ സെൽഫ്? Yes, I can hear you. I can hear you. Yeah. Thank you. The thing is, right now we are just planning to have an interview with Brother Isang, and after that, when we are opening the session from audience, people will be asking questions to you. You'll be answering. So it's okay for you, right? Yeah, that's fine. That's Okay. fine. Thank you. Okay. അപ്പം ഷിജുമഞ്ച കണ്ടിന്യൂ ചെയ്തു. അല്ല ബ്രദറെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ മതിയല്ലോ. അദ്ദേഹം ഇസാഖ് ഇല്ല എത്തിയിട്ടല്ലോ. ഞാൻ അദ്ദേഹത്തിന് ഒന്ന് കോൾ ചെയ്യട്ടെ. ഓക്കെ. ഒരു കാര്യം ചെയ്യാം ഏബൻ ബ്രദറെ, നമുക്കെന്നാൽ ഈ സമയം ഇസാങ് ബ്രദർ വരുന്ന ടൈം വരെ ചാക്ക ബ്രദർ ഉണ്ടല്ലോ, അദ്ദേഹത്തോട് വേണമെങ്കിൽ നമുക്കൊന്ന് അല്ല, ക്വസ്റ്റ്യൻസ് ഒരാളോട് പ്രിപ്പയർ ചെയ്ത് രണ്ടുപേരോട് മിക്സ് ക്വസ്റ്റ്യൻ അല്ല, അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് ഏകദേശം നമുക്കൊന്ന് അറിയാമല്ലോ. അല്ല, ഇവർ രണ്ടുപേരെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ തരൂ ഞങ്ങൾക്ക്. ഇത് അറിയില്ല, ഇവർ രണ്ടുപേരും ആരാണെന്ന് അറിയില്ല. അവർ നൈജീരിയയിലുള്ള, അതന്നെ ഷിജുമഞ്ചാൻ പറഞ്ഞത്, അവർ നൈജീരിയയിലുള്ള രണ്ട് അപ്പോളജിസ്റ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന രണ്ട് വ്യക്തികളാണ്. അവരവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണോ? അതെ, അവിടെ ഉള്ളവരാണ്. ഓക്കെ. അതെ. അതുകൊണ്ട് അവരുടെ പ്രസന്റ് സിറ്റുവേഷൻ എന്താണെന്ന് അവരിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാമല്ലോ. നമ്മൾ പറയുന്നതിനേക്കാൾ ഇച്ചിരി ആധികാരികത ഉള്ളത് അവർ പറയുമ്പോഴല്ലേ. അതുകൊണ്ടാണ് ഞാൻ രണ്ടുപേരുടെ ബ്രദറെ എന്താ പറയുന്നത്? ഞാൻ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഇസാങ് ബ്രദർ സംസാരിക്കുന്നതും ചാക്ക ബ്രദർ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഇത് മേളിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പം കേൾക്കുമ്പോൾ ഏകദേശം ഐഡിയ വരും. ആ ലിങ്ക് ജസ്റ്റ് എല്ലാവരും കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുക, പിന്നെ കേൾക്കുക. അതേ ആരാന്നുള്ളത് ഞാൻ കുറെ വർഷങ്ങളായിട്ട് നോക്കിക്കൊണ്ടിരുന്നു. ഇസാങ്ങും ചാക്ക, ദേ ആർ ഡൂയിങ് വെരി ഗുഡ്.
അവരുടെ റീസണിങ് ഇസ് വെരി ഗുഡ്. ഇതിനകത്ത് തന്നെ കാണുക എങ്ങനെയാ ഒരു മയത്തില പറഞ്ഞ് ഇങ്ങനെയാന്ന് പറയുന്നത്. യു ക്യാൻ സീ ദാറ്റ്. പിന്നെ എന്റെ ഇതിൽ ഇസാങ് ബ്രദറിന്റെ ചാനൽ ബാൻ ചെയ്തെന്നാ തോന്നുന്നത്. I think I'm welcoming you both again, Isang brother and Chaka, to this room. And Thank you, brother. ഈസിയാ. ബ്രദറെ, അപ്പം നിങ്ങളുടെ സെഷനിലേക്ക് കടക്കാം നമുക്ക്. ബ്രദർ, Brother Isam, we welcome you to this program, and now Brother will ask you something. He want to know some more about Nigeria and the present situation. Answer him, right? Okay. Okay, thank you. I mean, I will briefly talk in Malayalam, then I will ask my questions in English so that you can answer. ബ്രദറെ, അദ്ദേഹം ഇംഗ്ലീഷ് സംസാരിച്ചു കഴിഞ്ഞാൽ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ വേണം. Okay. And I mean, I will ask question firstly in Malayalam, then I will ask in English, then you can respond, then I will try to translate that into Malayalam so that the listeners also can understand what you are trying to say. So I think I'll just briefly tell in Malayalam so that people can follow our questions. ഞാൻ ഒരു 3 പാർട്ടായിട്ട് ക്വസ്റ്റ്യൻസിനെ ഫോം ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ ചർച്ച് എങ്ങനെയാ ഈ മൾട്ടിയേഴ്സിനെ, ഈ പെർസിക്യൂഷനെ എങ്ങനെ വ്യൂ ചെയ്യുന്നത്, അതിന്റെ കുറെ ചോദ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എങ്ങനെ അവരുടെ കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന്. ബിക്കോസ് നമുക്ക് വെറും ഈ മീഡിയ കുറച്ച് അറിയുന്ന മാത്രമേ നമുക്ക് അറിയുന്നുള്ളൂ. അവിടെ ഇൻ പേഴ്സൺ ഇരിക്കുന്നവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന്, അവരുടെ വ്യൂ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ വേണ്ടി മാത്രമേ ഈ ക്വസ്റ്റ്യൻസ് ഉള്ളൂ. പിന്നെ സെക്കൻഡ് പാർട്ടിൽ വുമൻ ആൻഡ് ചിൽഡ്രന്റെ മേത്തായിരിക്കും മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസും. അവർ എങ്ങനെയാ ടാക്കിൾ ചെയ്യുന്നതും എങ്ങനെയാ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതും എങ്ങനെയാന്ന് അതായിരിക്കും. പിന്നെ തേർഡ് ഇതിൽ മിസ്ലേനിയസ് എന്നാണ് കുറെ വേറെ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് ഗ്രൂപ്പ് ആയിട്ട് 3 പാർട്സ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്തിരിക്കുക. ഇത് ബേസിക്കലി ഇതിന്റെ ഇത് ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഒരു പെർസ്പെക്റ്റീവ് അവരുടെ എങ്ങനെയാണെന്ന് നമ്മൾ മീഡിയയിൽ കാണുന്നതല്ലാതെ വേറെ ഇനി ഒരു പെർസ്പെക്റ്റീവ് എന്നാണെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. Okay, coming back, I welcome again brothers Isang and Chaka to this room. I've framed questions in 3 aspects. Like first is the church, and women and children, and the third category I made it as miscellaneous. So the first category questions will be mostly based on the church in Nigeria. So my first primary question is, how does the church view this persecution and attacks on Christians in Nigeria? Well, when you say the church in Nigeria, I would like to divide the church in Nigeria into 2. The church in Nigeria in the north and the church in Nigeria in the south. Mostly the persecution has been there, and it's only when maybe lately that it has been coming a little bit to the south. We've been having such incidents in the south, a few cases, and that has kind of awakened the church in the south a little bit. But before now, the church in the south has more or less been indifferent, and not really showing so much concern. In fact, there've been a lot of complaints from the Christians in the north, but up there in the north, there are some places where the Christians have used the issue of the persecution to strengthen their faith, to strengthen their resolve to the Lord, and to even get closer to the Lord, because when there's no one to turn to, no help from anywhere coming, all their help is to focus their mind on Christ, and
and in many cases just being ready to be martyred for the Lord. Okay. Yeah, let me just translate that into Malayalam. Yeah, ഇസാങ് ബ്രദർ പറഞ്ഞത് ചർച്ചിൽ രണ്ട് ഡിവിഷനായിട്ടാണ് കാണുന്നത്, ജോഗ്രഫിക്കൽ ഡിവിഷനായിട്ട് നോർത്തും സൗത്തും. ഈ പെർസിക്യൂഷൻസും അറ്റാക്കും എല്ലാം മോർ പ്രോമിനന്റ് നോർത്തേൺ ഏരിയയിലാണ്. സദറൻ ഏരിയയിലെ ചർച്ച് അതിനെക്കുറിച്ച് ഒരു ഇൻഡിഫറൻറ്റ് ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത്. ബട്ട് വിസാങ് ബ്രദർ ഇത് ചെയ്യുന്നത് ബ്രദർ ഇച്ചിരി സൗണ്ടിൽ പറയാം, ആൾക്കാർക്ക് കേൾക്കുന്നത് വോയിസ് കുറവാന്ന് പറയുന്നു. ഇപ്പം കേൾക്കുന്നുണ്ടോ? ഇച്ചിരി വോളിയത്തിൽ പറഞ്ഞത് കുഴപ്പമില്ല. സോ ഇസാങ് ബ്രദർ രണ്ട് ചർച്ചിനെ ജോഗ്രഫിയിൽ ഡിവൈഡ് ചെയ്ത് നോർത്ത് ആൻഡ് സൗത്ത്. ഈ പെർസിക്യൂഷൻസും അറ്റാക്സ് എല്ലാം പ്രോമിനൻ്റ് ആയിട്ട് നടക്കുന്നത് നോർത്തിലാണ്. സൗത്ത് ഇരിക്കുന്ന ചർച്ച് ഇതിനെ ഒരു ഇൻഡിഫറൻ്റ് ആയിട്ടാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് വന്നില്ല ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനത്തെ ആറ്റിറ്റ്യൂഡിലായിരിക്കുന്നത്. ബട്ട് ഈ സംഘ് ബ്രദർ പറയുന്നത് ഇതിനെ നമ്മൾ ക്രിസ്തു ഇതിനെ ഗോസ്പലിലോട്ട് ശബ്ദം കുറവ് മാത്രമല്ല, ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുമില്ല താങ്കൾ പറയുന്നത്. അതെ, കുറച്ചുകൂടെ ശബ്ദത്തിൽ സംസാരിക്കൂ. ഇപ്പം എന്നെ കേൾക്കാമോ? ഷിജുമോനെ കേൾക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. ഓക്കെ, നെക്സ്റ്റ് ടൈം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എബ് ചോദിക്കുക, അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതിനു ശേഷം അസാങ് ആൻസർ ചെയ്യും. അസാങ് ആൻസർ ചെയ്യുന്നത് വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ, ഓരോ സ്റ്റേറ്റ്മെന്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതായിരിക്കും നല്ലത്. ഞാൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്നും പറയാൻ വേഗം അജി ചെയ്താലും മതി. ഓക്കെ, അദ്ദേഹം പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളൂ. നൈജീരിയയിലെ ചർച്ച് എന്ന് പറയുമ്പോൾ സാധാരണ ഇതിൽ രണ്ടായിട്ടാണ് നമുക്ക് തിരിക്കാൻ പറ്റുന്നത്. ഒന്ന് നോർത്തേൺ ചർച്ചും രണ്ടാമത് സദേൺ ചർച്ചും, അതായത് ദക്ഷിണ ഭാഗത്തുള്ള ചർച്ചുകളും. ഈ ഇതിൻ്റെ അകത്ത് ഈ സദേൺ പാർട്ടിലുള്ള ചർച്ചുകൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ പോകുന്നതാണ്. പക്ഷെ നോർത്തേൺ പാർട്ടിലുള്ള ചർച്ചുകളിലാണ് സാധാരണ ഇതിൽ പെർസിക്യൂഷൻസ് ഒക്കെ നടക്കുന്നത്. ഈ സദേൺ പാർട്ടിലുള്ള ചർച്ചുകൾ പൊതുവെ ഈ പെർസിക്യൂഷൻ നടക്കുന്ന കാര്യത്തെ പറ്റി അത്രയധികം വറീഡ് അല്ല, അല്ലെങ്കിൽ അവർ ദർ ഇൻഡിഫറൻറ്റ് എന്നാണ് അതിനെ കുറിച്ചുള്ള ഒരു വാക്ക് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം നമുക്ക് കണക്കാക്കാൻ പറ്റും. പക്ഷെ അതേ സമയത്ത് തന്നെ നോർത്തേൺ പാർട്ടിലുള്ള ചർച്ചകൾ പൊതുവെ ഈ പെർസിക്യൂഷൻ ഉള്ളത് കൊണ്ട് അവർ വിശ്വാസത്തിൽ വളരെയധികം കുറച്ചും കൂടെ സ്ട്രോങ് ആണ്. മാത്രമല്ല ഈ സദേൺ പാർട്ടിലുള്ള ചർച്ചുകൾ അവരോട് വലിയ രീതിയിലുള്ള ഒരു സഹകരണം നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നാണ് ഞാൻ, കാരണം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ അത്രയും ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഞാൻ അധികം ശ്രദ്ധിച്ചില്ല. ഇത് കൂടാതെ വേറെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഞാൻ കേട്ടത്. അത്ര പറഞ്ഞുള്ളൂ കേട്ടത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോകുന്നത്, ഇങ്ങനെ ജോഗ്രഫി ഡിവൈഡ് ആയാലും ഒരു പൊളിറ്റിക്കൽ യൂണിറ്റിയോ ഇല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻസിനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന ഇതിൽ ഒരു പൊളിറ്റിക്കൽ ഫ്രണ്ട് വെക്കാൻ പറ്റുന്ന സാധ്യതയുണ്ടോ എന്ന് ചോദിക്കാൻ പോകുന്നത്. Brother Isang, I think we'll try to translate your every sentence there rather than taking your entire thing, because it may turn out to be very difficult later on. So the next question what I will ask is, would the church, that means not only divide in geographical sense, just unite politically just to see this attack as an attack on Christians and put a political front just to address this kind of attack on Christians? Do you see any possibility there? പുള്ളിക്കാരൻ മൈക്ക് മ്യൂട്ട് ആണെന്ന്. ബ്രദർ ഇസാങ്, Brother, is the question clear? Is the question clear, Isaac? Brother Isaac, is the question clear? പുള്ളിയുടെ മൈക്ക് മ്യൂട്ടാണ്. I think you muted your mic. I think. Okay, the question is not clear. Can you explain it clearer, please? Yeah. I mean, you explained that the church is divided. I mean, you made it to two geographical parts, like northern and the southern, and only the attacks are in the northern part, and the southern church is indifferent to this persecution. So what I'm asking is, why not
all Christians unite and put a political front just to protect Christians in general, rather than this geographical divide. Do you see that's a possibility? Yes, there have been the complaint from Christians in general. Somebody translate it. Aji brother, please translate. ഓക്കെ, ക്രിസ്ത്യാനികൾക്കിടയിൽ ഇപ്പോൾ തന്നെ അതിനെപ്പറ്റി ഒരു പരാതി ഉയർന്നു വന്നിട്ടുണ്ട്. But in every country, in every group, there are a few people who are very prominent voices. ഓരോ സമൂഹത്തിലുള്ള ചില പ്രധാനപ്പെട്ട ആളുകൾ അതിനെതിരെ ശബ്ദം ഉയർത്തിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. Now, most of the church fathers, just a few people speak up against the attacks and the killings. I mean, politically, just a few. രാഷ്ട്രീയപരമായിട്ട് നോക്കി കഴിഞ്ഞാൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇതിനെതിരെ ഇപ്പോൾ ശബ്ദം ഉയർത്തിയിട്ടുള്ളൂ. വളരെ വളരെ കുറച്ച് ആളുകൾ. But the majority keep silent. ഭൂരിപക്ഷ ആളുകൾ ഇപ്പോഴും വളരെ നിശബ്ദരായിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. Some church fathers we expect to speak up, don't speak up. They just keep silent. ഈ സഭാ നേതൃത്വം ഇതുവരെയും ഇതിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളിത് അവർ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അവർ ഇതുവരെയും ഒന്നും പറഞ്ഞിട്ടില്ല. And so those who and there are some groups that speak up, not Christian groups this time, political and ethnic groups, that ethnic leaders that do speak up. സഭാ നേതൃത്വം കാര്യമായിട്ടൊന്നും പറഞ്ഞില്ലെങ്കിൽ കൂടെ രാഷ്ട്രീയ നേതൃത്വം, ചില ഗോത്ര അല്ലെങ്കിൽ ചില പ്രാദേശിക കക്ഷികളുമെല്ലാം ഇതിനെതിരെ ധാരാളമായിട്ട് പറഞ്ഞിട്ടുണ്ട്. Because the face of the attack is not only religious. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ അറ്റാക്കിന്റെ ഒരു മുഖം എന്നല്ലെങ്കിൽ മുന എന്ന് പറയുന്നത് കേവലം മതം മാത്രമല്ല, അതുകൊണ്ടാണ്. It also has an ethnic and political face. അതിന് എത്നിക്കലായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള പല കാരണങ്ങളുണ്ട് അതിന്. The Fulani tribe are mostly jihadists. The Fulani tribe. ഈ പറയുന്ന ട്രൈബ് എനിക്ക് ഫുലാനി ട്രൈബ് എന്നുള്ളത് പ്രധാനമായിട്ടും ജിഹാദികളാണ്. And so it's not only the Christians that feel attacked. We have other tribes that group come together and speak up against the Fulani tribe. അതുകൊണ്ട് ഈ ഫുലാനി ട്രൈബിനെതിരെ ആൾക്കാർ സംസാരിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇവർ അറ്റാക്ക് ചെയ്യുന്ന കേവലം മതവിഭാഗങ്ങൾ മാത്രമല്ല, പല ഗോത്രങ്ങളെയും പല ഈ സെക്റ്റുകളെയും ഇവർ അറ്റാക്ക് ചെയ്യാറുണ്ട്. വേറൊരു ഗോത്രത്തെ അദ്ദേഹം പറഞ്ഞു, ആ വാക്ക് എനിക്ക് മനസ്സിലായില്ല. So there is the Yoruba tribe and there's also the Igbo tribe. യൂറോബ ട്രൈബ്, ഈബ ട്രൈബ്, ഇതിനെല്ലാം അവർ അറ്റാക്ക് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Now, the very vocal leader from the Yoruba tribe has been arrested. യൂറോബ ട്രൈബിൽ നിന്നുള്ള ഈ അവരുടെ നേതാവ് ഓൾറെഡി ഇപ്പൊ അറസ്റ്റ് ചെയ്യപ്പെട്ടു. The vocal leader from the Igbo tribe has also been arrested. ഈ പറയുന്ന ആ ഗ്രൂപ്പിലുള്ള ആളെയും ഇവർ ഓൾറെഡി അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. And so the Fulani tribe, who are the jihadists, they are also in political power because the president of the country is a Fulani. നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ മനസ്സിലാക്കണമെങ്കിൽ ഫുലാനി ട്രൈബിൽ നിന്നുള്ള ആളാണ് ഇപ്പോഴത്തെ നൈജീരിയയുടെ പ്രസിഡന്റ്. അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അവര് ജിഹാദികളാണ്, അതേ സമയത്ത് തന്നെ വളരെ ശക്തന്മാരുമാണ്. So a lot of Christian leaders are also afraid to speak up so that they don't get arrested. ഇവർ പറയാതിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം, ഇവർ പറഞ്ഞാൽ ഇത് അധികാരമുള്ളത് കൊണ്ട് ഇവരെല്ലാം അറസ്റ്റിലാവുമെന്ന് ഇവർ ഭയപ്പെടുന്നു. And so there is every clear indication that the Islamic jihadists have
support from the government in power. അതിന്റെ അർത്ഥം ഈ പറഞ്ഞതിന്റെ എല്ലാം മൊത്തം അർത്ഥം ഇതാണ്. ഈ ജിഹാദികൾക്ക് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് നല്ല സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. കാരണം ഈ ട്രൈബ് അത് ഇവർ തന്നെ സപ്പോർട്ട് ചെയ്യുന്നവരായതുകൊണ്ട്. So the situation is complicated. It's complicated and it's difficult. അതുകൊണ്ട് ഈ നിലവിലത്തെ സാഹചര്യം എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. അത് മാത്രമല്ല അത് അല്പം കോംപ്ലിക്കേറ്റഡുമാണ്. Yeah, fair enough. Next question would be, you only made a division in the northern and the southern. Do you think the church is also divided based on linguistic background and the tribal or the ethnic background also? The church is not divided based on ethnic background. The church is not divided based on ethnic background. എത്നിക് ബാക്ക്ഗ്രൗണ്ടിന്റെ ബേസിലല്ല ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പ്രധാനമായും. Yes, we have different ethnic groups. We have some churches that with more members from certain ethnic background, but I wouldn't say the church is divided based on ethnic grounds. Why I use the north and the south is because the north seem to be more inclined to the Christian faith. The Christians in the north are few, and they seem to be more fervent in the Lord than the south. ഓക്കെ. പ്രധാനമായിട്ടും ഈ ഗോത്രീയമായ അല്ലെങ്കിൽ എത്നിക് ആയിട്ടുള്ള ബേസിസിലല്ല ക്രിസ്ത്യൻ ചർച്ച് ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ധാരാളം സെക്ടർ ആയിട്ടുള്ള ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെല്ലാം പല ചർച്ചകളിൽ പോകുന്നുണ്ട്. പക്ഷെ നോർത്തിലുള്ള ആളുകൾ പൊതുവെ വിശ്വാസപരമായിട്ട് കുറച്ചും കൂടെ തീഷ്ണതയുള്ളവരാണ്. അവര് പീഡിപ്പിക്കപ്പെടുന്നെങ്കിൽ പോലും അവർ വിശ്വാസപരമായിട്ട് വളരെ തീഷ്ണമുള്ളവരാണ്. അവർ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. In the south, the church is more materialistic. അതായത് ദക്ഷിണ ഭാഗത്തുള്ള സൗത്തിലുള്ള ചർച്ച് കുറച്ചും കൂടെ ഭൗതികപരമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അവർ കുറച്ചുകൂടെ മെറ്റീരിയലിസ്റ്റിക് ആണ്. Fair enough. Are you aware, like as a political friend? ബ്രദറെ അതിന്റെ സെക്കൻഡ് പാർട്ട് 3 പാർട്ടായിട്ടില്ല ക്വസ്റ്റ്യൻസ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു സെക്കൻഡ് പാർട്ട് അല്ല സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ ഒന്ന് പറയണം മുന്നേ, കാരണം അടുത്ത മറ്റ് ആളോടുകൂടി ഒന്ന് ചോദിക്കാം. അങ്ങനെ ഞാൻ ചോദിക്കുന്നത് സ്പ്ലിറ്റ് ചെയ്ത് ചോദിക്കാമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ. Yeah, I'm still in the first part only. I mean, just to ask, are you aware, like, as a political front, are this persecution brought to the international forms like the Human Resource, Human Rights Commission, or any international form where these persecutions and systematic attack on the Christians are told or are brought to the international media? Do you have any information? Yes. Brother, do you want to translate the question yourself, or because otherwise some people may not. Aji brother, you can translate. That will be better because both he can. I don't think he can coordinate. So he can translate. അതെ, തീർച്ചയായിട്ടും. ഓക്കെ. സോ ഓക്കെ, ഇതിന് ചോദ്യം ഇതാണ്. ഈ ഇപ്പോഴുള്ള ഈ പെർസിക്യൂഷൻ, അതായത് ഈ പീഡനങ്ങള് ഈ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അതുപോലുള്ള ഇന്റർനാഷണൽ ബോഡീസ് ധാരാളം നമ്മുടെ ഐക്യരാഷ്ട്രസഭയോട് ബന്ധപ്പെട്ടുണ്ട്. ഇവ ഏതെങ്കിലും രീതിയിൽ ഈ രീതിയിലോട്ട് വരാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ പെർസിക്യൂഷൻ ഏതെങ്കിലും ലെവലിൽ വന്നിട്ടുള്ളതായിട്ട് താങ്കൾക്ക് അറിയാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. Yes, very well. There are quite some human rights groups. There are some organizations that we're all aware have been fighting this battle in the international community, calling for a referendum. I'm sure you might have heard of
IPOB, Independent People of Haji Biafra. bro. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്. തീർച്ചയായിട്ടും ധാരാളം ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഇതിനകത്ത് ഓൾറെഡി ഇൻവോൾവ് ആണ്. ആ രീതിയിൽ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ വളരെയധികം ഈ രീതിയിൽ ഇന്റർനാഷണൽ ബോഡീസ് ഇടപെടുന്നുണ്ട് നിലവിൽ. അതാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. Okay. They I just want to clarify one thing, brother. You mentioned that they were talking about a referendum. So what do you mean by referendum? What sort of a referendum is that? Yes, they actually want to form their own country. They want to form their own country out of Nigeria. They said they don't want to be Nigerians anymore because the So which Fulani, side was it? Which side was it? Is it northern or the southern? mainly they call it the Igbo tribe, and then some other tribes too. But this is led by the Igbos. It's led by the Igbo tribe, and then say they don't want the country. They don't want to be part of Nigeria anymore. So is the Igbo jihadis or are they predominantly Christians? No, they are mainly they're from the southeast. Yes, they're from the east. They are mainly their majority are Christians. Okay, brother. Thank you. Let me translate this. അദ്ദേഹം പറഞ്ഞ കാര്യം ഇപ്പൊ ഞാൻ അവിടെ ഒരു റെഫറൻഡത്തെ പറ്റി അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അപ്പൊ ഞാനത് ഈ ബ്രദർ ചോദിച്ച ചോദ്യത്തിൽ അത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിച്ചത്. റെഫറൻഡം കാരണം ഈ നൈജീരിയയിൽ ഇത്രയും പെർസിക്യൂഷൻ നടക്കുന്നുണ്ട്. ഈ രാജ്യങ്ങളിലെ ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു അൺട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഒരു പുതിയ റെഫറൻഡത്തെ പറ്റി അദ്ദേഹം സംസാരിച്ചു. റെഫറൻഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു രാഷ്ട്രം ഡിവൈഡ് ചെയ്ത് അവർക്ക് അവരുടെ രാജ്യം വേണമെന്ന് ഇബോ എന്ന് പറയുന്ന ഒരു ട്രൈബ് ചോദിക്കുകയുണ്ടായി. അപ്പൊ അത് ഞാനത് ചോദിച്ചു, അത് എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? ഈ പീഡനം ഉള്ളത് കൊണ്ട് അവർക്ക് ഈ രാജ്യത്ത് തുടർന്നു പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഒരു റെഫറൻഡം വേണമെന്നും അത് അവർ ഇന്റർനാഷണൽ അറ്റൻഷനിൽ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം ഇതുവരെ പറഞ്ഞത്. Okay. It's your turn. Yeah. Thank you. ഞാനിപ്പം നെക്സ്റ്റ് സെക്ഷനിലോട്ട് മൂവ് ചെയ്യുന്നത്. So this section would be mostly concentrating on women and children. So next സെക്ഷനിലോട്ട് മൂവ് ചെയ്യുന്നത്. Hey brother, please ask those questions to Chaka. Okay. Yeah. So this next questions will be to Brother Chaka. So these questions will be mostly related to women and children safety and security. So my first question general is, how is the church or the political front trying to protect women and children from these attacks? ചോദിച്ച ചോദ്യം ഇതാണ്. ഈ ബ്രദർ ഷാക്കോടാണ് ചോദിക്കുന്നത്. ഈ പൊളിറ്റിക്കലി ഈ ചർച്ച എങ്ങനെയാണ് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ബ്രദർ ഷാക്ക, it's your turn. Yeah, first I want to clarify something when it comes to the geography of Africa, of Nigeria, and all that. When you see the division of the church, just like Isang said, that you can divide the church in Nigeria to the north and to the south. It is the same. It's the same in much of Africa. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്. ബ്രദർ ഐസാങ് പറഞ്ഞതുപോലെ ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നോർത്തേൺ നൈജീരിയ, സദേൺ നൈജീരിയ എന്ന് നമ്മൾ തിരിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കും. ഇത് എല്ലാ രീതിയിലും ഒരുപോലെ തന്നെയാണ്. ചർച്ചിൽ മാത്രമല്ല, മതപരമായിട്ട് മാത്രമല്ല, പൊതുവെ ഇങ്ങനെ തന്നെ നമുക്ക് വിശദീകരിക്കേണ്ടി വരും. So the Arabs, when they were coming, they tended to stay in the most northern parts, so that even if you look in East Africa, where I come from Tanzania and even from Kenya, they tended to stay more to the northern parts of the country. ഭൂമിശാസ്ത്രപരമായിട്ട് പറഞ്ഞാൽ അറബ് വംശജർ വന്നു കഴിഞ്ഞപ്പോൾ അവർ പൊതുവെ നോർത്തേൺ ആഫ്രിക്കയിലാണ് അവർ സെറ്റിൽ ചെയ്തത്. ഇപ്പൊ ഇദ്ദേഹം തന്നെ വരുന്ന ഈ വെസ്റ്റേൺ ആഫ്രിക്കയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അറബ് വംശജർ പൊതുവെ കൂടുതലായിട്ട് തമ്പടിച്ചത് നോർത്തേൺ ആഫ്രിക്കയിലാണ്. അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം.
Yeah, so if I can just respond to what you said about women and all that, I think the church in Africa needs to do more. അത് ഞാൻ ചോദിച്ച ചോദ്യത്തോട് ബന്ധത്തിൽ ഒരു കാര്യം പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അതായത് സഭ അല്ലെങ്കിൽ ചർച്ച് സ്ത്രീകളോടും കുട്ടികളോടുള്ള ബന്ധത്തിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. Yeah, in terms of going into the political leadership of the country and all that, and maybe that can help. രാഷ്ട്രീയ നേതൃത്വത്തെ സമീപിക്കുന്നതിനും. Yeah, as of now, we see that there's quite a lot of persecution of the church. ഈ ദിവസങ്ങളിൽ സഭയ്ക്ക് ധാരാളം പീഡനങ്ങൾ, പെർസിക്യൂഷൻ നേരിടേണ്ടി വരുന്നുണ്ട്. And these groups, these Islamic groups are divided. Like you have Boko Haram in Nigeria, you have what they call Al-Shabaab across East Africa. അതായത് ഇപ്പോഴുള്ള ഈ ജിഹാദി മൂവ്മെന്റ്സ്, ബോക്കോ ഹറാം നൈജീരിയയിലെ, ഈസ്റ്റ് ആഫ്രിക്കയിലുള്ള അൽ ഷബാബ് പോലുള്ള തീവ്രവാദി സംഘടനകളാണ് ഇതിനകത്ത് നേതൃത്വം കൊടുക്കുന്നത്. Yeah, and for Muslims, when it comes to the persecution of the church, they seem to be united. They don't talk about it. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിൽ ഈ മുസ്ലിങ്ങള് ഈ പീഡന കാര്യത്തില് ഒരു ഘട്ടമാണ്. അത് അങ്ങനെയാണ് ഈ ആഫ്രിക്കയിൽ കാണുന്നത് പൊതുവായിട്ട്. Yeah, wherever there is an attack, they will come out and say this is not Islam, but in the back door, they are actually supporting these people. Can you clarify that once again, Shaka? I just missed that. In the public, when there is an attack, they will come and say that is not Islam. Those people do not represent Islam, and all that. But in the back, they will be supporting them. അതായത് ട്രൂ സ്കോട്ട്സ്മാൻ സിൻഡ്രോം നമ്മൾ പറയും, അല്ലെങ്കിൽ ഫാലസി എന്ന് പറയും. അപ്പൊ അതായത് പൊതുവായിട്ട് പബ്ലിക്കിൽ ഒരു അറ്റാക്ക് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ഈ ഇസ്ലാമുള്ള ആൾക്കാർ വന്നിട്ട് പറയും ഇതല്ല യഥാർത്ഥ ഇസ്ലാം എന്ന് പറയും. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് പിന്നാമ്പുറത്തോട് വന്നിട്ട് പറയും അവരെ സപ്പോർട്ടും ചെയ്യും. അതുകൂടെ പറയണം ബ്രദർ, നമ്മൾ ആരെയും പേടിക്കുന്നത്. Okay, Brother Shaka, you continue. Yes, sir. So yeah, so that's what I can say for now. I think when Muslims are persecuting the church, they do not. They are just, it depends with the area, especially the areas where they are the majority. They want to have the Sharia rule. They want to have ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ ശരിയ ലോ കൊണ്ടുവരണമെന്നും അവരുടെ ഭരണം കൊണ്ടുവരണമെന്നും ഈ ഭൂരിപക്ഷ മുസ്ലിം ഏരിയകളിൽ അവർ താല്പര്യപ്പെടും. So they would be happy to erase the Christian church from northern Nigeria and just declare it an Islamic state. അവരുടെ താല്പര്യം നോർത്തേൺ നൈജീരിയയിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിയെ തുടച്ചു നീക്കി, ചർച്ചുകളെ തുടച്ചു നീക്കി ഒരു ഇസ്ലാമിക രാജ്യമാക്കണമെന്നാണ് അവരുടെ എല്ലാവരുടെയും താല്പര്യം. And maybe Sang can clarify on we've had Abuja Declaration where Muslims they made declarations not just for Nigeria but for the whole of Africa, that they want Africa to become Islamic. സോറി, ഒരുപക്ഷെ ഐസാങ് ബ്രദറിന് ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമായിരിക്കും. അതായത് ഈ അബൂജ ഡിക്ലറേഷൻ വെച്ചിട്ട് ഈ നോർത്തേൺ നൈജീരിയയും അതുപോലെ ചില ഭാഗങ്ങളെയും ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമത്തെ പറ്റി ഒരുപക്ഷെ അദ്ദേഹത്തിനെ കുറിച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുമായിരിക്കും. Yeah, so the larger aim is to make Africa, with all 53 countries of Africa, the first Islamic continent. ചുരുക്കി പറഞ്ഞാൽ ഈ 53 രാജ്യങ്ങളെയും പൂർണ്ണമായിട്ട് ഇസ്ലാമികവൽക്കരിച്ച് ലോകത്തിലെ ആദ്യത്തെ ഇസ്ലാമിക ഭൂഖണ്ഡമായിട്ട് ആഫ്രിക്ക മാറ്റുക എന്നുള്ളതാണ് ഒരു വലിയ ലക്ഷ്യം. And if they succeed in capturing Nigeria, then it's like they've captured the whole of Africa. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം നൈജീരിയ ഒരു പ്രാവശ്യം ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ വന്നാൽ ആ ലക്ഷ്യം കുറച്ചും കൂടെ എളുപ്പമാണ്. അതിന്റെ അർത്ഥം പൂർണ്ണമായിട്ട് ആഫ്രിക്ക അവരുടെ കീഴിൽ വന്നു എന്നുള്ളതാണ് താത്വികമായിട്ട്. Yeah, Nigeria has one of the largest population in Africa.
കാരണം നൈജീരിയയിലാണ് ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള രാജ്യം. Yeah, and it sits almost in the very center of Africa in terms of geography and even in terms of the spiritual part. ഭൂമിശാസ്ത്രപരമായിട്ടും ആത്മീയമായിട്ട് പോലും ഈ നൈജീരിയ എന്നുള്ളത് ഈ ആഫ്രിക്കയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. Yeah, so they don't spare the children or even women when it comes to persecution. അത് ആദ്യം പറഞ്ഞ പോലെ ഈ പീഡനങ്ങൾ വരുമ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും ഒരു രീതിയിൽ അവര് തരംതിരിച്ച് കാണാറില്ല, അവരെല്ലാം പീഡിപ്പിക്കാറുണ്ട്. Yeah, thank you. So maybe Sang can add if there's anything I left behind. ഒരുപക്ഷെ ബ്രദർ സാങ്ങിന് കുറച്ചും കൂടെ ഇതിനെപ്പറ്റി കൂടുതൽ പറയാൻ സാധിക്കുമായിരിക്കും. Brother Sang, do you get the question? So can you explain a bit more about this persecution happening in the northern side, especially with the അജി ബ്രദർ അതിനോട് ചേർത്തൊരു ചോദ്യം കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരുമിച്ച് മറുപടി കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടോ അദ്ദേഹത്തിനോട്. അലസ്ബദ്രെ പ്ലീസ് നമുക്കിത് ലാസ്റ്റ് ചോദിക്കാം, നമുക്കിതിനെ ഈ ക്രമം തെറ്റിക്കണ്ട. Please continue. Yeah. So I will divide this women and children protection in two categories. One is the physical protection and another is the intellectual and emotional protection. So first question, my physical protection, why I'm asking is, I see a lot of Nigerian people, they protect the resources. So they are trained in arms and ammunition. Why don't they think these women and children are their greatest asset, and why don't they protect them physically, who are so vulnerable against this malicious and systematic attack? I'll translate that one first, but സ്ത്രീകളെയും കുട്ടികളെയും പറയുമ്പോൾ ഞാൻ രണ്ടായിട്ട് തിരിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഒന്ന് ശാരീരികമായ ഒരു റിസോഴ്സ് ആയിട്ട്, രണ്ട് ബുദ്ധിപരമായിട്ടും ഉള്ള അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ഒരു റിസോഴ്സ് ആയിട്ട്. എന്തുകൊണ്ടാണ് ചർച്ച ഇതുപോലുള്ള കാര്യങ്ങളിൽ എസ്പെഷ്യലി ഇവരുടെ ഇത്രയും വലിയ റിസോഴ്സ് ആയിട്ട് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ചിന്തിക്കാത്തത്? I mean, who's going to answer? Is that Isang or Shaka? Who's going to answer this? Brother Abe, who's going to answer this question? Yeah, I mean, Shaka brother can answer that. Means, I think I don't know if his son is here. He would have been the best to respond to this. But let me say something. As I said, these guys do not. If you can all remember the story about the capture of Christian girls that were captured by Boko Haram. ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ബോക്കോ ഹറാം പിന്നെ അതായത് വിദ്യാർത്ഥിനികളെ ബന്ദികളാക്കി കൊണ്ടുപോയ സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. Yeah, most of those girls were forced to become sex slaves for the Muslim jihadists. മിക്കവാറും എല്ലാ വിദ്യാർത്ഥിനികളും അവരുടെ ജിഹാദികളുടെ സെക്സ് സ്ലേവ്സ് ആയിട്ട്, ലൈംഗിക അടിമകളായിട്ട് മാറാൻ ഇടയായി. And although we have a government in Nigeria and even the worldwide, I don't feel like the people responded well to this, the governments. ഇന്റർനാഷണൽ ലെവലിൽ പോലും അതുപോലെ ഗവൺമെന്റ് കുറെയൊക്കെ പ്രതികരിച്ചെങ്കിലും അവിടെയുള്ള ലോക്കൽ ജനങ്ങൾ ഇതിനെതിരെ വളരെ ശക്തമായ പ്രതികരണം നടത്തിയായിട്ട് ഞങ്ങൾ കണ്ടില്ല. It is very sad that years down the line, some of these girls are still in the forest. They are still enslaved. നിങ്ങൾ നോക്കിയാൽ ഇപ്പോഴും ഈ പറയുന്ന പല പെൺകുട്ടികളും ഈ കാടിനുള്ളിൽ ഇതേ രീതിയിൽ തന്നെ തുടരുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. So for me, I think that we need to do more. The church needs to do more in terms of political leadership, because if they purpose to erase this Boko Haram, I think they would do more. എന്റെ അഭിപ്രായത്തില് ചർച്ച് പല കാര്യങ്ങളും കൂടെ ചെയ്യുന്നുണ്ട്. കാരണം ഈ ബൊക്കോ ഹറാമിനെ പോലുള്ള സംഘടനകൾ ഇങ്ങനെ വരുമ്പോൾ ചർച്ച് രാഷ്ട്രീയപരമായിട്ടും മറ്റുള്ള സാമൂഹികമായിട്ടും പല കാര്യങ്ങൾ ചെയ്യേണ്ടതിന്റെ വളരെയധികം ആവശ്യകത ഇന്നത്തെ സമൂഹത്തിലുണ്ട് അവിടെ. But most importantly,
we need to reach Muslims with the gospel of Christ. That's the only way we can ever face head-on the challenge of Boko Haram and Islam. അതിനെല്ലാം ഉപരി ക്രിസ്ത്യാനികളായ ആൾക്കാരും മുസ്ലിമുകളെ സുവിശേഷവുമായിട്ട് തന്നെ ബന്ധപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അതല്ല എങ്കിൽ ഒരു തിരിച്ചുവരവ് അസാധ്യമാണ്. പ്രത്യേകിച്ച് ബൊക്കോ ഹറാം പോലെയുള്ള സംഘടനകളിൽ ഈ സുവിശേഷം എത്തിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. Yeah, if we don't face the ideology behind jihad, we will always have jihadists coming up every generation. അതായത് ഈ ജിഹാദികളുടെ ഐഡിയോളജി, അവരുടെ പിന്നിലുള്ള ആ ചിന്ത, അതിനെ അറ്റാക്ക് ചെയ്തത്തോളം കാലം ജിഹാദികൾ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ വേറെ രൂപത്തിൽ വന്നുകൊണ്ടേയിരിക്കും. Yeah, so it's for me, it's time that the church all over came together, and instead of building churches, walls, and all these things, we need to focus more on reaching the Fulanis, the Hausa, all these people in the north, not just north of Nigeria, but all these communities that are predominantly Islamic. We need to reach them with the gospel of Christ. വലിയ വലിയ സഭാമന്ദിരങ്ങൾ കെട്ടിപ്പൊക്കുന്നതിനോ ചില അതിർത്തികൾ തിരിക്കുന്നതിനോ വാളുകൾ പൊക്കുന്നതിനോ എല്ലാം പകരമായിട്ട് സുവിശേഷവുമായിട്ട്, സ്നേഹത്തിന്റെ സന്ദേശവുമായിട്ട് ഇതുപോലുള്ള ഈ ഫുലാനി പോലുള്ള ഗോത്രങ്ങളിലേക്ക് ചർച്ച ഇറങ്ങി ചെല്ലേണ്ടതിന്റെ ആവശ്യമുണ്ട്. അവരെ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ പറ്റി പറയേണ്ട ആവശ്യമുണ്ട്. അത് മാത്രമാണ് ഒരുപക്ഷെ ഒരു തിരിച്ചുവരവിനുള്ള സാധ്യത. Yes, and the white missionary from America or from Europe is not going to do it. We have to take the lead as Africans ourselves first. യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നുള്ള വെള്ളക്കാരായ മിഷണറിമാർക്ക് ഒരിക്കലും ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. അത് ചെയ്യേണ്ടത് വാസ്തവത്തിൽ ആഫ്രിക്കക്കാരായ സഹോദരന്മാർ, വിശ്വാസികൾ തന്നെയാണ്. അവർക്കേ അത് ചെയ്യാൻ കഴിയും. വേറെ ആർക്കും ഒരുപക്ഷെ അത് സാധിക്കില്ല. So I really appreciate that you brothers in India are even coming together to talk about this, to pray for us. I mean, I wish the church back in Africa would take the initiative to do this, even to talk about the persecution, together and to face it head on. ഞാൻ നിങ്ങളെപ്പോലുള്ള ഇന്ത്യയിലുള്ള ഈ സഹോദരന്മാർ ഇങ്ങനെ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പക്ഷേ ആഫ്രിക്കയിലുള്ള സഭകളും ആഫ്രിക്കയിലുള്ള സഹോദരന്മാരും ഈ രീതിയിൽ കുറച്ചും കൂടെ ഉത്സാഹം കാണിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത് ആഫ്രിക്കയ്ക്ക് തന്നെ എത്ര നന്നായിരുന്നു. നിങ്ങളോടുള്ള ഞങ്ങളുടെ നന്ദി പറയുന്നു. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളുടെ ചിന്തയിലെങ്കിലും അതുണ്ടല്ലോ. അതിനകത്ത് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. Yeah, I have some videos. These Muslim people are killing our people, and they are shooting videos. They are showing it. I have some of these videos. If I showed you, your heart would shrink on what they are doing. They are killing in the name of Muhammad, in the name of Islam, and they just want to erase everything. They want to erase the roots of history. എന്റെ കയ്യിൽ വളരെയധികം വീഡിയോസ് ഉണ്ട്. ഈ പ്രവാചകന്റെ നാമത്തിൽ കഴുത്തറക്കുന്നതും കൊല്ലുന്നതുമായ അനേകം വീഡിയോകളെല്ലാം ഒരുപക്ഷെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. അതെല്ലാം നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ ഹൃദയം തകർന്നു പോകുന്ന രീതിയിലുള്ള വീഡിയോകൾ ഞങ്ങളുടെ ആളുകളെ വളരെയധികമായിട്ട് ഇവർ കൊന്നൊടുക്കുന്നുണ്ട്. അത് വളരെ സത്യവുമാണ്. ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിൽ ഇത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കും. Yeah, sure. So, if Sang is here, maybe you can add something on that. Yes. I really, I want to reiterate what Chaka has said. You see, the most powerful and the most effective tool to fight against Islamic terrorism is taking the gospel to Muslims. ഞാൻ വിശ്വസിക്കുന്നു ഷാക്ക പറഞ്ഞതുപോലെ ഇസ്ലാമിക് ടെററിസം നേരിടാനുള്ള അല്ലെങ്കിൽ ഈ ജിഹാദികളെ നേരിടാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം സുവിശേഷം തന്നെയാണ്. So when we take the gospel to Muslims, we are fighting against the spirit and the ideology behind terrorism. നമ്മൾ സുവിശേഷവുമായിട്ട് കടന്നു പോകുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ഈ പൈശാചികമായ ഈ ചിന്തകളോടും ഈ തത്വശാസ്ത്രത്തോടുമാണ് നമ്മൾ
ഇടപെടുന്നത്. അതാണ് അതിന്റെ മാർഗവും. Unfortunately, the church are finding it very difficult to understand this. തീർച്ചയായിട്ടും സഭകൾക്ക് ഇത് മനസ്സിലാക്കുന്നതിൽ വളരെ വളരെ അവർ മനസ്സിലാക്കുന്നത് വളരെ പരാജയപ്പെടുന്നു. അവർക്ക് മനസ്സിലാകുന്നേ ഇല്ല ഒരു പക്ഷെ. So resources and efforts at reaching the Muslims are very low. മുസ്ലിങ്ങളുടെ ഇടയിലേക്കിട്ട് സുവിശേഷമായിട്ട് കടന്നു പോകുന്ന ആ ഒരു പ്രവർത്തനങ്ങൾ വളരെ വളരെ കുറവാണ് വാസ്തവത്തിൽ. Very low. So I feel very much encouraged by what you brothers in India are doing, showing this concern, praying over it, and discussing it to have a better understanding of what's happening. We appreciate it a great deal. നിങ്ങൾ ഇന്ത്യയിലുള്ള സഹോദരന്മാരെ ഇങ്ങനെ ചെയ്യുന്നതിൽ സത്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ നിങ്ങളോടെല്ലാം നന്ദി പറയുന്നു ദൈവനാമത്തിൽ. Yes, but all over the world, the Christian church has to wake up to realize that the most effective way to fight against terrorism is taking the gospel of our Lord Jesus Christ to the Muslim people. ലോകത്തുള്ള എല്ലാ സഭകളും എല്ലാ രാജ്യത്തുള്ള എല്ലാ സഭകളും മനസ്സിലാക്കേണ്ടുന്ന കാര്യം സുവിശേഷവുമായിട്ട് പല സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുക എന്നുള്ളതാണ് ഇതിനെ ചെറുക്കാനുള്ള ഏറ്റവും ഫലപ്രദവും ഏകവുമായ മാർഗം എന്നാണ്. Yeah. Thank you, brothers. I think we hear you, and we always pray for you, and as you said, gospel is the answer, and we agree on that. We cannot disagree on whatever you said. I think Jimmy Prater, you wanted to say something? അതെ, നമ്മുടെ താഴെ ഒരു വെൻ യോപ്പ് ഒരു ലേഡി, നൈജീരിയൻ ലേഡിയാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ടാവും. ഏബൻ ബ്രോ ഒന്ന് ഇൻവൈറ്റ് ചെയ്യണം, അവർക്കൊരു അവസരം കൊടുക്കണം. ഏറ്റവും ഫ്രണ്ട് ഡ്രോയിലുണ്ട് കണ്ടോ, റോയ് ബ്രദറിൻ്റെ കഴിഞ്ഞിട്ട് വെൻ യോപ്പ്, അദ്ദേഹം ആ ലേഡിയാണ്. അവരെയും കൂടെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യുക. പുള്ളിക്കാരി മേളിലുണ്ടായിരുന്നു, പുള്ളിക്കാരി തന്നെ താഴേക്ക് പോയതാണ്. ഒന്ന് ഇൻവൈറ്റ് ചെയ്ത് ഒന്ന്. ഓക്കെ, കണ്ടിന്യൂ ചെയ്തു. നമുക്ക് കണ്ടിന്യൂ. Yeah. I mean, to summarize whatever you brothers said, we totally agree. Gospel is the only weapon or only defense we have against all these attacks, and we totally agree, and we always pray for you. We are in our concerns, so that's why we even made this room. The second question in the same women and children protection, why I'm asking this is because we have seen these methodologies in our country. So just to make you aware, so that's the only reason we are asking these questions. Second, intellectual and ഒരു സാഹചര്യമുണ്ട്. ഈ ചോദ്യം ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ജോഗ്രഫിക്കലുള്ള ഈ സ്ഥലത്ത് ഇതേ കാര്യങ്ങൾ എസ്പെഷ്യലി സ്ത്രീകളെയും കുട്ടികളെയും പറ്റിയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളൊന്ന് ഒന്നും ബോധവൽക്കരണം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. Yeah. So in coming to intellectual and emotional, have you heard the term love jihad and also narco jihad? താങ്കൾ, അതായത് നിങ്ങൾ ആരെങ്കിലും ഈ ലവ് ജിഹാദ് അല്ലെങ്കിൽ നാർക്കോ ജിഹാദ് എന്ന് നിങ്ങളുടെ രാജ്യത്ത് കേട്ടിട്ടുണ്ടോ? Brothers, you can answer. Have you heard about this love jihad or narco jihad in your what do you mean love jihad, narco jihad? Explain, please. Yeah. I'll give the background. In India, there is a trend that the Muslim boys, especially, they will target Christian girls or the people of other religion, and they try to entrap emotionally and get them to marry them, or they will either try to use an emotional tactic, and in case of very very underaged people, they even inject drugs, and this is called as narco jihad. So that is the background behind it. Okay, the strategy of getting girls, marrying them, impregnating them, that is very rampant in Nigeria. The Islamic jihad there are different departments of Islamic jihad, and the Muslims under the satanic spirit of Islam are doing it in different dimensions.
So ഇസ്ലാം ജിഹാദിന് വളരെ വ്യത്യസ്തങ്ങളായ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അവർ പലരും പല രീതിയിലാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. yes, so we do have the issue of getting Christian girls married to Muslim people and getting them Islamized or getting the children Islamized. So it's part of the Islamic movement. It's there. ഇസ്ലാമിക് മൂവ്മെന്റിന്റെ ഒരു ഭാഗം തന്നെയാണ് തീർച്ചയായിട്ടും ക്രിസ്തീയ പെൺകുട്ടികളെ കല്യാണം കഴിക്കുകയും പുതിയ തലമുറയെ മുസ്ലിങ്ങളാക്കുകയും ചെയ്യുന്നുള്ളത് ഇപ്പോഴുള്ള സെക്ടർ അവരുടെ ഒരു തന്ത്രം തന്നെയാണ് ഇപ്പോൾ. We also have cases of Muslim community elders. This one is not Boko Haram now, where in some predominantly Muslim community, if there's a church there, they just come there and tell the pastor they don't want the church in their community and want the pastor to close the church and go. So we have such cases happening here too. ചില ചർച്ചകളിൽ ചില ഏരിയകളിൽ ചർച്ച് ക്ലോസ് ചെയ്തിട്ട് പാസ്റ്ററോട് അവിടെ നിന്ന് പോകാൻ വരെ ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ. അതും ഇപ്പോൾ ആഫ്രിക്കയുടെ നൈജീരിയയുടെ പല ഭാഗങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. Okay, fair enough. Yeah. Brother, So, you heard about narco jihad as well. Do you heard about that term? Brother mentioned actually two terms. One is love jihad and The narco. area of using drugs, I think that one can be. I've not heard much of it, but those things they can use anything. They can use anything in some individual cases, but that is not so much. No one, we don't know what they can use, but we know about entrapping girls and getting them pregnant and getting them married. So maybe they could use drugs too. I don't hear much about using drugs. ഡ്രഗ് യൂസ് കാര്യമായിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു ടേമിനെ പറ്റി അദ്ദേഹം കേട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. okay, fair enough. I think I've concluded the second part, but if Sister Vanop, she has to say something, you can add, especially from the women and children aspect. പക്ഷെ നമുക്ക് സിസ്റ്റർ യൻയോപ്പിനോട് സ്ത്രീകളെയും കുട്ടികളെയും പറ്റുള്ള കാര്യം കുറച്ചുകൂടെ ചോദിക്കാം എന്ന് കരുതുന്നു. Hello, everybody. Can I be heard? Yeah, you can answer if you can. Yeah, go ahead. Okay, my network is very bad, and I just heard about this room, so I'm glad to be here. I've been hearing in Isang, Share, and Chaka. My name is Vanyo. നെറ്റ്വർക്ക് അല്പം മോശമാണ്, പക്ഷെ ഞാൻ ഇങ്ങനെ റൂമിനെ പറ്റി കേട്ടു. എനിക്ക് നിങ്ങളോട് അല്പ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. Okay, I'm a Nigerian and I come from the North Central. Can you hear me now? My network is very poor. Yeah, we can hear barely, but yeah, അവർ കടന്നു വരുന്നത് നൈജീരിയയുടെ നോർത്തേൺ നൈജീരിയയിൽ നിന്ന് തന്നെയാണ്. ഞാൻ നിങ്ങളോട് അല്പം സംസാരിക്കാൻ എനിക്ക് എന്റെ നെറ്റ്വർക്ക് ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഞാൻ സംസാരിച്ചോളാം. Okay, so I think Isang has shared a lot about it. Is there a question I need to answer, or what do you want me to share? What area do you want me to share from? I just want to hear from a lady's perspective, from a woman's perspective, what's happening in northern Nigeria, especially with the women and the children, because that's probably they're the most vulnerable group, sister. That's why we just want to stress it. But these are the easy targets, That's the reason. Yeah, they're always the easy target. I can talk a little bit about the general happenings. We know so much about Boko Haram, but Isang has mentioned some, and I've heard people talk about the Fulani militias, who are the extremists who go into villages, killing and burning people. Yeah, ഒരു പറഞ്ഞത് ഈ ഒരുപക്ഷെ ഇപ്പൊ ഐസംഗും ഷാക്കയും ബ്രദർ ഷാക്കയും ഇവര് ഇസ്ലാമിക് മിലിഷ്യയെ പറ്റി പറഞ്ഞിരുന്നു. ഇവര് ഓരോ എസ്പെഷ്യലി ഫുലാനി ഗ്രൂപ്പുകളെല്ലാം ഓരോ റിമോട്ട് ആയിട്ടുള്ള വില്ലേജുകളിൽ കടന്നു ചെല്ലുകയും ഇതുപോലുള്ള പീഡനങ്ങളും പെർസിക്യൂഷൻസ് എല്ലാം ചെയ്യുകയും ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
Yes, so we don't just deal with the Boko Haram who are in the northeastern part of Nigeria and also in നോർത്ത് other ഈസ്റ്റേൺ parts of പാർട്ടിലുള്ള Nigeria. ബൊക്കോ ഹറാമിന് മാത്രമല്ല ഞങ്ങൾ ഡീൽ ചെയ്യുന്നത്. Yeah, they've done the bombings and other forms of terrorism, but now more of the north central part, which is mostly called Middle Belt of Nigeria, we have the Fulani militias. ഓക്കെ, And നിങ്ങൾ ഇതുവരെ കേട്ട് ഇവര് പറഞ്ഞത് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് മറ്റേ ഐസാങ്ങും ഷാക്കയിലും പറഞ്ഞുകൊണ്ടിരുന്നത് നോർത്തേൺ പാർട്ടിലെ അറ്റാക്കിനെ പറ്റിയാണ്. അത് മാത്രമല്ല മിഡിൽ നൈജീരിയയിലുള്ള, സത്യത്തിൽ ഞാൻ ഈ കാര്യം ഞാൻ വായിച്ചിട്ടുണ്ട് പണ്ട്. ഈ മിഡിലുള്ള സെക്റ്റുകളിലും, അതായത് ഈ സെൻട്രൽ ആയിട്ട് കിടക്കുന്ന പല പിന്നെ വില്ലേജുകളിലും ഈ പറയുന്ന ആക്രമണം ഇപ്പോൾ നടന്നു തുടങ്ങി. so what we experience there, because I come from the Middle Belt of Nigeria, I'll talk a little bit about, is that the Fulani extremists usually will attack ഞാൻ night. താങ്ക് യു. ഞാനിവിടെ കടന്നു വന്നിരിക്കുന്നത് ഈ മിഡിൽ ബെൽറ്റിലുള്ള, അതായത് നോർത്തും സൗത്തും എന്നാണല്ലോ ഇപ്പൊ ആദ്യം പറഞ്ഞത്. ഇന്ന് മിഡിൽ ബെൽറ്റിൽ നിന്നാണ് ഈ പ്രിയ സഹോദരി കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിനെപ്പറ്റി ഫുലാനി സമുദായം ചെയ്തുകൊണ്ടിരിക്കുന്ന പീഡകളെ പറ്റി ഞാൻ അല്പം സംസാരിക്കാം. So they go into communities, villages, and they attack, they burn people, they mutilate people, they burn houses, they burn pregnant women, children, old women, young women. It doesn't matter who you are. They just kill and burn them. ഇവര് And കമ്മ്യൂണിറ്റിയിലേക്ക് ഈ പറഞ്ഞ ഫുലാനി വർഗം കടന്നു ചെന്നിട്ട്, ഫുലാനി ട്രൈബിലുള്ള ജിഹാദികൾ കടന്നു ചെന്നിട്ട് അവിടെയുള്ള ആളുകളെ ചിലപ്പോൾ അവരെ മർദ്ദിക്കും, ചിലപ്പോൾ അംഗഭംഗം വരുത്തും, ചിലപ്പോൾ അവരുടെ ഗർഭിണികളെ പോലും പീഡിപ്പിക്കും, അവരെ അംഗഭംഗം വരുത്തും. ഇതുപോലുള്ള വളരെ പീഡകൾ അവർ ചെയ്യാറുണ്ട്. തീയിടും ചുട്ടുകൊല്ലും. ചുട്ടുകൊല്ലും. ഇതെല്ലാം അവിടെ ചെയ്യുന്നു. വളരെയധികം കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ അതെല്ലാം ഓർക്കുന്നില്ല, അതുകൊണ്ടാണ് ചിലതെല്ലാം പറഞ്ഞത്. when that happens, the ones who are left, the men have almost nothing to empower or protect the rest of the villagers. And so women and children are left on their own. They run into refugee camps, I would say. We call them internally displaced people's camp in Nigeria, IDP camps. And we have over 3 million people right now. Yeah. ഞാൻ ഇവർ പറഞ്ഞ കൂടാതെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നിങ്ങൾ ഇതിനെപ്പറ്റിയുള്ള ധാരാളം വെബ്സൈറ്റുകൾ ഇപ്പോൾ ഉണ്ട്. ഈ IDPs എന്ന് പറയുന്ന കാര്യം നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. വാട്ട് ആർ IDP? ഇന്റേണലി ഡിസ്പ്ലേസ്ഡ് പീപ്പിൾ എന്ന് പറയും. കാരണം സ്ത്രീകൾ മാത്രം ശേഷിക്കും കുറച്ചധികം, പുരുഷന്മാരെല്ലാവരും നശിപ്പിച്ചു കളയും. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ത്രീകൾ പലപ്പോഴും ഇതുപോലുള്ള ഈ റെഫ്യൂജി ക്യാമ്പുകളെല്ലാം എത്തപ്പെടും. അങ്ങനെയുള്ളവരാണ് പൊതുവെ നമ്മൾ IDPs അല്ലെങ്കിൽ ഇന്റേണലി ഡിസ്പ്ലേസ്ഡ് പീപ്പിൾ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യമാണ് IDPs, ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് നൈജീരിയ. സ്റ്റാറ്റിസ്റ്റിക്സ് അവൈലബിൾ ആണ് ഇപ്പോൾ. And there is like survival of the fittest, because you are at home in your country, but you don't have a home. So you're left to your own vices. A lot of the criminal acts that we're having right now is coming from people who are there because who cares for them? The government doesn't really provide. As Isang has said, I shared enough. I don't want to go and repeat that. But a lot of the women and children are left on their own. So education is poor. A lot of them are not in school. They're left to their own vices. The villages are continually being attacked. It's not like once they attack, they let it go. My mother's village is almost non-existent now because the persistent killings there. I lost so many relations. I remember my cousin who was just shot on the forehead. That was my first cousin, my mother's brother's daughter. So we go through that. There's emotional trauma. Can I just translate this and then you can complete? Yes. അവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റേണലി ഡിസ്പ്ലേസ്ഡ് ആയുള്ള ആളുകളെ, പ്രത്യേകമായിട്ട് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകളെ ഇതുപോലുള്ള ക്യാമ്പുകളിൽ എത്തപ്പെടും. അവിടെ ക്രിമിനൽ ആക്ടിവിറ്റീസ് എല്ലാം ധാരാളം ഉണ്ട്. ഒരു പ്രാവശ്യം ഈ ഒരു ഗ്രാമത്തെ അല്ലെങ്കിൽ ഒരു വില്ലേജിനെ അറ്റാക്ക് ചെയ്തിട്ട് അവർ പോവല്ല ചെയ്യുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്യും. അവർ അങ്ങനെയുള്ള ആളുകൾ ഇവരുടെ തന്നെ കസിൻസിനെ, അതുപോലെ ഇവരുടെ അമ്മയുടെ ഗ്രാമം, അതായത് അമ്മയുടെ ഭാഗത്തു നിന്നുള്ള ഗ്രാമത്തേക്ക് പൂർണ്ണമായിട്ട് നിശേഷം തന്നെ അവർ ഇല്ലാതാക്കി കളഞ്ഞു. അതുപോലെ ഇവരുടെ കസിൻസിനെ, അതുപോലെ ഒരു അങ്കിളിനെ ഒക്കെ ആരെയോ ഷൂട്ട് ചെയ്തു അടുത്ത ദിവസങ്ങളിൽ. അപ്പൊ ഇതെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള ഈ കമ്മ്യൂണിറ്റികൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി നമ്മളിപ്പോ ആദ്യം പറഞ്ഞത് നോർത്തേൺ നൈജീരിയയെ പറ്റിയാണെങ്കിൽ ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മിഡിൽ ബെൽറ്റുകളാണ്. അതായത് സൗത്തും അല്ല നോർത്തും അല്ല, അതായത് നമ്മൾ പറയില്ല പോരാട്ടത്തിന്റെ മുഖം, ഫേസ് ആണത്. So we have this thing happening and it's not stopping. And the question is,
The government is doing nothing, like Isan said again, and we're wondering why the അതായത് international community ഇങ്ങനെ is silent about സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. it. പക്ഷേ ഗവൺമെന്റ് ഒന്നും തന്നെ ചെയ്യുന്നില്ല. അത് ഇഷാൻ പറഞ്ഞിരുന്നു. ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല. കാരണം ഒരു പക്ഷേ അദ്ദേഹം തന്നെ പറഞ്ഞ മാതിരി ഈ പറയുന്ന ഗോത്രം ഉള്ളത് കൊണ്ട് ആയിരിക്കാം ഒരു പക്ഷേ ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല. ഇത് ഒരു പെർസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രോബ്ലം ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്. Yes, so the concern is if the international community can do something, then maybe change can begin to happen. From the spiritual angle, yes, we need to take the gospel to the Muslims, because when they are saved, then terrorism will stop, Islamic terrorism. But in the meantime, what happens to the women, to the children, and to the persecuted Christians? Because there's a book called The Silent Slaughter. It's ethnical, it is religious, but majority of the communities that are being terrorized by these groups are actually Christian communities in Nigeria. ഒരുപക്ഷെ ഇതിനുള്ള ഒരേ ഒരു മറുപടി സുവിശേഷം അല്ലെങ്കിൽ സുവിശേഷവൽക്കരണമായിരിക്കും. പക്ഷെ ഇപ്പൊ അത് ഒരു ബുക്കിനെ പറ്റി സൈലന്റ് സ്ലോട്ടർ എന്ന് പറഞ്ഞൊരു ബുക്ക് ഇതിനെപ്പറ്റി രാഷ്ട്രീയപരമായ അതുപോലെ മതപരമായ പല പീഡനങ്ങളെ പറ്റിയൊക്കെ ഉള്ള ഒരു ബുക്കാണ്. ഇതിനുള്ള ഒരേ ഒരു പ്രതിവിധി ഒരുപക്ഷെ സുവിശേഷവൽക്കരണമാണ്. പക്ഷെ ഇതുപോലുള്ള നൈജീരിയൻ ഗ്രാമങ്ങൾ, നൈജീരിയയിലുള്ള വ്യക്തികൾ, കമ്മ്യൂണിറ്റികൾ തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇതിനെതിരെ ശബ്ദിക്കേണ്ട കാലം അതിക്രമിച്ചു. Because Nigeria is part of the signatories to the human rights treaty, and also part of the signatories that are against any form of human violation. And so we are asking why the international community, whether the United Nations or the US, who is heading, would not do something about the ongoing genocide, because it is a genocide happening right now in Nigeria. ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അതുപോലുള്ള ധാരാളം ഇന്റർനാഷണൽ ബോഡീസും എല്ലാം സിഗ്നറ്ററി ആയിട്ടുള്ള ഒരു രാജ്യമാണ് നൈജീരിയ. പക്ഷെ എന്തുകൊണ്ടോ ഇവരൊന്നും ഇതിനകത്ത് ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല. ഇത് ജനങ്ങൾ ഇതുപോലെ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ എന്റെ വാക്കിൽ പറഞ്ഞാൽ അത് ജനസൈഡാണ്, അല്ലെങ്കിൽ വംശീയ ഹത്യയാണ്. അപ്പൊ എന്തുകൊണ്ട് ഇതിനെതിരെ ഒരു സ്റ്റെപ്പ് എടുക്കുന്നില്ല, ഒരു ആക്ഷൻ എടുക്കില്ല എന്നുള്ള കാര്യം എനിക്ക് പലപ്പോഴും സംശയം ഉണ്ടാവാറുണ്ട്. So I'm not speaking because other African countries, like Chaka said, are not experiencing it. But sometimes you share about what you know for a fact that is going on in your country. If we start in Nigeria, I'm sure that even the Sahel can be affected, and then hope can come in. But where is hope when this is going on? So this is the little I want to share, that there's still genocide going on. Yes, it is persecution, but every day people in their thousands are being killed. And women are suffering. The educational system is poor. Education is the hope of tomorrow, right, for every country. But right now, it is not. Leah, we just celebrated her. Not celebrate also, but remember that she has been in captivity for 4 years. She was captured when she was barely 15 years old. Now she has become a young adult, right there as a wife of a terrorist, not by choice. A sex slave, bearing children. What is becoming of her life? And she represents many, many young girls in Nigeria. Today, I cannot travel to my state. I'm a bit skeptical because kidnapping would happen. And it's all part of the persecution. I might be captured and then I'm asked the question, are you a Christian or a Muslim? And then what happens to me? This is how we live in the country right now, and I'm sure in other parts of Africa too, as Chaka shared. ഒരുപക്ഷെ നിങ്ങള് ഷാക്കിക്ക് വേറൊരു ഹിസ്റ്ററി പറയാനുണ്ടാവും അദ്ദേഹത്തിന്റെ ഉൾപ്പെട്ട് നിൽക്കുന്ന രാഷ്ട്രങ്ങളെ പറ്റി. ഞാൻ ഇപ്പോൾ പറയുന്നത് നൈജീരിയയെ പറ്റിയാണ്. എന്റെ സ്ഥലത്തേക്ക് തന്നെ കടന്നു പോകാൻ എനിക്ക് പേടിയാണ്. ഒരുപക്ഷെ എന്നെ അവര് മാപ്പ് ചെയ്യുന്നുണ്ടാവും. ഒരുപക്ഷെ ഞാൻ അവിടെ ചെന്നാൽ, ഞാൻ ഒരു സ്കെപ്റ്റിക്കാണ് ഇതിനെ പറ്റി, ഞാൻ ഒരുപക്ഷെ കടന്നു ചെന്നാൽ അവർ എന്നോട് ചോദിക്കും, നീ ആരാണ്, നിന്റെ പേരെന്താണ്, നിന്റെ മതം എന്താണെന്ന് അവർ ചോദിക്കും. ഒരുപക്ഷെ എനിക്ക് അതിനുവേണ്ടി പീഡനം നേരിടേണ്ടി വരും. അതുകൊണ്ട് ഇതുപോലുള്ള ചോദ്യങ്ങൾ, അതുപോലുള്ള പീഡനങ്ങൾ ഇപ്പോഴും നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സത്യമായ കാര്യമാണ്. ഒരുപക്ഷെ അത് ഭീതിപ്പെടുത്തുന്ന കാര്യം കൂടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് ആ കൺട്രിയിലുള്ള ഒരുപക്ഷെ വിശ്വാസം വരെ നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുമെന്ന് പറയേണ്ടി വരും. I also want to add that our agriculture is also suffering, especially in the north. For Middle Belt, where I come from, you cannot even farm, because if you go to your farm, you get slaughtered and your farm destroyed by either the cattle or the Fulani people. മാത്രമല്ല കൃഷി ചെയ്യുക എന്നുള്ളത് അസാധ്യമായിരിക്കുകയാണ്. കാരണം നമ്മൾ കൃഷി സ്ഥലത്ത് പോയാൽ നമ്മളെ കൊന്നുകളയും. കന്നുകാലി വളർത്താൻ സാധിക്കുന്നില്ല. അതുപോലെ അതായത് ജീവന മാർഗങ്ങൾ പോലും ചെയ്യാൻ അവിടെയുള്ള ആളുകൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം.
So I appreciate and thankful for this group. I didn't know about it. I just heard about it. So I'm very thankful for this, you Indians organizing this. It shows that we are one body in Christ indeed as we come together. We're still hoping that change can happen and help can come too. Persecution is the way of the Christian faith, but there's injustice and God hates injustice, and that's what is happening in our country. So I'll just be quiet except if you have questions. Thank you for giving me the opportunity to talk. ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതിന് നന്ദി പറയുന്നു. മാത്രമല്ല, നിങ്ങൾ ഇന്ത്യയിലുള്ള സഹോദരന്മാർ അല്ലെങ്കിൽ സഹോദരിമാരും എല്ലാം ഇതുപോലൊരു ഉദ്യമം ചെയ്യുന്നതിൽ എനിക്കുള്ള നന്ദി അറിയിക്കുന്നു. പെർസിക്യൂഷൻ അല്ലെങ്കിൽ പീഡനം എന്നുള്ള ക്രൈസ്തവ സഭയുടെ മാർഗം തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ധാരാളം മറ്റു ഇൻജസ്റ്റിസ് അല്ലെങ്കിൽ അനീതിയായിട്ടുള്ള കാര്യങ്ങളും വളരെ വൃത്തികേടായിട്ടുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയാണ് ധാരാളം ബാധിക്കുന്നത്. അത് എന്തായാലും നിങ്ങൾ നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്, ഒരേ ഒരു ശരീരമാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒരു ഉദ്യമം ചെയ്ത് അതിന് നിങ്ങളോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദി. Thank you, sister. I mean, the only verse that comes to my mind after hearing your testimony is that the God's appraisal to the church of Samarna, like Revelation 2:9. He says, God says, I know your tribulation and your poverty, but you are rich. So that is what the God's assessment of. അദ്ദേഹം പറയുന്നത്, ഇദ്ദേഹത്തിന്റെ ഇവിടെ സാക്ഷ്യം കേട്ടിട്ട് സ്മൃണ എന്ന് പറയുന്ന ഒരു സഭ, വെളിപ്പാട് പുസ്തകത്തിലെ ഒരു 2-3 അധ്യായങ്ങളുടെ സഭയാണ്. സ്മൃണ സഭയെ പറ്റി കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, നിന്റെ ദാരിദ്ര്യവും എല്ലാം ഞാൻ അറിയുന്നു, പക്ഷെ എന്റെ നാമത്തിൽ നിങ്ങൾ അനുഭവിച്ച പീഡകളും ഞാൻ അറിയുന്നു എന്ന് പറയുന്ന സ്മൃണ സഭയെയാണ് ബ്രദർ ഏബിന് ഈ സന്ദർഭത്തിൽ ഓർമ്മ വരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. Yes. Yeah. Thank you. I think I've concluded the questions in women and children section. Now it's only a miscellaneous questions that I would be posing. So I'm moving to the third part of the questioning. മൂന്നാം ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതിപ്പോ അതായത് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അദ്ദേഹം ചോദിക്കും മൂന്നാം ഭാഗത്തിൽ. So in the miscellaneous section, first question would be, I think you already said that some like 2.5 million Christians moved out of Nigeria because of persecution. Yeah, that's a Christian thing to do. But do Christian men realize that it is biblical to defend yourself? നിങ്ങൾ പറഞ്ഞു ഒരുപക്ഷെ 2.5 മില്യൺ എന്ന് പറഞ്ഞാൽ 25 ലക്ഷത്തോളം ക്രിസ്ത്യാനികള് നൈജീരിയയിൽ നിന്ന് മൂവ് ചെയ്തെന്ന് ഞങ്ങൾക്കറിയാം, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾക്കറിയാമോ ഈ ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ക്രിസ്ത്യാനികൾക്ക് അവരുടെ വിശ്വാസത്തെ പ്രതിരോധിക്കുക, അവരുടെ ജീവിതത്തെ പ്രതിരോധിക്കുക എന്നുള്ള കാര്യം നൈജീരിയയിലെ ക്രിസ്ത്യാനികൾക്ക് അറിയാമോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. Who is this directed to, brother? Is that to Isang or Shaka or? Both of them can answer. I mean, I'll rephrase my question. Do Christian men believe and understand that it is biblical to physically defend themselves, not in a retribution act or not an act of vengeance, but pure self-defense? Is it biblical? Do they understand this biblical principle? Or they are misled by, like Jesus said, if somebody slaps on your cheek, show the other cheek, rather than telling it is righteous to defend yourself physically. Well, I would say, brother, that this is not a very easy question in terms of how do we respond when our children are being slaughtered, when our wives are being slaughtered. Do we stand by and turn the other side of the cheek, or do we also, take up weapons and defend ourselves? അദ്ദേഹം പറയുന്നത് ഈ ചോദ്യം ഉത്തരം പറയാൻ അത്ര എളുപ്പമുള്ള ചോദ്യമല്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ കൊന്നുകളയുകയും അവരെ മാനഭംഗപ്പെടുത്തുകയെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ കൈയും കെട്ടി നോക്കിയിരിക്കുകയും അത് ബൈബിൾ പറഞ്ഞിരിക്കുന്നു, അല്ല ഒരു കർണത്തടിച്ചാൽ മറ്റേ കർണം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് പോലെ നിൽക്കുക വേണമെന്നുള്ള ചോദ്യം, അതോ അതിന് പകരമായിട്ട് ആയുധം എടുത്ത് ഇവരോട് പോരാടണം എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് വളരെ ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യം കൂടിയാണ്. അതിന് ഒരു ആൻസർ കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. For me, my response would be that
ideology of Islam by presenting the gospel to these people, and being എന്റെ purposeful about taking the gospel. എന്റെ അഭിപ്രായത്തിൽ ഒരേ ഒരു മാർഗം ഒരു പക്ഷേ ഏത് ആളുകളോടും ഇസ്ലാമുകളോടും എല്ലാം സുവിശേഷം പറയുകയും അത് മുഖാന്തരമായിട്ട് അവരിൽ മാറ്റം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. Now, the second aspect would be, the political part, where we need to do more as a nation, ഒരു so പക്ഷേ that രണ്ടാമത്തെ ഭാഗം എന്നുള്ളത് രാഷ്ട്രീയമായിട്ടും നമുക്ക് ഒരു രാജ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുമെന്ന് മാത്രമാണ്. when people when the communities are empowered, there's less and less of this, what I would say, Islamic fundamental radicalization is actually less when in communities where people are politically and even economically empowered. അതായത് സമൂഹങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റികൾ ശാക്തീകരിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടും സാമൂഹികമായിട്ടും അതുപോലെ ധനപരമായിട്ടും എല്ലാം ശാക്തീകരിക്കപ്പെടുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ കുറച്ചാണ് പൊതുവെ സംഭവിക്കാറുള്ളത്. അതാണ് ഒരു മാർഗം. Yeah, so in some way also there's a feeling among some Muslim communities that their areas have been neglected by the governments. ചില മുസ്ലിം കമ്മ്യൂണിറ്റികൾക്ക് പോലും ഇതുപോലുള്ള തങ്ങളുടെ ഏരിയകൾ അവർ നെഗ്ലക്ട് ചെയ്യാന്നുള്ള ഒരു ചിന്ത അവരുടെ ഉള്ളിലുണ്ട്. So for that reason they feel like they are part of the nation but at the same time not part of the nation. അതാണ് ഒരു കാരണം. അതായത് അവര് രാഷ്ട്രത്തിന്റെ ഭാഗമാണ്, പക്ഷെ അവർ തങ്ങളെ തന്നെ രാഷ്ട്രത്തിന്റെ ഭാഗമായിട്ട് കണക്കൂട്ടുന്നില്ല. അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. And that in itself creates some animosity between the Christian community that are seen to be more in the government and the Islamic community that is seen to be not so interested in government. ചില പ്രത്യേക ഭാഗങ്ങളിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഗവൺമെന്റിലുണ്ട്, പക്ഷെ അതേ സമയത്ത് തന്നെ അദ്ദേഹം പറയുന്ന ചില ഭാഗങ്ങളിൽ ഇസ്ലാം കമ്മ്യൂണിറ്റി ഗവൺമെന്റിൽ ഇല്ല. അതുകൊണ്ട് ഒരു ശത്രുത ഉണ്ടാവാറുണ്ട് ചില ഏരിയകളിൽ. Now this is not very true, but there's a perspective that is seen like that, but it may not be the reality. ഇത് ഒരു പക്ഷേ ശരിയാവണമെന്നില്ല അദ്ദേഹത്തിന്റെ ഈ നിരീക്ഷണം, അതായത് ഇതിന്റെ കാഴ്ചപ്പാട് ശരിയാവണമെന്നില്ല. Because when the Arabs settled in Africa, they didn't build schools, they didn't build hospitals. അറബികള് ആഫ്രിക്കയിൽ സെറ്റിൽ ചെയ്തപ്പോ അവര് ഒരു രീതിയിൽ പോലും സ്കൂളുകളോ ആശുപത്രികളോ ഒന്നും ഉണ്ടാക്കിയില്ല. But the Christian missionaries emphasized on education, on building of schools and building of churches, but also of hospitals. പക്ഷെ ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ വന്നപ്പോൾ എസ്പെഷ്യലി സദേൺ പാർട്ടുകളിലെല്ലാം ഹോസ്പിറ്റലുകളിൽ, ആശുപത്രികള്, അതുപോലെ സ്കൂളുകള്, മറ്റുള്ള സ്ഥാപനങ്ങളെ സൃഷ്ടിക്കുന്നതിലും അത് ഉണ്ടാക്കുന്നതിലെല്ലാം ശ്രദ്ധ കൊടുത്തിരുന്നു. Yeah, so as a result, I think most of the community that had embraced Islam never really embraced education as such, apart from people who went to madrasa and all that. അതായത് ഈ എസ്പെഷ്യലി നോർത്തേൺ പാർട്ടിൽ വന്ന ഈ അറബികളായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ മുസ്ലിങ്ങള് ഒരു രീതിയിലും വിദ്യാഭ്യാസപരമായിട്ടോ മറ്റുള്ള കാര്യങ്ങളോ മുമ്പോട്ട് വന്നില്ല. കുറച്ചു പേരെല്ലാം മദ്രസ വിദ്യാഭ്യാസം ലഭിച്ചവരാണ് എന്ന് മാത്രമേ ഉള്ളൂ. So now they are coming to attack us, thinking that that these other guys neglected them, but in the real sense they neglected themselves by not emphasizing education. അവര് ഞങ്ങളെ ആക്രമിക്കാൻ വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഗവൺമെന്റുകൾ അവരെ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ പലപ്പോഴും അതിന്റെ യഥാർത്ഥ കാരണം അവർ തന്നെയാണ് അവരെ അവഗണിച്ചത്. അവർ വിദ്യാഭ്യാസപരമായിട്ടോ അല്ലെങ്കിൽ സാമൂഹികമായിട്ടോ ഉയരാൻ അവർ ശ്രമിച്ചില്ല. അവർ തങ്ങളെ തന്നെ അവഗണിച്ചു എന്നുള്ളതാണ് പരമാർത്ഥം. Yeah, so the short form of my answer would be that
the church needs to rise up. എന്റെ ഒറ്റ Yeah. വാക്കിൽ പറഞ്ഞാൽ എന്റെ ഒരു അല്ലെങ്കിൽ ചെറിയ രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഭകൾ And yes, ഉണരേണ്ടിയിരിക്കുന്നു. and yes, I'm not going to sit down and allow my daughters and my wife to be slaughtered while I am there. Yeah. തീർച്ചയായിട്ടും എന്റെ ഭാര്യയെയും മക്കളെയും കൊന്നുകളയാൻ ഞാൻ അവിടെ ഉള്ളപ്പോൾ സമ്മതിക്കില്ല. Yeah, but I'm also not going to pick up weapons against a given community in terms of offensive warfare, physical അതിന്റെ warfare. അർത്ഥം ഇതുമല്ല ഞാൻ ആയുധം എടുത്ത് മറ്റുള്ള കമ്മ്യൂണിറ്റികൾക്കെതിരെ പോരാടുമെന്നല്ല. പക്ഷെ എന്റെ മക്കളെയും കുഞ്ഞുങ്ങളെയും ആക്രമിക്കാൻ വന്നാൽ ഞാൻ അതിനെ ചേർക്കും, അത്രമാത്രം. Yeah, if there's a battle that I'm willing to engage in, is what I am doing right now in terms of reaching out to Muslims and sharing about Christ and the gospel. ഇതാണ് ഞാൻ വളരെ നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ആളുകളോട് സുവിശേഷം പങ്കുവയ്ക്കും. അതുപോലെ തന്നെ എന്റെ സ്വന്തം കുടുംബത്തെ ഞാൻ ഡിഫെൻഡ് ചെയ്യുകയും ചെയ്യും. Yeah, but I also realize that some of these jihadists have already given their souls to die. ഞാൻ മനസ്സിലാക്കുന്നു ഇതുപോലുള്ള പല ജിഹാദി മൂവ്മെന്റുകളും തങ്ങളുടെ ജീവിതം തന്നെ ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. And for that reason, I believe our governments needs to rise up. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഗവൺമെന്റുകളും ഞങ്ങളുടെ ഭരണകൂടങ്ങളെല്ലാം അതിനെതിരെ ഉണരേണ്ടിയിരിക്കുന്നു. Right now in the area of Congo, DRC Congo, the governments in Uganda and DRC have come up and they've decided to fight these jihadists. കോങ്കോയിലും DRCയിലുമുള്ള അതായത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നാണ് പറയുന്നത്. DRCയിലുമുള്ള പല രാജ്യങ്ങളും, അത് മാത്രമല്ല പല രാജ്യങ്ങളും ഇതുപോലുള്ള ഗ്രൂപ്പുകൾക്കെതിരായിട്ട് പോരാടണമെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. Just because for several years they've been killing Christians. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതുപോലുള്ള പല ഏരിയകളിലും ക്രിസ്ത്യാനികളെ അവർ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. And I'm glad to see now that the governments have responded with force. ഞാൻ ഒരു കാര്യത്തിൽ സന്തോഷിക്കുന്നുണ്ട്. കാരണം ഇതുപോലുള്ള രാജ്യങ്ങളിൽ ഗവൺമെന്റുകൾ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. Yeah, and where there's need, they've been arrested, and where it is beyond arrest, then I'm sorry, but yeah, the government has had to finish them off. പല സമയത്ത് ഇതുപോലുള്ള ഈ തീവ്രവാദികളുടെ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്, ചില സമയത്ത് അവരെ കൊന്നൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. Yeah, so that I will say is what I have seen on the other side of Africa. So in terms of Nigeria in particular, maybe Brother Isang and my sister can elaborate more. ചില വെസ്റ്റേൺ ആഫ്രിക്കയിലൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പൊ ഒരുപക്ഷെ ബ്രദർ ഐസങ്ങിനോ അല്ലെങ്കിൽ സിസ്റ്ററിനോ ഈ നൈജീരിയയിലുള്ള പല ഭാഗങ്ങളെ പറ്റി ഒരുപക്ഷെ അവർക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയാൻ സാധിക്കുമായിരിക്കും. ഓക്കെ, ബ്രദറെ ഞാൻ പറയുന്ന ഓഡിയബിൾ അല്ലേ ബ്രദർ? കേൾക്കാം. നമുക്ക് ഈ മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസ് ഇവിടെ വെച്ച് നമുക്ക് തൽക്കാലം നിർത്താമെന്ന് ഞാൻ പ്രതീക്ഷിക്കും. കാരണം നമുക്ക് അനിലച്ചാൻ്റെ പ്രസൻറ്റേഷൻ ഉണ്ടല്ലോ, അപ്പോൾ അത് ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കിതിവിടെ വെച്ച് നിർത്താം. നമുക്കത് കഴിഞ്ഞിട്ട് അനിലച്ചാൻ്റെ പ്രസൻറ്റേഷനും കൂടെ കഴിഞ്ഞിട്ട് Q&A സെഷനുണ്ട്. ആ സമയത്ത് നമുക്ക് ഇച്ചിരൂടെ നല്ല രീതിയിലേക്ക് ക്വസ്റ്റ്യൻസ് ഓഡിയൻസിൻ്റെയും കൂടെ എടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിച്ച് വേറെ ഒത്തിരി ടൈം പോകുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് അനിലച്ചാനിലേക്ക് പോവാം. അനിലച്ചാ കേൾക്കുന്നുണ്ടോ? അനിൽകുമാർ അച്ഛാ? ഓക്കെ, നമുക്ക് പ്രസൻറ്റേഷനിലേക്ക് കടക്കാം. എല്ലാവർക്കും മനസ്സിലാകത്തില്ലായിരിക്കും. Chaka brother, Chaka, I didn't get you. Yeah, I was saying, my brother Ibn has shared the Nigeria silent slaughters. So maybe something we on your time as individuals we can look in that YouTube and it will tell you more of what is happening.
ആൾക്കാർ മുകളിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഇതിനെ പറ്റിയിട്ട് സൈലൻസ് സ്ലോട്ടറിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, എനിവേ ബ്രദർ ചാക്കൈസാങ് ആൻഡ് ഓൾ, വി ആർ ജസ്റ്റ് ട്രൈങ് ടു focus on Islamic ideology. Brother Mr. Anil will be leading us in that topic. So maybe like for the next half an hour he'll be having the presentation. After that we'll be moving on to the Q&A section. People will be asking more questions from the audience. So I think we can have more interesting conversation in between. So I'm just right now. Okay, Chaka brother, you want to add something? Yes, I wanted to request that you would allow me to exit in about 30 minutes. It was very early for me. The room opened around 4 a.m. on my time, and so I'll be preparing also to go to church later this morning. But yeah, I can still have some 30 more minutes in the room before I can, request that I prepare for the service today. No worries. Thanks for the time. Thanks for your valuable presence. Okay, ജിമിച്ച എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അതെ, ഞാൻ പറഞ്ഞതേ നമ്മുടെ ഇവിടെ ഇവർ രണ്ടുപേരുണ്ടല്ലോ. ഇപ്പോൾ ഒരാൾ പോയി കഴിഞ്ഞാലും ഇവർ രണ്ടുപേര് സിസ്റ്ററും ഉണ്ട്, ഇസാങ് ബ്രദറും ഉണ്ട്. അപ്പം നമുക്കൊന്നറിയാം, അനിൽ ബ്രദർ സംസാരിക്കുന്നത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ നടത്താമെങ്കിൽ വേണ്ട ജിമിച്ച, അത് വേസ്റ്റ് ഓഫ് ടൈം ആവും. അത് വേണ്ട. അവർക്ക് കുഴപ്പമില്ല, അവർക്കത് പ്രശ്നമില്ല. അവർക്ക് രണ്ടുപേർക്ക് വേണ്ടി മാത്രം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ലാഗ് അടിപ്പിക്കണ്ട. നമുക്ക് ഓഡിയൻസിലേക്ക് ഫോക്കസ് ചെയ്യാം. ഓക്കെ, അനിലച്ച സംസാരിച്ചോളൂ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമം എന്നുമെന്നും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മളിവിടെ ഇത്ര സമയം ആ നാട്ടുകാരായ നൈജീരിയയിലുള്ള അവിടെയുള്ള ക്രൈസ്തവരായിരിക്കുന്ന രണ്ട് മൂന്ന് പേരിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ എന്താണ് അവര് അനുഭവിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് റിപ്പോർട്ടുകൾ ധാരാളം നമ്മൾ കാണുന്നുണ്ട്. നെറ്റിലൊക്കെ ഇഷ്ടംപോലെ നമ്മൾ പല റിപ്പോർട്ടുകളും കാണുന്നുണ്ട്. ഈ 2021 അതിന്റെ 2021 ആദ്യത്തെ ഭാഗം, അതായത് ആദ്യത്തെ 6 മാസം കൊണ്ട് ഏതാണ്ട് ഓരോ ദിവസവും 17 ക്രിസ്ത്യൻസ് ആണ് അവിടെ കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നത്. ശരാശരി അവിടെ 17 ക്രിസ്ത്യൻസ് കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നു. നമ്മള് അതിന്റെ CNA കാത്തലിക് ന്യൂസ് ഏജൻസി അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 17 ക്രിസ്ത്യൻസ് ഓരോ ദിവസവും. അതായത് ഞാനതൊന്ന് വായിക്കാം. An estimated 3,462 Christians have been killed in Nigeria in the first 200 days of 2021 according to a news study. അതായത് 3462 ക്രിസ്ത്യൻസ് ആദ്യത്തെ 200 ദിവസത്തിനുള്ളിൽ അവിടെ കൊല്ലപ്പെട്ടു 2021. അത് കണക്കൂട്ടി കഴിയുമ്പോൾ ഓരോ ദിവസവും 17 ക്രിസ്ത്യൻസ് ശരാശരി ആ ലെവലിലാണ് വരുന്നത്. 17 ക്രിസ്ത്യൻസ്. ഓപ്പൺ ഡോർസ് എന്ന് പറയുന്ന ആ സംഘടന അതിന്റെ ഈ കണക്കുകൾ അവര് കുറെ കൂടി ഇതായിട്ട് പറയുന്നുണ്ട്. 2021 പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് 3000-ലധികം ക്രിസ്ത്യൻസ് ആണ് അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്, നൈജീരിയയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇത് ഒരു ഇന്റർനാഷണൽ റിപ്പോർട്ടിൽ പറയുന്നത് 3462 ക്രിസ്ത്യൻസ് ഹാക്കറ്റ് ടു ഡെത്ത് ബൈ നൈജീരിയൻ ജിഹാദിസ്റ്റ് ഇൻ 200 days. പിന്നെ 3000 അബ്ഡക്റ്റഡ്, 300 churches and 10 priests attacked. ഇതുപോലെ അതായത് 3000-ഓളം പേരെ തട്ടിക്കൊണ്ടുപോകുന്നതും 300 ചർച്ചുകൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കി കഴിയുമ്പോൾ പിന്നെയും ഇതുപോലെയുള്ള പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട് അവിടെ, ഈ ക്രിസ്ത്യൻസിനെതിരെയുള്ള ജിഹാദികളുടെ ആക്രമണം. അപ്പോ ഈ 2001 മുതലുള്ള കണക്ക് നമ്മൾ നോക്കുമ്പോൾ, അതിപ്പോ മുകളിൽ ഇട്ടിട്ടുണ്ട് സൈലൻസ് സ്ലോട്ടർ, 2001 മുതലുള്ള കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 60,000-ലധികം ആളുകൾ, ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇങ്ങനെ ഒരു അവസാനവും ഇല്ലാത്ത വിധത്തിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും ഇതിന്റെ കാരണം? ഇവരിങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ ഒരു ജനതയും ഇത് ചെയ്യുന്നില്ല. ലോകത്ത് എന്തോരം മതങ്ങളുണ്ട്, അത്രയധികം മതങ്ങൾ, ആയിരക്കണക്കിന് മതങ്ങളാണ് ലോകത്തുള്ളത്. വേറെ ഏതെങ്കിലും ഒരു മതം ഇതേപോലെയുള്ള കാര്യം മറ്റാളുകളോട് ചെയ്യുന്നുണ്ടോ? വേറെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരോട്? ഇല്ല. പക്ഷെ ഇസ്ലാം മാത്രം ഇത് ചെയ്യുന്നു. അത് ഏത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ നോക്കിയാൽ കാണാം അത് ഈ മതം എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു. അപ്പൊ അത് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ പ്രമാണങ്ങളിലേക്ക് പോകണം. പ്രമാണങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് കാണുന്നു എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. നാം നോക്കിക്കഴിഞ്ഞാൽ അതിശക്തമായിട്ടുള്ള
ക്രൈസ്തവ വിരോധം, ക്രൈസ്തവ യഹൂദ വിരോധം ഇവരുടെ കിതാബിനകത്ത്, ഖുർആാനകത്ത്, ഹദീസുകൾക്കകത്ത് കാണാം. അതിശക്തമായിട്ടുള്ളതാണ്. നമ്മളിത് ഈ പുസ്തകങ്ങൾ വായിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് പരിചയമുള്ള നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾ നല്ലവരായതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് എന്തോ വലിയ സംഭവമാണ്, ഇസ്ലാം ഭയങ്കര സംഭവമാണ്. പക്ഷെ അങ്ങനെയല്ല. ഇസ്ലാമിന് അത് ന്യൂനപക്ഷമായിരിക്കുന്നിടത്ത് അതിന്റെ വിഷപ്പല്ല അതൊരിക്കലും പുറത്ത് കാണിക്കുകയില്ല. ആ വിഷപ്പല്ല അത് മടക്കി അകത്തേക്ക് വെക്കും. പക്ഷെ ആളെണ്ണം കൂടാൻ തുടങ്ങുമ്പോൾ പതുക്കെ പതുക്കെ ആ പല്ല് നിവർത്താൻ തുടങ്ങും. അവർക്ക് വേണ്ടുന്ന ആളായി കഴിയുമ്പോൾ അപ്പോഴാണ് പിന്നെ ആ പല്ല് പൂർണ്ണമായിട്ടും വെളിയിൽ കാണുന്നത്. നമ്മൾ അതിന്റെ ആ ക്രൂര ദംഷ്ട്രകൾ നമ്മൾ അപ്പോഴായിരിക്കും വെളിയിൽ കാണുന്നത്. ഇവിടെയൊക്കെ ഇന്ത്യയില് അല്ലെങ്കിൽ കേരളത്തിലെ സംബന്ധിച്ച് ഇതുവരെയൊക്കെ അവരത് എടുത്തു വെച്ചിരിക്കുകയായിരുന്നു, പുറത്തെടുക്കാതെ. അവര് ഒരു കാലത്തൊക്കെ പുറത്തെടുത്തിരുന്നു. ഇസ്ലാമിക ഭരണകാലം പണ്ടുകൂടെ ഉണ്ടായിരുന്നപ്പോ അതൊക്കെ ശരിക്കും പുറത്തെടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി വേറെ ആയതുകൊണ്ട്, ന്യൂനപക്ഷമായിരിക്കുന്നതുകൊണ്ട് അവര് പുറത്തെടുക്കാതിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇവരുടെ കിതാബിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സൂറ 5:51 വളരെ വ്യക്തമായിട്ട് പറയാണ്, സത്യവിശ്വാസികളെ, യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. അവരാകട്ടെ അന്യോന്യം ഉറ്റമിത്രങ്ങളാണ് താനും. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന പക്ഷം അവനും അവരിൽപ്പെട്ടവൻ തന്നെയാണ്. അക്രമികളായ ആളുകളെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല. അപ്പൊ ഒരു മതഗ്രന്ഥത്തിനകത്ത് പറഞ്ഞിരിക്കുകയാണ്, വേറെ മതത്തിൽപ്പെട്ട ആൾക്കാരെ നിങ്ങൾ കൂട്ടുകാരായി സ്വീകരിക്കാൻ പാടില്ല. ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ബൈബിളിനകത്ത് ഇങ്ങനെ ഒരു വാചകം ഉണ്ടായിരുന്നെങ്കിൽ മറ്റ ആളുകളെ, ഈ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ ഒഴികെ ബാക്കിയുള്ള ഒരാളെയും നിങ്ങൾ സുഹൃത്തുക്കളാക്കരുത് എന്ന് പറഞ്ഞൊരു വാചകം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളതിന് വല്ല വരെ കൊടുക്കുമോ ആ പുസ്തകത്തിന്? അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവില്ലേ, ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ലാന്ന്. ഇത് കിതാബിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ സുഹൃത്തുക്കളാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ മുസ്ലിങ്ങൾ ഇപ്പൊ ക്രിസ്ത്യാനികളെ സുഹൃത്തുക്കളാക്കിയില്ലെങ്കിൽ ഇപ്പൊ എന്താ പ്രശ്നം? അവര് ഓക്കെ, നമ്മളോട് കൂട്ടുകൂട്ടാൻ അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാം. പക്ഷെ ഇത് അത് മാത്രമല്ല പറയുന്നത്, കൂട്ടുകൂടരുതെന്ന് മാത്രമല്ല. പിന്നെന്താണ് പറയുന്നത്? ക്രിസ്ത്യാനികളെയൊക്കെ യുദ്ധം ചെയ്ത് കീഴടക്കാൻ, അവരെ രണ്ടാം തരം പൗരന്മാരാക്കി, ഒന്നുകിൽ അവരെ യുദ്ധം ചെയ്ത് കീഴടക്കി മതം മാറ്റാം, ഇസ്ലാമിലേക്ക് മതം മാറ്റാം, അല്ലെങ്കിൽ അവരെ കീഴടക്കി നമ്മൾ കപ്പം കൊടുത്തുകൊണ്ട്, അവർക്ക് ജസിയ കൊടുത്തുകൊണ്ട് രണ്ടാം തരം പൗരന്മാരായി ക്രിസ്ത്യാനികളെ മാറ്റണം എന്നുള്ളതാണ്. അത് നമ്മൾ സൂറ 9:29 കാണുന്നുണ്ട്. വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹുവും അവന്റെ ദൂതനും നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക, അവർ കീഴടങ്ങിക്കൊണ്ട് കൈയോടെ കപ്പം കൊടുക്കുന്നത് വരെ. അപ്പൊ വേദം നൽകപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം അത് യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പൊ ഈ കൂട്ടത്തിൽപ്പെട്ടവരെ നിങ്ങൾ സുഹൃത്തുക്കളാക്കരുതെന്ന് മാത്രമല്ല, പിന്നെ എന്ത് ചെയ്യണം? ഇവര് അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ, പിന്നെ അള്ളാഹുവും ദൂതനും നിഷിദ്ധമാക്കിയത്, അവര് ഹറാമാക്കി വെച്ചിരിക്കുന്നത് ഇവരും ഹറാമായി എടുക്കുന്നില്ലെങ്കിൽ, അതായത് ഇവരുടെ ഈ ഹലാൽ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും അനുസരിക്കുന്നില്ലെങ്കിൽ, പിന്നെ സത്യമതത്തെ മതമായി സ്വീകരിക്കുന്നില്ലെങ്കിൽ, ഇവിടെ ഇവര് സത്യമതം എന്ന് പറയുന്നത് ഈ വൃത്തികെട്ട ഇസ്ലാമാണ്. ആ ഇസ്ലാമിനെ അത് സത്യമതമായിട്ട് ബാക്കിയുള്ളവർ സ്വീകരിക്കുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. ഏതുവരെ? അവർ കീഴടങ്ങിക്കൊണ്ട് കൈയോടെ കപ്പം കൊടുക്കുന്നത് വരെ. രണ്ടാം തരം പൗരന്മാരായിരിക്കാൻ തയ്യാറായിട്ട് നമ്മൾ കീഴടങ്ങണം, ഇവർക്ക് ജിസിയ കൊടുത്തുകൊണ്ടിരിക്കാൻ. അങ്ങനെ ആകുന്നത് വരേക്കും നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണമെന്നാണ് സൂറ 9:29 പറയുന്നത്. ഇനി സഹീഹ് മുസ്ലിമിലേക്ക് വരുമ്പോൾ, ഹദീസിലേക്ക് വരുമ്പോൾ, സഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 39 ഹദീസ് നമ്പർ 13, sunna.com പോയി കഴിഞ്ഞാൽ 2167 ഹദീസ്. അവിടെ മുഹമ്മദ് പറയുന്ന ഈ യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത്. അബൂ ഹുറൈറ നിവേദനം, റസൂല് പറഞ്ഞു, ജൂതന്മാരോടോ ക്രിസ്ത്യാനികളോടോ നിങ്ങൾ സലാം കൊണ്ട് ആരംഭിക്കരുത്. അവരെ നിങ്ങൾ വഴിയിൽ കണ്ടുമുട്ടിയാൽ അവരോട് പ്രയാസം പ്രകടമാക്കണം. സഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 39 ഹദീസ് നമ്പർ 13. ഇനി ഇവര് ഈ വെറുതെ അല്ല, വഴി കണ്ടുമുട്ടിയ പ്രയാസം പ്രകടമാക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മള് ഈ ഇംഗ്ലീഷ് ഹദീസ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യം മനസ്സിലാവും എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. അബൂ ഹുറൈറ റിപ്പോർട്ട് Allah's messenger saying, do not greet the Jews and the Christians before they greet you, and when you meet any one of them on the roads, force him to go to the narrowest part of it. അതായത് ഈ അവരെ വഴി കണ്ടുമുട്ടി കഴിഞ്ഞാൽ പ്രയാസം പ്രകടമാക്കണമെന്നല്ല ശരിക്കും മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത്. അവരെ തള്ളി ബലം പ്രയോഗിച്ച് അവരെ ആ വഴിയുടെ ഇടുങ്ങിയ ഭാഗത്തേക്ക് അവരെ തള്ളി മാറ്റണം. അതായത് നേരായ വഴിയിലൂടെ, വിശാലമായ പാതയിലൂടെ മുസ്ലിങ്ങൾ നടന്നാൽ മതി, ബാക്കിയുള്ളവരൊക്കെ ആ വഴി കൂടെ നടക്കരുത്. യഹൂദനോ ക്രിസ്ത്യാനിയോ ആ വഴി ഉപയോഗിക്കരുത്, അവൻ വേറെ ഇടുങ്ങിയ വഴി കൂടെയൊക്കെ നടക്കട്ടെ. ഇങ്ങനെയാണ് മുഹമ്മദ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇത് മാത്രമല്ല, ആ പ്രദേശം കീഴടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദിന്റെ ആഗ്രഹമാണ്
ഒരു പ്രദേശം കീഴടക്കി കഴിഞ്ഞാൽ അവിടെയുള്ള യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയൊക്കെ നാട് കടത്തണം എന്നുള്ളത്. ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറില്ലെങ്കിൽ അവരെ നാട് കടത്തണം. അത് നമ്മൾ കാണുന്നത് സ്വഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 32 ഹദീസ് നമ്പർ 63-ലാണ്. കോമിൽ 1767 ഹദീസ്. ജാബിർ ഇബ്നു അബ്ദുള്ള നിവേദനം. ഉമർ എന്നോട് പറഞ്ഞു, നബി പറയുന്നത് അദ്ദേഹം കേൾക്കുകയുണ്ടായി, തീർച്ചയായും അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് ജൂതരെയും ക്രൈസ്തവരെയും ഞാൻ നാട് കടത്തുക തന്നെ ചെയ്യും, മുസ്ലിമിനെ അല്ലാതെ അവിടെ താമസിക്കാൻ വിടില്ല എന്ന് പറഞ്ഞു. ഇനി ഇത് വേറെ ഇടങ്ങളിലുണ്ട്. സുനാനു തിർമിദിയിലുണ്ട്. സുനാനു തിർമിദി അധ്യായം 19 ഹദീസ് നമ്പർ 1606 ഇത് പറയുന്നുണ്ട്, ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ അള്ളാഹു തുണച്ചാൽ യഹൂദികളെയും ക്രിസ്ത്യാനികളെയും അറേബ്യൻ അർദ്ധദ്വീപിൽ നിന്ന് ഞാൻ പുറത്താക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നത്. പിന്നെ 1607 സുനാനു തിർമിദി അധ്യായം 19 ഹദീസ് നമ്പർ 1607 പറയുന്നത്, യഹൂദികളെയും ക്രിസ്ത്യാനികളെയും അറേബ്യൻ അർദ്ധദ്വീപിൽ നിന്ന് ഞാൻ പുറത്താക്കുക തന്നെ ചെയ്യും, മുസ്ലിം അല്ലാത്ത ഒരാളും അവിടെ അവശേഷിക്കുകയില്ല. ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ഒരു മതസ്ഥാപകന്റെ കാര്യമാണ് നമ്മൾ ഈ കേൾക്കുന്നത്. അയാളുടെ മൊഴിമുത്തുകളാണ് ഈ കേൾക്കുന്നത്. എന്ത് അയാളുടെ മതം, അയാൾ പുതുതായിട്ട് സ്വീകരിച്ച മതത്തിലേക്ക് ചേരാൻ തയ്യാറല്ലാത്ത ആൾക്കാരെ പുറത്താകാൻ നാട്ടിൽ നിന്ന് ഓടിപ്പിച്ചു വിടണം. അവിടെ അവനോ അവന്റെ തന്തയൊക്കെ ജനിക്കുന്നേക്കാളും നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ ജീവിച്ചു വരുന്നവരാണ് ബാക്കിയുള്ള ഈ ടീമുകൾ, ഈ പറഞ്ഞ യഹൂദനും ക്രിസ്ത്യാനികളും ഒക്കെ. പക്ഷെ കാര്യമില്ല, ഇവനുണ്ടാക്കിയ പുതിയ മതത്തിലേക്ക് ചേരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇവരെയൊക്കെ അവിടെ നാട് കടത്തണം എന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷെ പറ്റിയില്ല. അതിനു മുമ്പേ പുള്ളി എത്തുപോയി. പിന്നെ അത് ചെയ്തത് ആരാണ്? അത് നമ്മൾ ആ ഹദീസ് നമുക്ക് നോക്കാം. ഇബ്നു ഉമർ പറയുന്നു, ഹിജാസിന്റെ മണ്ണിൽ നിന്ന് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഉമർ നാട് കടത്തി. ഖൈബർ കീഴടക്കിയപ്പോൾ ജൂതന്മാരെ അവിടെ നിന്ന് നാട് കടത്താൻ തിരുമേനി ഉദ്ദേശിച്ചിരുന്നു. തിരുമേനി ജയിച്ചടക്കിയപ്പോൾ ഭൂമി അള്ളാഹുവിന്റേതും അവന്റെ ദൂതന്റേതും മുസ്ലിങ്ങളുടേതുമായി തീർന്നു. തിരുമേനി ജൂതന്മാരെ പുറത്താക്കാൻ ആലോചിച്ചപ്പോൾ ആ ഭൂമി തങ്ങൾക്ക് തന്നെ ഉൽപ്പന്നത്തിന്റെ പകുതി പാട്ടം നിശ്ചയിച്ച് വിട്ടുതരണമെന്നും അവിടെ തന്നെ താമസിക്കാൻ അനുവദിക്കണമെന്നും ജൂതന്മാർ അപേക്ഷിച്ചു. നാം ഉദ്ദേശിക്കുന്ന കാലം വരേക്കും ഈ വ്യവസ്ഥയിന്മേൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാമെന്ന് തിരുമേനി അരുളി. പിന്നീട് തൈമ, അരിയ എന്നീ സ്ഥലങ്ങളിലേക്ക് ഉമർ നാട് കടത്തും വരെ അവരവിടെ താമസിച്ചു. സഹീഹ് ബുഖാരി അധ്യായം 41 ഹദീസ് നമ്പർ 1047. ഈ മുഹമ്മദിന്റെ അമ്മായപ്പൻ ഉമർ മുഹമ്മദിന്റെ ഈ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുകയാണ്, അവരെ അവിടുന്ന് നാട് കടത്തുകയാണ്. അങ്ങനെ അന്ന് പുറത്താക്കപ്പെട്ടവരാണ് ഈ ക്രിസ്ത്യാനികളെ യഹൂദന്മാരെ അവിടുന്ന്. നൂറ്റാണ്ടുകളായിട്ട് സഹസ്രാബ്ദങ്ങളൊക്കെ ആയിട്ട് അവിടെ താമസിച്ചു വന്ന ആ കൂട്ടരെ അവിടുന്ന് പുറത്താക്കപ്പെട്ടു. പിന്നീട് ഇത്ര നാളായിട്ട് 1400 വർഷം കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കയറാൻ പറ്റിയിട്ടില്ല, തിരിച്ചു കയറാൻ പറ്റിയിട്ടില്ല. എന്നേക്കുമായിട്ട് അവരെ അവിടുന്ന് പുറത്താക്കി. ഇതൊക്കെയാണ് ഈ മതം ചെയ്തിരിക്കുന്ന ആ പ്രദേശത്ത്. ഇത് എവിടെന്നാണ് ഇത് ആരംഭിച്ച സ്ഥലത്തുണ്ടായിരുന്ന മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാരോട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ക്രൂരതകളാണ്. അവിടെ മാത്രമല്ല, അത് പിന്നീട് എവിടേക്കൊക്കെ എത്തിപ്പെട്ടുവോ അവിടെയുള്ളവരോടും ഇത് തന്നെയാണ്. ഇപ്പൊ അത് ആഫ്രിക്കയിലുള്ള ആളുകളോടും അത് തന്നെ കാണിക്കുന്നു. ഇത് എല്ലാവരോടും ഇത് തന്നെയാണ്. ഇന്ത്യയിലേക്ക് വന്ന ഇന്ത്യയുടെ ചരിത്രമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് കാണാം. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ മതം. ഇതിനൊന്നും മതം എന്ന് വിളിക്കാനേ പറ്റില്ല. മതം എന്നുള്ള വിളിക്കതിന് യാതൊരു അർഹതയുമില്ല. ഇതൊരു രാഷ്ട്രീയ ഭീകര സംഘടനയാണ്. മനസ്സിലായോ? നക്സലിസം പോലെയൊക്കെ മാവോയിസം പോലെയൊക്കെയുള്ള ഭീകരവാദ സംഘടനയുടെ ഗണത്തിൽപ്പെടുത്താവുന്ന സാധനമാണ് ഇത്. അതല്ലാതെ വേറെ ഒന്നുമില്ല. മറ്റുള്ളവരെ കൊല്ലുക, അവരെ ആക്രമിച്ചിട്ട് അവന്റെ വസ്തുവകളെല്ലാം പിടിച്ചെടുത്ത് അവനെ നാട് കടത്തുക, അല്ലെങ്കിൽ അവിടെ അധികാരം പിടിച്ചെടുത്ത് ബാക്കിയുള്ളവരെയൊക്കെ തങ്ങളുടെ കീഴിലാക്കി ഞെരുക്കിക്കളയുക. ഇതിനകത്ത് എന്ത് ആത്മീയത ഉണ്ടെന്നാ പറയുന്നത്? സ്പിരിച്വാലിറ്റി എവിടെ കിടക്കുന്നതിനകത്ത് വല്ലതും ഉണ്ടോ? ഇല്ല. അവിടുത്തെ പിന്നെ ലൈംഗികമായിട്ടുള്ള അരാജകത്വം, കൊച്ചു പെൺകുട്ടികളെ വരെ, കാരണം ഇവരുടെ നേതാവ് മാതൃക കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മളിപ്പോ കേട്ടല്ലോ, പെൺകുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടുപോകുന്നു, സ്കൂൾ വിദ്യാർത്ഥിനികളെയൊക്കെ തട്ടിക്കൊണ്ടുപോയിട്ട് ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടുന്നത് ഇവര് ലൈംഗിക അടിമകളാക്കി മാറ്റുകയാണ്. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, അദ്ദേഹം നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ മൊത്തം അവിടെയുള്ള 23 രാജ്യങ്ങളെയും കൂട്ടിച്ചേർത്ത് ഒരു ഇസ്ലാമിക ഭൂഖണ്ഡമാക്കി മാറ്റാനാണ് ഉദ്ദേശമെന്ന്. അത് ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ കാര്യം മാത്രമല്ല, ലോകം ഒന്നാകെ മൊത്തം ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ കൊണ്ടുവരാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. കാരണം കിതാബ് എന്നാ പറയുന്നത്, കിതാബിനകത്ത് കൽപ്പനയുണ്ട്. ഞാനത് വായിക്കാം. സൂറ 2-ന്റെ 193. 2-193 നമ്മൾ വായിക്കുന്നത്, മർദ്ദനമില്ലാതെയാകുകയും മതം മുഴുവനും അല്ലാഹുവിന് വേണ്ടി ആവുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം നടത്തിക്കൊള്ളുക. അപ്പൊ മതം മുഴുവനും അല്ലാഹുവിന് വേണ്ടി ആകുന്നത് വരെ, ആ ഒരു പ്രദേശത്തെ മതം മുഴുവൻ അല്ലാഹുവിന്റെ മാത്രം, വേറൊരു മതവും ഇല്ല, അല്ലാഹുവിന്റെ മതം മാത്രം. ഓരോ പ്രദേശവും അങ്ങനെ ആക്കിയിട്ട് മൊത്തം
ലോകം മുഴുവൻ അള്ളാഹുവിന്റെ മതമാക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന എല്ലാ തന്ത്രങ്ങളും ഉപയോഗിക്കുക. കാരണം മുഹമ്മദ് പറയുന്നുണ്ട്, യുദ്ധം എന്ന് പറയുന്നത് തന്നെ ഒരു വഞ്ചനയാണ്. യുദ്ധത്തിനകത്ത് തക്കി ഉപയോഗിക്കാം. കളവ് പറയാൻ അനുവാദം കൊടുക്കുന്ന സന്ദർഭങ്ങളിൽ മുഹമ്മദ് പറയുന്നുണ്ട്, ഇന്ന കാര്യങ്ങൾക്ക് കളവ് പറയാന്ന് പറയുമ്പോൾ അതിലൊന്ന് യുദ്ധമാണ്. ഈ ലോകം മുഴുവനും അള്ളാഹുവിന്റെ കീഴിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇവർ ആഗോള വ്യാപകമായിട്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത് തന്നെയാണ്. ഇതിൽ പല തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. ചില ആളുകൾ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കറിയാവുന്നത് പോലെയുള്ള യുദ്ധങ്ങൾ അവർ നേരിട്ട് നടത്തുന്നു. ചിലത് അങ്ങനെയല്ല, ചിലത് വേറെ ഇതിലൊക്കെയാണ് ബിസിനസ്. ഇപ്പൊ നേരത്തെ ഷിജുവാൻ ബ്രദർ ഈ നൈജീരിയയുടെ ചരിത്രം പറഞ്ഞപ്പോ പറഞ്ഞു, മുസ്ലിങ്ങൾ അവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം ഈ നഗരങ്ങളിൽ അവര് ബിസിനസ് എല്ലാം അവർ കൈയടക്കി കഴിഞ്ഞതിന് ശേഷം അവരവിടെ പ്രബലരാക്കി കഴിഞ്ഞിട്ട് അതിന്റെ ഇതിലാണ് പിന്നെ ഗ്രാമങ്ങളിലേക്ക് അവർ തിരിയുന്നത്. അതെല്ലായിടത്തും അവർ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഇപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും കാണാം, ഈ ബിസിനസ് ജിഹാദിലൂടെ അവരൊരു പ്രദേശത്തെ മറ്റുള്ളവരുടെ ബിസിനസ്സുകളൊക്കെ തകർത്ത് കളഞ്ഞ് ഇവരുടെ ഇപ്പൊ ഹലാൽ അതിൽ നല്ലൊരു ഇതായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഹലാൽ മാർഗത്തിലൂടെയൊക്കെ ഹലാൽ സ്റ്റിക്കർ ഒട്ടിക്കലും മറ്റൊക്കെ ആയിട്ട് ഇവരെ ആൾക്കാരുടെ കടയിൽ നിന്ന് മാത്രം ഹലാൽ സാധനങ്ങൾ വാങ്ങുന്നു. മറ്റുള്ളവരും ജാതി മതം നോക്കാത്തതുകൊണ്ടും മതേതര മണ്ണകൾ എന്ത് ചെയ്യും, അത് നോക്കാതെ എല്ലായിടത്തും വാങ്ങും. അപ്പൊ ഫലത്തിൽ ബാക്കിയുള്ള മുസ്ലിങ്ങളുടെ കച്ചവടം താഴോട്ട് പോവുകയാണ്. അവര് പിന്നെ അവസാനം അത് പൂട്ടിക്കെട്ടി പോകേണ്ടി വരും. അങ്ങനെ മറ്റുള്ളവരെ സാമ്പത്തികമായിട്ട് തകർത്ത് ഇവര് രണ്ടോ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും പലരുടെ ഇത് വൃത്തിയില്ലാണ്ട് ഇസ്ലാം മതം സ്വീകരിക്കേണ്ടി വരികയാണ്. കാരണം ഇസ്ലാം മതം സ്വീകരിക്കുകയാണെങ്കിൽ അവരുടെ സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങാൻ ആൾക്കാരുണ്ടാകും, അവർക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ, ബിസിനസ്സിന് വേണ്ടി സഹായിക്കാൻ ഫണ്ട് കൊടുക്കാൻ ആൾക്കാരുണ്ട്, ലോൺ കൊടുക്കാൻ ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ വന്നപ്പോൾ വേറെ ആൾക്കാർ നിവൃത്തിയില്ലാണ്ട് ഇസ്ലാം മതം സ്വീകരിക്കുകയും ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമായിട്ട് അത് മാറുകയും ചെയ്യുന്നത്. ഇങ്ങനെ ഇതൊക്കെ ഒരു തന്ത്രമാണ്. അവിടെ ആയാലും എല്ലായിടത്തും ഇത് തന്നെ ചെയ്യുന്നത്. കാരണം എന്താണ്, മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആകുന്നത് വരെ. സൂറ 2:193 മാത്രമല്ല 8:39 പറയുന്നുണ്ട്. 8:39 നമ്മൾ വായിക്കുന്നത്, കുഴപ്പമില്ലാതെയാകുകയും മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആകുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. എന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്, അവര് വിരമിക്കുകയാണെങ്കിൽ പിന്നെ അവർ ഒന്നും ചെയ്യരുത്, അവരോട് ഈ യുദ്ധത്തിനൊന്നും പോകരുത്. അപ്പൊ നമ്മൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് വിചാരിക്കുന്നത് മുസ്ലിങ്ങളോട് യുദ്ധത്തിന് വന്ന ആൾക്കാർ യുദ്ധത്തിന് പിന്മാറി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അവരെ ഉപദ്രവിക്കാൻ പാടില്ല. അങ്ങനെയല്ല, മുസ്ലിങ്ങൾ അങ്ങോട്ട് ആക്രമിക്കാൻ പോകുന്നു. മുസ്ലിങ്ങളോട് പറഞ്ഞിരിക്കും അങ്ങോട്ട് കയറി ആക്രമിക്കാൻ. മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി വന്നവരെ അങ്ങോട്ട് കയറി ആക്രമിക്കണം, യുദ്ധം ചെയ്യണം. അവര് പിന്നെ പിന്മാറുകയാണെങ്കിൽ, പിന്മാറുന്ന എങ്ങനെ, ശരി ഞങ്ങൾ ഇസ്ലാം ആയിക്കോളാം അല്ലെങ്കിൽ ഇസ്ലാമിന് കീഴടങ്ങിയിരുന്നോളാം എന്ന് പറഞ്ഞുകൊണ്ടാ പിന്മാറ്റം. അങ്ങനെ പിന്മാറാത്ത കാലത്തോളം ആക്രമിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പൊ അങ്ങനെ പറഞ്ഞവര് പിന്മാറുകയാണെങ്കിൽ പിന്നെ അവരെ ഉപദ്രവിക്കേണ്ട, അവർ നിങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുകയാണല്ലോ, ജിസിയ എന്നുകൊണ്ട് നിങ്ങൾക്ക് കീഴടങ്ങിയിരുന്നോട്ടെ, നിങ്ങൾ അവരുടെ മേലെ എന്തും കാണിച്ചു എന്നുള്ളതല്ല, അവരുടെ മേലെ അധീശത്വം നിങ്ങൾക്ക് കിട്ടുകയാണ്. അങ്ങനെ അവർ കീഴടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ വേറെ യുദ്ധം നടത്തരുത് എന്ന് പറഞ്ഞിട്ട്. ഇനി മുഹമ്മദ് വേറൊരു കാര്യം പറയുന്നുണ്ട്, സ്വഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 1 ഹദീസ് നമ്പർ 34 അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി പറയുന്നത് എന്താണ്, അള്ളാഹു അല്ലാതെ യാതൊരു ആരാധ്യനുമില്ലെന്ന് സാക്ഷ്യം വഹിക്കുകയും എന്നിലും ഞാൻ കൊണ്ടുവന്നതിലും വിശ്വസിക്കുകയും ചെയ്യുന്നതുവരെ ജനങ്ങളോട് യുദ്ധം ചെയ്യുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. മുഹമ്മദിന് ഒരു കൽപ്പന കിട്ടിയിരിക്കുകയാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന്. എന്താണ് കൽപ്പന? അള്ളാഹു അല്ലാതെ യാതൊരു ആരാധനയുമില്ലെന്ന് സാക്ഷ്യം വഹിക്കണം. പിന്നെ മുഹമ്മദ് കൊണ്ടുവന്നതിലും വിശ്വസിക്കുകയും ചെയ്യുന്നത് വരെ ജനങ്ങളോട് യുദ്ധം ചെയ്യുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ അവർ ചെയ്താൽ അവരുടെ രക്തവും ധനവും എന്നിൽ നിന്ന് സംരക്ഷിച്ചിരിക്കുന്നു. പിന്നീട് അതായത് വിശ്വാസത്തിന്റെ അവകാശം മാത്രമേ അവരിൽ നിന്ന് പിടിച്ചെടുക്കുകയുള്ളൂ. അവരുടെ രഹസ്യ കാര്യങ്ങളുടെ വിചാരണ അള്ളാഹുവിന്റെ മേലാണ്. ഇത് മറ്റുള്ളവരുടെ നേരെ അങ്ങ് ചുമ്മാ കയറി ആക്രമിക്കുകയാണ്, യുദ്ധം ചെയ്യുകയാണ്. നിങ്ങൾ ഇസ്ലാം മതം ഇന്ന് നമുക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ ഇസ്ലാം ആകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മതം സ്വീകരിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇസ്ലാം എന്നുള്ള വാക്കിന്റെ അർത്ഥം കീഴടങ്ങുക എന്നുള്ളതാണ്. അള്ളാഹുവിനും മുഹമ്മദിനും കീഴടങ്ങുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കണമെന്ന് ഒരു ജനതയോട് ഇന്ന് അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ ചെന്നിട്ട് ആ ഗ്രാമത്തിനെ വളഞ്ഞിട്ട് പറയണം നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കണം എന്ന് വെച്ചാൽ നിങ്ങൾ കീഴടങ്ങണം എന്നാ. നിങ്ങൾ അള്ളാഹുവിനും മുഹമ്മദിനും കീഴടങ്ങണം. ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് എന്ത് പറയുന്നു അത് നിങ്ങൾ അനുസരിച്ചോളണം. കാരണം അള്ളാഹുവിന്റെ വചനവും വരുന്നത് മുഹമ്മദിന്റെ നാവിലൂടെയാണ്, അല്ലാണ്ട് അള്ളാഹു വേറെ നേരിട്ട് പറയുന്നൊന്നല്ലല്ലോ. അപ്പൊ മുഹമ്മദിന്റെ ഇഷ്ടത്തിന് മുഹമ്മദ് പറയുന്നു, അള്ളാഹു എന്നോട് ഇത് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളത് അനുസരിക്കാൻ തയ്യാറായിട്ട് നിങ്ങൾ കീഴടങ്ങിക്കോ. അപ്പൊ മുഹമ്മദിന്റെ ഇഷ്ടത്തിന്
എല്ലാ തോന്നിയാസങ്ങൾക്കും ഇത് പറഞ്ഞിട്ട് ആമേൻ പറഞ്ഞ് കീഴടങ്ങാൻ അതാണ് ആവശ്യപ്പെട്ടത്. അവര് അവരുടെ എല്ലാ സ്വാതന്ത്ര്യം പിന്നെ നഷ്ടപ്പെടുത്തേണ്ടി വരികയാണ്, അടിമകളാകുകയാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇവരെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇവരെയും കൂട്ടിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. എന്നിട്ട് അവിടെയുള്ളവരോട് ഇത് തന്നെ പറയുന്നു, കീഴടങ്ങും കീഴടങ്ങും. ഇങ്ങനെ കീഴടക്കലാണ്. അത് സ്വമേധയാ ഈ ദൈവത്തിന് കീഴടങ്ങുന്നതല്ല. ഇപ്പൊ ഒരുത്തൻ അവന്റെ ഇഷ്ടപ്രകാരം ഞാൻ ഇനി ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ അനുസരിച്ച് ജീവിച്ചോളാം എന്ന് സ്വമേധയാ അവൻ ചിന്തിക്കുന്ന അത് വേറെ കാര്യം. ഇതല്ല, നിർബന്ധപൂർവമാണ്. അവന്റെ നേരെ വാളുമായിട്ട് വരികയാണ്, അവന്റെ നേരെ കുന്തമായിട്ട് തോക്കായിട്ട് ബോംബായിട്ടൊക്കെ ചെല്ലുകയാണ്. എന്നിട്ടാ പറയുന്നത് കീഴടക്കി. ഇങ്ങനെ കീഴടക്കിയിട്ടാണ് ഇത് വളർന്നത്. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് നോക്കിക്കഴിഞ്ഞാൽ തബരി, ഇസ്ലാമിക ചരിത്രകാരനായ തബരി പറയുന്ന ഒരു ഇതുണ്ട്, വോളിയം 9, ലാസ്റ്റ് ഇയേഴ്സ് ഓഫ് ദ പ്രോഫറ്റ്, അതിന്റെ 69ാമത്തെ പേജ്. അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? വംശപരമ്പരയിൽ അറബികൾ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളാണ്, ഏറ്റവും പ്രമുഖരും പ്രവൃത്തികളിൽ ഏറ്റവും മികച്ചവരുമാണ്. പ്രവാചകന്റെ വിളിയോട് ഏറ്റവും ആദ്യം പ്രതികരിച്ചത് ഞങ്ങളായിരുന്നു. ഞങ്ങൾ അള്ളാഹുവിന്റെ സഹായികളും അവന്റെ റസൂലിന്റെ വസീറുകളുമാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് വരെ ഞങ്ങൾ ജനങ്ങളോട് യുദ്ധം ചെയ്യുന്നു. ജനങ്ങളോട് ഞങ്ങൾ പ്രബോധനം ചെയ്യുന്നു എന്നല്ല, ഇസ്ലാമിന്റെ മഹത്വത്തെ കുറിച്ച് ഞങ്ങൾ വിളംബരം ചെയ്യുന്നു എന്നല്ല. എന്താ പറയുന്നത്? അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് വരെ ഞങ്ങൾ ജനങ്ങളോട് യുദ്ധം ചെയ്യുന്നു. ഇതൊക്കെ ഒരു കാലത്ത് ഇസ്ലാമിക ലോകത്തുണ്ടായതാണ്. ഇന്ന് മുസ്ലിങ്ങൾ അത് ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ട് ഇവരുടെ കിതാബ് മാറിയിട്ടൊന്നും ഇല്ലാട്ടാ. ഇപ്പോഴത്തെ അവസ്ഥ വേറെ ആയതുകൊണ്ട് മാത്രം അത് പുറത്തെടുക്കാതിരിക്കുകയാണ്. ജനസംഖ്യ കൂടട്ടെ, ജനസംഖ്യ കൂടിക്കഴിയുമ്പോൾ ഇതെല്ലാം പുറത്തു വരും. ഈ സ്വഭാവം അന്ന്, അതായത് ആദ്യത്തെ 4 നൂറ്റാണ്ട് കാലത്തോളം മുസ്ലിങ്ങളെ എന്താണ് കാട്ടിക്കൂട്ടിയിരുന്നത് അത് ഇപ്പൊ പുറത്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിലും അങ്ങനെയുള്ള ഒരു അനുകൂല സാഹചര്യം വരുമ്പോൾ പുറത്തെടുക്കും. അതൊക്കെയാണ് നൈജീരിയയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരെ ഞങ്ങൾ ജനങ്ങളോട് യുദ്ധം ചെയ്യുന്നു. അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുന്നവൻ തന്റെ ജീവനും സ്വത്തും ഞങ്ങളിൽ നിന്ന് സംരക്ഷിച്ചിരിക്കുന്നു. അതായത് ഇവര് യുദ്ധത്തിന് ചെല്ലുമ്പോൾ ഒരുത്തം പറയണം ഞാൻ അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നു, ഞാൻ മുസ്ലിമായെന്ന് പറഞ്ഞാൽ അവനെ കൊല്ലുന്നില്ല, അവനെ കൊള്ളയടിക്കുന്നില്ല. അല്ലാത്തവൻ എന്ത് ചെയ്യുന്നു? അത് പിന്നെ അടുത്ത വാചകത്തിൽ അതാ പറയുന്നത്, ഒരുവൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞങ്ങൾ അവനോട് എന്നേക്കും പോരാടും. അവനെ കൊല്ലുന്നത് ഞങ്ങൾക്കൊരു ചെറിയ കാര്യമാണ്. ഒരു ചെറിയ കാര്യമാണ് ഇത്, മനസ്സിലായി? ഇത് ഒരു കാലത്ത് ഇസ്ലാമിക ലോകത്ത് ഇതൊരു സർവ്വസാധാരണമായ സംഭവമായിരുന്നു. അമുസ്ലിങ്ങളായ ആളുകൾക്കെതിരെ യുദ്ധം ചെയ്യുക, അവരെ കൊല്ലുക, അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം അവരെ കഴുത്തിൽ വാൾ വെച്ച് മതം മാറ്റുക, മതം മാറാൻ തയ്യാറില്ലാത്തവരെ കൊല്ലുക, കൊള്ളയടിക്കുക. ഇതൊക്കെ ഒരു കാലത്ത് അവിടെ സർവ്വസാധാരണമായിരുന്നു. അപ്പൊ ഇന്ന് ഈ 21ാം നൂറ്റാണ്ടിൽ നമ്മൾ വിചാരിക്കും കേരളം ഭയങ്കര ഇതൊക്കെയാണല്ലോ, ഇങ്ങനെയൊക്കെയാണെന്ന്. നോക്കണ്ട, കിതാബ് ഉണ്ടല്ലോ, അത് ബ്രെയിൻ വാഷ് ചെയ്ത് നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്താണ്. എത്ര വിദ്യാഭ്യാസം കിട്ടിയാലും ഈ കിതാബിൽ നിന്നുള്ള ബ്രെയിൻ വാഷിംഗ് ഉണ്ടല്ലോ, അത് ആ വിദ്യാഭ്യാസത്തെയൊക്കെ നീക്കിക്കളയും. നമ്മളത് കണ്ടതാണ്. ഈ കാസർഗോഡ് നിന്നുള്ള ഇല്യാസ് എന്ന് പറഞ്ഞ ഡോക്ടർ, MBBS ഒക്കെ കഴിഞ്ഞ ഒരു ഡോക്ടറാണ്, പോയിട്ട് അഫ്ഗാനിൽ ചാവേറായി പൊട്ടിത്തെറിച്ചത്. ഒരു ഡോക്ടർ ജീവൻ എടുക്കും. ഞാൻ ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ ആ ഹിപ്പോക്രാറ്റിന്റെ സത്യപ്രതിജ്ഞയൊക്കെ ഉണ്ടല്ലോ, ആ പ്രതിജ്ഞയൊക്കെ കഴിഞ്ഞിട്ടല്ലേ പോകുന്നത്. ഞാൻ ജനങ്ങളുടെ ജീവന് ഇത് കൊടുക്കും, എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ അവരുടെ ജീവനെ സംരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണല്ലോ ആ പ്രതിജ്ഞ. അങ്ങനെയൊക്കെ പ്രതിജ്ഞ എടുത്ത ആളാണ്. കിതാബ് അയാളുടെ ബ്രെയിൻ അങ്ങ് മാറ്റിക്കളഞ്ഞത്. അങ്ങനെ പ്രതിജ്ഞ എടുത്ത ആളുടെ ആ ചിന്തയൊക്കെ മാറ്റി വേറെ ഇതിലേക്ക് അയാൾ വരികയാണ്, ജനങ്ങളുടെ ജീവൻ എടുക്കാൻ പാകത്തിന്. എന്നിട്ട് പോയി പൊട്ടിത്തെറിച്ചു, സ്വന്തം ജീവനും കളഞ്ഞോ മറ്റുള്ളവരെയും കൂടി കൊല്ലുന്നത്. അപ്പൊ ഇത് എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. കാരണം കിതാബ് മാറിയിട്ടില്ല, അത് നിങ്ങൾ ഓർക്കണം. പുസ്തകം മാറിയിട്ടില്ല, ജനങ്ങൾ മാറിയിട്ടുണ്ട്, ശരിയാണ്, പണ്ടത്തെ പോലെ ഇപ്പൊ ചെയ്യുന്നില്ല. പക്ഷെ അങ്ങനെ നോക്കണ്ട, അത് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ വീണ്ടും പഴയതിലേക്ക് പോകും. നമ്മുടെ മുമ്പായൊക്കെ നല്ല ഉദാഹരണങ്ങളുണ്ട് ചരിത്രത്തില്. ഈ മുതസല്ലികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഏതാണ്ട് 3-3.5 നൂറ്റാണ്ട് കാലത്തോളം ഇസ്ലാമിക ലോകത്ത് അവര് കൾച്ചറൽ മുസ്ലിംസ് ആണ്. അതായത് ഖുറാനോ ഹദീസോ ഒന്നും വിശ്വസിക്കുന്ന മുസ്ലിങ്ങളല്ല, എന്നാൽ കൾച്ചറിലും പേര് കൊണ്ട് മുസ്ലിങ്ങളായിട്ട് ജീവിക്കുന്നവരാണ്. അവർ ഗ്രീക്ക് ഫിലോസഫീനെയാണ് അവർ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നത്, ഗ്രീക്ക് ഫിലോസഫിയുടെ പുറകെ പോയിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ കാലത്ത് ഇസ്ലാമിക ലോകത്ത് നിന്ന് ധാരാളം കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ജീവിച്ചിരുന്നവരാണ്. അപ്പൊ പിന്നെ ഈ കൊലയൊക്കെ അവര് കുറെയൊക്കെ നിർത്തിവെച്ചു. ആദ്യത്തേത് പോലെയില്ല, വളരെ കുറഞ്ഞു, കുറേയും കൂടി മെച്ചപ്പെട്ടൊരു ലെവലിലേക്ക് മറ്റുള്ളവരുമൊക്കെ ഒരു സഹവർത്തനത്തിന്റെ ഇതിലേക്കൊക്കെ അവർ മാറുകയും ചെയ്തതാണ്. പക്ഷെ എന്ത് ചെയ്തു? ഈ 3-3.5 നൂറ്റാണ്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ 11ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടെ ഇയാൾ വരുന്നു, ഇമാം ഗസാലി. ഇമാം ഗസാലി വന്നു കഴിഞ്ഞിട്ടുണ്ട്, ഈ ഗ്രീക്ക് ഫിലോസഫി ഒക്കെ തെറ്റാണ്, അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നമ്മളെ വ്യതിചലിക്കുന്നതാണ്, നമ്മൾ നബിയുടെയും അള്ളാഹുവിന്റെയും മാർഗത്തിലൂടെ സഞ്ചരിക്കണം എന്ന് പറഞ്ഞ്
ജനങ്ങളെയും അന്നത്തെ ഭരണാധികാരിയെയൊക്കെ ബോധ്യപ്പെടുത്തി ഈ മുതസല്ലികളെ ഇല്ലാതാക്കുകയും ആ ജനതയെ മുഴുവൻ തിരിച്ച് 7-ാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അതിനുശേഷം എന്തുണ്ടായത്? വീണ്ടും പഴയതുപോലെ തന്നെ മറ്റുള്ളവരെ കൊല്ലുകയും കൊള്ളയടിക്കുകയും അടിമപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് പിന്നെ ഇസ്ലാമിക ലോകത്ത് വന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന അറിയേണ്ടുന്ന കാര്യമാണ്. കുറച്ചു നാളത്തേക്ക് ഇവരൊന്നും ചെയ്തില്ല എന്ന് വെച്ചിട്ട്, ഈ മുതസല്ലികളുടെ കാലത്ത് ചെയ്തിരുന്നില്ല എന്നൊന്നുമല്ല, പക്ഷെ വലിയൊരു വിഭാഗം അങ്ങനെ ചെയ്തില്ലെന്നേ ഉള്ളൂ. ചെയ്ത മറ്റ് പ്രമാണം അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന കുറെ പേരുണ്ടായിരുന്നു അവിടെ അപ്പോഴും. എന്നാലും കുറച്ചു പേരെങ്കിലും ഇതിലൊന്നും ഏർപ്പെടാതെ മറ്റ് പ്രവർത്തനങ്ങളിൽ, അതായത് സാഹിത്യപരമായ കാര്യങ്ങളിൽ, പിന്നെ ഈ ശാസ്ത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ, ഇങ്ങനെയുള്ളതിൽ ഗവേഷണവും പരീക്ഷണവും ഒക്കെ നടത്തുക, എങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നതാണ്. അതിനെയൊക്കെ മാറ്റിക്കളഞ്ഞു ഇയാൾ ഇമാം ഗസാലി വന്നിട്ട്. അപ്പൊ ഇത് മുസ്ലിങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത് നോക്കണ്ട. നാളെ ഒരു ഇമാം ഗസാലി ജനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന് ജനിച്ചവൻ ഇത്തിരി കൂടി വലുതായി കഴിഞ്ഞിട്ട് നമ്മളൊക്കെ പ്രായമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ പ്രബോധനം ആരംഭിച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്ക് ഇവിടെ ഇസ്ലാമിക ജനസംഖ്യ വർദ്ധിക്കുകയും മുസ്ലിങ്ങൾക്ക് കാര്യം മനസ്സിലാകുകയും ചെയ്യും. ശരിയാണ്, ഇത്രയും നാൾ നമ്മൾ ഈ കാഫറുകളും ഒക്കെ ആയിട്ട് കൂട്ടുകൂടിയത് നടന്നത് തെറ്റായിപ്പോയി, അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ തെറ്റാണ്. കാരണം ബഹുദൈവ വിശ്വാസികൾ അശുദ്ധരാണ്, അവരോട് സൗഹൃദം പാടില്ല എന്ന് പറയുന്നു, ക്രിസ്ത്യാനികളോട് സൗഹൃദം പാടില്ല എന്ന് പറയുന്നു. ഇതൊക്കെ ഖുർആനിലുള്ളത്. നമ്മളതെല്ലാം ലംഘിച്ചുകൊണ്ട് ഇത്രയും നാൾ അവരോട് സുഹൃത്തുക്കളായിട്ട് നടന്നു. അത് തെറ്റായിപ്പോയി. നമ്മൾ ഇനി അവരെ സുഹൃത്തുക്കളായിട്ട് കാണാൻ പാടില്ല. അവർ ശത്രുക്കളാണ്, അള്ളാഹുവിന്റെ ശത്രുക്കളാണ്, അള്ളാഹുവിന്റെ ദീനിന്റെ ശത്രുക്കളാണ്, പ്രവാചകന്റെ ശത്രുക്കളാണ്. അതുകൊണ്ട് അവരെ കൊല്ലുകയാണ്, പ്രവാചകന്റെ കൽപ്പന അനുസരിച്ച് അവരെ കൊല്ലുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് അവര് അപ്പൊ ഒരു കൂട്ടക്കൊലപാതകത്തിന് രംഗത്തിറങ്ങിയാൽ ചുമ്മാ ആടുകളെ അരിഞ്ഞു തള്ളുന്നത് പോലെ തള്ളിക്കൊണ്ടിരിക്കുക. അത്രയും സംഭവിക്കാൻ പോകുന്നുള്ളൂ. മനസ്സിലായി? ഇപ്പൊ നൈജീരിയയിൽ ഇന്ന് അനുഭവിക്കുന്നത് പോലെ തന്നെ അന്ന് ഈ കേരളത്തിലും ഉണ്ടാകും. അപ്പൊ അത് ഉണ്ടാകാതിരിക്കണമെങ്കിലാണ് നമ്മൾ മുൻകൂർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. നമ്മൾ മുൻപേ തന്നെ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുകയും ജാഗ്രത പുലർത്തുകയും ചെയ്യേണ്ടത്. നമ്മൾ ആളുകളെ ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തേണ്ടത്. ഇതേ കാലഘട്ടത്തിൽ തന്നെ നൈജീരിയയിലുള്ള ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതെപ്പോ വേണമെങ്കിലും നമുക്കെതിരെയും വരാം. ഇസ്ലാമിന്റെ വാള് അത് നമ്മുടെയൊക്കെ തലയ്ക്ക് മുകളിൽ ഡെമോക്രീസിന്റെ വാള് പോലെ തൂങ്ങിക്കിടക്കുന്നതാണ്. എപ്പോ വേണമെങ്കിലും അത് പൊട്ടി തലേ വീഴും. അപ്പൊ ഈ കാര്യം നമ്മൾ ജനങ്ങളെ ബോധവൽക്കരണം നടത്തുക, ജനങ്ങൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിച്ചത്. ഇത് ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും അതിനെക്കുറിച്ച് നല്ലൊരു ബോധ്യം വേണം. ഇത് അപകടകരമായിട്ടുള്ള ഒരു ഐഡിയോളജിയാണ് ഈ ഇസ്ലാം എന്ന് പറയുന്നത്. അത് പൊളിറ്റിക്കൽ എൻറ്റിറ്റിയാണ്, പൊളിറ്റിക്കൽ സ്ഥാപനമാണ് യഥാർത്ഥത്തിൽ. അത് മറ്റൊന്നുമല്ല. അത് മതത്തിന്റെ മുഖം മൂടിയിട്ട് വരുന്നതേ ഉള്ളൂ. അതിനകത്ത് ആത്മീയത എന്ന് പറയുന്ന ഒരു സംഗതിയേ ഇല്ല. അതിൻ്റെ അകത്ത് മറ്റു മതക്കാരെ അല്ലെങ്കിൽ ഇസ്ലാമിനോട് യോജിക്കാത്ത ആളുകളെയൊക്കെ കൊല്ലുകയും കൊള്ളയടിക്കുകയും അവന്റെ പെണ്ണിനെ പിടിച്ചുകൊണ്ട് വന്ന് വെപ്പാട്ടിയാക്കുകയോ അല്ലെങ്കിൽ ലൈംഗിക അടിമയാക്കുകയോ അതല്ലെങ്കിൽ അടിമച്ചന്തയെ കൊണ്ട് വിൽക്കുകയോ അവന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് അടിമകളാക്കി മാറ്റുകയോ അടിമച്ചന്തയെ കൊണ്ട് വിൽക്കുകയൊക്കെ ചെയ്യുന്ന ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവരെ പ്രവാചകൻ കാണിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ പ്രവാചക മാതൃക പിൻപറ്റാൻ തയ്യാറുള്ള ആളുകൾ നാളെ നമ്മളോടും പ്രവർത്തിക്കുമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇസ്ലാമിനെതിരെ നമുക്ക് ജാഗ്രത വേണം, എപ്പോഴും ജാഗ്രത വേണം. അവരുടെ ഈ രഹസ്യ അജണ്ടകള്, പല രഹസ്യ അജണ്ടകളും ഇപ്പൊ പലയിടങ്ങളിലും ഭൂമി വാങ്ങിക്കൂട്ടുന്നുണ്ട്. ഒരൊറ്റ മുസ്ലിം ഇല്ലാത്ത ഇടങ്ങളിൽ വന്നിട്ട് പോലും ഇവർ ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിക്കൂട്ടുന്നു. പാലയിൽ വന്നു കഴിഞ്ഞിട്ട് 2020 പാലയിൽ നടന്ന ഭൂമി കച്ചവടത്തിന്റെ, പാല എന്ന് പറയുന്നത് നമുക്കറിയാം അവിടെ മുസ്ലിങ്ങളില്ല, ക്രൈസ്തവ മേഖലയാണത്. പക്ഷെ 2020 നടന്ന ഭൂമി കച്ചവടങ്ങളുടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമി അവിടെ വാങ്ങിക്കൂട്ടിയിരിക്കുന്ന മുസ്ലിങ്ങളാണ്. ഓരോ പ്രദേശത്ത് അവരത് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് നല്ല ജാഗ്രത വേണം. ആ ജാഗ്രതയോടുകൂടെ ഇരിക്കുന്നത് നമ്മുടെ അടുത്ത തലമുറയോടുള്ള നമ്മുടെ ഉത്തരവാദിത്തം ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കി പെരുമാറാൻ ഓരോരുത്തർക്ക് സാധിക്കട്ടെ. ദൈവം എല്ലാവരെയായിട്ട് സഹായിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഓക്കെ, താങ്ക് യു അനുലജ. ചാക്കോ പാസ്റ്റർ ബ്ലിങ്ക് ചെയ്താണോ? ഞാൻ പറഞ്ഞ കേൾക്കാം. ചാക്കോ പാസ്റ്റർ തുടങ്ങുന്ന മുമ്പായിട്ട് ഞാൻ ഹാൻഡ് റൈസ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ആർക്കെങ്കിലും ഇതിനെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കടന്നു വരാം. ചാക്കോ പാസ്റ്റർ തുടർന്നോളൂ. സംസാരിക്കട്ടെ, കേൾക്കാവോ? പറഞ്ഞു. ഞാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാളിക മുറിയിലെ പ്രഭാഷണത്തിൽ പറഞ്ഞതായ ഒരു വാക്യം ഞാൻ ഓർത്തു പോവുകയാണ്. യേശുക്രിസ്തു പറഞ്ഞത് ഇങ്ങനെയാണ്: ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ശിഷ്യന്മാരോട് യേശു പറഞ്ഞാണ്. ഇത് കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് ഈ കഷ്ടത ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ
ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ നൈജീരിയ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യത്ത് നമ്മൾ കേട്ടതും അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞതും. 49% ക്രൈസ്തവരും 50% ഇസ്ലാമിസ്റ്റുകളുമാണെന്നുള്ളതായ ആ ഒരു ചിന്ത, ആ ഒരു വസ്തുത കേട്ടപ്പോൾ തന്നെ നടുക്കമുണ്ടായി. കാരണം ഇവര് ഭൂരിപക്ഷം ഏത് രാജ്യത്താകുന്നുവോ അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ ഇവർ നശിപ്പിച്ചിരിക്കും, വംശീയമായിട്ട് ഇവർ നശിപ്പിച്ചിരിക്കും. കാരണം ഇവരുടെ ഐഡിയോളജി അതാണ്. ഇവിടെ കേട്ടതായ ആ ടെസ്റ്റ് മണിയിലും അവിടുത്തെ വിവരണത്തിലും ഒക്കെ തന്നെ നമുക്ക് അതാണ് മുഴിച്ചു നിൽക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത്. ഇസ്ലാമിന്റെ ഐഡിയോളജി എന്താണ്? വംശ നശീകരണമാണ്, നശിപ്പിക്കലാണ്, വംശത്തെ ഉന്മൂലനം ചെയ്യുകയാണ്. ഇവിടെ അനിൽ ബ്രദർ ഖുറാനിക ആയത്തുകളൊക്കെ ഉദ്ധരിച്ചുള്ളൂ. ഈ ആയത്തുകളാണ് ഇവർക്ക് പ്രചോദനം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളിപ്പം ജയ്ഷി മുഹമ്മദ് അല്ലെങ്കിൽ ബൊക്കോ ഹറാം, ISIS, അതുപോലെ തന്നെ മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകൾ ചെയ്യുമ്പോഴത്തേനും ഇവിടുത്തെ ഉള്ള ആളുകൾ, മതേതരവാദികളായാലും രാഷ്ട്രീയക്കാരായാലും അല്ലെങ്കിൽ ഇവിടുത്തെ നേതാക്കന്മാരും പറഞ്ഞൊരു കാര്യമുള്ളൂ, ഇതൊക്കെ തീവ്രവാദികൾ ചെയ്യുന്നതെന്ന് പറയും. വാസ്തവത്തിൽ ഈ തീവ്രവാദികളെ ഇങ്ങനെ ചെയ്യുവാനായിട്ട് പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് മുഹമ്മദാണ്. പ്രഭവ കേന്ദ്രം, ഇതിന്റെ എല്ലാം പ്രഭവ കേന്ദ്രം അങ്ങാണ്. അവിടെയാണ് നമ്മൾ തുറന്നു കാണിക്കേണ്ടത്, അവിടെയാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ ഇസ്ലാമിക മത ചരിത്രം പരിശോധിച്ചാല് മുഹമ്മദ് ജീവിച്ചിരുന്നപ്പോൾ തന്നെ നശിപ്പിക്കണം, ഉന്മൂലനം ചെയ്യണം, ഇസ്ലാം അല്ലാതെ മറ്റാർക്കും ഇവിടെ ജീവിക്കാൻ കഴിയുകയില്ല, അങ്ങനെ പാടില്ല എന്നുള്ള സിദ്ധാന്തം, ആ പ്രത്യയശാസ്ത്രം അദ്ദേഹം മെനഞ്ഞ് അദ്ദേഹത്തിന്റെ കിതാബിനകത്ത് എഴുതി വെക്കുവാനായിട്ട് തന്റെ അണികൾക്ക് കൊടുത്തു. എന്നാൽ മുഹമ്മദ് ജീവിച്ചിരിക്കുമ്പോൾ അറേബ്യ ഉൾപ്പെട്ടതായ ഒരു ഭൂപ്രദേശം അദ്ദേഹത്തിന്റെ കയ്യിൽ വന്നുള്ളൂ. മുഹമ്മദിന് ശേഷം വന്നതായി ഈ ഖലീഫമാരുണ്ടല്ലോ, ഈ അബൂബക്കറും ഈ ഉമറും അതുപോലെ ഉസ്മാനും അലിയും പിന്നെ വന്ന മുആവിയ എന്ന് പറയുന്ന ചങ്ങാതി, ഇവരൊക്കെ ചെയ്തതായ കൂട്ടക്കുരുതി ഉണ്ടല്ലോ, ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ചെയ്ത കൂട്ടക്കുരുതികൾ നമുക്ക് വിവരിക്കാൻ കഴിയത്തില്ല, ബോധം കെട്ടുപോകും. മുമ്പേ നമ്മുടെ ഷിജുമോൻ ബ്രദർ പറഞ്ഞല്ലോ, ഏതോ ഒരു രംഗം പൂർണ്ണമായിട്ട് കണ്ടില്ല, അദ്ദേഹം ആ ചിത്രം മാറ്റിക്കളഞ്ഞ, അത്രയ്ക്ക് ക്രൂരത. അതിനേക്കാൾ ക്രൂരതയാണ് ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുന്നത്. അതായത് ഈ ഖലീഫമാരുടെ കാലത്ത് തന്നെ അറേബ്യയുടെ അയൽ രാജ്യങ്ങളെല്ലാം ആക്രമിച്ച് കീഴടക്കി ജനത്തെ നിർബന്ധിത മതപരിവർത്തനം ചെയ്യിച്ചിരുന്നു. അതായത് മുഹമ്മദീയ മതത്തിൽ ചേർത്തിരുന്നു. അറേബ്യയുടെ അയൽ രാജ്യങ്ങളായ ഇറാഖും അതുപോലെ ഇറാനും ജോർദാനും ഇസ്രായേലും സിറിയയും ആക്രമിച്ച് തുർക്കിയിൽ പ്രവേശിച്ച് റോമിനെ ആക്രമിച്ച് ജനങ്ങളെല്ലാം നിർബന്ധിത മതപരിവർത്തനം ഈ ഖലീഫമാരുടെ കാലഘട്ടത്തിൽ നടന്നു. അതായത് കഴിഞ്ഞ 1300 വർഷങ്ങൾക്ക് മുമ്പ് 7-ാം നൂറ്റാണ്ടിൽ ഒക്കെ ഈ ക്രൂരമായ പ്രവർത്തനങ്ങളൊക്കെയാണ്. മുഹമ്മദിന്റെ ഭരണശേഷം 1-2 നൂറ്റാണ്ടുകൾ ഈ ക്രൂരമായ പ്രവർത്തനങ്ങൾ ഈ മധ്യേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല യൂറോപ്പിലേക്കും പ്രവേശിച്ചു. അങ്ങനെ ഈ എതിർത്തവരെയൊക്കെ കൂട്ടക്കുരു നടത്തുകയും അപ്പോൾ തന്നെ ഈ ഭാഗങ്ങളിലുള്ളതായ ആളുകളെയൊക്കെ തന്നെ നിർബന്ധിതമായ മതപരിവർത്തനം നടത്തുകയും ചെയ്തു. അപ്പം മുഹമ്മദീയ മതത്തിന്റെ പടയോട്ടം നമുക്ക് ആ ഖലീഫമാരുടെ കാലത്ത് കണ്ടെത്താനായിട്ട് കഴിയും. ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ ഏതൊരു വ്യക്തിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ തന്നെ ശ്രദ്ധിക്കണം, ഈ ചെങ്കടൽ കടന്ന് എത്യോപ്യയെ ഇവർ ആക്രമിച്ചു. മുമ്പേ പറഞ്ഞല്ലോ, 11-ാം നൂറ്റാണ്ടിലൊന്നും അല്ല ആഫ്രിക്കയിലേക്ക് ഇവർ കയറുന്നത്. ആരോ പറഞ്ഞു 11-ഉം 12-ഉം, ഒരിക്കലും അല്ല. അതായത് ഇസ്ലാമിക ചരിത്രം പറയുന്നത് മുഹമ്മദിനും അദ്ദേഹത്തിന്റെ അനുയായികൾക്കും ആദ്യകാലത്ത് ഹിജ്റ പോകുവാനായിട്ട് അവസരം കൊടുത്തത് ഈ എത്യോപ്യ എന്ന് പറയുന്നത് ആ രാജ്യമാണ്, ആഫ്രിക്കൻ രാജ്യമാണ്. ആ രാജ്യത്തെ രാജാവ് നജഷ് എന്ന് പറയുന്ന രാജാവും അവിടുത്തെ അനുയായികളാണ് മുഹമ്മദിന് ഉപ്പുചോറ് കൊടുത്തത്. ഈ അറബികളുടെ ആക്രമണങ്ങളും അറബികളുടെ ആക്ഷേപങ്ങളും അവരുടെ പരിഹാസമൊക്കെ കേട്ടപ്പോൾ രക്ഷപ്പെടാനായിട്ട് മുഹമ്മദ് തന്റെ അനുയായികളോട് പറഞ്ഞത് എങ്ങോട്ടാണെന്നറിയാമോ? എത്യോപ്യയിലേക്ക് പോകാനാണ്. അങ്ങനെ എത്യോപ്യൻ ക്രിസ്ത്യൻ രാജാവുകളുടെ ഉപ്പും ചോറ് നിന്നാണ് മുഹമ്മദിന്റെ മതം ആദ്യം വളർത്തുന്നത്. അതേ മുഹമ്മദിന്റെ അനുയായികൾ ആ രാജ്യത്തെയും അതുപോലുള്ളതായ ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ആക്രമിച്ചു. ഇസ്ലാമിക ചരിത്രത്തിൽ പറയുന്നത് ആഫ്രിക്കയെ ആക്രമിച്ചെന്നാണ് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അങ്ങനെ മുഹമ്മദീയ മതം എന്ന് പറയുന്ന ആ മതം ആഫ്രിക്കയിലും അദ്ദേഹത്തിന്റെ ഈ സന്നിവേശിപ്പിച്ചിരുന്നു. ഏഷ്യയുടെ ഭൂരിപക്ഷം ഭാഗങ്ങളും അതുപോലെ തന്നെ ആഫ്രിക്കയുടെയും യൂറോപ്പിന്റെയും കുറെ ഭാഗങ്ങളും ഇസ്ലാം എന്ന അർബുദം ഈ പറയപ്പെട്ട നൂറ്റാണ്ടുകളിൽ കാർന്നു തിന്നിരുന്നു. ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ ക്രൈസ്തവ സമൂഹങ്ങളായിരുന്നു. അവരെയാണ് ഈ മുഹമ്മദീയ മത അനുയായികൾ നശിപ്പിച്ചത്. അതായത് മുഹമ്മദ് ജനിക്കുമ്പോൾ, ആ മുഹമ്മദിന്റെ പ്രവർത്തനം നടക്കുമ്പോൾ ഈ മക്ക, മദീന അതുപോലുള്ള അറേബ്യനിലെ ഭൂപ്രദേശങ്ങളിലും പരിസരങ്ങളിലൊക്കെ തന്നെ എന്താണ് ക്രൈസ്തവ സമൂഹമായിരുന്നു. 1-ാം നൂറ്റാണ്ടിൽ തന്നെ ആഫ്രിക്കയിൽ ക്രൈസ്തവർ വന്നു. ക്രൈസ്തവ വിശ്വാസം ഉണ്ടായിരുന്നു, അറേബ്യയിലും ഉണ്ടായിരുന്നു. അവർ ചിതറിപ്പോയവരൊക്കെ തന്നെ സുവിശേഷം അറിയിച്ചുകൊണ്ട് അതാത് സ്ഥലങ്ങളിൽ സഞ്ചരിച്ചെന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നു. അങ്ങനെ ഉണ്ടായതായ സഭകളെ
ഉന്മൂലനം ചെയ്താണ് ഈ മുഹമ്മദീയ മതം വളർന്നത്. ഇതിനെല്ലാം പ്രേരക ശക്തി, ഇതിനെല്ലാം ആർജവം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ മതഗ്രന്ഥമായ ഖുറാനാണ്. നമ്മളിവിടെ ആര് എന്ത് ടെസ്റ്റ് മണി പറഞ്ഞാലും ഇതിനെ കൊണ്ട് കൂട്ടിമുട്ടിക്കേണ്ടത് അവിടെയാണ്. അവിടെ കൊണ്ട് കൂട്ടിമുട്ടിക്കുമ്പോൾ മാത്രമേ ജനത്തിന്, ശ്രോതാക്കൾക്ക് കാര്യം പിടികിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇന്നത്തെ തീവ്രവാദികളുടെ പുറത്ത് ഈ കാര്യങ്ങളെല്ലാം കെട്ടിവെച്ചിട്ട് അവര് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ആകരുത്. മറിച്ച് ഇതിന്റെ പ്രഭവ കേന്ദ്രം, ഇതിന് പ്രചോദനം, ഇതിന് അകക്കാമ്പ് ലഭിച്ചത് എവിടെയാണ്? ഇസ്ലാമിക മതമായ മുഹമ്മദീയ മതത്തിൽ നിന്നാണെന്നും ഇതിന്റെ ഐഡിയോളജി കിടക്കുന്നത് മുഹമ്മദിലാണെന്നുള്ളത് ആ വസ്തുതകൾ കൃത്യമായിട്ട് പറയണം. മനസ്സിലായോ? അതായത് ഈ നമ്മൾ ആ ചരിത്ര ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പേർഷ്യൻ സാമ്രാജ്യവും റോമൻ സാമ്രാജ്യവും യുദ്ധം ചെയ്ത് തളർന്നിരിക്കുന്ന സമയത്താണ് മുഹമ്മദിന്റെ പടയോട്ടം മധ്യേഷ്യയിൽ ആരംഭിച്ചത്. ഞാൻ ഇപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു ശക്തി ആ മധ്യേഷ്യയിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മുഹമ്മദീയ മതം എന്നൊരു മതം ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടാകുകയില്ലായിരുന്നു. തീർച്ചയായിട്ടും ആക്രമിച്ചവര് നശിപ്പിച്ചത്. പക്ഷേ റോമൻ തകർന്നിരുന്നു, പേർഷ്യൻ സാമ്രാജ്യം തകർന്നു. അതിന്റെ പരിണത ഫലമാണ് ഈ മുഹമ്മദീയ മതത്തിന് ഇത്രയും വളർച്ച ഉണ്ടാകാൻ കാരണം. ആധ്യാത്മികത കൊണ്ടോ ആശയങ്ങൾ കൊണ്ടോ ധാർമ്മികത കൊണ്ടോ ദൈവികത കൊണ്ടല്ല ഈ മതം വളർന്നത്. മറിച്ച് മൂർച്ചയേറിയ ആയുധം കൊണ്ട്, വാളിന്റെ മൂർച്ചയേറിയ വാത്തല കൊണ്ടാണ് ഈ മതത്തെ വളർത്തിയതെന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. അങ്ങനെ പേർഷ്യ ഉമറിന്റെ കാലത്ത് തന്നെ ആക്രമിച്ച് കീഴടക്കുന്നത്, പേർഷ്യയെ ആക്രമിച്ചിരുന്നു. പേർഷ്യയെ ആക്രമിച്ചതിനെ കുറിച്ച് ഇസ്ലാമിക ചരിത്രത്തിൽ പറയുന്നതായ ഒരു ഭേദഭാഗമുണ്ട്. ഒന്നല്ല രണ്ടല്ല, ആയിരക്കണക്കിന് ആളുകളെ, വിശ്വാസികളെ എതിർത്തവരെയും കൂട്ടക്കുറി നടത്തിയെന്നും പിൽക്കാലത്ത് അതുവഴി പോയതായ സഞ്ചാരികൾ അവിടെ മനുഷ്യരുടെ എല്ലും കൂടുകൾ കുന്നുകൂടി കിടക്കുന്നത് കണ്ടെന്ന് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തൊരു ഭീകരതയാണ് ഇവർ ചെയ്തത്. ഞാനൊരു ഭാഗം വായിക്കുന്നു. അതായത് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥം പേജ് 599 ഇങ്ങനെ വായിക്കുന്നു. പേർഷ്യക്കാരുമായിട്ട് നടത്തിയ യുദ്ധത്തിൽ കൊന്നെടുക്കപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് ഇവിടുത്തെ ഇസ്ലാമിക ചരിത്രകാരന്മാർ പറയുന്നതാണ്. ഇങ്ങനെ വായിക്കുന്നു: പേർഷ്യൻ സേനയെ നിലവിട്ടോടി തുടങ്ങി. എണ്ണമറ്റ യോദ്ധാക്കൾ യുദ്ധക്കളത്തിലെ ചോരപ്പുഴയിൽ മരിച്ചു വീണു. കണ്ടോ, ചോരപ്പുഴ. ഇത് ആലങ്കാരികമല്ല, ഇത് ആലങ്കാരികമായി പറയുന്നില്ല. ചോരച്ചാലുകൾ നീന്തി കിടന്നൊക്കെ നമ്മൾ സാധാരണ പറയാറില്ലേ? ഇത് ആലങ്കാരികമല്ല, ചോരപ്പുഴയിൽ മരിച്ചു വീണ്. ഇത്രയധികം മനുഷ്യരെ കൊന്നൊടുക്കിയ ഒരു യുദ്ധം വേറെ ഉണ്ടായിട്ടില്ലെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഈ യുദ്ധം കഴിഞ്ഞ് വളരെ വർഷങ്ങൾക്ക് ശേഷം ആ പ്രദേശത്തുകൂടി യാത്ര ചെയ്ത സഞ്ചാരികൾ മനുഷ്യരുടെ എല്ലും കൂടുകൾ അവിടെവിടങ്ങളിലായി കുന്നുകൂടി കിടക്കുന്നതായി കണ്ടു എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥം പേജ് 599. എന്തൊരു നിന്ദ്യമായ, എന്തൊരു നികൃഷ്ടമായ, എന്തൊരു പ്രാകൃതമായ, എന്തൊരു പൈശാചികമായ പ്രവർത്തനം ഉലകത്തിൽ ഏതെങ്കിലും ഒരു സമൂഹം ചെയ്തിട്ടുണ്ടോ? ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ ഹിറ്റ്ലറിനെയും അതുപോലെ തന്നെ മറ്റ് ചില ആളുകളെയൊക്കെ പറയാറുണ്ട് സ്വേച്ഛാധിപതികളാണ്, അവരാണ് ഇതൊക്കെ ചെയ്ത് രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണം അമേരിക്കയാണ്, മാടയാണ് കോടയാണെന്നൊക്കെ പറയാറുണ്ടല്ലോ. പക്ഷേ ഇസ്ലാമിന്റെ ആവിർഭാവത്തിന് ശേഷം 1-2 നൂറ്റാണ്ടുകൾക്കുള്ളിൽ നടന്നതായ ഭീകരമായ, പരിതാപകരമായ, സമൂഹത്തെ കൊന്നൊടുക്കിയതായ പൈശാചികമായ കൃത്യങ്ങൾ ഇവരുടെ ചരിത്രകാരന്മാർ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിനും ബഹുരസം കേട്ടോണം. മുമ്പേ പ്രധാന അനിൽ അയ്യപ്പൻ പറഞ്ഞ ചില വാക്യങ്ങളുണ്ട് ഇവിടെ, ഖുറാനിക ആയത്തുകൾ. ഇവര് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഈ ഖുറാനിക ആയത്തുകളും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രമാണങ്ങളുമാണ് ഇവർക്ക് ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ക്രൈസ്തവരെ നമ്മളെ സംബന്ധിച്ച് ഈ ആഫ്രിക്കയിലേക്കും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോയി ആളുകളെ പരിഷ്കരിക്കുവാൻ, നവീകരിക്കുവാൻ പ്രേരിപ്പിക്കുന്ന എന്താണ്? ക്രിസ്തുവിന്റെ സ്നേഹമാണ്, ദൈവവചനമാണ്. ദൈവവചനം കൊണ്ടാണ് ആഫ്രിക്കയുടെ അന്തർഭാഗങ്ങളിലേക്കൊക്കെ മിഷണറിമാർ കടന്നുപോയത്. അവിടെ ചെന്ന് നരഭോജികളായ മനുഷ്യരെ മാനവ സ്നേഹികളാക്കുന്നത് വിശുദ്ധ ബൈബിളാണ്. പക്ഷെ ഈ പ്രാകൃതന്മാരെ ഈ കൂട്ടക്കുരു നടത്തുവാൻ പ്രേരിപ്പിക്കുന്ന അള്ളാഹുവിന്റെ ആയത്താണ്. അതായത് ഈ പേർഷ്യയോട് യുദ്ധം ചെയ്ത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നെടുക്കുവാനായിട്ട് അവരെ പ്രേരിപ്പിച്ചത് അള്ളാഹുവിന്റെ ആയത്തുകളാണ്. ഇവിടെ അനിൽ ബ്രദർ വായിച്ചത് ആ ആയത്തുകളെ ഉദ്ധരിച്ചുകൊണ്ട് അത് പാരായണം ചെയ്തു കൊടുക്കുവാനായിട്ട് ആളുകൾ ഉണ്ടായിരുന്നു. ആ പാരായണം കേട്ടുകൊണ്ട് ഇവര് അങ്ങ് ഊർജ്ജസ്വലരായി ആക്രമണത്തിന് ഉരുമ്പെട്ടെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഈ മതഗ്രന്ഥത്തിന്റെ പൈശാചികതയുടെ രൂപം നിങ്ങൾ ശ്രദ്ധിക്കൂ. അതേ പുസ്തകം, അതായത് ഇസ്ലാമിക മതഗ്രന്ഥം, അത് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥം പേജ് 609, 610 വായിക്കുന്നത് ഇങ്ങനെയാണ്: ആ യുദ്ധത്തിൽ ഇവരെ പ്രേരിപ്പിച്ചതും ഇവരെ ശക്തിപ്പെടുത്തിയതും ഖുറാനിക ആയത്തുകളാണെന്ന് അവിടെ കൃത്യമായിട്ട് പറയുന്നു. യുദ്ധക്കളത്തിൽ, ഞാൻ ഭാഗം അതുപോലെ തന്നെ വായിക്കുന്നു: യുദ്ധക്കളത്തിൽ സൈന്യങ്ങൾ അണിനിരന്നു കഴിഞ്ഞപ്പോൾ അറേബ്യയിലെ പ്രസിദ്ധരായ വാഗ്മികളും കവികളും മുന്നോട്ട് വന്നു. അവരുടെ ഹൃദയസ്പർശിയായ വാക്ചാതുരിയാൽ
മുസ്ലിം സേന ആവേശം കൊണ്ട് ഇത് പേർഷ്യയോട് യുദ്ധം ചെയ്ത് തളർന്നിരുന്ന സാമ്രാജ്യം നഷ്ടപ്പെട്ട പേർഷ്യൻ സേനയോട് യുദ്ധം ചെയ്ത് അവിടെയുള്ളതായ ആളുകളെ ആക്രമിച്ചും സൈന്യത്തെ നിഷ്കരണം കൊലപ്പെടുന്നതായ കാര്യത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത്. തുടർന്ന് ഇങ്ങനെ വായിക്കുന്ന അവരെ തുടർന്ന് ഖുറാൻ പാരായണക്കാർ രംഗത്ത് വരികയും കണ്ടോ ജിഹാദിനെ സംബന്ധിച്ച് ആയത്തുകൾ ഓതുകയും ചെയ്തു. എന്തൊരു ക്രൂരത, എന്തൊരു പൈശാചിക, ഒരു മതഗ്രന്ഥത്തിലെ മതവാക്യങ്ങൾ വായിച്ചു കേൾപ്പിച്ച് ആക്രമിക്കാൻ ഉത്സാഹിപ്പിക്കുകയാണ്. എന്റെ പൊന്നു ദൈവമേ, ഇതൊക്കെ നമ്മള് സത്യം പറഞ്ഞാൽ ഇതൊക്കെ തുറന്നു കാണിക്കുക തന്നെ വേണം. ഈ ഭീകര ഗ്രന്ഥമാണ് ഈ മനുഷ്യരെ ഇങ്ങനെ നശിപ്പിക്കാൻ കാരണമേ. അപ്പൊ അവിടെ പറയുകയാണ് ഖുറാൻ പാരായണക്കാർ രംഗത്ത് വരെ ജിഹാദിനെ സംബന്ധിച്ച് ആയത്തുകൾ ഓതുകയും ചെയ്തു. ഖുറാൻ വചനങ്ങൾ മുസ്ലിം സൈന്യത്തിന്റെ ഹൃദയങ്ങളെ സാരമായി സ്പർശിച്ചു. കണ്ടോ, ആവേശം അവരെ വീർപ്പുമുട്ടിച്ചു. പതിവനുസരിച്ച് സെയ്ദ് 3 തക്ബീർ മുഴക്കി. ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ, ഇവരേത് സമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് ഇവർ ചെയ്യുന്ന പരിപാടി തക്ബീർ മുഴക്കും, അള്ളാഹു അക്ബർ വിളിക്കുക. ഇതിനിടയ്ക്ക് ആരോ അത് പറഞ്ഞു. ഇവിടെ മലയാളക്കരയിൽ, അതായത് നമ്മുടെ മലബാറിലുണ്ടായതായ, കേരളത്തിന്റെ വടക്കൻ ഭാഗമായ മലബാറിലുണ്ടായതായ മാപ്പിളകളുടെ കാലത്ത് ഈ ഹിന്ദു സമൂഹത്തെ, ഹിന്ദു കുടുംബങ്ങളെ നിരവധി കുടുംബങ്ങളെ കൂട്ടക്കൊല നടത്തിയിട്ടുണ്ട്. ഈ നമ്മുടെ കെ മാധവൻ നായർ പറയുന്നത് വിജ്ഞാനികളല്ലാത്ത, അതായത് വിവരമില്ലാത്ത, യാതൊരുവിധ വിദ്യാഭ്യാസമില്ലാത്ത മാപ്പിളമാരെന്ന് അദ്ദേഹത്തിന്റെ സ്വശൈലി എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ വിവരമില്ലാത്തതായി ഈ ആളുകള് തക്ബീർ മുഴക്കിക്കൊണ്ടാണ് ഈ ഹിന്ദു വീടുകളിലേക്ക് പ്രവേശിച്ച് അവരെ ആക്രമിക്കുകയും അവരുടെ കഴുത്ത് വെട്ടുകയും ചെയ്തു. ക്ഷേത്രങ്ങളൊക്കെ കൊള്ളയടിച്ച് ഈ തക്ബീർ മുഴക്കുണ്ട്. ഇത് ഇവരുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ളതായ ഒരു നിയമമാണ് തക്ബീർ മുഴക്കം, അള്ളാഹു അക്ബർ വിടും. അപ്പം എവിടെയെങ്കിലും അള്ളാഹു അക്ബർ എന്ന് വിളിക്കുന്ന കേട്ടാൽ ദയവ് ചെയ്ത് ഓടിക്കോണം കേട്ടോ, കണ്ടം വഴി ഓടിക്കോണം, അടുത്ത നിമിഷം പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ ആരുടെയെങ്കിലും നെഞ്ചത്തിൽ ഒരു പൊങ്കാലയിടും. അതാണ് ഈ പൈശാചിക മതത്തിന്റെ ഐഡിയോളജി എന്ന് പറയുന്നത്. ഇതൊക്കെ ഞങ്ങൾ പറയുമ്പോൾ പ്രിയമുള്ളവരെ, ഞങ്ങളുടെ പുറത്തേക്ക് കുതിര കയറുന്നത് നിങ്ങളുടെ കിതാബിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന. അപ്പൊ ഞാൻ കംപ്ലീറ്റ് വായിക്കട്ടെ. അപ്പൊ അവിടെ പതിവനുസരിച്ച് സെയ്ദ് 3 തവണ തക്ബീർ മുഴക്കി. 4ാമത്തെ തക്ബീറോടുകൂടി യുദ്ധം ആരംഭിച്ചു. യുദ്ധക്കളത്തിൽ മൃതിയടഞ്ഞു കിടക്കുന്ന ജഡങ്ങളെല്ലാം പിറ്റേ ദിവസം കാലത്ത് മറവ് ചെയ്തു. ഇത് ഇസ്ലാമിക ചരിത്രഗ്രന്ഥം പേജ് 650-610. എന്നാൽ 622 പറയുന്നത് ഇങ്ങനെയാണ്. പേർഷ്യക്കാരുടെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പറയുന്നത് കേൾക്കണോ? 100,000 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ചരിത്രകാരനായ തബരി പ്രസ്താവിച്ചിട്ടുള്ളത്. ആ യുദ്ധത്തിൽ 30 മില്യൺ ദിർഹം വില വരുന്ന മുതലുകൾ മുസ്ലിങ്ങൾ കണ്ടെടുത്തു. കണ്ടോ, കൊള്ളയടി കാട്ടുകൊള്ളക്കാര് നമ്മുടെ ചരിത്രത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ ആരുടെയും ഭാവനയിലോ നമ്മുടെ അറിവിലോ പെടാത്തതായ ക്രൂരതയല്ലേ ഇത്. കൊള്ളയടിക്കുക മാത്രമല്ല, കൊള്ളയടിച്ച മുതൽ മൊത്തം കൊണ്ടുപോവുക മാത്രമല്ല, എതിർത്തവരെ, മതം മാറാൻ വിസമ്മതിച്ചവരെ കൊലപ്പെടുത്തുക, കൂട്ടക്കുരു നടത്തുക. 100,000 പേരെ കൊന്നുവെന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ കൊല്ലപ്പെട്ടതായ ആളുകളുടെ മൃതശരീരം കിടന്നതായ ഇടങ്ങളിലൂടെ നാളുകൾക്ക് ശേഷം പോകുമ്പോൾ മനുഷ്യരുടെ എല്ലും കൂടുകൾ നിറഞ്ഞു കിടക്കുന്നതായിട്ട് കണ്ടു. അയ്യോ, പ്രാകൃതമാണിത്. അപ്പൊ ഇതിന്റെ ഐഡിയോളജി എന്ന് പറയുന്നത് നശിപ്പിക്കലാണ്. ഇത് ഇന്നത്തെ നൈജീരിയയിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത രാജ്യം ചാഡിലോ അതിൽ അൾജീരിയയിലോ അതുപോലെ തന്നെ മറ്റേതെങ്കിലും രാജ്യത്തോ ആക്രമണം ഉണ്ടാകുമ്പോൾ അവിടുത്തെ സമകാലിക സംഭവങ്ങളാണ്, അവിടുത്തെ ഭരണകർത്താക്കളുടെ പിടിപ്പുകേടാണെന്നൊന്നും പറയരുതേ. ഇത് ബാക്കിലേക്ക് പോകണം. 1400 വർഷങ്ങൾക്ക് മുമ്പ് മക്കയിൽ സംഭവിച്ച ഭാഗത്തേക്ക് പോകണം. അപ്പോൾ അവിടെയാണ് ഇതിന്റെ എല്ലാം കേടുപാടുകൾ കിടക്കുന്നത്. അതായത് ഇസ്ലാമിന്റെ ഐഡിയോളജി എന്ന് പറയുന്നത് എന്താണ്? എതിർക്കുന്നവരെ നശിപ്പിക്കുക, അല്ലെങ്കിൽ മതം മാറാൻ വിസമ്മതിക്കുന്നവരെ കൊന്നൊടുക്കുക എന്നുള്ളതാണ് വസ്തുത എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പം ഖുറാനിലെ ആയത്തുകൾ വായിച്ചാണ് അവരെ കൊല്ലാനായിട്ട് ആഹ്വാനം ചെയ്യുന്നത്. മനസ്സിലായോ? ഇനിയും ഈ ഖലീഫമാരുടെ കാലത്ത് തന്നെ നമ്മുടെ രാജ്യമായ ഭാരതത്തെ മുഹമ്മദീയ മതം ആക്രമിച്ചിരുന്നു. ഈ വസ്തുത നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വാട്സാപ്പ് ചർച്ചയില് ഞാൻ ഈ വിഷയം പറഞ്ഞു. അതായത് നിങ്ങളുടെ ആക്രമണം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. നിങ്ങൾ ഇന്ത്യ ആക്രമിച്ചത് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിവിടെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ 1-2 ഉദ്ധരണി അങ്ങോട്ട് ഉദ്ധരിച്ച് ചെലവ് സഹിതം റെഫറൻസ് കൊടുത്തപ്പോഴത്തേന് അവരങ്ങ് മൗനമായി. കാരണം അവർക്ക് പോലും അറിയത്തില്ല ഈ സംഭവം എന്ന് പറയുന്നത്. അപ്പം ഈ ഖലീഫമാരുടെ കാലത്ത് തന്നെ നമ്മുടെ രാജ്യം ഭാരതത്തെ ആക്രമിച്ചിരുന്നു. മുഹമ്മദ് ബിൻ AD 711 സിന്ധ് ആക്രമിച്ച് ആക്രമണ പരമ്പര തന്നെ അഴിച്ചുവിടുകയായിരുന്നു. മാത്രമല്ല ഹൈന്ദവ വിശ്വാസ കേന്ദ്രങ്ങളായ ക്ഷേത്രങ്ങൾ തകർത്ത് നിർബന്ധിത മതപരിവർത്തനം തുടങ്ങി. മുഹമ്മദ് ഗസ്നി, അതുപോലെ മുഹമ്മദ് ഗോറി, ഡൈമൂർ, ബാബർ, നാദിർ ഷാ, മുഹമ്മദ് ഷാ തുടങ്ങിയവർ ചെയ്ത ക്രൂരതകൾക്ക് കയ്യും കണക്കുമില്ല.
ഡോക്ടർ BR അംബേദ്കറിന്റെ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇന്ത്യ വിഭജനം എന്ന പുസ്തകത്തിന്റെ 83 മുതൽ 101 വരെയുള്ള ഭാഗങ്ങൾ വായിക്കൂ. ഞാനിത് പറഞ്ഞ് ഇവിടെയുള്ള ഹൈന്ദവ സുഹൃത്തുക്കൾ ഈ പുസ്തകം വായിക്കുന്നുണ്ടെന്ന് ഇവിടെ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിസ്റ്റിനോട് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങൾ പറയുന്ന പോലെയല്ല ഈ പുസ്തകങ്ങൾ ഇപ്പോൾ ഹൈന്ദവ സുഹൃത്തുക്കൾ വായിക്കുന്നുണ്ട്. അപ്പം ഡോക്ടർ BR അംബേദ്കർ ഭാരതത്തിന്റെ ഭരണഘടനാ ശില്പി എഴുതിയ പുസ്തകമാണ് ഏത് പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇന്ത്യ വിഭജനം. ആ പുസ്തകത്തിന്റെ 83 മുതൽ 101 വരെയുള്ള പേജുകളിൽ എന്നാണ് 7-ാം നൂറ്റാണ്ട് മുതലാണ്, മുഹമ്മദിന്റെ മരണശേഷം 1 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ആക്രമണം നടന്നിരുന്നു. പറഞ്ഞു മനസ്സിലാകും. അതായത് ആക്രമിച്ച് ക്ഷേത്രങ്ങളൊക്കെ കൊള്ളയടിക്കപ്പെട്ടു, നിരവധി ആളുകളെ മതം മാറ്റി, നിർബന്ധിത മതപരിവർത്തനം ഇവിടെ നടത്തി, എതിർത്തവരുടെയൊക്കെ കഴുത്തരിഞ്ഞു കളഞ്ഞു. അങ്ങനെ പ്രാകൃതവും പൈശാചികമായ കൃത്യം ഇന്ത്യയിലും ചെയ്തു. മാത്രമല്ല അവർ ചെയ്തതിന്റെ ഒരംശം പോലും ഇന്നത്തെ ഈ നൈജീരിയയിലെങ്ങും ചെയ്യുന്നില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ ആളുകൾ എത്രയോ ഭേദമാണ്. ഭീകരന്മാരായിരുന്നു മുഹമ്മദിന്റെ കാലത്തെ ആളുകൾ. ഇതിനെല്ലാം പ്രചോദനം എന്താണ് പ്രചോദനമേ? ഖുറാനിക ആയത്താണ്. അവരതിന് നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ. അവരുടെ പ്രമാണം വെച്ചുകൊണ്ടാണ് അവർ യുദ്ധം ചെയ്യാൻ പോയത്. കഴുത്തറക്കാനും കട്ടുമുടിക്കാനും കൊള്ളയടിക്കാനും തട്ടിയെടുക്കാനും ഇവർ മുന്നോട്ട് പോയതെല്ലാം അവരുടെ ഖുറാനിക ആയത്താണ്. അതാണ് ഞാൻ ചരിത്രത്തിലെ പേർഷ്യയായിട്ടുള്ള യുദ്ധത്തിൽ ഖുറാനിക ആയത്തുകൾ പാരായണക്കാർ മുന്നിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പാരായണം ചെയ്തു, ഈ ജിഹാദിന്റെ ആയത്തുകൾ പാരായണം ചെയ്തു. അതിൽ ആകർഷകരായി ചാടുകയാണ് കൊല്ലാനായിട്ട്. മനസ്സിലായോ? എന്തൊരു ക്രൂരമായ കാര്യങ്ങൾ നോക്കൂ. സൂറത്ത് തൗബ 39 നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ യുദ്ധത്തിനിറങ്ങി പുറപ്പെടുന്നില്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് വേദനയേറിയ ശിക്ഷ നൽകുകയും നിങ്ങളല്ലാത്ത വല്ല ജനതയെയും അവൻ പകരം കൊണ്ടുവരികയും ചെയ്യും. എങ്ങനെ വല്ലവന്റെ നെഞ്ചത്ത് കയറാതിരിക്കും? ഈ ആയത്ത് വായിക്കുന്ന ജെയ്ഷി മുഹമ്മദും ബൊക്കോ ഹറാമും ISIS ആളുകൾ അറബിയിൽ ഇത് വായിച്ചാൽ അവന് വീട്ടിൽ കിടന്നുറങ്ങാൻ നോക്കൂ. നിങ്ങൾ ഇറങ്ങുന്നില്ലെങ്കിൽ, യുദ്ധത്തിന് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നില്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ കൊടുക്കുക. നീ ആരുടെയെങ്കിലും നെഞ്ചത്ത് കയറി ആരെങ്കിലും കഴുത്ത് വെട്ടിയില്ലെങ്കിൽ സ്നേഹിത നിനക്ക് വേദനയേറിയ ശിക്ഷ തരുമെന്ന് പറഞ്ഞ് അവൻ ഇറങ്ങാതിരിക്കുവോ? അപ്പൊ ഈ ആയത്ത് ഈ ആയത്തിൽ ഊറ്റം കൊള്ളുകയാണ്. മാത്രമല്ല സൂറ 9-ന്റെ 123 വായിക്കുന്ന സത്യവിശ്വാസികളെ, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക, അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം. അപ്പൊ ഇതിന്റെ പ്രത്യയശാസ്ത്രം കണ്ടോ? അപ്പൊ ഇത്തരത്തിലുള്ള ആയത്തുകൾ വായിച്ചാൽ വീട്ടിൽ കിടന്നുറങ്ങാൻ ഒക്കുവോ? ഇനി സൂറത്തുൽ ബഖറ 191 വായിക്കുന്നത്, അവരെ കണ്ടുമുട്ടുന്നിടത്ത് വെച്ച് നിങ്ങൾ അവരെ കൊന്നുകളയുകയും അവർ നിങ്ങളെ പുറത്താക്കിയിടത്ത് വെച്ച് നിങ്ങൾ അവരെ പുറത്താക്കുകയും ചെയ്യുക. ഇനി സൂറത്തുൽ ബഖറ 193, മർദ്ദനം ഇല്ലാതാവുകയും മതം അള്ളാഹുവിന് വേണ്ടിയാകുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്തുകൊള്ളുക. ഇതാണ് ഇപ്പൊ ഇവർ ചെയ്യുന്നത്. മതം മുഴുവനും ഈ ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഇസ്ലാമിന്റെ ആധിപത്യം വരുന്നത് വരെ യുദ്ധം ചെയ്യണമെന്നാണ്. ഇതിൽ നിന്ന് അവർ പിന്നോട്ട് പോകത്തില്ല. അപ്പം ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? നശിപ്പിക്കലാണ്, ഉന്മൂലനം ചെയ്യുക. അത് അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ അടങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം ഹാഗിയ സോബിയ 1500 വർഷത്തെ പഴക്കമുള്ള 6-ാം നൂറ്റാണ്ട് നിർമ്മിച്ച മനോഹരമായ ക്രൈസ്തവ കത്തീഡ്രൽ എന്താ ചെയ്ത് ഇവരെന്താ ചെയ്ത് 2020 ഹാഗിയ സോബിയ എന്ന് പറയുന്നതായ ആ ക്രൈസ്തവ ദേവാലയം മുസ്ലിം മോസ്കാക്കില്ല. ഇവര് ഹീനമായ നടപടിയല്ലേ ഇവര് കാണിച്ചത്? ഈ ആധുനിക കാലത്ത് നടന്ന കാര്യമല്ലേ? എത്രയോ വർഷങ്ങളെടുത്താണ് ആ മനോഹരമായ ദേവാലയം അവിടെ നിർമ്മിക്കപ്പെട്ടത്. ക്രൈസ്തവ സമൂഹത്തിന്റെ ഹൃദയത്തിനേറ്റ മുറിവല്ലേ ആ ദേവാലയം തട്ടിയെടുത്തത്. 1500 വർഷമുള്ള ക്രൈസ്തവ ദേവാലയത്തെ മോസ്കാക്കി മാറ്റരുന്ന ലോകരാജ്യങ്ങൾ പല പ്രാവശ്യം പറയപ്പെട്ടു. എന്നാൽ ആ തീവ്ര ഇസ്ലാം ചിന്തക പുലർത്തുന്ന ആ എർദോഗാൻ എന്ന് പറയുന്ന ചങ്ങാതി, തുർക്കിയുടെ പ്രസിഡന്റ്, അദ്ദേഹം അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ക്രൈസ്തവ ദേവാലയത്തെ മുസ്ലിം മോസ്കാക്കി. ഈ ക്രൈസ്തവ ദേവാലയത്തെ മോസ്കാക്കിയപ്പോ കേരളത്തിലുള്ളതായ ചില ആളുകളുണ്ടല്ലോ പൊന്നെ, അവരതിനെ പൊക്കിവിടെ എഴുതി. ഇവിടെ മതേതരം പ്രസംഗിക്കുന്ന ഇവിടുത്തെ UDFന്റെ കുറെ ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരവരുടെ പത്രത്തിൽ നല്ല കാര്യം എന്ന് പറയും. പക്ഷെ അന്ന് സോഷ്യൽ മീഡിയയിൽ അതിനെതിരെ പ്രതികരണം ഉണ്ടായി. അവിടെ ഇവിടെ പ്രതികരണം ഉണ്ടായതോടുകൂടിയാണ് അല്പം കെട്ടടങ്ങുന്നത്. ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഞാൻ കർത്താവ് പറഞ്ഞത് ആ വാക്യം ഒന്നും കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്. ഈ പീഡ നൈജീരിയയിൽ തുടങ്ങിയെങ്കിൽ ഇത് അവസാനിക്കുകയില്ല. കർത്താവിന്റെ കാഹളം ധരിക്കുന്നവരെ, ക്രിസ്തുഭൂമിയിലേക്ക് വരുന്നത് വരെ, അതേ സഭ എടുക്കപ്പെടുന്നത് വരെ ഇത്തരത്തിലുള്ളതായ പ്രവണതകളോട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് ചെയ്യാവുന്ന 1-2 കാര്യം ഞാൻ ഓർപ്പിച്ചിട്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഒന്ന്, നാം ചെയ്യേണ്ടതായ ഒരു കാര്യം, ഈ നൈജീരിയയിലോ അല്ലെങ്കിൽ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ ഈ ഇസ്ലാമിസ്റ്റുകളോ മറ്റേത് ഗ്രൂപ്പായിരുന്നാലും നിരപരാധികളെ കൊന്നൊടുക്കുമ്പോൾ, ക്രൈസ്തവ സഭയെ പീഡിപ്പിക്കുമ്പോൾ പ്രസ്തുത വിഷയം പൊതുസമൂഹത്തെ കൊണ്ടുവരുവാൻ ക്രൈസ്തവ നേതാക്കന്മാർ തയ്യാറാകണം.
പേരിൽ അറിയപ്പെടുന്ന ക്രൈസ്തവ മേലധ്യക്ഷന്മാർ തുടങ്ങി പ്രാദേശിക തലത്തിലുള്ളതായ ക്രൈസ്തവ ലീഡേഴ്സ് ഈ വിഷയം പുറത്തു കൊണ്ടുവരണം. പ്ലീസ്, ദയവ് ചെയ്ത്. ഇന്നടക്ക് സംഭവിക്കുന്നു, ഇത് മനുഷ്യത്വരഹിതമാണ്, പാടില്ല, ക്രൈസ്തവരെ ഇങ്ങനെ പീഡിപ്പിക്കാൻ പാടില്ല, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ക്രൈസ്തവ സമൂഹത്തോട് ആഹ്വാനം ചെയ്യുന്നതായ നിലപാട് ക്രൈസ്തവ നേതൃത്വം എടുക്കണം. നൈജീരിയയിലെ ആ പ്രശ്നത്തിനോടനുബന്ധിച്ച് അവിടെ ഉണ്ടായതായ വിഷയത്തിൽ ആ ടെസ്റ്റിമോണി പറഞ്ഞവരിൽ ഒരു വ്യക്തി പറഞ്ഞ് ഇത് സഭാ നേതൃത്വം ഇതിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് വളരെയധികം പ്രയാസം ഉണ്ടാക്കി. സഭാ നേതൃത്വം മൈൻഡ് ചെയ്യണം. ഈ ഹാഗിയ സോഫിയ വിഷയത്തിൽ സഭാ നേതൃത്വം അല്പം ചലിച്ചത് കൊണ്ടാണ് അത് അങ്ങനെ അത്രയും നാട്ടുകാർ അറിഞ്ഞത്. അതുകൊണ്ട് ലോകത്തിന്റെ ഏത് ഭാഗത്തും നമുക്കെതിരെ, ക്രൈസ്തവർക്കെതിരെ ഈ പൈശാചികത ഉരുവം കൊള്ളുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നു എന്ന് പൊതുസമൂഹത്തോട് പറയുവാൻ ക്രൈസ്തവ നേതാക്കന്മാർ തയ്യാറാകണം. എന്നാണ് ഇവർ ഉണരുന്നത്? എന്തുകൊണ്ടാണ് ഇവർ മൗനം അവലംബിക്കുന്നത്? അതുപോലെ തന്നെ പ്രാദേശിക തലത്തിലുള്ള ലീഡേഴ്സ് ഇത് പറയണം. ഇന്നണക്ക് സംഭവിക്കുന്നു, ഇത് കാട്ടുനീതിയാണ്, ഇത് നിങ്ങളെ ഇതിന് പ്രേരിപ്പിക്കും നിങ്ങളുടെ ഖുറാനിലെ ആയത്താണോ അവരോട് ചോദിക്കണം സഭാ നേതൃത്വം. എന്താ നിങ്ങൾക്ക് ചോദിച്ചാ? സഭാ നേതൃത്വമേ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഞങ്ങൾ ഈ പറയുന്നത് പോലെ ചാക്കോ പാസ്റ്റർ ഒന്ന് ചുരുക്കണേ, ഓഡിയൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസും ഉണ്ടോ? ഓക്കെ, അപ്പം അങ്ങനെ സഭാ നേതൃത്വം അതിനെതിരെ പ്രതികരിക്കണം. രണ്ടാമത്, സുവിശേഷം പറയുവാനായിട്ട് നമുക്ക് തയ്യാറാകണം. സുവിശേഷത്തോടെ മാത്രമേ ഇവരെ നമുക്ക് രക്ഷിക്കാൻ കഴിയുള്ളൂ. ഇവരുടെ പൊള്ളത്തരം തുറന്നു കാണിക്കുകയും ആ സ്ഥാനത്ത് സുവിശേഷം അറിയിച്ചുകൊണ്ട് അങ്ങനെ ക്രൈസ്തവ പീഡ അനുഭവിക്കുന്നവരുടെ പിന്നിൽ നിന്നുകൊണ്ട് ക്രിസ്തോന്മുഖമായി ജീവിച്ച് ഒരു കാരണവശാലും ഈ പീഡയിൽ സഭ തളരത്തില്ലെന്നുള്ളതായ പ്രഖ്യാപനങ്ങൾ നടത്തി പിന്നിൽ നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അതിനായി ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. നമസ്കാരം, നന്ദി. ഓക്കെ, താങ്ക് യു പാസ്റ്റർ. വേറൊന്നുമല്ല, മറ്റേ നൈജീരിയ എന്നുള്ള പുള്ളിക്കാരത്തി പോകുന്നതിന് മുമ്പായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കണമെന്ന് എന്നോട് മെസ്സേജ് അയച്ചു. അതുകൊണ്ടാണ് ഞാൻ പുള്ളിക്കാരത്തി അല്ലെങ്കിൽ പെട്ടെന്ന് പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, എനിവേ താങ്ക് യു ചാക്കോ പാസ്റ്ററെ. വിഷയാവതരണം എല്ലാവരും കേട്ടു, വളരെ എഫക്റ്റീവ് ആയിരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാനിനി ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് പോവാണ്. ആരെങ്കിലും ഒക്കെ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് പോകാം. ജിമിച്ച എന്ത് പറ്റി? നമ്മുടെ ടോസ്റ്റർ മാസ്റ്റർ വന്നിരുന്നു, താഴെ പോയി. ടോസ്റ്റർ മാസ്റ്റർ ഞാൻ ഇൻവൈറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഹാൻഡ് റൈസ് ചെയ്തിട്ടും അദ്ദേഹത്തിന് കയറാൻ പറ്റുന്നില്ല. അങ്ങനെയല്ല, അതായത് അദ്ദേഹം കോ ഹോസ്റ്റ് ചെയ്ത് ഇവിടെ ഓട്ടോമാറ്റിക്കലി സ്പീക്കേഴ്സ് പോയിന്റ് വന്നതാണ്. എന്തോ ചിലപ്പോൾ ആരെങ്കിലും മോഡാക്കാൻ ശ്രമിച്ചപ്പോൾ താഴെ പോയതായിരിക്കാം. ടോസ്റ്റർ മാസ്റ്റർ കയറുക. ഞാൻ അദ്ദേഹത്തെ പല പ്രാവശ്യം ഇൻവൈറ്റ് ചെയ്തു. ആരെങ്കിലും കൈ തട്ടി പോയതാണെങ്കിലേ ഉള്ളൂ. അദ്ദേഹം ഇവിടെ കോ ഹോസ്റ്റ് ചെയ്തപ്പോൾ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി ഇവിടെ സ്പീക്കേഴ്സ് പാനലിലുള്ള ആളാണ് വന്നിരുന്നു. അപ്പോൾ അത് എന്തോ അദ്ദേഹത്തെ ചിലപ്പോൾ മോഡറേറ്റർ ആക്കാൻ നോക്കിയപ്പോൾ എന്തെങ്കിലും യാതൊരു. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കിടക്കാം. ടോസ്റ്റ് ഒന്ന് കയറി വരണം. ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടേ. എനിക്കറിയത്തില്ല, അദ്ദേഹത്തിന് നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന്. എനിക്കൊന്ന് ടോസ്റ്റ് ഹാൻഡ് റൈസും ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ട് ഹാൻഡ് റൈസ് ചെയ്തിട്ടും കയറാൻ പറ്റുന്നില്ല. അറിയില്ല എന്താ സംഭവം എന്നുള്ളത്. ടോസ്റ്റ് ഒന്ന് കയറി വരണം, കേൾക്കുന്നുണ്ടെങ്കിലോ. ഓക്കെ, അലക്സ് ബ്രദറെ. കേൾക്കുന്നുണ്ട്. എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് വൻ യോപ്പിനോടാണ്. Can you hear me? Yes, I can hear you. ഈവൻ ഞാൻ മലയാളത്തിൽ ചോദിക്കാം. ഈവൻ അതൊന്ന് ഇംഗ്ലീഷിൽ പുള്ളിക്കാരത്തിനൊന്ന് പറഞ്ഞു കൊടുക്കാം, അപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലാവില്ല. ഓക്കെ. അപ്പം ഈവന് എൻ്റെ ചോദ്യം ഇതാണ്. ഞാൻ ഈ ആദ്യമായിട്ട് ഈ നൈജീരിയയിൽ കൊല്ലപ്പെട്ടിട്ടുള്ള എല്ലാ ക്രൈസ്തവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് ഐക്യദാർഢ്യം ഞാൻ പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ പേരിലും ഈ കേരളത്തിലുള്ള ക്രൈസ്തവരുടെ പേരിലും ഞാൻ അവർക്ക് ഈ മരണപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. ഒന്ന് പറയൂ. Okay, first of all, you want to say that he's with all of the persons who are persecuted in Nigeria, and he supports from Kerala. He's showing his real support for you Christians in Nigeria. Okay, Alex Brother. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ന് കേരളത്തിൽ നമ്മൾ മുഹമ്മദിനെക്കുറിച്ചും മുഹമ്മദിൻ്റെ പൈശാചികമായിട്ടുള്ള മതത്തിനെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇന്ത്യ എന്ന് പറഞ്ഞ വലിയൊരു രാജ്യത്തിലെ ഒരു ചെറിയ സംസ്ഥാനമായ കേരളത്തിലെ ഈ 3.5 കോടി ജനങ്ങളെ നമ്മൾ ബോധവാന്മാരാക്കിയിട്ടുണ്ട്. എന്താണ് ഇസ്ലാം എന്നും മുഹമ്മദ് എന്താണ് പഠിപ്പിച്ചതെന്നും കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദിൻ്റെ പൈശാചികത മതത്തിനെയും കുറിച്ചും മുഹമ്മദ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ മതം സ്ഥാപിച്ചതെന്ന് നമ്മൾ കൃത്യമായിട്ട് ഈ പൊതുജനങ്ങളെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നൈജീരിയയിൽ ആരെങ്കിലും By the regular effort of the apologetics team in Kerala, we as a team in Kerala, we try to make aware of this
ideology of Islam in Kerala. So Alex brother ബാക്കിയും കൂടെ പറഞ്ഞു. അല്ല, ചോദ്യം ഇതാണ്, ഈ ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ ഇന്നത്തെ ഈ 3.5 കോടി ജനങ്ങൾ, ഇന്ത്യയിലെ ഇത്രയും വലിയ ഒരു മഹാരാജ്യമായ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിൻ്റെ ആൾക്കാരെ നമുക്ക് ബോധവൽക്കരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും നൈജീരിയയിൽ നടക്കുന്നുണ്ടോ? ഇതുപോലെ ആരെങ്കിലും ഇസ്ലാമിൻ്റെ ഈ പൈശാചികതയും ഈ അവരുടെ ഈ കൊന്നൊടുക്കലും ഇത് പിശാചിനാൽ ഉണ്ടായ മതമാണെന്നും മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ മുഹമ്മദിനാൽ സ്ത്രീകളെ ഭോഗിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു മതമാണെന്നും എന്തെങ്കിലും തരത്തിലുള്ള പഠനങ്ങളോ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? നൈജീരിയയിലുള്ള ആൾക്കാരെ പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. Okay, now the question is, you want to know whether there is any initiative done by the team of apologetics in Nigeria for making the people aware of the things which is in Quran and the ideology which is like almost similar to what we see in Bible, like a satanic approach. So is there any effort done by the apologists in Nigeria? That is what his question was. When hope you can answer. I am not sure, to be honest. I have not heard about any group of apologists here in Nigeria. I know there are people like pastors or evangelists who decide to take it up for themselves to learn about the Quran to share with people, but I'm not sure if there's a group, an apologist group in Nigeria. ഓക്കെ പുള്ളിക്കാരി പറഞ്ഞത് ആൾക്ക് അത്രയും അങ്ങനെ അപ്പോളജിസ്റ്റ് ടീം വർക്ക് ഉണ്ടോയെന്ന് അറിയത്തില്ല, ബട്ട് എന്നാൽ തന്നെ ഖുറാൻ അറിയാവുന്നവരായിട്ടുള്ള ആൾക്കാർ അവിടെയും ഇവിടെയും അതിനെ പറ്റിയിട്ടുള്ള അവയർനെസ് കൊടുക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാമെന്നാണ് അലക്സ് ബ്രദറെ പറഞ്ഞത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഇപ്പം നമ്മുടെ ഈ കൂടെയുള്ള ഈ വാൻ യോപ്പ് എന്ന് പറയുന്ന സിസ്റ്ററിനോട് പറയാനുള്ളത്, ഇതിനെക്കുറിച്ചൊന്ന് പഠിച്ചിട്ട് ഈ ആളുകൾക്കിടയിലൊന്ന് സംസാരിക്കാനായിട്ടുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് ഇവരെ ഇത് പഠിപ്പിക്കാനും ഉള്ള സംവിധാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഇന്നിപ്പം ലോകത്തിലെ ഖുറാൻ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളത്, കൃത്യമായിട്ട് ഹദീസുകൾ ഉൾപ്പെടെ പഠിച്ചിട്ടുള്ള ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇവരെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. അതിന് ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഇവർ തയ്യാറാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിപ്പിച്ചിട്ട് ഈ പൈശാചികതമായിട്ടുള്ള ഈ മതത്തിൽ നിന്നും ഈ കൊലപാതകത്തിൽ നിന്ന് ഈ ആളുകളെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റേത്. Okay, what he said is when you like he want to ask you one question, like whether there is any possibility to make them aware, like if you people are ready to learn about Islam, we have a strong team who can guide regarding the facts in Islam, ideology, about the negatives in ideology, and so that you people can teach the same to the Christian as well as Islamic people who are there. So is there any possibility for that? That is what his question was. If so, we are ready. That's the thing. I mean, it's possible, but we can continue to discuss that in the back channel or stuff. But I'm sure that people who are interested in that. ഓക്കെ പുള്ളിക്കാരി പറഞ്ഞ അതിനെ പറ്റിയിട്ട് നമുക്ക് ബാക്ക് ചാനലിൽ ഡിസ്കസ് ചെയ്തിട്ട് കൂടുതലായിട്ട് അതിനെപ്പറ്റി തീരുമാനങ്ങൾ എടുക്കാം. ഓക്കെ ജിമ്മി ചേ കഴിഞ്ഞു. യവൻ ബ്രദറെ, എൻ്റെ ഡി പിയിലുള്ള ഈ പെൺകുഞ്ഞിനെ അവർ ബോക്കോ ഹറാം തട്ടിക്കൊണ്ട് പോയതാണ്. ആ പെൺകുഞ്ഞിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ അറിയാമെന്ന് ചോദിച്ചു. പേര് ആർക്കെങ്കിലും ആ ഡി പിയിലുള്ള, എനിക്ക് സത്യത്തിൽ പേര് ഞാനും മറന്നുപോയി. Do you have any idea of the lady who is in the lady in Petra's DP? That's the lady I referred to. Yes, that's Leah Sharibo. Everybody knows about. What is the name? Can you just repeat the name? Leah. We forgot. Leah. Her name is Leah. Leah Sharibo. Yes, Leah Sharibo. Okay. എന്തെങ്കിലും വിവരങ്ങളുണ്ടോ ചോദിച്ചു? Is there any idea about the lady right now? What is the present status? Okay, so she's a lady I was giving an example when I was talking. She was one of the girls who was kidnapped, the first big kidnap that Boko Haram did in Borno State. That's not central Nigeria. She was about 14. I will getting translate. on 15 years. ഓക്കെ, ഈ ലേഡിയെ പറ്റിയിട്ടാണ് ഞാൻ എൻ്റെ സംഭാഷണത്തിൽ ഞാൻ എക്സാമ്പിളായിട്ട് ചൂണ്ടിക്കാണിച്ചത്. കിഡ്നാപ്പ് ചെയ്തതിൽ ഒരു വ്യക്തിയാണ്, 14 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ഓക്കെ, യു ക്യാൻ ഗോ. Okay, so she was one of the girls, like about 200 of them were kidnapped by Boko Haram, and she was one of them. 200 പേരോളം കിഡ്നാപ്പ് ചെയ്തതിൽ ഒരു വ്യക്തിയാണ് ആ ലേഡി, 14 വയസ്സുള്ള കുട്ടിയാണ്.
So most of the girls were released, but she was held back by the kidnappers, Boko Haram, because she refused to deny Jesus. ഓക്കെ, ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ അവിടുന്ന് കുറേ പേരൊക്കെ പുറത്ത് വന്നെങ്കിലും പുള്ളിക്കാരത്തിയെ വിട്ടില്ല. ഒന്ന് മൈക്ക് അൺമ്യൂട്ട്, ഒന്ന് സെബാസ്റ്റ്യൻ ബ്രദർ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, ഭൂരിപക്ഷം ആളുകളെയും സെബാസ്റ്റ്യൻ ബ്രദർ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു. ഭൂരിപക്ഷം ആൾക്കാരെയും അവിടുന്ന് റിലീസ് ചെയ്തെങ്കിലും ഈ കുഞ്ഞിനെ അവിടുന്ന് വിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയാൻ ആ കുഞ്ഞ് തയ്യാറായില്ല. അതുകൊണ്ട് ആ വ്യക്തിയെ വിട്ടില്ലെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. Yeah, so since then she has been in captivity. We heard, because we've been monitoring, that she has been married. One of the Boko Haram people married her, and she has like a child with him. Today, she was 18 yesterday. So we did a remembrance for her. She's like a martyr because she's still in captivity. ഓക്കെ ഓക്കെ From ഓക്കെ 14 years from now. ഓക്കെ, ഇപ്പോൾ ആ കുട്ടിക്ക് 18 വയസ്സുണ്ട്. ഇന്നലെ എങ്ങാണ്ടായിരുന്നു 18 വയസ്സ് തികഞ്ഞത്. ഇപ്പോഴും ക്യാപ്റ്റിവിറ്റിയിൽ തന്നെയാണ്. പക്ഷേ അവിടെ ഒരു ബോക്കോ ഹറാം ടീമിലുള്ള ഒരു വ്യക്തിയെ കല്യാണം കഴിച്ചിട്ട് അവിടെ കുഞ്ഞും ഉണ്ടെന്നാണ് അറിവ് കിട്ടിയേക്കുന്നത്. ഇന്നലെ അതിൻ്റെ റിമംബറൻസ് ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ജേക്കബ് ബ്രദർ, ഞാൻ PTR ഓർഡറിൽ വരാം. ജേക്കബ് ബ്രദർ, ഓക്കെ ഞാൻ PTR ഓർഡറിൽ വരികയാണ്. അതിന് മുന്നേ വന്നവരുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു ഫോർ ദ ആൻസർ. പെട്രാജ, ജിമിജ എന്തെങ്കിലും ചോദിക്കണം? അനിൽ പാസ്റ്റർ വന്നിട്ടുണ്ട്. ഓക്കെ, അനിൽ പാസ്റ്ററിലേക്ക് ഞാൻ പോവാം. അടുത്തത് അനിൽ പാസ്റ്റർ. ഒരു വ്യക്തിയും കൂടെ ചോദ്യം ചോദിച്ചിട്ട് അനിൽ പാസ്റ്ററിന് അപ്പോൾ ഏകദേശം കാര്യങ്ങൾ വ്യക്തമാകും ഇവിടുത്തെ സിറ്റുവേഷൻ. അപ്പോൾ ഒരു ചോദ്യം കൂടെ ഉന്നയിക്കപ്പെട്ടതിന് ശേഷം അനിൽ പാസ്റ്ററിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഓക്കെ, ഇനിയും ഇവിടെ ചോദ്യം ചോദിച്ചു ഷിജുമോൻ ചായൻ സംസാരിച്ചു. ടിസം ബ്രദറെ, ടിസൺ ബ്രോ കേൾക്കുന്നില്ല. അജീഷ് ബ്രദറെ, ചോദ്യം എന്തെങ്കിലും ഉണ്ടോ? അജീഷ് ബ്രദർ ഉണ്ടാവില്ല. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, ഞാൻ അടുത്തത് PTR ഓർഡറിൽ എനിക്ക് കാണാൻ പറ്റുന്ന ഡാനിയൽ ബ്രദറാണ്. ഡാനിയൽ ബ്രോ കേൾക്കാമോ? ടിസൺ ബ്രദർ സംസാരിച്ചു, ചോദിച്ചോളൂ. Okay, I want to ask about the current situation. ഞാൻ മലയാളത്തിൽ പറയാവേ. പിന്നെ അവരുടെ ബോക്കോ ഹറാമൊക്കെ അതിഭീകരമായ ഭീകരപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പയ്യെ ക്രിസ്ത്യാനിറ്റി ഈ ക്രിസ്ത്യാനികളുടെ എണ്ണം കുറഞ്ഞു വരികയും നൈജീരിയയിൽ ഇവരുടെ സ്വാധീനം കൂടി വരികയാണ് എന്നുള്ള ഒരു ന്യൂസ് ഒക്കെ വായിക്കാനിടയായി. അത് ശരിയാണോ എന്ന് നമുക്ക് ചോദിക്കാം. Okay, the second question to Venop is like because of this persecution, numbers of Christianity getting decreased and Islamic ideology is getting increased. Is it a right news, or can you just let us know what is the present status? It's not officially like that, I would say. Though Boko Haram are, yes, persecuting Christians, and we're undergoing persecution, but Christianity is still very strong in Nigeria. We still go to churches. We still practice Christianity. It's just that if you get in their way, they kill you, and we know that they're after us. And I just want to share here, I don't know if you know the meaning of Boko Haram. It means Western education is forbidden. So, and they associate Western education to Christianity. ഓക്കെ, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതായത് പുള്ളിക്കാരത്തി പറഞ്ഞത് അങ്ങനെ ഒരു കാര്യം പുള്ളിക്കാരത്തിക്ക് അത്രയ്ക്ക് ഉറപ്പില്ല. ബട്ട് എന്താണേലും അവർ ഞങ്ങളുടെ പുറകെ തന്നെ ഉണ്ട്. പക്ഷേ ക്രിസ്ത്യാനിറ്റിയും നൈജീരിയയിൽ സ്ട്രോങ്ങറാണ്. ഒരു 50-50 ചാൻസ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിൽ സ്ട്രോങ്ങറാണ്. ബട്ട് എന്നാൽ കൂടി അവർ നമ്മളെ കൈ കിട്ടിയാൽ തീർച്ചയായിട്ടും പെർസിക്യൂട്ട് ചെയ്യണം എന്നുള്ള നിലയിലും ആ രീതിയിൽ തന്നെയാണ് അവരുടെ മുന്നോട്ടുള്ള നീക്കങ്ങൾ. പിന്നെ ബോക്കോ ഹറാമിൻ്റെ നേരത്തെ സംസാരിച്ച് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ബോക്കോ ഹറാം എന്ന് വെച്ചാൽ വെസ്റ്റേൺ ആ ഒരു പഠനത്തെ ഫോർബിഡൻ ചെയ്യണമെന്നുള്ള ഒരു കാര്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, ടിസംബർ ആൻസർ ക്ലിയർ ആണെന്ന് പ്രതീക്ഷിച്ചു. ടിസംബർ ഓക്കെ, ഇനി ഓക്കെ, അനിൽ പാസ്റ്ററിലേക്ക് കടക്കുകയാണ്. അനിൽ പാസ്റ്റർ, please stay tuned and we will be coming back because one of our pastor is here, so he want to say something, add something. After that we will come to you in Q&A session. Okay, thank you. Okay, Anil Pastor സംസാരിക്കും. Okay, thank you for the invitations to me to talk on this attractive and relevant topic. Christian persecution
ഇൻ നൈജീരിയ. ഞാൻ ഈ വളരെ മനോഹരമായ അപ്പോൾ തന്നെ സവിശേഷമായ ഒരു ശീർഷകം വിചിന്തനം ചെയ്യേണ്ടതിന് ക്ഷണിക്കപ്പെട്ടതിൽ സന്തോഷം. മാത്രമല്ല അവിടെ നിന്നുള്ളൊരു മാന്യ കർത്തദാസിയെ കാണാൻ കഴിയുന്നു. ഞാൻ ചില ദിവസങ്ങൾ അത്ര സുഖമില്ലാതിരിക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. എൻ്റെ സ്നേഹിതന്മാരായ അനിൽകുമാർ ബ്രദർ, മറ്റേ പെട്ര, ഏബനെ എല്ലാവരെയും കാണാൻ പറ്റുന്നു. എല്ലാവർക്കായിട്ടും കർത്താവിന്റെ നാമത്തിൽ സ്തോത്രം. ഈ ഒരു വിഷയം ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായും താത്വികമായും ഒരുമിച്ചെടുക്കുന്ന ഒരു വിഷയമാണ് ക്രിസ്ത്യൻ പെർസെക്യൂഷൻ. Anil Pastor, can you explain a little bit of English also so she can understand? Whenever it is needed, not always. അതായത് എനിക്ക് രണ്ടുകൂടെ മിസ് ചെയ്തു പോകാനൊരു പ്രയാസമുണ്ട്. കാരണം ഒന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത കിട്ടത്തില്ല, അടുത്ത പറഞ്ഞാൽ ഇതും കിട്ടത്തില്ല. ഇംഗ്ലീഷിൽ തന്നെയാണെങ്കിൽ കുറെ പറയാം, മലയാളത്തിൽ തന്നെയാണെങ്കിൽ കുറെ പറയാം. Okay, then you speak English a little for 1 or 2 minutes, then that will be translated. Then you can go through, use your Malayalam as you speak always. ഞാൻ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിലേക്ക് ഏബൻ ഞാൻ ചാൻസ് തരാം. ഏബൻ തന്നെ അങ്ങോട്ട് പറഞ്ഞോളൂ. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള അവരുടെ ഫൊണറ്റിക്സും ഒക്കെ കൃത്യം കിട്ടുമല്ലോ. ഞാൻ മലയാളത്തിൽ പറഞ്ഞ് നിർത്തി തരാം. ഇതുപോലെ അതാണ് നല്ലത്. അല്ലെങ്കിൽ വേണമെങ്കിൽ ഫസ്റ്റ് ഒറ്റ മിനിറ്റ്, അല്ലെങ്കിൽ നമ്മുടെ അജി ബ്രദർ ഉണ്ട് താഴെ. അജി ബ്രദർ മുമ്പേ ട്രാൻസ്ലേഷൻ നടത്തിയിരുന്നു, അദ്ദേഹത്തെ ഇത് വിളിക്കാം. അദ്ദേഹത്തിന് വേണ്ട ഈവൻ ഉണ്ടല്ലോ, ഈവൻ സംസാരിക്കട്ടെ. എനിവേ അപ്പോൾ ഇങ്ങനെ അപ്പോൾ നമുക്ക് കാര്യമായിട്ട് തുടങ്ങാം. എനിക്കൊരു 3-3.5 മിനിറ്റ് മതി. ഈ നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്ത മാന്യ വനിത, അതുപോലെ നമ്മുടെ ഈ മേഖലയിലെ മലയാളികളായ വളരെ ഇതിന് മുന്നേ രണ്ടുപേരും ഇസാങ്ങും ബ്രദർ ചക്കയല്ല അദ്ദേഹത്തിന്റെ പേര്, രണ്ടുപേരും ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരിപ്പം ചർച്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ പോയതാണ്. മൂന്നാമത് വന്നതാണ് വെന്യൂ. 3 പേര്. അവർ രണ്ടുപേരും അപ്പോളജിസ്റ്റുകളാണ് പാസ്റ്ററെ. ഇസാങ്, ചക്ക, രണ്ടുപേരും. അവർ കുറച്ച് പേര് ഞാൻ അവരെ വിളിക്കുന്നുണ്ട്, ചർച്ചിലാണ്. Okay then, on behalf of the Christendom in Kerala, I express my cordial thanks and prayer support to the persons, those who are accompanying with us in this discussion, and the one who is staying with us now. ഇപ്പോൾ നമ്മോടൊപ്പം തുടരുന്ന കർത്തൃദാസിക്ക് മുമ്പ് വന്ന പ്രിയപ്പെട്ടവർക്കൊക്കെ നന്ദി പറയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നൈജീരിയയിലെ നമ്മുടെ സഹോദരങ്ങൾ ഇപ്പോൾ നേരിടുന്ന പ്രശ്നത്തെ തികച്ചും പോസിറ്റീവായി തന്നെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. എബൻ ഒന്ന് പറഞ്ഞോളൂ. ഒരു സെക്കൻഡ് ഞാൻ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ വിട്ടുപോയി. ഓക്കെ പാസ്റ്റർ ഒന്നുകൂടെ പറയാമോ? ഞാൻ അത് കേട്ടില്ല. പാസ്റ്റർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഞാൻ കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നൈജീരിയയിൽ നിന്ന് വരുന്ന ഇത്തരം വാർത്തകൾ ഞങ്ങൾ ക്രിയാത്മകമായി പോസിറ്റീവായി തന്നെ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ്. Okay, when you pastor want to say that we as a Christian apologist from Kerala, we won't take this your presence, we are taking it as a positive. ഒരു കാരണമുള്ളത് 2000 ആണ്ടുകളുടെ ക്രൈസ്തവ സഭയുടെ ചരിത്രത്തില് ഒരു ഘട്ടത്തിൽ പോലും ഈ പീഡനങ്ങൾ ഇല്ലാതിരുന്ന ഒരു കാലമില്ല. Okay, but the reason behind why he's taking positive is because for the past 2000 years, if we look at the history of the church, there is no time where there is no persecution among the Christians. പരിഗണനയും സ്വീകാര്യതയൊക്കെ ലഭിച്ച രാജ്യങ്ങളിൽ നമ്മൾ തളരുകയാണ് ചെയ്തത്. If we look at the countries where we get more support from the country, there the Christianity going on decrease. ചില ഘട്ടങ്ങളിൽ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ മൂല്യങ്ങളെ നമുക്ക് ത്യജിക്കേണ്ടി വന്നിട്ടുണ്ട്. In some instance, we can see that the Christian perspective in some areas where we get more support, we as a Christians, we used to throw our main aspects in Bible aside. പീഡകൾ ഇല്ലാത്ത ഇടങ്ങൾ, സ്വസ്ഥതയുള്ള ഇടങ്ങൾ നമ്മളുടെ ഡിനോമിനേഷനുകളുടെ ശക്തിയാണ് പലപ്പോഴും പ്രകടമാകുന്നത്. If you look at the places where there is no persecutions or where there is no persecutions, pastor ബാക്കി എന്ന് പറഞ്ഞ നമ്മുടെ എന്തോ ഇല്ലെന്ന അവിടെ നമ്മുടെ സംഘടനകൾ
Okay. ശക്തിയാണ് പ്രകടമാകുന്നത്. Okay. There, the denomination will be more stronger than the Christian perspective. എന്നാൽ പീഡനങ്ങൾ നടന്ന ഇടത്ത് നമ്മൾ കേൾക്കുന്നത് ദൈവമക്കൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് പീഡിപ്പിക്കപ്പെട്ടു, അല്ലാതെ കത്തോലിക്കനോ പ്രൊട്ടസ്റ്റന്റോ പീഡിപ്പിക്കപ്പെട്ടു എന്നല്ല. ക്രൈസ്തവ പീഡ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത് തരുന്ന ഒരു വികാരമുണ്ട്. Okay, in places where there occurred persecutions, if we look at that places, we can see that the persecutions happens to Christians, not for any denominations. അടുത്തത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടന്ന ചരിത്രത്തിലെ ഇടങ്ങളെ നോക്കിയാല് കാലമധികം താമസിക്കും മുമ്പ് വലിയ 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 ആധിപത്യം ആ മേഖലകളിൽ ചെലുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. Okay, if you look at the places where such things happened, in a matter of time, we can see that we as a Christians, we can our Christianity become increase. അതിന്റെ കാരണങ്ങളിൽ പ്രധാനം എന്ന് പറയുന്നത്, പീഡ വരുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. The main reasons behind that is when persecutions happens, we can only concentrate on two main things. ഒന്നാമത്തെ കാര്യം, പ്രാർത്ഥനാ നിർഭരമായ നമ്മളുടെ മിസ്റ്റിക്കൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ലൈഫ്, കർത്താവിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ആ ഘട്ടത്തിൽ. First is our Christian life between we and our God. രണ്ടാമത്തെ കാര്യം, ഞാനിപ്പോൾ സർവൈവ് ചെയ്താൽ ഞാനിപ്പോൾ ഇതിൽ കീഴടങ്ങിപ്പോയാൽ, സർവൈവ് ചെയ്യല്ല, കീഴടങ്ങിപ്പോയാൽ എന്റെ തലമുറയ്ക്കും നഷ്ടമാകാൻ പോകുന്ന ഒരു നിത്യതയെക്കുറിച്ചുള്ള ഭാരമാണ്. Second is our eternal life. If we go if we ignore the Christianity and if we go for this thing, then the eternal life will be lost. That is the second concern. അപ്പോൾ അതിൽ നമുക്ക് അതിന്റെ റിസൾട്ടായി പലപ്പോഴും കാണുന്നത്, ഇപ്പൊ നിങ്ങളുടെ മാതാവോ പിതാവോ സഹോദരനോ പീഡിപ്പിക്കപ്പെട്ട ഒരു കുടുംബത്തിലെ അല്ലെങ്കിൽ രക്തസാക്ഷിയുള്ള കുടുംബത്തിലെ അംഗമാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മനസ്സ് മടുക്കുകയല്ല, നിങ്ങൾ കൂടുതൽ കരുത്താർജിക്കുകയാണ്. For the family where there is a martyr, normally we can see in Christian perspective, there won't be any mental problem or any issues with us. Instead, we will be more stronger and we will be more connected with God. അതിന്റെ കാരണങ്ങളിൽ ഒന്ന്, നമ്മൾ കാണുന്നതിനപ്പുറത്ത് ഈ രക്തസാക്ഷിയും ദൈവവും തമ്മിൽ അവന്റെ പീഡയുടെ ആധിക്യത്തിൽ ഉടലെടുക്കുന്ന ഒരു നിഗൂഢ ബന്ധമുണ്ട്. The reason is for the man with a martyr or persecuted persons, there will be more there will be more connection with God and the person. മറ്റൊരു കാര്യം, അതിനെ അല്പം കൂടെ കൃത്യമായി പറഞ്ഞാൽ, സ്തെഫാനോസ് കല്ലേറ് കൊള്ളുന്ന വേളയിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു മനുഷ്യന്റെ പച്ചയായ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏറ് വരുന്നു, അയാൾ വീഴുന്നു, ഇതേ കാണുന്നുള്ളൂ. Okay, for an instance, if we look at the Bible, we can see Stephanos who was thrown by the stones. We only see the stones, but he was connected with God than what we are seeing in our eye. ഒരു മിനിറ്റ് കൊടുത്തിട്ട് പാസ്റ്റർ, ഇനി താങ്കളുടെ ശൈലിയിൽ തന്നെ സംസാരിച്ചോളൂ. പുള്ളിക്കാരത്തേക്ക് നമ്മുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരത്തേക്ക് മനസ്സിലായെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇനി താങ്കളുടെ സ്വയസിദ്ധമായ ശൈലിയിൽ മലയാളത്തിൽ തന്നെ സംസാരിച്ചോളൂ. ഇനി ഒരു ട്രാൻസ്ലേഷൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നന്ദി. ഞങ്ങള് മലയാളി പ്രസംഗര, ഞാനിപ്പോ സ്വല്പം ഇംഗ്ലീഷ് അറിയാമെങ്കിലും അത്ര അതോറിറ്റി അതിൽ പോരാ. എന്നാൽ ഇത് മലയാളത്തിൽ പറയുമ്പോൾ ഞങ്ങൾക്ക് അതിന്റെ വാക്കുകളൊക്കെ കൃത്യം കിട്ടുമെന്ന് മാത്രമല്ല, അതിന്റെ താളം നിലനിൽക്കും. നന്ദി. മാത്രമല്ല എന്റെ മലയാളം ഒന്ന് പരിഭാഷപ്പെടുത്തി വെക്കാൻ ഏബൻ ഒരല്പം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഞങ്ങൾ ഇങ്ങനെ ശരിയാണ്. പക്ഷെ പാസ്റ്റർ ഇന്ന് ഒത്തിരി സിമ്പിൾ ആയിട്ട് സംസാരിച്ചു സാധാരണ ഉള്ളതിനേക്കാളും. നന്ദി. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഏതായാലും നമുക്ക് നമ്മുടെ സഹോദരങ്ങളെയൊക്കെ ഇങ്ങനെ സന്ധിക്കാൻ സാധിച്ചല്ലോ. നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ അപേക്ഷിച്ച് നമുക്കുള്ളൊരു വ്യത്യാസം, അവര് എന്താ പറയുക, നമ്മുടെ ജിഹാദിനും ഫണ്ട് റൈസിങ്ങിനും ഒക്കെയാണ് ഇങ്ങനെ കൂടുന്നെങ്കിൽ, വേദന അനുഭവിക്കുന്ന നമ്മുടെ സമശിഷ്ടങ്ങളുടെ ആ വേദന, അവരുടെ കല്ലീറിന്റെ, പീഡയുടെ, കണ്ണുനീരിന്റെ, അനാഥത്വത്തിന്റെ, ഒറ്റപ്പെടലിന്റെ, സങ്കടത്തിന്റെ ആ തരംഗങ്ങൾ കേരളത്തിലിരിക്കുന്ന ഞങ്ങൾക്കും മറ്റ് പല രാജ്യങ്ങളിലിരിക്കുന്നവർക്കും ഒരുപോലെ ആയിത്തീരത്തക്ക വിധം ഇത് വലിയൊരു സംഭവമായി മാറിയതിന്റെ പിന്നിലെ കാരണം, വി ആർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്, ശരീരമാണ്. ആ ശരീരത്തിൽ എവിടെ ഉണ്ടാകുന്ന സ്പന്ദനവും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ നിലയും വിലയും മഹിമയും. നൈജീരിയൻ മേഖലയിൽ കൂട്ടക്കൊല ചെയ്യപ്പെടുന്ന ആയിരക്കണക്കിനായ ദൈവമക്കൾ,
ലോകത്തിന്റെ പലയിടങ്ങളിൽ ക്രൂര പീഡനങ്ങൾക്ക് വിധേയമാകുന്ന ലക്ഷക്കണക്കിനായ ദൈവമക്കൾ. ഈ ലോക ചരിത്രത്തിന്റെ ഇന്നോളമുള്ള ആ കൃത്യമായ ഡേറ്റ പരിശോധിച്ചാൽ കർത്താവിന് വേണ്ടി ഹോമിക്കപ്പെട്ട കോടിക്കണക്കിന് ദൈവമക്കൾ, അങ്ങനെ ആയിരങ്ങളിൽ ആരംഭിച്ച് കോടിക്കണക്കിലേക്കൊന്നുള്ള ആ വലിയ കണക്ക് പരിശോധിക്കുമ്പോൾ ലോകത്ത് പ്രത്യയശാസ്ത്രപരമായ മരണങ്ങൾ, ഐഡിയോളജിക്കൽ ഡെത്ത്, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള രക്തസാക്ഷിത്വ മരണം നടന്ന സംഘടനകൾ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുണ്ട്, മറ്റു പല നക്സൽ പ്രസ്ഥാനങ്ങളുണ്ട്. ഇവയൊക്കെ പരിശോധിച്ചാൽ ലോക ചരിത്രത്തിൽ ഏറ്റവും അധികം രക്തസാക്ഷികൾ രൂപപ്പെട്ട മാർഗം യേശുവിന്റെ അനുഗാമികളുടെ മാർഗമാണ്. മറ്റേ വേൾഡ് വാറിലൊക്കെ ആളുകൾ മരിച്ചിട്ടുണ്ടാകാം, പക്ഷേ ഒരു ഐഡിയോളജിക്ക് വേണ്ടി പ്രാണൻ കൊടുക്കേണ്ടി വന്നതിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സമൂഹം നമ്മൾ ക്രൈസ്തവരാണ്. അപ്പൊ അതിന്റെ ഒരു വസ്തുത എന്നുള്ളത്, നമ്മുടെ നായകനായ യേശുവിന് തന്റെ പ്രാണൻ കൊടുക്കേണ്ടി വന്നു. യേശുവിന്റെ അനുഗാമികളായ അപ്പോസ്തലന്മാർ 12 പേരില് 10 പേർക്കും കൃത്യമായി തന്നെ പ്രാണനെ കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അതിന്റെ ഒരു അപവാദം പിന്മാറിപ്പോയ യൂദയെ വിടാം, മറ്റൊരാൾ യോഹന്നാനാണ്. എന്നാൽ ആ യോഹന്നാൻ പോലും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പ്രാണൻ പീഡയാൽ നഷ്ടമായിട്ടില്ല, സ്വാഭാവിക മരണം കിട്ടിയെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന ചരിത്രം. ബാക്കി ആളുകൾ അനുഭവിച്ച വ്യഥകൾ ഭയങ്കരമാണ്. തടിയിറക്കുന്ന വാളിനാൽ കൊല്ലപ്പെട്ടവര്, ചൂളകളിൽ ഇട്ട് ആ തീക്കുള്ളിലിട്ട് വേവിച്ചു കൊന്ന ആളുകള്, ക്രൂരമൃഗങ്ങളുടെ മുമ്പിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി ഇട്ടുകൊടുക്കുന്ന ആളുകള്, മഞ്ഞുമലകളിൽ കൊണ്ട് വെറുതെ തട്ടിയിട്ട് പോരുന്ന നിലയിൽ, അങ്ങനെ 1-ാം നൂറ്റാണ്ടിൽ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ എണ്ണം വിവരിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ്. കൈ നഷ്ടപ്പെട്ടവരും കണ്ണ് നഷ്ടപ്പെട്ടവരും കാല് നഷ്ടപ്പെട്ടവരുമായി അംഗവൈകല്യം സംഭവിച്ചവരുടെ വലിയ കൂട്ടം. നിങ്ങൾക്കറിയാമോ, സുന്നകദോസുകൾ നടക്കുന്ന വേളയിൽ ഈ സുന്നകദോസിൽ അധ്യക്ഷനായിരിക്കുന്ന കോൺസ്റ്റന്റൈനൊക്കെ അധ്യക്ഷനായിരിക്കുമ്പോഴും അദ്ദേഹം ഓടിപ്പോയി അംഗവൈകല്യം സംഭവിച്ച ആളുകൾ, ക്രിസ്തു നിമിത്തം പീഡിപ്പിക്കപ്പെട്ടവരുണ്ടെങ്കിൽ അംഗവൈകല്യം സംഭവിച്ച അവരുടെ ശരീരഭാഗം, അത് കൈയെങ്കിൽ കയ്യ്, കണ്ണെങ്കിൽ കണ്ണ്, ആ ഭാഗത്ത് ചുംബിച്ചിട്ട് വന്നാണ് തന്റെ ആ വേദിയിൽ ഇരിക്കുന്നത്. അത്രമാത്രം രക്തസാക്ഷികൾ ആദരിക്കപ്പെട്ട മാർഗമാണിത്. ഈ ഘട്ടത്തിൽ ഒരു കാര്യം കൂടി ഓർക്കണം, നമ്മുടെ നാട്ടില് ഈ തുടരെ കൊലപാതകങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. അതിന്റെ കാരണം, ഒരു പാർട്ടിക്കാരൻ ഒരുത്തനെ കൊല്ലുന്നു, തിരിച്ച് അടുത്ത വർഷം ഇതേ സമയത്ത് കരുതി വെച്ചോളാൻ പറയുന്നു. പാടത്ത് പണിയെടുത്താൽ വരമ്പത്ത് കൂലി എന്ന നിലയിലേക്ക് കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു. അന്ന് രാത്രിയിലെ ചാനൽ ചർച്ചയില് ഒരു RS-കാരൻ കൊല്ലപ്പെട്ടാൽ RS-കാർ മാത്രം വന്നിട്ട് മരണത്തെക്കുറിച്ച്, അതിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച്, ആ രക്തസാക്ഷി മരണത്തെക്കുറിച്ചൊക്കെ വാചാലരാകുന്നു. പിറ്റേന്ന് CPM-കാരൻ കൊല്ലപ്പെട്ടാൽ CPM-കാരൻ മാത്രം വന്നിട്ട് ഇതേ കാര്യം ചർച്ച ചെയ്യുന്നു. അടുത്ത ദിവസം കോൺഗ്രസ്സുകാരൻ കൊല്ലപ്പെട്ടാൽ കോൺഗ്രസ്സുകാരന്റെ മരണത്തിൽ ദുഃഖിക്കുന്നു. അതിന്റെ ബാക്കി കാര്യങ്ങളെ പൊതു കൊലപാതക പ്രശ്നമായിട്ട് ആരും എടുത്തു കാണുന്നില്ല. അവിടെയാണ് നമ്മളുടെ വ്യത്യാസം. കാരണം എണ്ണം പറഞ്ഞുള്ള പ്രതികാര നടപടി നമുക്കില്ല. കൊന്നവനോടും കൊല വിളിച്ചവനോടും നാളെ കൊല്ലുമെന്ന് പറയുന്നവനോടും വൈരാഗ്യം സൂക്ഷിക്കുന്ന ഒരു മനസ്സ് ക്രൈസ്തവർക്കില്ല. അതിപ്പോ നൈജീരിയയിൽ കൂട്ടക്കൊല ചെയ്ത, ആ കൊലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച കരാളഹസ്തങ്ങൾ ഏതായിരുന്നാലും, ആ കാപാലികരുടെ കറുത്തിരുണ്ട ആ ജീവിതശൈലികൾ ഏതായിരുന്നാലും വിരോധമില്ല, പരിഭവമില്ല. അവരെയും സ്നേഹിക്കാൻ കഴിയുന്ന അത്യുജ്വല മാർഗത്തിന്റെ പേരാണ് സുവിശേഷം. അതുകൊണ്ട് ഈ കൊന്നവർ, കൊല വിളിച്ചവർ, ഇല്ലായ്മ ചെയ്യാൻ വരുന്നവരുടെ മുഖത്ത് നോക്കിയും ആദരവോടെ അവരെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന അത്യുജ്വല നാമമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹിമയുള്ള നാമം. ഈ നാമത്തെ പ്രകീർത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് 3 നൈജീരിയൻ മിഷണറിമാര്, സുവിശേഷകന്മാര്, ദൈവമക്കള് നമ്മൾക്കൊപ്പം ഇവിടെ ചേരുമ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ അല്പം സ്വസ്ഥതയോടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന് ഏലിയാവ് പറയും പോലെ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും പീഡകളും ഇന്ത്യ പോലൊരു രാജ്യത്തും കടന്നു വരാൻ ഇനി താമസമില്ല കാലം എന്നുകൂടി മനസ്സിലാക്കിക്കൊള്ളണം. അതിന്റെ നടുവില് ആരും ക്ഷീണിതരായി പോകാനല്ല, കർത്താവിനായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ പറന്നുയരുന്ന ഒരു കാലഘട്ടത്തെ സ്വപ്നം കണ്ട് കഴിയുന്നവരാണ് ഞങ്ങളൊക്കെ തന്നെ. അതിനൊരു വസ്തുതയുണ്ട്. കാരണം ലോകത്തിന്റെ ഇതപര്യന്തമുള്ള ചരിത്രത്തില് ക്രിസ്ത്യാനിറ്റി ഏതെങ്കിലും സ്ഥലത്ത് ചെന്ന് അവിടെ മേധാവിത്വം ഉറപ്പിച്ചത് കേവലമായ ഏറ്റുമുട്ടലുകളിലൂടെയോ മറ്റേതെങ്കിലും വിധത്തിൽ ഭൗതികമായ വാഗ്ദാനങ്ങളിലൂടെ ആയിരുന്നില്ല. മറിച്ച് കൃത്യമായി തന്നെ സുവിശേഷ ഘോഷണം നടത്തുമ്പോൾ വൈരികൾ പ്രാദേശിക തലങ്ങളിലും രാഷ്ട്രീയപരമായും ഉരുത്തിരിഞ്ഞിട്ട് അവരെ ഉന്മൂലനം ചെയ്യുന്ന ഒരു പ്രക്രിയ ഉണ്ടായിട്ടുണ്ട്. അത് പല രൂപത്തിലുണ്ട്. എത്ര രക്തസാക്ഷികളെ നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് കണ്ടു, ലോകത്തിന്റെ പലയിടങ്ങളിൽ കണ്ടു. ക്രൂര പീഡനങ്ങൾക്ക് അവർ വിധേയരാകുന്നു. ഇപ്പൊ നൈജീരിയയിൽ നടക്കുന്ന ഈ കൂട്ടക്കൊലയുടെ രീതിയും അവിടെ നടക്കുന്ന സംഭവങ്ങളും അവിടെ കുഞ്ഞുങ്ങളോടൊക്കെ കാണിക്കുന്ന ആ ക്രൂരതയൊക്കെ കാണുമ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയ ശക്തമാണ്, ദൃശ്യമാധ്യമങ്ങൾ ശക്തമാണ്. അതുകൊണ്ട് അവരുടെ പ്രതികരണങ്ങളിൽ ചിലത് നമ്മൾ അറിയുന്നു. ഇതൊന്നും പുറം ലോകത്ത് പോലും അറിയാത്ത വിധത്തിൽ പീഡ നടന്ന ഒരു ഭൂതകാല ചരിത്രം നമ്മുടെ കൺമുമ്പിലുണ്ട് എന്ന കാര്യം മറക്കണ്ട. അതിനൊക്കെ നടുവില് ദൈവമക്കൾ ഓർത്തിരിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പൊ സ്റ്റെയിൻസ് മരിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ ഇതുപോലെ ഒരു റൂമിട്ടു. ആ റൂമിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങളുടെ ആരുടെ ഉള്ളിൽ വന്നത് പ്രതികാര ബോധമല്ല. ഇവിടെ ഇരിക്കുന്ന ഒറ്റ കുഞ്ഞിന്റെ ഉള്ളിലും പ്രതികാര ബോധമില്ല. എങ്ങനെയാണ് ഞങ്ങളെ കർത്താവ് അങ്ങനെ ആക്കുന്നത് തന്നെ അത്ഭുതമാണ്.
കൊന്നത് എൻ്റെ അപ്പനെയെങ്കിൽ, എൻ്റെ മകനെയെങ്കിൽ, എൻ്റെ മകളെയെങ്കിൽ അവരോട് വൈരാഗ്യമില്ലാത്തൊരു മനസ്സ് കിട്ടുക എന്നത് തന്നെയാണ് ക്രിസ്തീയ സമാധാനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. കരുതി വെച്ചോ, നിനക്ക് ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട്, ഡേറ്റ് കരുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പറയുന്ന പ്രതികാര ബോധമില്ലാത്ത, കൊല്ലാൻ വന്നവനെയും കരമുയർത്തി സ്വീകരിക്കുന്ന, അവനോട് സ്നേഹത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും വചനങ്ങൾ പറയുന്ന ഒരു മഹത്തരമായ മാർഗമാണിത്. ഞാനിതിനെ അധികം പരത്തി പറയുന്നില്ല. എൻ്റെ അനുഭവത്തിലുള്ള ഒരു കാര്യം പറയാം. മൂവാറ്റുപുഴയ്ക്കടുത്ത് വാഴക്കുളം എന്നൊരു സ്ഥലമുണ്ട്. നമ്മുടെ ഷിജിമോൻ ബ്രദറിന്റെ ഒക്കെ അടുത്തുള്ള സ്ഥലമാണ്. ഷിജിമോൻ നമ്മുടെ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഒക്കെ അടുത്തുള്ള സ്ഥലം അറിയാം അദ്ദേഹത്തിന്. അവിടെ ഒരു അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച് ഉണ്ട്. ആ ചർച്ചിൽ 90കളിൽ ഒരു സംഭവം നടന്നു. ഒരു 31st രാത്രിയിൽ ഡിസംബറിൽ ആരാധന നടക്കുന്ന ഘട്ടത്തിൽ ബോംബ് കെട്ടിവെച്ചുകൊണ്ട് ഒരു ആത്മഹത്യ ശ്രമം നടത്താൻ, അതുപോലെ ഹാള് നശിപ്പിക്കുകയും ചെയ്യണം, സ്വയം മരിക്കുകയും വേണം. ഇതിനു വേണ്ടി വന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അയാള് എന്തോ ഒരു താല്പര്യത്തിൽ ഹാളിനുള്ളിലേക്ക് ആണി നിറച്ച, കുപ്പിച്ചില് നിറച്ച, ബ്ലേഡ് നിറച്ച വെടിമരുന്നിട്ടുണ്ടാക്കിയ ഒരു നാടൻ ബോംബ് കൊണ്ടാണ് വരുന്നത്. ഈ നാടൻ ബോംബ് എടുത്തെറിഞ്ഞു. ഒരെണ്ണം അദ്ദേഹത്തിന്റെ ശരീരത്തുണ്ട്, അത് നൂൽക്കമ്പിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. എടുത്തെറിയുന്ന വേളയിൽ അതിശക്തമായ സ്ഫോടനം ഉണ്ടായി. ആ സ്ഫോടനം ഉണ്ടായിട്ട് കുപ്പിച്ചില്ലുകൾ തെറിച്ചു വിടും. കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങാണ്. രാത്രി 12 കഴിഞ്ഞു ഓർക്കണം. ജനം മതിമറന്ന് കർത്താവിനെ ആരാധിക്കുന്ന സമയമാണ്. അവർ കിടന്ന കുട്ടികൾ കിടന്നുറങ്ങുന്ന പായ്ക്കടിയിൽ വരെ ഈ ആണികൾ തുളച്ച് കയറിച്ചെന്നു. കുഞ്ഞുങ്ങളുടെ ശരീരത്ത് കൊണ്ടില്ല. പിന്നെ ആർത്തനാദം കേട്ട് തിരിച്ചില്ലുമ്പോൾ കാണുന്നത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഈ ബോംബെറിഞ്ഞ ആളിനെയാണ്. കാരണം അയാൾക്ക് ആഘാതം പറ്റി. എന്താണ് അവിടെ സംഭവിച്ചത് നിങ്ങൾക്കറിയണ്ടേ? ഈ ദൈവമക്കൾ ഈ മനുഷ്യനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാണ് ആദ്യം ചെയ്തത്. അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യാൻ തയ്യാറാകുകയാണ് ആദ്യം ചെയ്തത്. അദ്ദേഹത്തിന്റെ പ്രതികാര ബോധം നിലനിൽക്കുന്ന ആ മനസ്സിനോട് അന്നത്തെ ദൈവമക്കള് ഇടപെട്ട രീതിയാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു ചെറിയ ഉദാഹരണമാണ്. ലോകത്തെല്ലായിടത്തും ഇങ്ങനെയാണ് ക്രൈസ്തവന്റെ നിലപാട്. ആ നിലപാടായിരിക്കണം. എന്നാൽ ഇതാകുമോ ഒരു മുസ്ലിം പള്ളി ഒരാൾ ആക്രമിച്ചാലോ, മറ്റേതെങ്കിലും ഒരു ദേവാലയം ആക്രമിച്ചാലോ, ഒരു പാർട്ടി ഓഫീസ് ആക്രമിച്ചാലോ ഇങ്ങനൊരു ട്രീറ്റ്മെന്റ് പോലീസ് വന്ന് ചെയ്തെങ്കിലായി. ആ പോലീസിനെ ഇത് എടുക്കാൻ അനുവദിക്കുമോ എന്നതൊക്കെ മറ്റൊരു കാര്യം. ഇവിടെയാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ മൂല്യം. അതുകൊണ്ട് വാഴക്കുളം അസംബ്ലീസ് ഓഫ് ഗോഡ് എന്നറിയപ്പെടുന്ന ആ സ്ഥാപനം ഇന്നും അവിടെ നിലനിൽക്കുന്നു. ലോകത്തിന് മുമ്പിൽ ഒരു സാക്ഷ്യമായി നിലനിൽക്കുന്നു. ആലയത്തിന്റെ ഭിത്തിയൊക്കെ ഇങ്ങനെ വശം വിണ്ടുകീറി. ഇങ്ങനെ വർഷങ്ങൾ ഉണ്ടായിട്ടും അതിനോട് കാട്ടിയ, ആ മനുഷ്യനോട് കാട്ടിയ സഹാനുഭൂതിയാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഉരകല്ല് എന്ന് പറയുന്നത്. ആ ബോധ്യമാണ് നമ്മയെല്ലാം ഇന്ന് ഈ വൈകിയ വേളയിലും ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരുത്തി ഇത് സംസാരിക്കാനും നൈജീരിയയിൽ നമ്മുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന വിഷമതകളുടെ പക്ഷമായി തീരാനും ഭാഗമായി തീരാനും ഒക്കെ പ്രേരിപ്പിച്ച ഘടകം. സ്റ്റേറ്റ്സിനെ കുറിച്ചുള്ള വിചിന്തന വേളയിൽ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ആവർത്തിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇത് കേൾക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഏത് മേഖലയിലും പെട്ട ആളാകട്ടെ, നിങ്ങൾ ഈ വചനം അല്ലെങ്കിൽ നമ്മുടെ ഈ ചർച്ച തീരുമ്പോൾ കർത്താവേ, നാളെ അങ്ങയ്ക്ക് വേണ്ടി ഇങ്ങനെ മരിക്കാൻ തിരഞ്ഞെടുക്കുന്ന ആൾ ഞാനാണ് എന്ന് അങ്ങയ്ക്ക് തോന്നുന്നെങ്കിൽ, അങ്ങയുടെ താല്പര്യമെങ്കിൽ ആ വലിയ പദവിയിൽ നിന്ന് അടിയനെ മാറ്റരുതേ, അതിനടിയന്റെ ഭീതിയോ അവിശ്വാസമോ കാരണമാകരുത് എന്ന് പ്രാർത്ഥിക്കാനാണ് തയ്യാറെടുക്കേണ്ടത്. അത് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കും. നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ആ നിലയിൽ ജീവിക്കാനും മരിക്കാനും സന്നദ്ധതയുള്ളവരായിട്ട് ഒരു ആത്മസമർപ്പണം ചെയ്യണം. രണ്ടും പ്രയാസമുള്ള കാര്യമാണ്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നത് ദുഷ്കരമായൊരു കാര്യം തന്നെയാണ്. നൈജീരിയയിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് ഇന്ന് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ജീവിക്കുന്ന രക്തസാക്ഷിത്വമാണ്. മരിക്കേണ്ടി വരിക എന്നതും അതിലും വലിയ പ്രശ്നമാണ്. നമ്മൾ പറഞ്ഞല്ലോ, ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ട്, സ്റ്റേറ്റ്സിന്റെ വൈഫും കുഞ്ഞുങ്ങളും ഉണ്ട്. അവരനുഭവിക്കുന്ന ഒരു ദുരിതവും ഒക്കെ തന്നെയുണ്ട്. മരിച്ചുപോയവരുണ്ട്, അവർക്കുമുണ്ട് അവരുടേതായ ആ ജീവിതത്തിന്റെ നല്ല കാലത്തിൽ, നല്ല യൗവനത്തിൽ ഇഹലോകം വിട്ട് പിരിയുക. ആ തിമോത്തിയൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ വിവാഹിതരായി കുഞ്ഞുങ്ങളായിട്ടൊക്കെ ഡോക്ടറോ എഞ്ചിനീയറോ മിഷണറിയോ ഒക്കെ ആയി പ്രവർത്തിക്കേണ്ടവരായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ ഹിതവും പദ്ധതിയും മറ്റൊന്നായി. എന്നതുപോലെ ഞങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നവർക്കിടയിൽ, താഴെ കേൾക്കുന്ന സഹോദരങ്ങൾക്കിടയിൽ, കർത്താവെ, നിന്നെ പ്രസംഗിക്കേണ്ടി വരുന്നതിന്റെ പേരില്, സത്യതയോ അങ്ങായിരിക്കുന്നതിന്റെ പേരില് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിന്നെ തള്ളിക്കളയാത്ത ഒരു ഉയർന്ന ബോധം നീ എനിക്ക് തരണമേ. മരണത്തിന്റെ മുമ്പിലും നിന്നെ തള്ളിക്കളയാത്ത അചഞ്ചലത നീ എനിക്ക് തരണമേ. അങ്ങനെ ഒരു സമർപ്പണത്തോടെ വേണം ഇവിടെ ഇരിക്കുന്ന ആരും പിരിയാൻ വേണ്ടിയിട്ട്. കാരണം ഇവയൊന്നും കൊണ്ട് നമ്മെ ഇല്ലായ്മ ചെയ്യാൻ ലോകത്തിലൊരു ശക്തിക്കും സാധിക്കില്ല എന്നുള്ളതാണ്. നമ്മുടെ സെയിന്റ് പോളിനെ കുറിച്ച് കൂടി ഒരു വാക്ക് പറഞ്ഞ് ഞാൻ ഇങ്ങനെ നിർത്തിക്കൊള്ളാം. സെയിന്റ് പോള് എന്നറിയപ്പെടുന്ന ദൈവത്തിന്റെ ദാസനുണ്ട്. അദ്ദേഹത്തെ കൊണ്ട് ജയിലറയിലിട്ടു. റോമിലെ ഏറ്റവും ദുസ്സഹമായ പശ്ചാത്തലമുള്ള ഒരു വലിയ പീഡന മുറിക്കുള്ളിലേക്ക് അദ്ദേഹത്തെ ഇട്ടു. ഞാൻ പറയാറുണ്ട്, ഗുഹയ്ക്കുള്ളിലാണ് സാധാരണഗതിയിൽ അന്നത്തെ കാലത്ത് ജയിലുകൾ ഉണ്ടാക്കുന്നത്. ഈ ഗുഹ തുരന്ന് താഴേക്ക് സ്ഥലമുണ്ടാക്കിയിട്ട് ഇടുങ്ങിയൊരു മുറിക്കുള്ളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചില സ്ഥലങ്ങൾ ഇങ്ങനെ. പുരോഹിതന്മാരെയൊക്കെ ദീർഘവർഷങ്ങൾ ഒരു നേരം ആഹാരം കൊടുത്ത് പാർപ്പിച്ച ഈ ജയിലറകളൊക്കെ ഞാൻ പലതും കണ്ടിട്ട് നെഞ്ചുപൊട്ടി കരഞ്ഞുപോയ അനുഭവങ്ങളുണ്ട്. 10ഉം 14ഉം കൊല്ലങ്ങൾ. അതിനുശേഷമാണ് ഈ സഭാ സ്പിരിറ്റ് പോലും എന്നിൽ നിന്ന് മാറിപ്പോയിട്ട് ക്രിസ്തുവിൽ എന്നുള്ളൊരു ചൈതന്യം നമ്മിലേക്ക് വരുന്നത്. ഞാൻ ഇടുങ്ങിയ ചിന്തയൊക്കെ ജീവിതത്തിൽ നിന്ന് മാറുവാൻ
ഇത്തരം ഇടങ്ങളിലെ യാത്രകൾ കാരണമായിട്ടുണ്ട്. എത്ര ത്യാഗികളായിട്ട് അവർ കർത്താവിന് വേണ്ടിയിട്ട് അതിനുള്ളിൽ കിടന്ന് പീഡിപ്പിക്കപ്പെട്ടു. ഒരു നേരം ആഹാരം, ജീവൻ നിലനിൽക്കാനുള്ള ആഹാരം, ദിനകൃത്യങ്ങൾക്കുള്ള ഒരു കുഴിയാണ് അടുത്തുള്ളത്, അതിലേക്ക് വല്ലപ്പോഴും ഒഴുക്കി വിടുന്ന വെള്ളം, ദുർഗന്ധവും സുഗന്ധവും ഒന്നും തിരിച്ചറിയാനാവാത്ത ഒരവസ്ഥയിൽ അവരെ അവിടെ ഇട്ടിരിക്കുകയാണ്. നല്ല എഡ്യൂക്കേറ്റഡ് ആയ മിഷണറി വര്യന്മാരാണ്. ലോകമെന്ത്, ഇന്ന് ഡേറ്റ് ഏതാണ്, ഇത് ഏത് വർഷമാണ്, പുറത്ത് കിടക്കുന്ന സംഭവങ്ങൾ എന്താണ്, ഇതൊന്നും അവർക്കറിയില്ല. പക്ഷെ ഒന്നവർക്കറിയാം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചറിയാം. മത്സരങ്ങളുടെ ലോകത്തിലെ ആ സംഭവ വികാസങ്ങളൊന്നും അറിയില്ല. ഇതേപോലെയുള്ള ഒരു ഫെയിലിൽ കൊണ്ട് ധന്യനായ പൗലോസ്ലീഹ ഇടുന്നു. താഴെ കിടക്കുന്ന ആളിന് തല ഉയർത്തി നോക്കിയാൽ മുകളിലെ ഭാഗം അല്പാൽപമായിട്ട് കാണാം, ആളുകൾ വരുന്നതും പോകുന്നതും ഒക്കെ കാണാം. താഴെ ആമത്തിനുള്ളിൽ ചങ്ങലയിട്ട് പൂട്ടിക്കിടക്കുന്ന ആളിനെ അത്ര പെട്ടെന്ന് മുകളിൽ നിൽക്കുന്നവർക്ക് കാണത്തില്ല. കാരണം അരണ്ട വെളിച്ചത്തിലാണ് കാണുന്നത്. കണ്ണുകളുടെ ആ ജ്വലനമാണ് ആകപ്പാടെ ഈ ആളിന്റെ സാന്നിധ്യം അറിയാൻ കാരണം. ഇതിന്റെ മറുഭാഗം തുറന്നിട്ട് അപ്പുറത്തെ സെല്ലിലും ആള് കിടപ്പുണ്ട്. ഇവരൊക്കെ തമ്മിൽ സംസാരിക്കാനൊക്കെ ഉള്ള സാഹചര്യമുണ്ട്. ഈ വിധത്തിലൊക്കെയാണ് അത് സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ ജയിലുകളെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്, അങ്ങനെയുള്ളൊരു വേളയിൽ സെയിന്റ് പോളിന് ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ്. ആ ഇൻഫർമേഷൻ എന്താണ്? നിന്നെയും താമസമീന വിചാരണ നടപ്പിലാക്കിയിട്ട് ആ ശിക്ഷ നടപ്പിലാക്കുന്നു. എന്താണ് ശിക്ഷ എന്ന് കേട്ടുകൊള്ളൂ. അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചു. രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തെ കാറ്റിൽ പറത്തിയിട്ട് സുവിശേഷം പ്രസംഗിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ നിയമം റോമിൽ പണ്ടുണ്ടായിരുന്നു. ഇന്ന് ലോകത്ത് ഏതെങ്കിലും രാജ്യത്ത് ഒരു ആശയം പ്രസംഗിച്ചതിന്റെ പേരിൽ അത് കൊല്ലുമെന്നുണ്ടെങ്കിൽ അത് മുസ്ലിം രാജ്യങ്ങളിലാണ് എന്ന ഹീനമായൊരു ബോധം കൂടി നമ്മെ ഭരിക്കണം. ഇസ്ലാം സമാധാനത്തിൻ്റെതാണ്, നിനക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം എന്നൊക്കെ പറയുന്ന ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട് ആയത്തുകളെ. പക്ഷേ സൗദി അറേബ്യയിൽ നിങ്ങൾ ബൈബിളും കൊണ്ട് ചെല്ലുക, നിങ്ങൾക്ക് അവിടെ ജീവിക്കാനാവില്ല, ചാട്ടയടി കിട്ടും, നിങ്ങളെ പിടിച്ച് ജയിലറക്കുള്ളിലിടും. ഞങ്ങളുടെ സ്നേഹിതൻ പാസ്റ്റർ രാജു പൂവക്കാലേക്ക് ഒരു അളിയനുണ്ട്. അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞു മുമ്പ് ഒരു ദിവസം അദ്ദേഹത്തെ ഇതുപോലെ സൗദി അറേബ്യയുടെ ജയിലിലിട്ട് അതിക്രൂരമായി പീഡിപ്പിച്ചു. ചെയ്ത കുറ്റം എന്താണ്? ബൈബിള് കയ്യിൽ വെച്ചു. ബൈബിള് കയ്യിലിരുന്നാൽ ഇത്ര വേദന ജനിക്കുന്ന അല്ലെങ്കിൽ ഇത്ര പ്രതിഷേധം ജനിക്കുന്ന വിധത്തിലേക്ക് മനസ്സ് മാറിപ്പോയി. പണ്ടും പൗലോസ്ലീഹയുടെ കാലത്ത് റോമൻ ഭരണകൂടം എതിർത്ത കാര്യം എന്താണ്? ബൈബിള് പോലും കയ്യിലില്ല, പക്ഷെ ഉള്ളിൽ ക്രിസ്തുവുണ്ട്. ക്രിസ്തുവാണ് രക്ഷയുടെ വഴി എന്ന് പഠിപ്പിച്ചു. വിഗ്രഹാരാധനയ്ക്കെതിരെ പഠിപ്പിച്ചു. വരാനിരിക്കുന്ന ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ച് പഠിപ്പിച്ചു. യേശു സ്ഥാപിക്കുന്ന ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. ഈ പഠനം നിമിത്തം അന്തരീക്ഷം ആകപ്പാടെ മാറി. ആ മനുഷ്യന് ശിക്ഷയായിട്ട് ആദ്യം ജയിൽ കൊടുത്തു. രണ്ടാമത്തെ ശിക്ഷ ഈർച്ചവാളിനാൽ, തടിയിറക്കുന്ന വാളിനാൽ മനുഷ്യനെ കൊല്ലുക. ആ രംഗമോർക്കണം. ഒരു മനുഷ്യനെ പിടിച്ചിട്ട് ഇടത്തും രണ്ടു വശത്തുമായിട്ട് രണ്ട് തടിക്കട്ടകൾ ചേർത്ത് വെക്കുക. എന്നിട്ട് ഈ തടിക്കട്ടകളെ മറ്റ് ഒരു നീളമുള്ള തടിക്കമ്പ് കൊണ്ട് തുളയിട്ടിട്ട് ഇത് അടിച്ചു കയറ്റി തടികളെ യോജിപ്പിക്കുക. എന്നിട്ട് തടി അങ്ങ് അറക്കുക. തടി ഇറക്കുമ്പോൾ മനുഷ്യന്റെ ശരീരവും ആ കൂടെ അറുത്തു മാറുക. ഇങ്ങനെയാണ് ഈർച്ചവാൾ. ഈർച്ചവാളിനാൽ അവർ പരീക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ഭാഗമുണ്ട്. നോക്കണം, അങ്ങനെ അറുത്ത് അദ്ദേഹത്തെ കൊല്ലുവാൻ പദ്ധതി ഇടുമ്പോൾ ആ വസ്തുത അറിയിക്കുന്ന ഒരു കൃത്യമായ ഒരു ഇൻഫോർമേഷൻ, ഒരു ബോർഡ് ഇതിന്റെ മുകളിൽ കൊണ്ടു തൂക്കും. റോമൻ ഭാഷയിൽ എഴുതിയ പണ്ഡിതനായ പൗലൂസിന് മനസ്സിലാകുന്നു. തർസോസിലെ ശൗൽ എന്ന സെയിന്റ് പോള് ചെയ്ത കുറ്റം സുവിശേഷം പ്രസംഗിച്ചു. അതിന് അദ്ദേഹത്തെ കൊണ്ട് കൊലപ്പെടുത്താൻ വേണ്ടിയുള്ള സ്ഥലങ്ങളെല്ലാം നിശ്ചയിച്ചു. ടൈം മാത്രം നിശ്ചയിച്ചിട്ടില്ല. ആ കിടപ്പിൽ ടൈം അറിയില്ല. നാളെ മുതൽ ഏത് ഘട്ടത്തിലും ആ ശിക്ഷ നടപ്പിലാക്കാം. അതാ റോമിലെ രീതി. എപ്പോഴാണ് കൊല്ലുക എന്ന് പറയില്ല, പക്ഷെ നാളെ മുതൽ എപ്പോൾ വേണമെങ്കിലും. നിങ്ങൾക്കറിയാമോ, ആ കിടപ്പില് ഒരു മനുഷ്യന്റെ സമനില തെറ്റേണ്ടതാണ്. കാരണം എന്റെ മരണം പ്രവചിച്ചു വെച്ചിരിക്കുന്നു, ഉറപ്പാക്കി വെച്ചിരിക്കുന്നു. നാളെ മുതൽ എത്ര ദിവസം കഴിഞ്ഞും എനിക്ക് ഈ മരണം വരാം. അങ്ങനെ കൗണ്ട് ഡൗൺ ചെയ്യുക. ഇന്ന് ഞാൻ മരിച്ചില്ല, നാളെ മരിക്കുന്നില്ലല്ലോ, അടുത്ത ദിവസം മരിക്കുന്നില്ലല്ലോ എന്നോർത്ത് ദിനങ്ങൾ എണ്ണി പോകുമ്പോൾ സമനില തെറ്റി സ്വന്തം മുടി വലിച്ചു പറിച്ച് പ്രാഗി മുഴിഞ്ഞ് ഭരണകൂട വ്യവസ്ഥയെ പരിഹസിക്കുന്നവരാണ് പലപ്പോഴും ഇത്തരത്തിലെ ആളുകൾ. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന പടയാളികൾക്ക് ഇവരുടെ ഈ രംഗമൊക്കെ കണ്ടവർ ആസ്വദിക്കും. അന്ത്യരംഗമൊക്കെ കണ്ട് അത്ര ക്രൂരന്മാരാണ് റോമിലെ പടയാളികൾ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സെയിന്റ് പോളിന്റെ മരണത്തിന്റെ വിധി എഴുതിയ ആ അറിയിപ്പ് അല്ലെങ്കിൽ ആ നോട്ടീസ് കൊണ്ട് ഒട്ടിച്ചു കഴിയുമ്പോൾ സെയിന്റ് പോളിന്റെ സമനില തെറ്റിയെന്ന് തോന്നുന്നുണ്ടോ? സെയിന്റ് പോൾ പറയും, നോ, ഇത് മരണമല്ല, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്ന പ്രക്രിയ. ഇനി എന്നെ കൊല്ലുന്നില്ലെങ്കിൽ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. ഇതാണ് സെയിന്റ് പോളിന്റെ നിഗമനം. അദ്ദേഹം ഇത് ഒട്ടിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്നത് ഈ ബോർഡ് കണ്ട മനുഷ്യൻ മനസ്സിൽ ആദ്യം പറഞ്ഞ കൊരിന്ത് ലേഖനത്തിൽ പണ്ടെഴുതിയ വാക്യാണ്. 1 കൊരിന്ത്യർ 15 അധ്യായത്തിൽ, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? മരണത്തിന്റെ നെഞ്ചിലേക്ക് നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് നിനക്ക് ജയിക്കാൻ പറ്റുമെങ്കിൽ വാ എന്ന് വെല്ലുവിളിക്കുന്ന ഒരൊറ്റ മാർഗം ഉലകത്തിലുണ്ടെങ്കിൽ അത് യേശുവിന്റെ അനുഗാമികളുടെ മാർഗമാണ്. നൈജീരിയയിൽ കൂട്ടക്കൊല നടത്തി ക്രിസ്തീയ വിശ്വാസത്തെ ഉന്മൂലനം ചെയ്യാൻ മരണത്തിന്റെ അധികാരികളായ മരണത്തിന്റെ കിങ്കരന്മാർ, അതിന്റെ വ്യാപാരികൾ ഒത്തൊരുമിക്കുമ്പോൾ ക്രൈസ്തവ യുവതയുടെ ശബ്ദം ഒറ്റക്കെട്ടായിട്ട് അത്തരം പീഡകന്മാരുടെ നെഞ്ചിൽ തിറക്കുമാറ് ഞങ്ങൾ കാലങ്ങൾക്കിപ്പുറത്തു നിന്ന് സ്ഥലകാല പരിമിതികൾക്കിപ്പുറത്ത് വിളിച്ചു ഒതുക്കിയ, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തിരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം.
പ്രിയ സഹോദരി സഹോദരന്മാരെ, ആ കിടപ്പില് സെയിന്റ് പോൾ വെറുതെ ഇരുന്നില്ല. ആ കിടപ്പില അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹര ലേഖനങ്ങളിൽ ചിലത് പുറത്തു വരുന്നത്. അങ്ങനെ സായന്തന ലേഖനങ്ങൾ എന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്ന 1, 2 തിമോത്തിയോസ്, തിത്തോസ് ഈ ലേഖനങ്ങൾ രൂപപ്പെടുന്നത് മരണമൊഴി കയ്യിൽ പറ്റി കിട്ടിയിട്ടും തനിക്ക് താൻ പ്രാപിച്ചെടുത്ത വിശ്വാസത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ഒരു പുതുതലമുറയെ പരിശീലിപ്പിക്കാൻ ആ പരിമിത സമയം ധാരാളം മതിയായിരുന്നു. ഏതാനും ആഴ്ചകൾ ധാരാളം മതിയായിരുന്നു. ഒന്നുകൂടി അദ്ദേഹം ആഗ്രഹിച്ചു. ഏതായാലും താൻ മരിക്കും മുമ്പ് പ്രിയ ശിഷ്യനാകിയ തിമോത്തിയോസിനെ ഒന്ന് കാണണം. തിമോത്തിയോസേ, നീ ഒന്ന് വരണേ, എനിക്കൊന്ന് കണ്ടക്കൊള്ളാമെന്നുണ്ട്. ഞാൻ കാണാൻ നിന്നെ വിളിക്കുന്ന വേളയില് ഞാൻ വിലപിടിപ്പുള്ളതായിട്ട് കരുതുന്ന ഒന്നും ഈ ലോകത്തില്ല. അത് നിന്റെ സാന്നിധ്യമാണ്. അതുകൂടാതെ ഞാൻ കർപ്പോസിന്റെ പക്കൽ വച്ചിട്ട് പോന്ന പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരണം. ഇത് വായിക്കുന്ന വേളയിൽ എന്റെ മനസ്സിൽ വല്ലാത്തൊരു വേദന വരാറുണ്ട്. ബൈബിളിലെ യോസേഫിന്റെ ചരിത്രവും പൗലോസിന്റെ അന്ത്യനിമിഷങ്ങളും ഒക്കെ ഹൃദയത്തിൽ ഒരൽപ്പം വേദന നമുക്കൊക്കെ പകരാറുണ്ടല്ലോ. ആ നൊമ്പരം എന്താണെന്നറിയണ്ടേ? കോടികളുടെ ആസ്തിയുള്ള ഒരു കപ്പൽ പ്രമാണിയുടെ മകൻ, എബ്രായ, ഗ്രീക്ക്, ലത്തീൻ സാഹിത്യങ്ങളിൽ അവഗാഹ പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യൻ ചപ്പും ചവറുമെന്ന് ജീവിതമെണ്ണി ഈ കിടപ്പയുടെ കിടക്കുമ്പോൾ ഒന്നുമില്ലായ്മയിൽ തുടങ്ങി കോടീശ്വരന്മാരായിരുന്ന ആളുകളെ നമ്മൾ ഈ ലോകത്ത് കാണുന്നുണ്ട്. അവർക്കൊക്കെ അത് വലിയ പദവിയായി തോന്നുമ്പോൾ അവിടെ കിടന്നുകൊണ്ട് അത് ആവശ്യപ്പെടുന്ന ഭൗതിക വസ്തു എന്താ നിങ്ങൾ കേൾക്കുക? നീ വരുമ്പോൾ ഞാൻ കർപ്പോസിന്റെ പക്കൽ വച്ചിട്ട് പോന്ന പുതപ്പ്, പുസ്തകങ്ങൾ, ചർമ്മലിഖിതങ്ങൾ അതുകൂടി കൊണ്ടുവരണം. ഇതാണ് എഴുതുന്നത്. ഏതായാലും ചരിത്രം പറയുന്നത് ഇതൊക്കെയായി വന്ന തിമോത്തിയോസിന് പൗലോസിനെ കാണാൻ പറ്റിയില്ല. അദ്ദേഹം താൻ ആഗ്രഹിച്ച പോലെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ചേർന്നു. പക്ഷേ ഇത് കണ്ട് തിമോത്തിയോസ് ഭയചകിതനായി പോയില്ല. തിമോത്തിയോസ് ഗുരുവിന്റെ അവസ്ഥ ഇതെങ്കിൽ ശിഷ്യനും ഇതെന്നോർത്ത് പിന്തിരിഞ്ഞോടിയില്ല. പിന്തിരിഞ്ഞോടാത്തതിന്റെ കാരണം ഗുരുവിന്റെ ഭൗതികമായ ആ ശരീരം ഇഞ്ചിഞ്ചായി വെട്ടിമുറിച്ച് അത് കഴുകന് തിന്നാൻ ഇട്ട് കൊടുക്കുമ്പോഴും ഇദ്ദേഹത്തിന് ഒരു കാര്യം അറിയാം. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഉപേക്ഷിച്ച ഈ ഭൗതിക ശരീരമുള്ളപ്പോൾ അകത്തെ മനുഷ്യൻ ബലപ്പെടുന്നുണ്ട്. വിട്ടുപിരിഞ്ഞ് ആ മനുഷ്യൻ ക്രിസ്തുവിനോട് ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നൈജീരിയയിലെ ആദരണീയരായ കർത്തൃദാസീദാസന്മാർ പീഡ സഹിക്കുമ്പോൾ, ഭാരം സഹിക്കുമ്പോൾ, ഈ നോർത്ത് ഇന്ത്യൻ മേഖലകളിൽ ഛത്തീസ്ഗഡില്, ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ, ബീഹാറിൽ, പഞ്ചാബിൽ പലയിടങ്ങളിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ, ഗുജറാത്തിലൊക്കെ ഇഞ്ചിഞ്ചായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ഞങ്ങൾ നിങ്ങളെ ചൊല്ലി അസൂയപ്പെടുന്നു. ഞങ്ങൾ നിങ്ങളെ ചൊല്ലി തീർച്ചയായിട്ടും ആ വലിയ പദവിയും പരിഗണനയും അടിയങ്ങൾക്ക് കിട്ടാത്തതിൽ നിങ്ങളെ ദൈവം ഞങ്ങളെക്കാൾ സ്നേഹിക്കുന്നല്ലോ എന്ന ഒരു വ്യത്യസ്തത തോന്നുന്നു. ഞങ്ങൾ ഇവിടെ ഈ രീതിയിലൊക്കെ ജീവിക്കുമ്പോൾ ഈ ജീവിതം തമ്മിൽ വെച്ചുമാറാൻ ഒരു ഓപ്ഷൻ കിട്ടിയാൽ തീർച്ചയായിട്ടും ആ ഒരു ജീവിതം തിരഞ്ഞെടുക്കാൻ ഇതാ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഇന്ത്യയിൽ ഇപ്പോൾ, കേരളത്തിൽ ഇപ്പോൾ ദൈവമക്കൾ അനുഭവിക്കുന്ന സുഖത്തിന്റെ അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത ശരാശരി ജീവിതവും നൈജീരിയയിലെ പീഡനവും തമ്മിൽ വെച്ചുമാറാൻ തമ്പുരാൻ ഒരു ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ വെച്ചാൽ ഇന്ന് രാത്രി നമുക്ക് പറയാം, നാഥാ അങ്ങനെ അയക്കുമെങ്കിൽ, തിരുസാന്നിധ്യമുണ്ടെങ്കിൽ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ ബലമുണ്ടെങ്കിൽ ആ ജീവിതവും തിരഞ്ഞെടുത്ത് നിനക്ക് വേണ്ടി എരിഞ്ഞ് ഒരു മെഴുതിരി പോലെ ശോഭിക്കണം. ആ ഒരു ബോധത്തിൽ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ ഈ ചർച്ച ഉതകട്ടെ. തീർച്ചയായിട്ടും വേണ്ടി വന്നാൽ രക്തസാക്ഷി മരണം വരിച്ചു യേശുവിനെ സാക്ഷിക്കാൻ കഴിയുന്ന ഒരു സമൂഹം ഇവിടെ ഉരുത്തിരിയണം. പ്രതികാരമില്ലാത്ത, പ്രതിഷേധമില്ലാത്ത, വളരെ കൃത്യതയാർന്ന, സഹിഷ്ണുതയിൽ അധിഷ്ഠിതമായ ഒരു വലിയ ജീവിതത്തിന്റെ ആ സഹനത്തിനും വിധേയത്വത്തിനും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ഘട്ടത്തിൽ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന ഞങ്ങൾ മാത്രമല്ല, താഴെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കൊക്കെ യേശുവിനായി ഒരു ത്യാഗമെങ്കിലും സഹിക്കാൻ ഒരവസരം തരണേ. ഒരു നിമിഷം, നമ്മൾ എത്രയോ കാര്യങ്ങൾക്ക് പട്ടിണി കിടന്നവരാ. തമ്പുരാനെ, നിനക്ക് വേണ്ടി ഒരു നിമിഷം പട്ടിണി കിടക്കാൻ എനിക്കൊരു ചാൻസ് തരണമേ. നിനക്ക് വേണ്ടി ഒരു ചീത്ത വിളി കേൾക്കാൻ, നിനക്ക് വേണ്ടി ഒന്ന് സഹിക്കാൻ, നിനക്ക് വേണ്ടി അവഗണിക്കപ്പെടാൻ, ക്രിസ്തു നിമിത്തം ഞാൻ നിന്റെ ക്രൂശ് ചുമക്കുന്നു എന്ന് എന്നെ തന്നെ ഒന്ന് ബോധ്യപ്പെടുത്തേണ്ടതിന്, നിനക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെടാൻ, അല്ല കുറെ കൂടി കൂടിയ അളവിൽ എനിക്കെന്റെ യേശുവിനായി നിൽക്കണം, യേശുവിനായി പ്രവർത്തിക്കണം. ഏത് രൂപത്തിലെ കർത്താവിനോടുള്ള സന്നിധി ചേരേണ്ട വിധം കർത്താവ് തീരുമാനിച്ചു കൊള്ളട്ടെ. പക്ഷേ ഇത്തരം ഒരു അവസരം വന്നാൽ എന്നെ പരിഗണിക്കാതിരിക്കരുതേ കർത്താവേ എന്നുള്ളൊരു ബോധ്യത്തിൽ നമുക്ക് പിരിയാമെന്നല്ല, വാക്കി ചർച്ച വരുന്നുണ്ട്. ഞാൻ തൽക്കാലം ഉപസംഹരിക്കുന്നു. കർത്താവിന്റെ നാമം നമ്മുടെ എല്ലാം കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഓക്കെ, താങ്ക് യു പാസ്റ്റർ. ഓക്കെ, ബ്രദറെ, ഒരു ബ്രീഫ് ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ അവർ കൊടുക്കാവോ പാസ്റ്റർ പറഞ്ഞതിനെ കുറിച്ച് പറ്റുമെങ്കിലേ? ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അല്ല, അത് എക്സ്ട്രാ ടൈം പോകുന്നുണ്ട്. ഇത്രയും പേര് ചോദിക്കാൻ കിടക്കണ്ട. നമ്മൾ പിന്നെ അതിൻ്റെ ഔട്ട് പോകണ്ട. പുള്ളിക്കാരുടെ ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പുള്ളിക്കാർക്ക് കൂടുതൽ കാര്യങ്ങൾ പിടി കിട്ടുമെന്ന് തോന്നുന്നു. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സുഭാഷ് പാസ്റ്റർ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, ഞാനിപ്പോൾ വന്നേ ഉള്ളൂ. സോറി. ശരി. ഓക്കെ, ഗിബോറജ. ഓക്കെ, ജോസഫ് തുഷാഗരി അച്ഛ. ശരി. അച്ഛൻ സംസാരിച്ചോളൂ. ഓക്കെ, ഞാനും
ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റാത്തതിനല്ല, അത് എനിക്ക് ബുദ്ധിമുട്ടാണ്. വേറൊരു ലാംഗ്വേജ് പറഞ്ഞ് പഠിച്ചിരിക്കുന്നുണ്ട്. ഞാൻ മലയാളത്തിൽ തന്നെ ചോദിക്കാം. എനിക്ക് പ്രധാനമായിട്ട് 2 ചോദ്യങ്ങളാണുള്ളത്. അത് യോപ്പിന് പറയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഏബൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ഒരൊറ്റ ശ്രമിച്ച നാസ്രീൻ ബ്രദർ ഇവിടെ ഉണ്ടോ? നാസ്രീൻ ഉണ്ട് ബ്രദറെ, ഇച്ചിരി ബിസി ആയിരുന്നു. ഓക്കെ, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ? തിരക്കാണെങ്കിൽ ഞാൻ ഓക്കെ ചെയ്യാം. ഓക്കെ ഓക്കെ, അച്ഛൻ സംസാരിച്ചു. ഓക്കെ, ഞാൻ ചോദിക്കുന്നു. എൻ്റെ ഫസ്റ്റ് ചോദ്യം ഇതാണ്. ഞാനിപ്പോൾ വായിച്ചതനുസരിച്ച് അവിടെ ഒത്തിരി എത്നിക് ഗ്രൂപ്പുകളുണ്ട്, പല എത്നിക് ഗ്രൂപ്പുകളുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഒരു ഷോർട്ടായിട്ടുള്ള ഒരു വിവരണം നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ആണ്. കാരണം ഞാനിപ്പോൾ വായിച്ചതനുസരിച്ച് ഒന്ന് രണ്ട് എത്നിക് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ഈ ഫിലിയ അങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ അവർ. അപ്പം അത് അവരൊക്കെ ഇസ്ലാം ആണ്, ഇസ്ലാമിഷ് ഇസ്ലാം ഗ്രൂപ്പാണ് പെടുന്നത്. ആ എത്നിക് ഗ്രൂപ്പ് ഇസ്ലാമിലേക്കാണ്, അല്ലെങ്കിൽ അതാണ് ഫുലാനി അല്ലെങ്കിൽ ഫുൽബെ എന്നുള്ളത്. അപ്പം പിന്നെ വേറെ 1-2 ഗ്രൂപ്പുകൾ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ഐഡിയ നമുക്ക് തരുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം അത് എത്നിക് ഗ്രൂപ്പുകൾ വളരെ വൈറ്റൽ ആയിട്ടുള്ള ഒരു റോള് അവിടെ പ്ലേ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പുകൾ അതിനോട് അനുബന്ധമായിട്ടുള്ളൊരു ചോദ്യം നിർത്തണം. ഞാനിത് പറയാം, അത് കഴിഞ്ഞിട്ട് അച്ഛൻ അടുത്തത് പറഞ്ഞു. Okay. Sister, this is Jay Tushagri. He is a priest, and he is asking that he has heard a lot of ethnic groups are there in Africa, and especially there is a Fulani tribe, and there are a couple of others. So he want to know a brief about the different type of ethnic groups that are there in that part of the region. Can everyone hear me? Yes, we can hear you. Ooh, talking about it is a lot. Yes, there are different ethnic groups. Fulani cut across Africa. Like Fulani is, I am not even sure of where they come from, but I know they've settled in Nigeria. But we have different ethnic groups in Nigeria I can talk about. We have a lot, almost 500 different types of ethnic groups, if not more. And Nigeria is divided into 3 major ones, but they don't really represent the ethnic groups that we have. The 3 commonly known are, we have the Hausa, which is settled in the northern part of Nigeria. Can we translate it? Oh, sorry. Yes, please. I forgot about Nasrumbara. ഓക്കെ, പുള്ളിക്കാരത്തി പറഞ്ഞത് ഇവിടെ നൈജീരിയയിൽ മോർ ദാൻ 500 പരം ഡിഫറെന്റ് എത്നിക് ഗ്രൂപ്പ്സ് ഉണ്ട്. അതിനകത്തുനിന്ന് which was the one that you said? We have Hausa is one of the common Helsa ones. എന്ന ഒരു ട്രൈബ് ഉണ്ട്. Is in the north. ഹെൽസ എന്ന ഒരു കോമൺ ട്രൈബ് ഉണ്ട്. It's in the north. പറഞ്ഞോളൂ. Yes, but also in the north we have many, like in my state. This tribe is in north side, right? Is in northern Nigeria. Nigeria. And there you also find the Fulani and also many other ethnic groups. And I'm one of them. There are many others that are minorities, they are called, but the major one is Hausa. ഓക്കെ, അവിടെ നോർത്തേൺ സൈഡിൽ ഹെൽസ എന്ന ഒരു ട്രൈബ് ഉണ്ട്, അതുപോലെ തന്നെ ഫുലാനി. ഇതാണ് മേജർ ആയിട്ടുള്ള അവിടെയുള്ള 500 ട്രൈബുകളിൽ മേജർ ആയിട്ട് നിൽക്കുന്ന ട്രൈബ്സ്. Then in the eastern part we have Igbo. ഈസ്റ്റിൽ ഇബു എന്ന ഒരു ട്രൈബ് ഉണ്ട്. Then we have western part we have Yoruba. And then വെസ്റ്റിൽ യറൂബ എന്ന ഒരു ട്രൈബ് ഉണ്ട്. And then in south we have other languages, different types of ethnic groups, many there. So we have many ethnic groups and you have to trace the history of each one, but we're a multifaceted ethnic group in Nigeria.
അങ്ങനെ പല ഡിഫറെൻറ്റ് ട്രൈബ്സും ഈ നൈജീരിയയുടെ പല ഭാഗങ്ങളിലായിട്ടുണ്ട്. ഇത് അതിൻ്റെ എത്നിക് ലാംഗ്വേജുകൾ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ആണ് എല്ലാ ട്രൈബ്സിനും ഉള്ളത്. One thing I will also add is that in the northern part of Nigeria, it's Hausa language that is commonly spoken. It's one language that cuts across everyone in the northern part. Like we can speak it in the language and speak in the market and understand each other. ഒരു കാര്യം പറയാനുള്ളത്, നോർത്തേൺ സൈഡിൽ ഹെൽസ എന്ന ഒരു ട്രൈബാണ് കൂടുതലുള്ളത്. ആ ലാംഗ്വേജ് ആണ് അവർ മേജർലി ആയിട്ട് അവരുടെ കടകളിലും മാർക്കറ്റ് പ്രദേശങ്ങളിലൊക്കെ അവർ സംസാരിക്കാറുള്ളത്. Then in the eastern part, it is Igbo that is commonly spoken among the people living in the eastern part of Nigeria. And the same thing in the west, you have the Yoruba, the same thing. If you live there, you have to know this language to be able to communicate with people in the market if you're not using English. ഈസ്റ്റേൺ സൈഡിൽ ഇബു എന്നും അങ്ങനെ വെസ്റ്റിൽ യറൂബ എന്ന ട്രൈബ് ഉണ്ട്. ആ ലാംഗ്വേജ് ആണ് അവർ കൂടുതലും മാർക്കറ്റിലൊക്കെ യൂസ് ചെയ്യുന്നത്. Okay, but just to stress, we have many other languages. Like I have my ethnic language, which is Tarok, and I speak it, but it's a minority, and there are many others like that around Nigeria. അങ്ങനെ പല ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ലാംഗ്വേജും ട്രൈബ്സും ഉണ്ട്. എൻ്റെ എസ്പെഷ്യലി തറോബ്. യു സെഡ് തറോബ്, റൈറ്റ്? That's my own language and my ethnic group, Tarok. That is which part of the country? It's in the north central. Some people say middle belt, but it's north central of Nigeria. And we have hundreds, many different ethnic groups. So to understand Nigeria, you need to actually study. But in summary, this is it. ഓക്കെ, അങ്ങനെ നൈജീരിയയെ പറ്റി കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ അതിനെ കൂടുതൽ ഗഹനമായിട്ട് അതിനെപ്പറ്റി പഠിക്കണം. പക്ഷെ ഇതൊരു സംക്ഷിപ്തമായ ഒരു രീതിയിൽ ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അച്ഛാ, വേറെ ഏതായിരുന്നു ക്വസ്റ്റ്യൻ? ഓക്കെ, അച്ഛനോട് ഈ പറഞ്ഞ കാര്യത്തിൽ ഒറ്റ സെക്കൻഡ് അച്ഛാ, പറഞ്ഞ കാര്യത്തിൽ when you I have a question, not like a question, along with this, which part north is facing with this persecution, right? Northern part of Nigeria. Yes. Okay, so how can you just give a small description about that thing, because some people are concerned much about hearing that. So could you please tell us a small description how this is happening? Okay, I think I spoke about it earlier on, but I will just say in summary. Okay, the Christian persecution, like Boko Haram. Boko Haram are after Christians. Boko Haram means Western education is forbidden. Boko Haram is a Hausa, 2 words in Hausa. I just talked about the Hausa language. And what it means is Western education is forbidden. And as far as they are concerned, sister, the thing is not about Boko Haram. From the local area, is there anything happening like that? From the side of Islamic ideology, not not the terrorist group. I'm just asking about the local people. It is happening, but I have to talk about Boko Haram if I'm going to talk about it, because Boko Haram are also in the local areas. Then we have the Fulani militias. It's still happening as of today. Boko Haram do a lot of kidnapping and a lot of bombings of churches. It's been quiet when it comes to bombing of churches. But the Fulani militias, who are the Fulani extremists, are in communities. They go into communities, especially at night, and burn houses. They kill people. They burn people. They don't care who you are, whether you're a woman, you're a child, you're old, you're young, you're a man. They will just translate Okay. സോ പുള്ളിക്കാരത്തി പറഞ്ഞത് ഇവിടുത്തെ മിലിഷ്യ ഗ്രൂപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഐസിസ് പോലത്തെ മിലിറ്റന്റ് ഗ്രൂപ്പ്, ടെററിസ്റ്റ് ഗ്രൂപ്പിനെ പറ്റി സംസാരിക്കുവാണെങ്കിൽ ബോക്കോ ഹറാമിനെ പറ്റി സംസാരിക്കണം. ബോക്കോ ഹറാം എന്നുള്ളത് ഒരു വിധത്തിൽ പറഞ്ഞാൽ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അത് അവർക്ക് ഹറാമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് അതിൻ്റെ അർത്ഥവും കൂടെ. ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ഇവരുടെ ലോക്കലായിട്ടുള്ള മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് നിന്ന് തന്നെ ഉള്ള ഒരു ഗ്രൂപ്പ്സ് ആണ്. അവരാണ് ഈ കൂടുതലും ഈ പണികളൊക്കെ ചെയ്യുന്നത്. Okay, so I just also want to touch on what we've talked about a little bit, but for the sake of people who are just joining, that they scream Allahu Akbar
or something like that when they come to do the attack at night, and they go into ethnic groups or communities that attack Christian communities. So if you're not a Muslim community, they would attack you. And if you're a Muslim community that's standing in their way, because we have peaceful Muslims who just want to live in harmony with people and just practice their religion, they kill those people too because they feel like they're standing in their way to get to the Christians. So that's what is happening. So ഈ അലാവ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഇവർ ഈ മുസ്ലിം കമ്മ്യൂണിറ്റീസിന്റെ ഇടയ്ക്കും കൂടുതൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത് ക്രിസ്ത്യൻ ഗ്രൂപ്പ്സിനെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അവിടെയുള്ള എല്ലാ മുസ്ലിങ്ങളും അങ്ങനത്തെ ഒരു രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. പക്ഷെ അവരെയും ചിലപ്പോഴൊക്കെ ആക്രമിക്കാറുണ്ട്. കാരണം അവരുടെ രീതി എന്ന് പറയുന്നത് ഇവര് കൂടുതൽ അഗ്രസീവ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് അവരെ എതിർക്കുന്നവരെ എല്ലാവരെയും അവര് അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയാണ്. അവർ കൂടുതലും ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസിനെ അവർ അറ്റാക്ക് ചെയ്യാറുണ്ട്. And then I want to say one more thing. I think someone asked a question and I just want to respond to it here about why the men are not doing anything or what is stopping the men from responding if they know they can do self-defense. The thing is criminalized here. If you self-defense without the support of the government. I'll just say that. So വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് അവിടെയുള്ള പുരുഷന്മാർ ഇതിനെ കൂടുതൽ എതിർക്കാതെ, അല്ലെങ്കിൽ അവരെന്താണ് ഇതിനെ പ്രതിരോധമായിട്ട് ചെയ്യാത്തതെന്നുള്ളതാണ്. Yeah, go ahead. Okay, so there's a community which I will use as a case study. One of the communities from my state in North Central Nigeria that have been undergoing attacks consistently for almost 2 years. The youth got up by themselves and decided to face those attackers one time and kill some, and they have been arrested by the government. So the thing is complex. If the government is not in support of you, you cannot really stand to defend your community. So ഒരു കേസ് സ്റ്റഡി ഞാൻ അവിടെയുള്ള ഒരു ട്രൈബിനെ പറ്റി ഒരു കേസ് സ്റ്റഡി ഞാൻ നടത്തിയപ്പം അവിടെയുള്ള അവരുടെ മേലുണ്ടായിരുന്ന ആക്രമണങ്ങൾ, ഇസ്ലാമിസ്റ്റുകൾ ചെയ്ത ആക്രമണങ്ങൾക്കെതിരെ അവിടെയുള്ള യൂത്ത്സ് അവര് തിരിച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ചു. ഇത് തിരിച്ച് അവർ പ്രതിരോധിക്കുമ്പോൾ അവർക്കെതിരെ ഗവൺമെന്റ് കൂടുതൽ കർശനമായ നടപടികൾ എടുക്കുന്നു എന്നുള്ളതാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. So at the end of the day, if you get arrested, who rescues you? Who would help to bail you? So people are just helpless and they're wondering. And this community is still under attack as I'm talking. Almost every night, houses are destroyed. People can't even live peacefully. Their farms are destroyed. And if you're in the farm, you get murdered. And then they attack on non-gunmen. So we know they are Fulani militias, but then the government is tagging them as unknown government who come in to destroy these villages and kill villagers. So അങ്ങനെ ഈ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവര് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഗവൺമെന്റ് ഒഫീഷ്യൽസ് അവരെ അറസ്റ്റ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് തിരിച്ച് പ്രതിരോധിക്കാൻ പറ്റാതെ അവര് മിണ്ടാതാകുന്നതും. ഇന്നും ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും അവിടെയുള്ള ട്രൈബ്സിനെ ഇങ്ങനെ ഈ മിലിഷ്യകൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇസ്ലാമിസ്റ്റ് മിലിഷ്യകൾ അവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവരുടെ കൂടെ ഗവൺമെന്റ് അവരെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. And one other thing is, I know there are communities that I cannot go into right now because I'm a Christian. I might not come out. So beyond the silent slaughter book, there's this thing that is called silent killing going on. If you enter a community that is not a Christian community, you just get missing. It means you've been killed. A lot of our people have been disappeared like that, and we know they've been killed because they went to the communities. റൈറ്റ്. എന്നെ പോലത്തെ ഒരു സ്ത്രീ, ഞാൻ ക്രിസ്ത്യൻ ആയിരിക്കുന്നത് കൊണ്ട് പല അവിടുത്തെ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അവിടെ എനിക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ആരെങ്കിലും വേറെ ഒരു വിശ്വാസത്തിലിരിക്കുന്ന ക്രിസ്ത്യാനികളായിട്ടുള്ളവർ ആ കമ്മ്യൂണിറ്റിക്ക് ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ അവരെ കാണാതാകും, അല്ലെങ്കിൽ അവർ മിസ്സിങ് ആകും. പിന്നെ അവരുടെ വിവരങ്ങളൊന്നും അറിയത്തില്ല. ആ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത്. Also, some of the youth that are traditional, I can't say whether they're Christians or not, have started doing that with Muslims who get into their communities. But I want to say two things and I'll be quiet about the present happenings. You might enter a tricycle because we have that as a means of transportation, or even cars,
And sometimes what we experience is you get in the car and it's a Muslim car, a Muslim driver's car, and you'll be asked if you're a Christian or Muslim. They have these small knives they move around with. And if you're not careful, you get stuck in that car, you get killed because of your faith. So there's that kind of persecution too happening. You're entering a car and you're being challenged. Are you a Muslim or not? Are you going to deny Jesus or not? And then you get killed because of that. When you go out, do you want to translate that before I share the last point? Yes, sister. So അവിടെ കൂടുതലും ഞങ്ങൾ ഉള്ള ഭാഗങ്ങളിൽ ട്രൈസൈക്കിളും കാർസും അവിടെ ഉണ്ട്. അപ്പം ഈ കാർസ് ഓടിക്കുന്ന ആള് ഒരു മുസ്ലിം ആണെങ്കിൽ അവരുടെ കയ്യിൽ ഒരു കത്തിയും കാര്യങ്ങളും ഒക്കെ കാണും. അവരാദ്യമായിട്ട് ചോദിക്കുന്നത് നിങ്ങൾ ഒരു മുസ്ലിം ആണോ അതോ നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണോ, ഏത് വിഭാഗത്തിലുള്ളവരാണ്. ക്രിസ്ത്യാനി ആണെങ്കിൽ നിങ്ങൾ യേശുവിനെ പറയണം എന്നുള്ളതാണ് അവർ പറയുന്നത്. പല പ്രാവശ്യങ്ങളിലും അങ്ങനെ ആൾക്കാർ വണ്ടികളിൽ കയറി കഴിഞ്ഞിട്ട് അവരെ കുത്തുകയും അങ്ങനെ അവരുടെ ജീവൻ അപായപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് ഇപ്പം ഉള്ളത്. Okay, and then evangelism, you go out to witness if they don't like you, and sometimes you get killed. There's a lady who was preaching even in the federal capital, and they warned her, and she kept on coming, like going out in the morning to share about Jesus. One day, she was slaughtered, her head was cut off, and nothing has been done to those people that did. The thing is, a lot of these things are happening, but most of them, like for example, I go back to Boko Haram, if they get arrested, then they say they are being rehabilitated and they are released. And this unknown government, we've not heard about any of the perpetrators being arrested and prosecuted. So that's the present situation that is going on in the country, especially in the northern part of the country. അങ്ങനെ എനിക്കറിയാവുന്നത് തന്നെ ഒരു സിസ്റ്റർ, അവർ എന്നും രാവിലെ ഇങ്ങനെ ഈ വണ്ടിയിൽ കയറുകയും കാറിൽ കയറി അങ്ങനെ പല ഇടങ്ങളിൽ പോവുകയും യേശുവിനെ പറ്റി പറയുകയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം പുള്ളിക്കാരത്തിയെ അവർ കൊല്ലുകയും പുള്ളിക്കാരത്തിയുടെ തല അറുത്ത് മാറ്റുകയും അങ്ങനെ ചെയ്തു. അങ്ങനെ ഈ ബോക്കോ ഹറാമിലുള്ളവർ അവർ പല ഇടങ്ങളിലും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവര് കൂടുതലും ആൾക്കാരെ ആക്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ നിൽക്കുന്നത് അവിടെയുള്ള ഗവൺമെന്റ് ആണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും അതിശയോക്തിയായിട്ടുള്ള ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റുന്നത്. തുഷാരാച്ചറിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചോ. എൻ്റെ ചോദ്യം മറ്റേ അതിനോട് പറഞ്ഞ അനുബന്ധിച്ച് തന്നെയാണ്. മറ്റേ ഇപ്പം പറഞ്ഞ 2-3 ട്രൈബുകളുടെ പേര് ഞാൻ പറയാം. ഹൗസ, ഫുൽബ്, യൊറൂബ, പിന്നെ ഈബോ അല്ലെങ്കിൽ ഇഗ്ബോ എന്ന് പറയുന്ന അത്. ഈ ട്രൈബുകൾ 2 ട്രൈബുകൾ ഞാനിപ്പോൾ പറഞ്ഞ 2 ട്രൈബുകൾ ഹൗസ, ഫുൽബ് അല്ലെങ്കിൽ ഫുലാനി എന്ന് പറയുന്ന ഈ ട്രൈബുകൾ സത്യത്തിൽ മുസ്ലിം ഇതിൽ പെടുന്നതാണ്. അത് പിന്നെ യൊറൂബ എന്ന് പറയുന്നതും ഇബോ എന്ന് പറയുന്നതും 2 ക്രൈസ്തവമായിട്ടുള്ള ട്രൈബുകളാണ്, അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസം ഫോളോ ചെയ്യുന്ന ട്രൈബുകളാണ് ഇത് 2 അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, സ്പെസിഫിക് ആയിട്ട് ഇതിനകത്ത് ഈ എത്നിക് ഗ്രൂപ്പുകൾ തമ്മിലുള്ള പ്രശ്നമാണോ അതിനകത്ത് വരുന്നത്, അതോ റിലീജിയൻ ആണോ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു റോൾ വഹിക്കുന്നത്? അതായത് നമുക്കറിയാം പല രാജ്യങ്ങളിലും ഈ എത്നിക് ഗ്രൂപ്പുകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ എപ്പോഴും ഉണ്ടാകാറുണ്ട്. അതാണോ അതോ റിലീജിയൻ മാത്രമാണോ, അവര് ഇസ്ലാം ആയതുകൊണ്ട് മാത്രമാണോ, അതായത് രണ്ടും കൂടെ പൊളിറ്റിക്കലും റിലീജിയസും കൂടെ കൂടിയിട്ടാണോ അതോ ഓൺലി പൊളിറ്റിക്കൽ ആണോ എന്നുള്ളതാണ് ചോദ്യം. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മനസ്സിലായി. So sister, the question that the priest is asking is that now we have discussed different tribes, especially the Fulani tribe, which is majorly focusing, or their majority is the Muslim tribe, and then there is the other tribe which is a Christian majority tribe. So the question that he had was that whether the problem or the situation is arising only, or the attacks are arising only because they are of different faith, because they are Christians, or is it because there is some ethnic problems that are, or traditionally ethnic problems that are there? Why is it there is the clash that is happening? Is it because of the religion, or is it because of some ethnic disputes? That is the question he asked. Okay, thank you very much. And thank you for the question. It's actually both. Nigeria is a very religious country. We have other religions like traditional religions and stuff, but the 2 major religions are
Islam and Christianity. And so we've always had this crisis that even gets to the political. When you're voting a person, it depends on whether he's from your religion or not, and not based on his performance, actually. So there's the religious crisis, and there's also the ethnic clashes. Because we come from different places. Like, it's almost like we come from I'll different just translate that. അപ്പം പുള്ളിക്കാരത്തി പറഞ്ഞത് ഇതിനകത്ത് ഇതിന്റെ എത്നിക് റീസണും ഉണ്ട്, അതുപോലെ തന്നെ റിലീജിയസ് റീസണും ഉണ്ട്. ഇത് രണ്ടും മാറ്റി നിർത്താൻ പറ്റത്തില്ല. കാരണം ഇപ്പം റിലീജിയസ് ആയിട്ടുള്ള ഒരാൾ, ഇപ്പം ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരാൾ ഒരു ട്രൈബൽ മേജർ ആയിട്ട് കയറി വരികയാണെങ്കിൽ അവരെ ആക്രമിക്കാൻ അതായിരിക്കും ഒരു റീസണൂടെ എന്നുള്ളത്. Yeah, so in some communities, in some places, it's a mixture of, there's the two ethnic groups do not like themselves. They're killing each other because of land and some other disputes. And then there's religion, so it's a mixture, it's a complex situation because both ethnic disputes and religious crises are intermingled. And that's the situation in Nigeria. എത്നിക് റീസണും അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള റീസണും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർമിക്സ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഇതിനെ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പം കാണുന്നത്. ഇത് രണ്ടും അവിടെ ഉണ്ട്. താങ്ക് യു. ഒരു ചോദ്യം അങ്ങോട്ട്, ഒരു സംശയം ക്ലിയർ ആക്കാണ്, ഇൻഫർമേഷൻ ക്ലിയർ ആണെന്ന് ശരിയാണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. അവിടെയുള്ള ഇസ്ലാമിക് ഗ്രൂപ്പുകൾ ഞാൻ വായിച്ചതനുസരിച്ച് വർഷങ്ങളായിട്ട് അവർ സൂഫിസം ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. പിന്നീട് ഒരു 50-60കളിലാണ് ഒരു റാഡിക്കൽ ഗ്രൂപ്പുകൾ വരികയും വഹാബിസം അങ്ങോട്ട് വരികയും ചെയ്തത്. അതിനുശേഷമാണ് ഇത്രയും റാഡിക്കലായിട്ടുള്ള ഈ ക്ലാഷുകളിലേക്കെല്ലാം പോയത്. അതിന് മുമ്പായിട്ടുള്ള വളരെ നമുക്കറിയാലോ സൂഫി സിസ്റ്റം എന്ന് പറയുന്നത്, സൂഫി സിസ്റ്റത്തിലായിരുന്നു അത് പോയിക്കൊണ്ടിരുന്നത് എന്ന് എടുത്ത് ഞാൻ വായിച്ചു. അത് ശരിയാണോ അല്ലയോ എന്നൊന്ന് ക്ലിയർ ആക്കിയാൽ നല്ലതായിരുന്നു. So sister, the question that he's asking is that traditionally the Muslims in that part of the region, from his studies, what he has understood is that the Muslims in Nigeria they were mostly following Sufism, one part of Islam, but then radical Islamists who believed in the ideology of Wahhabism, which is the more aggressive in nature, they came later on, and the whole environment changed, and now Islam is into a more aggressive in nature. Is that true, or because he is asking it from his own studies, is it true or not? It is true. I can say that. I don't know much about Islam, but historically that is true. There was the peaceful part of Islam, and we had the Muslims, and then I think Usman Dan Fodio and his radical thing came in, and then so he is right about that. I am not an expert in that, so I won't say much, but I can say for sure that he is right with his studies. ഓക്കെ, അപ്പം അച്ഛൻ പുള്ളിക്കാരത്തി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ്, അങ്ങനെ തന്നെയാണ്. പുള്ളിക്കാരത്തിക്ക് ഇസ്ലാമിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല, പക്ഷെ ആദ്യം ഒരു പീസ്ഫുൾ ആയിട്ടുള്ള മുസ്ലിം ഗ്രൂപ്പ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പം ഒത്തിരി റാഡിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയി കഴിഞ്ഞിരിക്കുന്നു. Thank you, sister. Eben bro. Okay. Eben bro. Eben. കേൾക്കാൻ ജിമ്മിച്ചോ? ഓക്കെ. എനിക്ക് തോന്നി ഒരു കാര്യം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഈ റൂം, ഈ ക്ലബിനെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. നമ്മളൊരു പുതിയ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ്. ക്രൈസ്തവരായ രക്തസാക്ഷികളുടെ ചരിത്രം പലതവണ നമ്മൾ ഇവിടെ നടത്താൻ ഉദ്ദേശമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ക്ലബിനെ ഒന്ന് ഫോളോ ചെയ്താൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ സഹോദരിയെയും ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെയുള്ള പ്രത്യേകിച്ച് അപ്പോളജിസ്റ്റുകളായി നിൽക്കുന്ന അനിൽ പാസ്റ്റർക്ക് അടക്കമുള്ള ദൈവദാസന്മാർ, ഇംഗ്ലീഷ് നന്നായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന സഹോദരങ്ങളെല്ലാവരും ആ സഹോദരിയെ ഫോളോ ചെയ്താൽ അവരുടെ നാട്ടിലും നമുക്ക് ഈ അപ്പോളജറ്റിക് മേഖലയിൽ നല്ല സംഭാവനകൾ നൽകുവാൻ കഴിയും. അനിൽ ബദറിനെയൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട്, അനിൽ പാസ്റ്ററെയും ഫോളോ ചെയ്തിട്ടുണ്ട്. തിരിച്ചു നിങ്ങൾ ഫോളോ ചെയ്യുക, ഒരു അഭ്യർത്ഥനയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ എനിക്കൊരു ചോദ്യമുണ്ട്. എബൻ ബ്രദറെ കേൾക്കാമോ?
ചോദിക്കാം ജിമിച്ച്, ചോദിച്ചോ. അത് ഞാൻ അവിടുത്തെ വിവരങ്ങൾ ഞാൻ അറിഞ്ഞത്, ഈ ഒരു ഭാഗത്ത് ക്രൈസ്തവരായ സഹോദരങ്ങൾ പീഡനമേൽക്കുമ്പോൾ അവർ സ്വതവേ പാവപ്പെട്ടവരാണ്. സാധാരണഗതിയിൽ ആട്ടിടയന്മാരും കൃഷിക്കാരും ഒക്കെയാണ്, കാലി മേയ്ക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരാണ്. വേറൊരു ഭാഗത്ത് അധികം പീഡനമേൽക്കാത്ത ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവർ അവർ അല്പസ്വല്പം ധനികരുമാണ്. അപ്പോൾ ഈ സാധാരണക്കാരായ പാവങ്ങളുടെ വിഷയത്തിൽ അവർ നോർത്തും സൗത്തുമാണ്. അതെ നോർത്തും സൗത്തും അവരവിടെ ഇടപെടുന്നുണ്ടോ എന്നും, രണ്ടാമത്തെ കാര്യവും ഞാൻ അറിഞ്ഞത് അവിടെയുള്ള ക്രിസ്ത്യാനിറ്റിയുടെ ഇടയിൽ ഭയങ്കര വർണ്ണവെറി ഉണ്ടെന്നാണ് അറിഞ്ഞത്. വർണ്ണവെറിയുണ്ട്, ജാതി വർണ്ണ ഗോത്രത്തിൻ്റെ ഒരു വലിയ വലിപ്പച്ചെറുപ്പ് വ്യത്യാസങ്ങൾ അവിടെ ശക്തമായിട്ടുണ്ട്. അതിനെക്കുറിച്ചും ഒന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഇത് രണ്ട് കാര്യത്തെക്കുറിച്ച് ചോദിക്കും. ബ്രോ. Okay, sister, brother Jimmy has asked this question. He is asking two different questions. The first one is that there is what he has heard is among the Christian communities that are there, there is one part who is majorly not that rich. They are mostly shepherds and farmers. And there is another group that is there. I think it is in north or west, I don't know. But they are a little bit on the well-to-do families. They are more rich. So are they also helping these people who are getting persecuted, who are not rich? That is his first question. The second question that he had was that what he has heard among the Christians in that part of Nigeria, there is a lot of caste system, in the sense of, like, I am from a Christian higher caste and you are from a different lower caste. Those kind of feelings are there. Is it true, or is it something that we heard? Because that's what he is asking. Okay, I'll try to answer that. His questions are very relevant. Shika, I think Chaka or some, he shared a little bit that we can do more. So I'll start from there. The people who are living better off, few of them try to help and step in the situation, but we can do more. Few churches have tried to step in, but we can do more. Nigeria, we have a large of almost 200 million people. So however we are doing now, it is not enough, because we have more than 3 million people in IDPs, right? So we can do more. About the class, okay, let me be quiet so you can I'll just translate. explain. Yeah, sister, I'll just explain, because then I'll miss out. I have a very short-term memory. I understand, sorry. പുള്ളിക്കാരത്തി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അത് ശരിയാണ്. കാരണം അതിന് രണ്ട് വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട്. ഒരു വിഭാഗത്തിലുള്ളവര് അവർ ഇച്ചിരൂടെ ഒരു ധനികരായിട്ടുള്ളവരാണ്. അതിൽ പലരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. പുള്ളിക്കാരത്തി പറഞ്ഞ ഞാൻ ശരിയായിട്ട് കേട്ടെങ്കിൽ 2 മില്യണിൽ പരം അതിലും കൂടുതൽ ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പം അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ പെർസിക്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ആക്രമം ഏൽക്കുന്ന ആൾക്കാർക്ക് സഹായമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പക്ഷെ അത്രയും ചെയ്യുന്നില്ല എന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. അതിനകത്തൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ ഒരാളിൽ നിന്ന് അറിഞ്ഞതാണ്. അതായത് അവിടെ ക്യാഷുള്ള ക്രിസ്ത്യൻസ് എന്ന് വെച്ചാൽ അങ്ങ് അറ്റം ക്യാഷും പഠനവും ഉള്ളവരായിരിക്കും, അല്ലാത്തവർ ഏറ്റവും താഴെക്കടയിലുള്ളവരായിരിക്കും. എന്നൊരു നിലയിൽ അത്രയ്ക്ക് ഒരു തമ്മിൽ അത്രയ്ക്കൊരു വ്യത്യാസമുണ്ട്. Okay. Yeah, Sister Eben was saying that what he has heard is that there are certain Christian groups that are like extremely rich, but those who don't have, they don't have even one-time meal. That's what he has heard. Yeah, go ahead, sister. Please address the second I just question wanted that to he was add on asking. that. Yes. Yeah, go So ahead. it's not because we also have the wealthy even in the north. But the thing is, if you ask me, I feel the people in the other parts of Nigeria are not doing so much, right? Because the situation is not really affecting them, if you ask me. So if we care for each other as Christ expects us to, then when we have enough, we should help. That's what I would say. On the other part of the class system, I wouldn't say it's a class system. I'll just explain.
I'll just explain Okay. that. So പുള്ളിക്കാരി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ക്രിസ്ത്യൻസിൽ ഒത്തിരിയും വിഭാഗങ്ങളിൽ അവർക്ക് നല്ലപോലെ കാശുള്ളവരുണ്ട്. പക്ഷേ കർത്താവ് പഠിപ്പിച്ചതുപോലെ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക എന്നുള്ള രീതിയിൽ പഠിപ്പിച്ചതുപോലെ കൂടുതൽ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റും. പക്ഷെ അത്രയും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു. Go ahead. Okay. So I think the second question, if I understand it, is asking about class. It's not a class thing. It's rather because we have many Christian denominations in Nigeria. And a lot of people are more into, I come from maybe the Catholic, or I come from evangelical, or I come from Pentecostal. So if it's happening to someone that is not from my denomination, it's not really my concern, but that's not Christianity. We're supposed to care for Yeah. each other. നൈജീരിയയുടെ ഈ ഭാഗങ്ങളിൽ ഒത്തിരി ഡിഫറെന്റ് ഡിനോമിനേഷൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ വിഭിന്നമായിട്ടുള്ള ഡിനോമിനേഷൻസ് ഉള്ളത് കൊണ്ട് ചിലർ പറയും ഞാൻ കത്തോലിക്കക്കാരനാണ്, ഞാൻ ഓർത്തഡോക്സുകാരനാണ്, ഞാൻ പെന്റിക്കോസ്റ്റൽ വിഭാഗത്തിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിഭാഗത്തിലുള്ളവനാണ്. അപ്പം അവരുടെ ഡിനോമിനേഷനിൽ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ മറ്റുള്ള ഡിനോമിനേഷനിലാണല്ലോ ആ പ്രശ്നം. അപ്പം ഞാൻ എന്തിനാണ് അതിനകത്ത് ഇടപെടുന്നത് എന്നുള്ള രീതിയിൽ പലരും ചിന്തിക്കാറുണ്ട്. പക്ഷേ ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരാൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് എന്നോട് പുള്ളിക്കാരത്തി പറഞ്ഞു. Go ahead, sister. Your mic is mute. Okay, can you hear me? Can you hear me now? Yes, we can hear you. Okay, my internet is fluctuating. So what I would say is we're more into that than the class system of the poor are down there and the rich are up there. But if we can cut across and understand that we are one body in Christ, it doesn't matter the church you attend or the denomination, I think we would do better in Nigeria. But yes, there are people who are living below $1, like $1, even 50 cents. And then we have the very rich people. So we can do better if we can love like Christ. അപ്പം ജിമിച്ച പുള്ളിക്കാരത്തി പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസ്റ്റ് സിസ്റ്റത്തെ കാട്ടിൽ കൂടുതലും ഈ ഡിനോമിനേഷന്റെ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ക്രിസ്തുവിൽ ഒരു ശരീരമായതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. എല്ലാവരും ക്രിസ്തുവിൽ ഏക ശരീരരാണ്. $1 താഴെ 50 സെന്റ് പോലും ഒരു ദിവസം ഉണ്ടാക്കുന്ന പലരും അവിടെ ഉണ്ട്. എന്നാൽ എക്സ്ട്രീമായിട്ട് റിച്ച് ഒത്തിരി ധനികരായിട്ടുള്ള ആൾക്കാരും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. എനിക്കൊരു അവസരം തരാമോ സാർ? അടുത്ത ലീ സിസ്റ്റർ ആണ് എനിക്ക് തോന്നുന്നു. ലീ സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? ഓക്കെ, അബ്ബാ സിസ്റ്റർ സംസാരിച്ചു. ലീ സിസ്റ്റർ കേൾക്കുന്നില്ല. ഓക്കെ, ഗുഡ് ഈവനിങ്. എനിക്ക് ചോദിക്കാനുള്ളത് ഇന്റർനാഷണൽ ഏജൻസീസ് ഇപ്പം അവിടുത്തെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നുണ്ട്. നമ്മൾ നെക്സ്റ്റ് ലെവലിൽ നോക്കുന്നത് ഇന്റർനാഷണൽ ഏജൻസീസിന്റെ റോളാണ്. പിന്നെ അവിടുത്തെ ജനങ്ങൾ ഈ എക്സ്റ്റേണൽ ഏജൻസികളും അല്ലെങ്കിൽ അപ്പത്തി ഫ്രം ദ വേൾഡ് മീഡിയ ഇതിനെ ഫോക്കസ് ചെയ്യുന്നില്ല. ഒരുപാട് ഇത് ശരിക്കും കമഫ്ലാജ് അല്ലെങ്കിൽ വൺ സൈഡഡ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഒട്ടും ഇതിനൊരു എക്സ്പോഷർ ഇല്ല. ഇത് എവിടെയെങ്കിലും ചെറിയ തോതിൽ മാത്രമേ പുറത്തോട്ട് വരുന്നുള്ളൂ. അവിടെയുള്ള ആൾക്കാർ സോഷ്യൽ മീഡിയ ഇങ്ങനെ അതിനെക്കുറിച്ച് ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് വെന്യൂബ് സഹോദരിയുടെ പെർസ്പെക്റ്റീവ് എനിക്കറിയണം. Yeah, sister, Abbas sister asked this question that, because the government is not doing anything, even though all of these kind of situations are happening, the next person that we could look into is the international agencies, sympathy and empathy from their side. So what is the situation there in terms of how are the international community acting out in this particular situation? Okay, let me start this way, that they are doing something by providing relief materials and aids to the people who are displaced, but that is not enough because we are not dealing with the cause, right? We are asking the same questions. Like, I have been an advocate about this
and I work with an organization about this. And we are actually kind of challenging the community, on international community, on why they are silent. So I'm asking that question too, because I don't have the answer. We have many embassies here in Nigeria, but the ambassadors and high commissioners are quiet. Why is that so? Is a question that we are asking, and we are also looking at other Christians in international Christians, and we're saying that, can you come to our aid? We're not saying that we are sorry, translate and I'll go on. പുള്ളിക്കാരത്തി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഏജൻസീസും, ഇന്റർനാഷണൽ ഏജൻസീസ്, അവര് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ ആ റൂട്ട് കോസ് അവർ അഡ്രസ്സ് ചെയ്യുന്നില്ല. അവര് അവരുടെ കയ്യിലുള്ള അല്ലെങ്കിൽ പല ആഹാര പദാർത്ഥങ്ങളും അങ്ങനെയുള്ള എയ്ഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ മേജർ ആയിട്ടുള്ള ഈ പ്രശ്നങ്ങളെ അവർ അഡ്രസ്സ് ചെയ്യുന്നില്ല. ഞാൻ തന്നെ ഇതിനെ പല പ്രാവശ്യവും ഈ കൺസേൺസ് ഞാൻ ഇവിടെ റേസ് ചെയ്തിട്ടുണ്ട്. നൈജീരിയയിലുള്ള പല ഇന്റർനാഷണൽ എംബസീസും അംബാസഡേഴ്സും നൈജീരിയയിലുണ്ട്. അവരുടെ മുന്നിൽ ഞാൻ ഈ കൺസേൺസ് ഒക്കെ, ഈ മേജർ ആയിട്ടുള്ള റൂട്ട് കോസ് കൺസേൺസ് ഞാൻ അവരുടെ മുന്നിൽ റേസ് ചെയ്തിട്ടുണ്ട്. Go ahead, sister. Okay, so like I know we are a federal state, so no one can come and tell us how to do in our country, but I know that's why there are agencies like the United Nations, and they can sanction the Nigerian government on these types of things. So what we are saying is, we are rising as Nigerians, and we are challenging the international community to come in, since our government isn't doing anything. And we are wondering why it is silent, because genocide is still ongoing. There are a lot of things happening, but nobody seems to be saying anything about it. എനിക്കറിയാം, നൈജീരിയ എന്നത് ഒരു ഫെഡറൽ ഗവൺമെന്റ് ആണ്. അതിനകത്ത് മറ്റുള്ളവർക്ക് ഇടയ്ക്ക് ഇടപെടാനോ അല്ലെങ്കിൽ വേറെ ഒരു കൺട്രി ഞങ്ങൾ എന്താണ് തീരുമാനിക്കുന്നത് അത് ഇടപെടാൻ അവർക്ക് അവകാശമില്ല. പക്ഷെ എന്നാലും ഈ ഇന്റർനാഷണൽ ഏജൻസീസ് ആയിട്ടുള്ള UN, WHO അങ്ങനത്തെ ഏജൻസീസ് അവർക്ക് നൈജീരിയയുടെ മേൽ സാങ്ഷൻസ് ഇമ്പോസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ്, ഇങ്ങനെ ഒരു പ്രോബ്ലംസ് ഉള്ളപ്പോൾ ആ പ്രോബ്ലംസിനെ ഗവൺമെന്റ് അഡ്രസ്സ് ചെയ്യുന്നില്ലെങ്കിൽ ഗവൺമെന്റിന്റെ മേൽ സാങ്ഷൻസ് ഇമ്പോസ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് അവര് അങ്ങനെ ഒരു നിലപാട് എടുക്കുന്നില്ല എന്നുള്ളതാണ്. So it's a question that I am asking, the question that she is asking, I am also asking, but this is a good platform because you people are not Nigerians, but you're concerned about Nigeria. So just maybe together we can make the rest of the world really know what is happening in northern Nigeria. സിസ്റ്റർ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ തന്നെ ഞാനും ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നൈജീരിയൻ ആയിരിക്കുമ്പോൾ തന്നെ, നിങ്ങൾ നൈജീരിയൻസ് അല്ല എന്നാലും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക്, ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലേക്ക് ഈ കാര്യങ്ങൾ എത്തുകയും കൂടുതൽ ആൾക്കാർ ഇതിനെപ്പറ്റി അറിയുകയും എനിക്ക് തോന്നുന്നു ഒരു ചേഞ്ചസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. പറയൂ സിസ്റ്റർ, പറയൂ. നമുക്ക് റീസെന്റ് ആയിട്ട് യുഎസിലൊക്കെ, എന്നെ കേൾക്കാവോ? റീസെന്റ് ആയിട്ട് യുഎസിൽ ഒരു വ്യക്തി മരിച്ചപ്പോൾ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്നുള്ള ഒരു ക്യാമ്പയിനിങ് വേൾഡ് വൈഡ് ആയിട്ട്, അതുപോലെ ചില അനെക്ഡോട്ട്സ് അല്ലെങ്കിൽ ഇൻസിഡന്റ്, ഒരു ലൈഫ് പോലും ഒരു ലൈഫ് പോലും വലിയ വിലയുള്ളതാണ്. പക്ഷെ ഇങ്ങനെ ജനസൈഡ് നടക്കുമ്പോൾ ഇതേ ബ്ലാക്ക് കമ്മ്യൂണിറ്റി നല്ല അഫ്ലുവൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ പോയിട്ടുള്ളവര് ആഫ്രിക്കയെ കുറിച്ചുള്ള ഒരു കൺസേൺ ഫെലോ ആഫ്രിക്കൻസിനെ കുറിച്ച് ഇല്ലാത്തത് നമ്മളെ എല്ലാവരെയും വളരെ വേദനിപ്പിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ആ ചോദ്യം ചോദിക്കുന്നുണ്ട്. സഹോദരി വെന്യോപ്പിന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എനിക്ക് ഒന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്. So, sister, what Abbas sister asked is that in America, when one person, I think it was Floyd, who when he died because of that police incident, the entire black community in America started off a Black Lives Matter movement, which was a big major movement in the western side, especially in US and Canada and Northern America.
why is it that when there is a genocide that is happening, when there are like, so many thousands and thousands of people are being killed in Nigeria and in different parts of Africa, why is it that the more affluent and more, financially and socially stronger, black, ethnic people who are in different parts of the Western world, why are they not looking at this? Why are they not seeing the genocide of the black communities that are happening in Nigeria? Or are they even looking at that particular matter? It's a question that she just took from my mind and we are asking. Because, for example, the Secretary of State took out Nigeria from the country of particular interest, particular concern, CPC, because we have countries who the international community mark as countries who do not allow religious freedom, and Nigeria is one. But last year, November, they took Nigeria out of the list, and we are concerned about that because every life matters, right? So if there's a Black Lives Matters campaign in the US and it was such a huge success, what about the other Black lives? Do we really matter? People are dying in their thousands and the world seems to be silent about it. And we are concerned about it. So she took the question right out of my mouth. And one of the reasons why I am on this platform sharing about the truth of what is happening, because I come from this particular region, is because of this question. Why is the world silent about the genocide that has been going on for more than 20 years in Nigeria and other African countries? Why are we quiet about it? I need answers to. So I do not have answers for that. സിസ്റ്റർ ചോദിച്ച ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ എനിക്കുമുണ്ട്. കാരണം എല്ലാ മനുഷ്യന്റെയും ജീവിതം അത് ഒത്തിരി ഇമ്പോർട്ടന്റ് ബഹുമൂല്യമാണ്. അപ്പം അങ്ങനെ ഒരാൾ മരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ വെസ്റ്റിൽ ഇത്രയും വലിയ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും മാസീവ് ആൾക്കാർ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ജനസൈഡ് നടക്കുന്ന ആഫ്രിക്കൻ കമ്മ്യൂണിറ്റി ആഫ്രിക്കൻ കൺട്രീസിലും അതുപോലെ നൈജീരിയയിലും ഇത്രയും ആൾക്കാർ മരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് വെസ്റ്റിലുള്ള ബ്ലാക്ക് കമ്മ്യൂണിറ്റീസ് അവർ മിണ്ടാതിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് നടന്നില്ല എന്ന രീതിയിൽ അവർ എന്തിന് ഇരിക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ സിസ്റ്റർ എന്റെ വായിൽ നിന്ന് തന്നെ അത് എടുത്തു ഞാനത് ക്വസ്റ്റ്യൻ ചോദിക്കാനും ഇരിക്കുകയായിരുന്നു. എനിക്കൊരു ചെറിയ ഉപചോദ്യമുണ്ട്. One minute, Sister Abbas. It is my humble request. Who are asking questions, those who know, those who can use English, please ask in English so that the question will be directly go to that sister, or she can answer it very perfectly. And the question will be translated into Malayalam. So translator can also get a little bit of easiness. When it is translated to English, maybe there may be something will lose from the question. So please, those who know English, please try to ask the question directly to the person. And then Nasrain will translate it in Malayalam, as well as from when she answers, he will translate it into Malayalam. So translator can get a little bit of easiness. Thank you. പറഞ്ഞോളൂ സിസ്റ്റർ. അപ്പൊ സിസ്റ്റർ ഇംഗ്ലീഷിൽ തന്നെ ചോദിച്ചോ, ഞാൻ മലയാളത്തിൽ ട്രൈ ചെയ്യാം. Sister, when you, I want to know, as a fellow sister from India, as a fellow Christian, what is that? Of course, we pray and every day we remember what's happening with great awe. I would like to know what is that you have for us to say, and how can we offer solidarity apart from the things that we do? Okay, thank you for that question. I got Sister, I'll just say the question in Malayalam as well. Sister Abbas sister ചോദിച്ചത് നസീംബർ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന മുമ്പായിട്ട് പ്രോഫറ്റ് ഐസയ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ അടുത്തുകാരനാണെന്ന് ചോദിച്ചറിഞ്ഞാൽ നല്ലതായിരിക്കും തോന്നുന്നു. പ്രോഫറ്റ് ഐസയ, ക്യാൻ യു ഹിയർ മീ? Yes, I can hear you. Good morning. Yeah, good morning. You're from which part of the world? Are you from Nigeria? I am British, but I'm also Nigerian by heritage.
Okay, thank you. Okay, so we can concentrate the questions to you also as well. So that's the thing. Anyway, thank you. Okay, Nasrin brother തുടർന്നോ. Even meanwhile നമുക്ക് പുള്ളിക്കാരനോടും കൂടെ questions ചോദിക്കാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. Sure. And we welcome you, Prophet Isaiah. Thank you very much. So the question, അബ്ബാസ് സിസ്റ്റർ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഇന്ത്യൻസ് ആയിട്ടുള്ളവര് ഞങ്ങൾ ഈ കാര്യങ്ങൾ അറിയുന്നു. എന്നാൽ ഞങ്ങൾക്ക് മറ്റ് പല രീതികളിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക ആണെങ്കിൽ പോലും എന്താണ് ഞങ്ങൾക്ക് നിങ്ങളോട് കൂടെ നിന്ന് തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും എങ്ങനെയാണ് ഞങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്? Yeah, go ahead, sister. You can answer that. Okay. I'm glad also that Prophet Isaiah is here. He can also answer that. But I also want to say that advocacy is very important. What other Christians can do is to also speak out about this. The louder we get, the louder the world hears us, and then they get to notice what is happening. If you show your support, speak about this. Social media is a place that things can easily be heard. So let's share about this cause that is going on, and let's talk about it so the whole world can hear, not just a few Nasrin, can people. you just translate? Okay. Yeah. സോ സിസ്റ്റർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ കൂടുതൽ അറിയുമ്പോൾ കൂടുതൽ ക്രിസ്ത്യാനികളായിട്ടുള്ളവര് കൂടുതൽ ഈ വിവരങ്ങൾ ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ ഈ കാര്യങ്ങൾ അറിയിക്കുക. ഇങ്ങനെയുള്ള കാര്യം നടക്കുന്നുണ്ട്, ലോകത്തിന്റെ ഈ ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ കൂടുതൽ അറിയിക്കുക. മീഡിയയിൽ ആർക്കെങ്കിലും ഇൻഫ്ലുവൻസ് ഉള്ളവരുണ്ടെങ്കിൽ അവിടെയും ഈ കാര്യങ്ങൾ അറിയിക്കുക. കാരണം നമ്മൾ ക്രിസ്ത്യാനികൾ ഈ കാര്യം കൂടുതൽ അറിയിക്കുമ്പോഴാണ് ലോകം ഈ കാര്യം കൂടുതലായിട്ടും അറിയാൻ സാധിക്കുന്നത്. Go ahead, sister. Okay, and also some of the Christians, some of you are in influential positions. Some of you are working with agencies like the UN. You can talk about this. You can speak out about this. You can make reference about it. Let the world's attention turn towards Nigeria. Nigeria is not the only country, but we know what's going on here, and we can talk about it based on the question you asked. So speak about it in your places of influence. Speak about it on the platforms that you have. Talk about these things. Let help come to us. Relief materials, aid's very important. But this thing will keep going on if we do not tackle it from the root cause. And we need to speak about it because that's one way to also start tackling it. ഓക്കെ, നിങ്ങളിൽ ചിലപ്പം കേട്ടോണ്ടിരിക്കുന്നവർ പലരും നല്ല ഇൻഫ്ലുവൻസിങ് പൊസിഷൻസിൽ ഇരിക്കുന്നവരായിരിക്കും. നിങ്ങളിൽ പലരും ചിലപ്പം UN-ലും അങ്ങനത്തെ ഹൈ പൊസിഷൻസിൽ ഇരിക്കുന്നവരായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ മീറ്റിംഗ്സിലൊക്കെ ഈ കാര്യങ്ങളെ പറ്റി പറയുക. നൈജീരിയ ഒരു എൻ്റെ രാഷ്ട്രമായതുകൊണ്ട് എനിക്ക് നൈജീരിയയെ പറ്റി കോൺസെൻട്രേറ്റ് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റും. പക്ഷേ അങ്ങനെ ആഫ്രിക്കയിലെ പല കൺട്രീസും ഈ പീഡനത്തിലൂടെ പോകുന്നവരുണ്ട്. അപ്പം യെസ്, ഈ UN-ഉം ഇന്റർനാഷണൽ ഏജൻസീസ് ഒക്കെ അവർ എയ്ഡും ഫുഡും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ റൂട്ട് കോസിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല. ഈ റൂട്ട് കോസിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ ശ്രമിക്കുമ്പോഴേ നമുക്ക് ഈ പ്രോബ്ലം മുഴുവനായിട്ടും നീക്കാൻ പറ്റത്തുള്ളൂ. നാസിർ ബ്രദർ, എനിക്കൊരു പോയിന്റ് പറയാം. എനിക്ക് സിസ്റ്റർ അറിയാം. ഒരു പോയിന്റ് പറഞ്ഞോട്ടെ. ഇപ്പൊ പറഞ്ഞോട് ചേർന്നു പറഞ്ഞു ഡോക്ടർ, പറഞ്ഞോളൂ. Okay, praise the Lord. Sister Beniop, thank you for coming. God bless you for all that you're doing with regards to what's happening there. God strengthen you. ഈ Beniop sister നമ്മുടെ ഇംഗ്ലീഷ് മീറ്റിംഗ് ഒരുപാട് പ്രാവശ്യം സംസാരിച്ച ഒരാളാണ്. ഒരു ടാക്സിയൊക്കെ എടുക്കുമ്പോൾ പേടിച്ചാണ് പോകുന്നത്. കാരണം ടാക്സിയൊക്കെ എടുക്കുന്ന സമയത്ത് ഇത് ബോക്കോ ഹറാമിൽ ആരെങ്കിലും ആണോ എന്നെ കിഡ്നാപ്പ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഭയന്ന ഇവർ ഒരു ടാക്സി പോലും കയറുന്നത് പ്രാർത്ഥിച്ചൊക്കെയാണ് കയറുന്നത്. ഒരു ടാക്സിക്കകത്ത് ഒരുപാട് പ്രാവശ്യം സാക്ഷിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനാണ് ഇവരോട് സജസ്റ്റ് ചെയ്ത ഒരു നൈജീരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഒരു ക്ലബ്ബോട് സെറ്റപ്പ് ചെയ്യാൻ. ആ പ്രൊഫൈലിൻ്റെ അണ്ടറിൽ ഐ പ്രേ ഫോർ നൈജീരിയ നോർത്ത് എന്ന് പറഞ്ഞ് ഇട്ടിട്ട് ഒരു ക്ലബ്ബ് ഇവിടെ ഉണ്ട്. പ്രാർത്ഥനയൊക്കെ കുറേ പ്രാവശ്യം നടത്തി 3-4 പേരൊക്കെ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആഴ്ചയിൽ ഒരു മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട് ആ ക്ലബിൻ്റെ. അപ്പോൾ ഇപ്പം പറഞ്ഞ കാര്യം UN-ൻ്റെ കാര്യം, ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് UN-ലേക്ക് കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ പണ്ട് ഇവിടെ ന്യൂയോർക്കിൽ UN-ൽ ഒത്തിരി വർഷങ്ങൾ വർക്ക് ചെയ്ത ഒരാൾക്ക് ആ ഇമെയിൽ അയച്ചിരിക്കുക. എൻ്റെ കയ്യിൽ ആ ഇമെയിൽ ഉണ്ട്. ഇവർ ഡ്രാഫ്റ്റ് ചെയ്ത ഒരു ലെറ്റർ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇല്ലെങ്കിൽ വെനിയോപ്പ് അയച്ചു തരും. അത് ഞാൻ ഇന്ന് രാവിലെ എനിക്ക് തോന്നിയ ഒരു ഐഡിയ ആണ്. നമ്മുടെ ശശി തരൂർ MP ഒന്ന് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് UN-ലൊക്കെ ഒത്തിരി കോൺടാക്ട്സ് ഉണ്ട്. ഈ UN-ൽ ഇപ്പം നമ്മൾ ഒരു ലെറ്റർ അയച്ചു കഴിഞ്ഞാൽ അവരതൊക്കെ ആക്ട് ചെയ്ത് വരുമ്പോഴേക്കും ഇനി ഒരു കുറേ ആയിരക്കണക്കിന് ആൾക്കാർക്ക് കൂടി മരിക്കും അവിടെ. കാരണം അതുപോലെ അങ്ങ്
അവരങ്ങ് അറുത്തു മുടിച്ച് എല്ലാ വീടുകളൊക്കെ നശിപ്പിച്ച് ഒത്തിരി ആൾക്കാർ, മില്യൺസ്, ലക്ഷക്കണക്കിന് ആൾക്കാർ, അവർ ഇന്റേണലി ഡിസ്പ്ലേസ് ആൾക്കാർ, വീടില്ല, അവിടെ ആരും പോകത്തുമില്ല, ജേർണലിസ്റ്റിന് പോകാൻ പറ്റത്തില്ല. ഈ ഏരിയ മൊത്തം അവരങ്ങ് അടക്കി വാഴുക, ഈ ആൾക്കാർ, ബോക്കോ ഹറാം, ഈ ഫുലാനി മിലിഷ്യ, ഇവരെല്ലാം. അപ്പോൾ ഈ ഞാൻ ചിന്തിച്ച ഈ ശശി തരൂർ MP ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ലെറ്ററോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്രാഫ്റ്റ് ചെയ്ത് തരണമെങ്കിൽ ഇവർ വെനിയാപ്പ് അയച്ചു തരും, ഡോക്യുമെന്റേഷനൊക്കെ അയച്ചു തരും. അതൊന്നും കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അങ്ങനെ ആരെങ്കിലും ആ ഏരിയ നിന്നൊക്കെ ഇന്ററാക്ട് ചെയ്യുകയാണെങ്കിൽ ഇനി UN-ലൊക്കെ ഇതൊന്ന് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു സംഭവമായിട്ട് മാറും. നസ്രേൻ ബ്രദറെ, ഈ ഡോക്ടർ ജോസാറുമായിട്ട് ഒന്ന് ബാക്ക് ചാനലിൽ ബന്ധപ്പെടണം. എബൻ ബ്രദറെ, നമുക്ക് ഞാൻ ഇനി അടുത്ത ആൾക്കാരിലേക്ക് പോവാണ്. ബട്ട് ഇനിയുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാം. ജസ്റ്റ് ഒത്തിരി പേര് ക്യൂവിലുള്ളതുകൊണ്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഒരു ഉപചോദ്യമായിട്ട് പോകാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അല്ലെങ്കിൽ ഒത്തിരി ടൈം ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് എനിക്കും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ എല്ലാവരും തന്നെ ഇങ്ങനെ ക്യൂ നിൽക്കുന്ന പോലെ ഒരു ഫീൽ എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ അതിന് മുന്നായിട്ട് എല്ലാവരിലേക്കും പോകുന്നതിന് മുമ്പായിട്ട് ജോസഫ് അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛനിലേക്കൊന്ന് വന്നിട്ട് ബാക്കിയുള്ളതിലേക്ക് ഞാൻ തിരിച്ചു വരാം. ജോസഫ് അച്ഛൻ കേൾക്കുന്നുണ്ടോ? ഞാൻ സംസാരിക്കുന്നില്ല, കേൾക്കുന്നേ ഉള്ളൂ. ഞാൻ ശരി, ഓക്കെ, താങ്ക് യു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ആളിലേക്ക് പോവാണ്. ലീ സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? ലീ സിസ്റ്റർ ഇവിടെ ഉണ്ടോ? ഈനോക്ക് ബ്രദർ, ഷെൽവി ബ്രദർ. ഞാൻ ഇത് കഴിഞ്ഞിട്ട് വന്നോളാം. ശരി, ഡയമണ്ട് ബ്രദർ. Hello. Okay. Thank you. First of all, I want to thank Sister. ഡയമണ്ട് ബ്രദറെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രൊഫറ്റ് ഐസിയ എന്ന് പറഞ്ഞ അദ്ദേഹത്തിലേക്ക് ചോദിക്കാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന് ആൻസർ ചെയ്യാൻ പറ്റാത്തുണ്ടെങ്കിൽ നമുക്ക് പുള്ളിക്കാരിലേക്ക് പോകാം. കാരണം പുള്ളിക്കാരിക്ക് ഇച്ചിരി ട്രസ്റ്റ് കൊടുക്കാം. സോ ഐ തിങ്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വി ആർ ജസ്റ്റ് ഫോക്കസിങ് ടു പ്രൊഫറ്റ് ഐസിയ. അറ്റ്ലീസ്റ്റ് ഫോർ ദ ടൈം ബീങ് വെന്യൂബ് സിസ്റ്റർ ക്യാൻ ടേക്ക് സം ലിറ്റിൽ ട്രസ്റ്റ്. സോ വി ആർ ജസ്റ്റ് ഫോക്കസിങ് ഓൺ പ്രൊഫറ്റ് ഐസിയ. ഡയമണ്ട് ബ്രദർ, you can go ahead. Okay, I want to thank you first of all, Sister Venyub and the brothers Sang and Chaka coming to this room and sharing your experience with us. And also we will pray for you guys in Nigeria and all over the world. So my question is to Prophet that earlier when Sister Venyub spoke, she was mentioning like it's a kind of genocide happening, like a Christian persecution. We all know that it's a Christian persecution happening and a lot of people killed. But at the same time, it is kind of a violation to the humanity. So it's a criminal activities going on there. So my question, is there any earlier Sister Abbas also mentioned about the international community interfering. So my question, what is that the government, what are they doing? Is there any police station work there, or is any judicial system in the country? So I just want to know about that first. Thank you. Thank you very Prophet much. Isaiah, can you hear me? Yes, I can. Can you hear me? So, I'll just translate maybe the question in Malayalam. Okay. So Diamond Brother ചോദിച്ചത് ഇങ്ങനെ മാസമായിട്ട് ജനസൈഡ് ഈ നൈജീരിയ അങ്ങനത്തെ ഭാഗങ്ങളിൽ നടക്കുമ്പോൾ അവിടെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ പോലീസ് സിസ്റ്റം എന്താണ് ഇതിനെപ്പറ്റി ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു നിലപാട് എന്താണെന്നാണ് അദ്ദേഹം ചോദിച്ചത്. Go ahead, Isaiah. Thank you very much. First of all, I would say greetings to everybody in the room. And I think to have a nation like India take absolute concern and support for the religious killings that take place in Africa, especially Nigeria, I think it's very, very encouraging and also very welcome. We thank you for your solidarity. We thank you for your support. And also we thank you that amongst many, you're one of such to even have a room such as this here on Clubhouse. I'll just translate that. So ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇന്ത്യക്കാരായിട്ടുള്ള നിങ്ങൾക്ക് ഒരു താങ്ക്സ് പറയുന്നു. കാരണം നിങ്ങൾ മറ്റ് രാഷ്ട്രങ്ങൾ, ഒത്തിരി രാഷ്ട്രങ്ങളുണ്ട്, എന്നാലും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ
ക്ലബ് ഹൗസിൽ നൈജീരിയക്ക് വേണ്ടി ഒരു റൂം തുറന്നതിൽ ഞാൻ ആദ്യമായിട്ട് താങ്ക്സ് പറയുന്നു. Yeah, go ahead. Where do I start, and how can we speak about the ills that have traversed African countries for the time that we know? I will go to a simplicity that has also evolved here in the United Kingdom, where a woman called Alice Bailey declared for a 10-point strategy of a new world order. ഞാൻ എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം പല കാര്യങ്ങളും പറയാനുണ്ട്. അതിനകത്തുനിന്ന് ഒരു കാര്യം പറയട്ടെ. UN ഉള്ള ഒരു സിസ്റ്റർ അലസ് ബേബി എന്ന് പറഞ്ഞ ഒരു സിസ്റ്റർ ഒരു 10-point സ്ട്രാറ്റജി അവർ ഇറക്കിയിട്ടുണ്ട്. അതിനകത്തൊരു ന്യൂ വേൾഡ് ഓർഡറിനെ പറ്റിയുള്ള ഒരു 10-point സ്ട്രാറ്റജി അവർ ഇറക്കിയിട്ടുണ്ട്. The gentleman who asked the question, as I listened, spoke about the judiciary and also training, where the police were mentioned and a few other things. But if I would backtrack, I think we need to come to the perspective that many countries around the world have a dispensation of different religious views, customs, and practices. ആദ്യം ചോദിച്ച സഹോദരൻ പല കാര്യങ്ങളും ചോദിച്ചു. അതിനകത്ത് ജുഡീഷ്യറിയെ പറ്റിയും പോലീസിനെ പറ്റിയും കാര്യങ്ങൾ ചോദിച്ചു. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആക്ച്വലി ഈ ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ ഈ ഡിഫറെന്റ് ട്രഡീഷൻസും ഡിനോമിനേഷൻസും നിലനിൽക്കുന്നു എന്നുള്ള കാര്യത്തിലേക്കാണ്. If we take Nigeria as the initial blueprint and the core scenario that we're speaking about right now, it is good to lay the emphasis and give food for thought that before Nigeria became independent in 1960, and also before it gained its name as it was given by Lord Lugard, Nigeria originally was a protectorate where we had the Northern Protectorate, the Western Protectorate, and the Southern Protectorate. നൈജീരിയ ഒരു രാഷ്ട്രമായി തീർന്ന 1962, I believe 1962 years, right? Yes. October the 1st, ഒരു രാഷ്ട്രമായി ഒക്ടോബർ 1 1962 ഒരു രാഷ്ട്രമായി തീർന്നതിന് മുൻപേ ലോർഡ് ലുഗാർഡ് ഇതിനെ ഒരു രാഷ്ട്രമാക്കി തീർത്തതിന് മുൻപേ ഇത് ഒരു what did you said, what was it? In regards to what? You said that it was a protectorate. The Northern Protectorate, the Western Protectorate, and the Southern Protectorate. You mean to say under the colonial rule of British? That's correct. Okay. ഇത് ഒരു പ്രൊട്ടക്ടറേറ്റ് അല്ലെങ്കിൽ ഒരു കൊളോണിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ അണ്ടറിൽ ഒരു കൊളോണിയലൈസ്ഡ് ഉള്ള ഒരു രാഷ്ട്രമായിരുന്നു. One thing we cannot ignore, and one thing that can never be removed from history, is that the northern part of Nigeria, as of today, and the southern part of Nigeria in those days were a completely different fusion of religions and tribes. ഒരു കാര്യം നമുക്ക് തിരസ്കരിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്തേൺ പാർട്ടും അതുപോലെ സദേൺ പാർട്ട്, ഇത് രണ്ടും രണ്ട് ഡിഫറെന്റ് തലത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലങ്ങളാണ്. അതിനകത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള റിലിജിയൻസും ഫെയ്ത്ത് സിസ്റ്റവും ആയിരുന്നു അവിടെ ഉള്ളത്. But we need to be aware that the common essential practice of trade was one that tied every protectorate together. So one way or the other, whatever the Northern Protectorate had, the South also needed, and whatever the South had, the North also needed. And so they had to trade one way or the other. And so the vast majority of traditions and cultures fused, and inherently one way or the other, as a result of them living within these spaces, their religions were established in whatever colonies or precincts that they found themselves in.
ഇത് രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആണെങ്കിൽ പോലും നോർത്തേൺ പാർട്ടും സദേൺ പാർട്ടും, പക്ഷെ ഒരു കാര്യം അതിനെ രണ്ടിനെയും ബന്ധിപ്പിക്കുന്നത് അത് ട്രേഡാണ്, അല്ലെങ്കിൽ വ്യാപാരമാണ് ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപാരം ചെയ്തത് കൊണ്ട് പല ഫ്യൂഷൻസും അല്ലെങ്കിൽ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർമിങ്കിൾ ആയിരുന്നു. Nigeria eventually was birthed, and as a result of that, we have come to know today that there have been a springing forth of various religious entities all around the country. I'm talking about traditional worship, I'm talking about religious Christian worship, Islamic worship, and the list goes on and on. But the two major religions that have their strongholds in Nigeria being the Christians and the Islamists, the Muslims as we will call them. അതുകൊണ്ട് നൈജീരിയ ഫോം ആയ സമയത്ത് തന്നെ മേജറായിട്ടും പല വിഭാഗങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ പോലും മേജറായിട്ട് അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള വിശ്വാസങ്ങളാണ് അവിടെ ഡെവലപ്പായി വന്നത്. ഇസ്ലാമും അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയും അവിടെ ഡെവലപ്പായി വന്നു. Islam is a religion that has more or less been actively practiced and has a greater hallmark in the northern part of Nigeria, while the Christian faith is one which is very, very stronger in the lower protectors, in the lower south, in the western region of Nigeria also, which you have so many churches. You could turn to streets and you would find the minimum 3 to 5 churches when you look into streets. And as much also within the south, we have communities of Muslims also who have also come to find a space, especially with the 3 major language tribes, Hausa, Igbo, and Yoruba, collectively in the entire nation. നോർത്തിൽ ഇസ്ലാം ഡെവലപ്പ് ആയത് ഭയങ്കര നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഡെവലപ്പായി. അതുപോലെ തന്നെ സദേൺ സൈഡിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു മുക്കിനും കോർണറിലും നിങ്ങൾക്ക് പല ഡിഫറെന്റ് ഡിനോമിനേഷൻസിലുള്ള ചർച്ചസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സദേൺ സൈഡിലും ഇസ്ലാമിക് കമ്മ്യൂണിറ്റീസ് അവിടെയും സ്ലോലി അവിടെ ഗ്രോ ചെയ്തു. മേജർ ആയിട്ടുള്ള 3 ട്രൈബ്സിന്റെ കാര്യം അദ്ദേഹം ഇവിടെ പറഞ്ഞല്ലോ. യൊറൂബ, which was the 3 tribes, brother? Hausa, Igbo, and Yoruba. ഹെൽസ, ഇബോ ആൻഡ് യൊറൂബ, അങ്ങനെ 3 മേജർ ആയിട്ടുള്ള ട്രൈബ്സും അവിടെ ഡെവലപ്പ് ആയി വന്നു. Thank you. I went to a private school in the southern part of Nigeria, and in my school, I was privileged to have taken religious studies. Religious studies were divided into the two major religious faiths, which were Christianity and Islam. And while I studied Christianity, because I come from a Christian home, others like myself who came from Muslim backgrounds chose Islamic studies, which was part of the religious vocation that was studied while I was in school. Furthermore, ഞാൻ സദേൺ പാർട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നതൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്കൂളിംഗ് ഒരു പ്രൈവറ്റ് സ്കൂൾ, സദേൺ പാർട്ടിലുള്ള ഒരു പ്രൈവറ്റ് സ്കൂളിലായിരുന്നു. ഞങ്ങൾ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ സ്കൂളിൽ 2 മേജർ ആയിട്ടുള്ള റിലീജിയൻസ് പഠിപ്പിക്കും. ഞാൻ ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിറ്റിയെ പറ്റിയാണ് പഠിച്ചത്. എന്നാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരങ്ങളിൽ പലരും ഇസ്ലാം വിശ്വസിക്കുന്നവരായിരുന്നു, മുസ്ലിങ്ങളായിരുന്നു. അതുകൊണ്ട് അവരവരുടെ റിലീജിയസ് സ്റ്റഡിയിൽ ഇസ്ലാമാണ് അവർ ഫോക്കസ് ചെയ്തത്. From a very young age, we were exposed to religious tolerances, because in my school, for example, on Fridays, the Muslims would go for Jumat service, and there was a mosque on the campus where my school was. So the whole school would go to the mosque and see how the Muslims worshipped. And on Wednesdays, when we would go to the cathedral to pray, the Muslim school part of the school would also come with us, and they worshipped and fellowshipped with us. We learnt their customs. We understood how they worshipped God as much, whom they call Allah, and they also did the same thing with us, as they worshipped the same God that we called Jehovah. ഞങ്ങളും Prophet, if you can mute your mic, it just echoes when I speak. Okay, thank you.
സോ ഞാൻ ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നല്ലൊരു മതസൗഹാർദ്ദമുള്ള ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് സ്കൂൾ നടന്നുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈഡേസിൽ സ്കൂളിൽ ജുമായുടെ പ്രാർത്ഥന ഉള്ള സമയത്ത് എല്ലാ സ്കൂളിലുള്ള എല്ലാ സ്റ്റുഡൻസും അവിടെ പോയിട്ട് അവര് എങ്ങനെയാണ് മുസ്ലിങ്ങൾ നിസ്കരിക്കുന്നത് അല്ലെങ്കിൽ ആരാധിക്കുന്നത് എന്നുള്ളത് അവർ കാണും. അവരെങ്ങനെയാണ് അവരുടെ അള്ളാഹുവിനെ വിളിക്കുന്നത്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ പ്രാർത്ഥനകളിൽ ഈ മുസ്ലിം സഹോദരങ്ങളും അവിടെ വന്നിട്ട് അവര് ക്രിസ്ത്യാനികളുടെ ആരാധന അല്ലെങ്കിൽ അവരെങ്ങനെയാണ് യഹോവയായ ദൈവത്തെ ആരാധിക്കുന്നത്, ഇത് രണ്ടും സെയിം ദൈവം ആണ് എന്നുള്ള രീതിയിലാണ് അവര് ഇതിനെയും കാണുന്നത്. I say this to say that from a very young age, we were taught and we were encouraged to understand what religious tolerance was all about. As long as we worship the same God, we gave the room and the avenue for one another to be able to have the expressions of belief in that faith and to be able to worship without fear, recrimination, or attack. ഒരു ഒരു നല്ല ഒരു സമയം തൊട്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മതസൗഹാർദ്ദത്തിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതിനകത്ത് ഒരു വിശ്വാസം എന്നുള്ള ഞങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് സമുദായത്തിലുള്ളവരും സെയിം ദൈവത്തെയാണ് ആരാധിച്ചത് എന്നുള്ള വിശ്വാസത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. Prophet, there is a question that arises. Is it still in the Christian community? Do they still believe that the God of Islam, Allah, is the same God that the Christians believe in? Or does the Christians know the truth now that the God of Islam is Satan and that we do not worship the same God? I think it is fair to say that the education and the understanding of the name God in himself, God the deity, and the God that they speak of is something within the sphere of the community of those who worship Allah, so to speak, that comes with the base understanding of what they have learned, while we of the very same faith know that the God that they speak about is the very same God from whom Ishmael himself had gone over and then had that relationship to. It is fair to be more distinct and precise to say that, the word of God says that we know our God, for our God, his word says that his sheep know his voice and the strangers they would not follow. So without wanting to sound, let me choose the word very carefully, without wanting to sound like one who bends the nail so that it would not be hit properly, the Christian community of people, without having to mimic, yes, that's the word, without having to mimic something which is alternate, stand poised to know that God is Jehovah. God is Elohim. He is the creator of the earth and the creator of the very universe. If the God that we serve is whom they call Allah, then we decline or we refuse to accept the interpretation that they give to Allah as opposed to the interpretation that we know God to be, which he is the creator of the heavens and the earth. Prophet, I asked you that question because, majority of the people in this particular group, we have apologists and polemic, brothers who are leading apologists in our part of the world. Yes. And, from the time that we have been in Clubhouse and we have been defending Christianity against Islam, and we teach from the start itself that, the God of Islam is not the God Yahweh. That's why I asked that question. But yeah, so Okay, I think we can go to questions specifically about Nigeria, and the audience would be able to hear more about that. Awesome. Okay. Okay, I think we can go to next question, right? Diamond Brother ഒരു ചോദ്യം ചോദിച്ചായിരുന്നല്ലേ? Diamond Brotherന്റെ ചോദ്യത്തിന് ഉത്തരമല്ലായിരുന്നു അത്? അതെ 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 Okay. Can I? Okay. One more or? ഓക്കെ ബ്രോ, ഒരു ചെറിയൊരു സബ് ക്വസ്റ്റിനോട് ചോദിക്കാം. നസ്രീൻ ബ്രദർ ആൻസർ പറയുമ്പോഴത്തേക്കൊന്ന് ഷോർട്ട് ആക്കാനുള്ള ഒരു കാര്യം കൂടെ ഒന്ന് ശ്രമിക്കണേ. ഡയമണ്ട് ബ്രദറെ, ഡയമണ്ട് ബ്രദർ ചോദിച്ചോളൂ. Okay. Thank you, Prophet. And I want to ask another question close to that.
Like Yes, sir. recently we saw in Afghanistan, Taliban rule came and they implemented the Sharia law in there. And earlier, Brother Sakka was saying about uh, they are trying to build a not like a Islamic country, Islamic continent like Africa, to make Africa a Islamic continent. So, is that means? Do you what is your opinion about making the whole continent into an Islamic, other words, in Sharia law implemented country? So, in Taliban, when the Afghanistan, when Taliban uh, come into the power, we saw people, running, fleeing with their life. Even the Islamist people, Islamic believers, they were running for their lives. So these kind of thing, do they really understand what is their real teaching? Even the Islamic people, do they understand about the Sharia law and all the Islamic, rules and things like that? What is your take on that? Okay, Thank you. Prophet, 1 second. Nasrim brother, we do have only 40 minutes more to conclude because almost Yes, 6 hours yes. is getting finished. So the reply will get off. So we have to conclude as such. Okay, Okay, okay. Nasrim brother. So, Prophet, the thing is that, so he has asked that question. So we certainly have to, go to different people. I would request you if you can address that question specifically in a precise manner, so we can go to the next. Yeah, go ahead, Prophet. Awesome. What is Sharia law, and why are countries like Afghanistan and others trying to implement Sharia? We should be able to understand that they believe that Sharia is God's will for humankind. The question is, which humankind are they referring to? They go by what they call the fiqh, and the fiqh is their law that is produced by their scholars. And their scholars till this day are still trying to understand the implementations of human interpretation. And I think that is where there's a big problem. For me, we would say in a very civilized environment that that is very fallible. What are the basic reasons for this? The source of the Sharia itself comes from the Sunnah and the Quran. And they believe that the range of principles that Muhammad, their prophet, has given to them is what enables their Muslim scholars to work out how God wants Muslims to live. And I think this is where there's a conflict between the Islamists believing that I'll their just translate laws. that. Go on. ഓക്കെ ഷറിയ എന്നുള്ളത് അത് എന്താണെന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഷറിയ ഒരു ഇസ്ലാമിക് ലോ, അത് മനുഷ്യർക്ക് എല്ലാവർക്കുമുള്ള ഒരു ലോ അവരുടെ ജീവിതത്തിൽ പ്രാവണ്യമാക്കുന്ന ഒരു ലോ ആണ്. പക്ഷെ ഏത് മനുഷ്യർക്കാണ് ഇത് പ്രാവണ്യമാക്കേണ്ടിയെന്നുള്ളതാണ് ആദ്യം ചോദിക്കാനുള്ളത് ക്വസ്റ്റ്യൻ. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഷറിയയുടെ ഇന്റർപ്രിട്ടേഷൻസ് അവരുടെ ഷെയ്ഖ്സ് എങ്ങനെ ചെയ്യുന്നു അതുപോലെ അത് ഇരിക്കും. അത് ഇപ്പോഴും ഒരു ഇന്റർപ്രിട്ടേഷന് വിധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. Go ahead. Thank you. And what we see is the conflict between what the Muslims believe to be humankind and how Sharia itself in their own religion is specific to those who are Islamists, the Muslims. The sharp contrast here today is now there are another generation of Muslims who believe that that Sharia law is implementative for the entire humankind space where they live. So whether you're a Buddhist, you're a monk, you're a Christian, whomsoever you are, where they believe that they culminate and their Sharia law is of effect, they believe that it should govern the entire space and far and beyond from where they practice their religion. ഷറിയ എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അത് അവരുടെ പ്രാക്ടീസ്, അവരുടെ റിലിജ്യനിൽ അവർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ്. അത് എല്ലാവർക്കും പ്രാവണ്യമാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതാണ്. പക്ഷെ അവര് വിശ്വസിക്കുന്നത് അത് എല്ലാവരുടെയും ജീവിതത്തിൽ അത് പ്രാവണ്യത്തിൽ വരുത്തണം എന്നുള്ള ഒരു രീതിയിലാണ് അവർ വിശ്വസിക്കുന്നത്. Okay, Nasrim brother, thank you. Thank you. Okay.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പോകുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ എല്ലാവരെയും കൂടെ ഒന്ന് കവർ ചെയ്തിട്ട് വരാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓരോരുത്തർ ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമുക്ക് വെന്യൂ ബ്രദറിലേക്ക് സിസ്റ്ററിലേക്ക് കൂടെ ഒന്ന് പോകാം. പുള്ളിക്കാരെയും മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ ഡിവൈഡ് ചെയ്ത് വീട്ടിൽ പോകാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷെൽവി ബ്രദറാണ്. വെന്യൂ സിസ്റ്ററിനോട് ചോദിച്ചോളൂ. Okay. Let me come straight to the question. In 2014, we see bunch of girls being kidnapped by Boko Haram, and after a while, we see the government is not actually participate any sort of assist the girls to be rescued or not. But later they've been all released back to the society and seen they are all been pregnant, and they suffer the consequences. And again, it came to the news media in my attention. Again, this type of strategy happening there, and the government is not showing any sort of stopping this type of activities over there. And let me know what's your opinion regarding what's going on this type of things over there. Thank you. ഓക്കെ, അദ്ദേഹം ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്ററിനോടായിരുന്നു. 2014 ബോക്കോ ഹറാം ഒത്തിരി പിള്ളേരെ ഇങ്ങനെ പിടിച്ചോണ്ട് പോയി, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ സൊസൈറ്റിയിലേക്ക് അവരെ തിരിച്ചു വിടുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർക്ക് പല ഉപദ്രവങ്ങളും അത് കഴിഞ്ഞിട്ടുണ്ടായി. അപ്പം അതിനെപ്പറ്റി സിസ്റ്ററിനോട് ചോദിച്ച ക്വസ്റ്റ്യൻ. Go ahead. When your sister, you can answer to that. They call Chibok girls. They call Chibok by the world. Yes, they are called Chibok girls. Yeah. ഹാൻഡ് റൈസ് ഇനി ആരും ഓപ്പൺ ചെയ്യല്ലേ? ഹാൻഡ് റൈസ് ഇനി ആരും ഓപ്പൺ ചെയ്യല്ലേ? Yes, Ven. ടൈം ഇല്ലാതെ. Please go ahead and answer that, please, if Okay. we can. I think we share the same. I believe that we share a common place of concern when it comes to Boko Haram, the Chibok girls, and the rather arduous task that is faced with both the Nigerian government, its military, its paramilitary, and the neighboring surrounds to which they occupy, especially the Sambisa forest and many other surrounds that we know of, such as the borders of Cameroon and otherwise. The problem that we are faced with are many an issue. Some of them come from the place of advocacy from a legal standpoint and support. Solidarity from other nations that are aware of the trespassing of the intrusion of terrorism, which has taken a huge toll on lives, especially within the northern region, and has now also influxed itself into specific arms and pockets of Nigeria, coming right down through the south. A very, very familiar pattern we recognize as those who are called cattle rearers, the cattle herders, who are armed Fulani men, who have infiltrated the country one way or the other by trying to use an old law of grazing as a means of establishing forms of attack and creating avenues and areas of these dissenters in various states in Nigeria itself as a whole. Some of the things that the nation struggles with is the trust of neighboring states, and how have we come to the place where we are? The trust is suffered and broken more specifically because the inability to have a congruent voice that is unilateral amongst governors, amongst state legislators, and also amongst those within the governing chambers of the Senate has also expanded further the very turbulent nature of how to quell or how to disengage or break completely the strengths of these terrorist practices that have also begun to create extensive damage and carnage in the nation itself. We're dealing with an influx of northern people, northerners especially, who are voraciously holding on to a conquest and a mandate that they believe is jihad-like in nature, because they say that since that they are sons of Usman Dan Fodio, Nigeria then should be at the behest of understanding that it needs to be under Sharia law.
This is a conflict that the international bodies need to come to address. This is a place where the constitution of Nigeria needs to be addressed. And this is a place where people like ECOWAS, the OAU, which is now the African Union, need to begin to look strongly into, because we are dealing with a very strong infestation, which is aptly suggesting that Nigeria itself is caught in a wave of broken religious and customary traditional practices, which we can't seem no longer to be able to pinpoint to. Is Nigeria allowed to freely be both a Muslim and a Christian nation? Or is Nigeria strictly a Muslim nation? Or is Nigeria neither? These are the empaths that the Constitution needs to be looked back into, so that we can then begin to find for ourselves a place that gives religious tolerance and religious freedom in the entire nation as a whole. ഓക്കെ നസീം ബ്രദർ ഒരു ഷോർട്ടായിട്ടൊന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഞാൻ മേജറായിട്ട് കേട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരിപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, നൈജീരിയ ഒരു നൈജീരിയൻ ഗവൺമെന്റിനോട് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, നൈജീരിയ എന്താണ്? നൈജീരിയ ഒരു ഇസ്ലാമിക് കൺട്രി ആണോ, അതോ നൈജീരിയ ഒരു ക്രിസ്ത്യൻ കൺട്രി ആണോ, അതോ നൈജീരിയയിൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ടോ? കാരണം ഇപ്പം നമ്മൾ കാണുമ്പോൾ ക്രിസ്ത്യാനികളെയാണ് കൂടുതലും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യൻസ് അവർ തിരിച്ച് ആക്രമിക്കുന്ന ഒരു രീതിയിലേക്കല്ല കാണുന്നത്. അപ്പം ഇത് തീരുമാനിക്കേണ്ടത് നൈജീരിയൻ ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് അത് തീരുമാനിക്കുന്നില്ലെങ്കിൽ അതിനെ പ്രഷറൈസ് ചെയ്യേണ്ടത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റീസ് ആണ്. അവര് ഇതിനെ പ്രഷറൈസ് ചെയ്യേണ്ടത്. അത് വരുംകാലങ്ങളിൽ അവര് അങ്ങനത്തെ ഒരു നിലപാട് എടുക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അടുത്ത ആളിലോട്ട് പോവാം. താങ്ക് യു ഷെല്ലി ബ്രദറെ. ബെന്നി ബ്രദറെ. ബെന്നി, എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഈ നൈജീരിയയിലെ സംഭവം മാത്രമല്ലല്ലോ, നമുക്ക് ലോകത്തെ പലയിടത്തും ക്രിസ്ത്യാനികളെ പല രീതിയിൽ പേടി അനുഭവിക്കുന്നുണ്ട്. നൈജീരിയയെ പോലെ തന്നെ എന്നെ ഒത്തിരി വേദനിപ്പിച്ച ഒരു കാര്യമായിരുന്നു അർമേനിയയും അസർബൈജാനും തമ്മിൽ ഈ കഴിഞ്ഞിടെ നടന്ന യുദ്ധം. അത് രണ്ടും തുല്യ ശക്തികളായിരുന്നു, എന്നെ അത്രയും വേദനിപ്പിക്കത്തില്ലായിരുന്നു. അർമേനിയ ശരിക്കും ബെന്നിയെങ്കിൽ നമുക്ക് അർമേനിയയുടെ വിഷയം നമ്മൾ എടുക്കുന്നുണ്ട് ഒരു ദിവസം, അർമേനിയ കൂട്ടക്കൊലയെക്കുറിച്ച്. അല്ല, ഞാൻ അതിനെക്കുറിച്ച് പറയാൻ നല്ലൊരു ചോദ്യം കൊണ്ട് പെട്ടെന്ന് നിർത്തിയേക്കാം. ഇത്രയേ ഉള്ളൂ. അന്ന് ആ യുദ്ധത്തിൽ റഷ്യ അമേരിക്ക ഒന്നും സഹായിച്ചില്ലല്ലോ. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള ഒരു കാര്യം, അത് ഒന്ന് സൂചിപ്പിച്ചു. ഓക്കെ ചേട്ടാ, ഈ റൂം ക്രൈസ്തവ രക്തസാക്ഷികൾ എന്ന് പറഞ്ഞ റൂമാണ്. അപ്പൊ ഇതില് വരും ദിവസങ്ങളിൽ ഇത്തരം ഇൻസിഡൻസ് എല്ലാം നമ്മൾ ചർച്ചയ്ക്ക് വെക്കും. ഇന്ന് നൈജീരിയൻ ഇഷ്യൂ ആണ്. അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ വളരെ നല്ലതായിരുന്നു. ഞാൻ ചോദിച്ചു, മതി, അത്രേ ഉള്ളൂ. ഓക്കെ. അത് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും അടുത്ത റൂംസിൽ ഇതിനെ പറ്റിയിട്ട് ഉത്തരങ്ങൾ നമ്മൾ തരുന്നതായിരിക്കും. കാരണം ഇന്ന് ഇതായതുകൊണ്ട്, കാരണം മെയിൻലി മേ ബി ഒരു 15-20 മിനിറ്റിനാണ് ഇതിനകത്ത് റിപ്ലൈ ഓഫ് ആകും. ഞാൻ അതുകൊണ്ടായി തിരക്ക് പിടിക്കുന്നത് ലാസ്റ്റ് മിനിറ്റ്. ഓക്കെ, മോഹൻ ബ്രദർ. ജോസഫ് അച്ഛൻ ഡ്രൈവിങ്ങിലാന്ന് പറഞ്ഞു. ഫ്രീ ആകുമ്പോൾ ഒന്ന് മൈക്ക് ബ്ലിങ്ക് ചെയ്യണം, ഞാൻ അച്ഛനിലേക്ക് വരാം. മോഹൻ ബ്രദറെ കേൾക്കണ്ടോ? ഓക്കെ. എനിക്ക് I'm going to straight question. There's only one question I'm asking about the Nigerian Christians. Do you have any ecumenical organization for the preventing this kind of activity in Nigeria? Okay, the question is to Prophet, and the thing is like you can just stop word by word. We can translate. That will be much easier for people to understand. എബൻ ബ്രോ നമ്മുടെ എൻ ടോപ്പ് സിസ്റ്റർക്ക് ഒന്ന് കൊടുക്കണം. പ്രൊഫറ്റിനോടൊന്ന് ഷോർട്ട് ചെയ്യാൻ പറയാൻ കേട്ടോ. ഞാൻ പറഞ്ഞു. അപ്പം പുള്ളിക്കാരത്തേക്ക് കൊടുക്കാം. പുള്ളിക്കാരത്തി എനിക്ക് തോന്നുന്നു പുള്ളിക്കാരനെ റൂട്ട് ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ പുള്ളിക്കാരിലേക്ക് പോകാത്ത തന്നെ പുള്ളിക്കാരി ഇങ്ങോട്ട് തന്നെ റൂട്ട് ചെയ്യും. ഓക്കെ, Prophet, you can answer. We will translate word by word. Okay. When we speak about organizations that understand the breakdown that the communities Yeah, 1 second. അത്രയും ട്രാൻസ്ലേറ്റ് ചെയ്യോ? അങ്ങനെ പോട്ടെ. Okay. No, go ahead, Prophet. I was just, if you can just break in between, it would be helpful for me to translate exactly. Okay.
If we speak about organizations or communities that have come to become voices that recognize the inherent dangers in Nigeria, especially within this religious conflicts. ഓക്കെ, നമ്മൾ ഇപ്പം ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസിനെ പറ്റി സംസാരിക്കുവാണെങ്കിൽ, സ്പെഷ്യലി ഓർഗനൈസേഷൻസിനെ പറ്റി സംസാരിക്കുവാണെങ്കിൽ ഈ പെർട്ടിക്കുലർ റീജിയനിലുള്ള, we will be hard pressed to find them, but for the likes of the Red Cross or CAN, the Christian Association of Nigeria, which does exist. മേജറായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് റെഡ് ക്രോസും പിന്നെ CAN അല്ലെങ്കിൽ ക്രിസ്ത്യൻ അസോസിയേഷൻ നൈജീരിയ എന്നുള്ള ആ ഓർഗനൈസേഷനെയാണ് നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നത് അവിടെ. But what we are faced with is a writing on the wall. And I say the writing on the wall as in the Daniel times. Mene tekel orfasin. And the issue is the breakdown of laws, the fear of migration within states of religious standards, the inability to have coherent trade practices is allowing smaller pockets of organizations who recognize these issues, the effects that they have within the religious community, to start to rise, but they're still very silent because they do not have either the local backing, the legislative backing, or even a predominantly wider community backing because of the fear of those who are trying so hard to protect their lives and their homes. നമുക്ക് ചുമരിൽ കാണാൻ പറ്റുന്ന എഴുത്ത് പോലെ, ഇപ്പം നമ്മൾ ദാനിയേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്ന ആ എഴുത്ത് പോലെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ വേരിയസ് ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസിൽ ക്രിസ്ത്യൻസ് അവര് എന്താണ് അവര് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കൂടുതൽ അടുത്ത് അറിയേണ്ടിയിരിക്കുന്നു. And one of the things that is very reflective of these organizations in themselves is because even within the tribes that we have, the major dialects are broken into tribes, smaller tribes, and I think we have well over 100 different smaller dialects in tribes, and they are also Christians. 100 different ട്രൈബ്സും ഡിഫറെന്റ് ഡിനോമിനേഷൻസ് അവിടെ നമുക്ക് കാണാൻ പറ്റും. 100-ൽ പരം നമുക്ക് അങ്ങനത്തെ ട്രൈബ്സിൽ നമുക്ക് കാണാൻ പറ്റും. So if you see within the Yoruba community, the Yorubas also have both Christians and Muslims. And just likewise as you have in the north, a very strong hold of Muslims, there are few pockets of Christians within them who are not necessarily northerners, but some also northerners. So rather unfortunately... യൂറോപ്പ കമ്മ്യൂണിറ്റീസിനകത്ത് ക്രിസ്ത്യൻസും അതുപോലെ തന്നെ മുസ്ലിംസും ഉണ്ട്. പക്ഷെ നോർത്തിൽ നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നത് മുസ്ലിം പോപ്പുലേഷൻ ആണ് കൂടുതലും കാണാൻ പറ്റുന്നത്. So rather unfortunately, the organizations themselves tend to suffer a little silently because of the fact that the jurisdiction of having to share the burden or the load of conflict dissemination within these religious organizations or these religious groups is a huge issue still to this day as we speak. പക്ഷേ ഈ റെഡ് ക്രോസ് പോലത്തെ ഈ ഓർഗനൈസേഷൻസിനകത്ത് അവർക്ക് പ്രശ്നം പറ്റുന്നത് ഇങ്ങനത്തെ ഒരു ഡിഫറെന്റ് പോക്കറ്റ്സ്, ഡിഫറെന്റ് റിലീജിയസ് ഓർഗനൈസേഷൻസ് വർക്ക് ചെയ്യുമ്പം ഈ ഡിഫറെന്റ് പോക്കറ്റ്സ് ഉള്ളതാണ് അവർക്ക് കൂടുതലും പ്രശ്നമായിട്ട് അവർക്ക് തോന്നുന്നത്. But one thing I know that we welcome is advocacy and support. പക്ഷെ ഒരു കാര്യം ഞാൻ കൂടുതലും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഇത് പലരുടെ സൈഡിൽ നിന്നും കിട്ടുന്ന ഒരു സപ്പോർട്ടാണ്. അത് I think that addressed that question. Okay, മോഹൻ ബ്രദറിന്റെ കഴിഞ്ഞു. മോഹൻ ബ്രദർ much time though. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ആ കൂടെ 15 മിനിറ്റ് ഉള്ളൂ. ജോസഫ് അച്ഛൻ ഫ്രീ ആയോ? ജോസഫ് അച്ഛ ഫ്രീ ആയിരുന്നോ? ഓക്കെ താങ്ക് യു. ഓക്കെ, ഗിബോർ അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടോ? സ്വിച്ച് ഓഫ് ആയോ? ഇല്ലല്ലോ. ഇല്ല, ആകും. ഒരു 10 മിനിറ്റിനുള്ളിൽ ആവും കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാ വൈൻഡ് അപ്പ് ചെയ്യാം നമുക്ക്. അപ്പം സോ ഐ തിങ്ക് ടുഡേ സെഷൻ വി ഹാവ് ടു വൈൻഡ് അപ്പ് ആസ് സൂൺ ആസ് നമ്മുടെ മോഡറേറ്റർ പാനലിൽ ഇരിക്കുന്ന. ഓക്കെ ഗിബോർ അച്ഛ
ഓക്കെ, അപ്പം നമുക്ക് അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിച്ചത് എൻഡ് ചെയ്യാം. വേറെ ആർക്കും ഒന്നും പറയാനില്ലെങ്കിൽ നമുക്ക് അതിന് മുന്നായിട്ട് നസ്രം ബ്രദർ ഇവർക്കൊരു താങ്ക്സ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് എൻഡ് ചെയ്യാം. പറഞ്ഞോ. Okay, okay. So, first of all, we want to thank Sister Venyop and Prophet Isaiah for taking your valuable time and coming in. We have been running മൂന്ന് this പേരോടെ room. ഉണ്ട്, വേറെ രണ്ടുപേരോടെ ഉണ്ടായിരുന്നു, ഇസാങ് ചക്ക. Okay, yeah, there were two other brothers also who were there who came in and spoke about the situation that is there in Nigeria. So we want to thank all of you, especially because this room has been running for the past 6 hours, and we want to save the replay of this because we want to upload this in our channels as well. But we definitely from our part of the world in India, we definitely see what is happening to our Christian brothers and sisters in Nigeria and in Africa. We are with you guys. We are praying for you. And, any help in terms of support and in terms of raising the voice, in terms of, shouting out about the situation that is happening, we are there with you. We are praying for you. So, keep us as a team in your prayers as well. I think we can, somebody can pray and we can close ഓക്കെ ഓക്കെ today's meeting. ഓക്കെ എനിക്കിന്ന് അച്ഛൻ ഡ്രൈവിങ്ങിലായതുകൊണ്ട് ഞാൻ വേറെ ആരെങ്കിലും പ്രാർത്ഥിക്കാനായിട്ട് ഏൽപ്പിക്കുകയാണ്. ജിമ്മിച്ചാൻ പ്രാർത്ഥിക്കട്ടെ. ജിമ്മിച്ചാൻ പ്രാർത്ഥിച്ചേണ്ടി. പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, സ്വർഗത്തിലെ ദൈവമേ, ഈ ക്രൈസ്തവ രക്തസാക്ഷികൾ എന്ന ക്ലബിൽ ആദ്യമായി അടിയങ്ങൾ ചെയ്ത ഈ ശുശ്രൂഷയെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ലോകത്തിൽ ഏറ്റവും അധികം ക്രൈസ്തവ രക്തസാക്ഷികൾ ഇപ്പോൾ വന്നിരിക്കുന്നത് നൈജീരിയയിലാണ്. കർത്താവെ, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഏറ്റവും അധികം ക്രൈസ്തവ പീഡനം നടന്നുകൊണ്ടിരിക്കുന്ന നൈജീരിയയെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ പീഡ അനുഭവിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾ, അവരുടെ മേൽ കർത്താവ് കരുണ തോന്നണമേ. ഫുലാനികളെയും ബോക്കോ ഹറാമിനെയും അൽഷബാബിനെയും എല്ലാം എൻ്റെ ദൈവം സ്പർശിക്കണമേ. അവരിലുള്ള മനുഷ്യനെ കൊന്നുതള്ളുന്ന മതത്തിൻ്റെ ഭീകരതയിൽ നിന്നും അവരെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് ദൈവം മാറ്റി അവരെ മനുഷ്യരാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ രൂപാന്തരപ്പെടുത്തുന്ന വചനം നൈജീരിയ മുഴുവനും മുഴങ്ങുവാൻ ദൈവം ഇടയാക്കണമേ. കർത്താവെ, അത്ഭുതകരമായും അതിശയകരമായും ആ നൈജീരിയയെ ദൈവം സ്പർശിക്കണമേ. അവിടുത്തെയുള്ള ഭരണകൂടത്തെ, ഉദ്യോഗസ്ഥ വൃന്ദത്തെ ദൈവമേ, അവരിലൂടെ എല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, കർത്താവെ, സഹോദരിമാർ, അവരൊരുപാട് ഒരുപാട് ഒരുപാട് കണ്ണുനീരിലാണ്. ഇന്നും അത് ഈ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ സെക്കൻഡിലും അങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവം പ്രവർത്തിക്കണമേ. ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. കർത്താവെ, നീ എഴുന്നേൽക്കണം. അങ്ങയുടെ കരം നൈജീരിയയുടെ മേൽ നീട്ടണമേ. അവിടുത്തെ ആ ദേശത്തെ കർത്താവ് ഈ മതത്തിൻ്റെ ഭീകരതയിൽ നിന്ന് വിടുവിക്കണം. ഇന്നത്തെ ഈ ക്ലബിൽ പങ്കെടുത്ത എല്ലാ സഹോദരങ്ങളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇസാങ് ബ്രദറിന് വേണ്ടി, ചാക്ക് ബ്രദറിന് വേണ്ടി, വെൻയോബ് സിസ്റ്ററിന് വേണ്ടി, പ്രൊഫറ്റിന് വേണ്ടി, പ്രൊഫറ്റ് ഐസയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഈ സ്പീക്കേഴ്സ് പാനൽ വന്ന വിഷയം ഏറ്റവും മനോഹരമായിട്ട് അവതരിപ്പിച്ച ഷിജുവൻ ബ്രദറിനായി സ്തോത്രം. അതുപോലെ അനിൽകുമാർ അയ്യപ്പൻ ബ്രദറിനായി സ്തോത്രം. കൃത്യമായി മോറേഷൻ നടത്തിയ ഏബൻ ബ്രദറിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പരിഭാഷപ്പെടുത്തിയ അജു ബ്രദറിനെയും നസ്രയും ബ്രദറിനെയും ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഓരോ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലും ചോദ്യങ്ങൾ ചോദിക്കുകയും ദൈവമേ, ഇതിൻ്റെ കൂടെ കേൾക്കുവാനും ഇരുന്ന എല്ലാ സഹോദരങ്ങളെയും സഹോദരിമാരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും മാനവും പുകഴ്ചയും ആരാധനയും അങ്ങേക്കും മാത്രം അർപ്പിക്കുന്നു. പ്രാർത്ഥനകൾ കേട്ടതുകൊണ്ട് നന്ദി. എല്ലാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, പ്രിയ പിതാവേ. ആമേൻ. 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 ഓക്കെ, കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. താങ്ക്സ് ഫോർ ഓൾ ഹു വിസിറ്റഡ് അവർ ക്ലബ് ഫോർ ദിസ് റൂം. എനിവേ, താങ്ക്സ് വൺസ് അഗെയിൻ. നമുക്ക് റൂം എൻഡ് ചെയ്യാം. വെന്യൂബ് സിസ്റ്റർ, ആർ യു ട്രൈങ് ടു സേ സംതിങ്? Venyop sister? No, I think you have a network issue. That's why we are not able to hear you. എനിക്ക് മാത്രമുള്ള ഇഷ്യൂ. Can you people hear her?
ഇല്ല, കേൾക്കുന്നില്ല, ക്ലിയർ അല്ല, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. Okay. Anyway, for the time being, we are just closing the room right now because it's almost 6 hours. By 6 hours, the room replays will automatically get off. That's the reason why we are in a hurry to close the room. Anyway, thanks all for once again for coming, joining us. We will keep remember all of you in prayers. Thank you. നമുക്ക് room end ചെയ്യാം. Thank you very much for having us. Yeah, thank you.